ഹലോ മക്കളെ, ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. എല്ലാവർക്കും സുഖമാണല്ലോ. സോ നമ്മുടെ മാരത്തോൺ സീരീസ് പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ LMRP സ്കെഡ്യൂൾ അനുസരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1, ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2, കറണ്ട് ഇലക്ട്രിസിറ്റി 1, കറണ്ട് ഇലക്ട്രിസിറ്റി 2 ആൻഡ് EM വേവ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. സോ എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ലൈവിലുള്ളവരൊന്ന് ഹായ് ഇടുക. ആരൊക്കെയാണെന്ന് നോക്കട്ടെ. ഒത്തിരി ദിവസമായി നമ്മൾ തമ്മിലൊരു ലൈവ് ഇൻട്രാക്ഷൻ നടന്നിട്ട്. സോ ഐ എം വെയിറ്റിംഗ്. ലൈവിലുള്ള മക്കളെല്ലാം ഒന്നൊരു ഹായ് വിട്ടേ. മുരളി കൃഷ്ണ, ഹലോ. ആദി, അൻഷ്, നാദിയ, റോക്ക് സ്റ്റാർ, മിഥുനം, വാവ്, ഗ്രേറ്റ്, അടിപൊളി. ഗ്ലാഡിയൻ, അടിപൊളി പേരാണല്ലോ. എനിവേ, ഗ്രേറ്റ്. എല്ലാവരും പെട്ടെന്ന് വരിക. ഓ ഗ്ലാഡിയൻ, സുഖാണ്. നിന്റെ വിശേഷങ്ങൾ പറ. നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോജി സർ, സലാം. ഡോക്ടർ സ്ട്രേഞ്ച്, ഹായ് ഡോക്ടർ സ്ട്രേഞ്ച്. ഓക്കെ, ഗ്രേറ്റ്. ഓൾ റൈറ്റ്, ഓക്കെ, ഫൈൻ. ഒത്തിരി പേരുണ്ട്. ഓക്കെ, വൈഷ്ണവ്. ഓക്കെ, അപ്പം മക്കളെ എല്ലാവരും ഉണ്ട്. സമയം കളയുന്നില്ല. നമുക്ക് ഇന്ന് നിങ്ങൾക്കറിയാം 4 ടീച്ചേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇത്. 4 പേര് ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലായിട്ട് 4 ടീച്ചേഴ്സ് ഇന്ന് ലൈവിൽ വരുന്നുണ്ട്. സോ സമയം ഒട്ടും കളയാണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഡിസ്കഷനിലോട്ട് പോകാം. ഓക്കെ മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഞാൻ പറഞ്ഞല്ലോ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1, ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2, കറണ്ട് ഇലക്ട്രിസിറ്റി 1, കറണ്ട് ഇലക്ട്രിസിറ്റി 2 ആൻഡ് EM വേവ്സ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ. എല്ലാവർക്കും വീണ്ടും ഒരു ഹായ്. എല്ലാവർക്കും വീണ്ടും ഹായ്. താങ്ക് യു. ഫൈൻ. സോ അപ്പം ഈ 5 ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷനാണ്. ഈ 5 LMRP ആൻഡ് LMRPയുടെ സ്കെഡ്യൂൾ അനുസരിച്ച് 5 ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1-ൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂളംസ് ലോയിനെ ബേസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. എ തിൻ മെറ്റാലിക് വയർ ഹാവിംഗ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 10⁻⁻⁴ meter square is used to make a ring of radius 30 centimeter. A positive charge 2 pi coulomb is uniformly distributed over the ring, while another positive charge of 30 picocoulomb is kept at the center of the ring. അങ്ങനെയാണെങ്കിൽ the tension in the ring is how many Newton എന്നാണ്. സോ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ മക്കളെ, ഈ ഒരു ചോദ്യം നമ്മളത് അറ്റൻഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് ദ റിംഗ്. ഫൈൻ, ദിസ് ഈസ് ദ റിംഗ്. നൗ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന ചാർജ് എന്ന് പറയുന്നത്, ആസ് പെർ ദ ക്വസ്റ്റ്യൻ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ദിസ് ഈസ് ഹാവിങ് എ ചാർജ് ഓഫ് 2 pi കൂളും എന്നാണ്. 2 pi കൂളും ചാർജ് ഇതിനുണ്ട്. ഇനിയും ഇതിൻ്റെ നടുക്കായിട്ട് എക്സാക്ട് മിഡ് പോയിന്റിൽ നമ്മൾ വയ്ക്കുന്ന ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 30 picocoulomb ചാർജ് ഇതിൻ്റെ സെൻട്രലായിട്ട് വെക്കുന്നുണ്ട്. സോ നിങ്ങൾക്കറിയാം ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും കുഞ്ഞുങ്ങളെ? ഇവർ തമ്മിൽ ഒരു റിപ്പൾഷൻ ഉണ്ടാകും. ശരിയല്ലേ? ഇവർ തമ്മിൽ ഒരു റിപ്പൾഷൻ ഉണ്ടാകും. ആ റിപ്പൾഷൻ ഈ പറയുന്ന റിങ്ങിനെ വെളിയിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ ഇതിങ്ങനെ വെളിയിലോട്ട് പുഷ് ചെയ്യുന്നതായിരിക്കും. ഓൾറൈറ്റ്. സോ ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സ്ട്രിങ് ഒന്ന് സ്ട്രെച്ച് ആകൂലേ? ആണല്ലോ. ഇതിങ്ങനെ സ്ട്രെച്ച് ആകുന്ന സമയത്ത് ഈ സ്ട്രിങ്ങിൻ്റെ
അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ അപ്പം മക്കളെ ഞാനിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം ഞാനൊന്ന് റിക്രിയേറ്റ് ചെയ്യുകയാണ്. ഓൾറൈറ്റ്, സോ എന്നിട്ട് ഇതിൻ്റെ വളരെ ചെറിയ ഒരു സ്ട്രിപ്പ് നമ്മൾ എടുക്കും. ഇത് കണ്ടോ, നമ്മളിതിൻ്റെ വളരെ ചെറിയൊരു സ്ട്രിപ്പ് നമ്മൾ എടുക്കുകയാണ്. സോ ഞാൻ ആ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രിപ്പാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ഇത്രയും സ്ട്രിപ്പാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ മക്കളെ, ഇതാണ്. ഇത് വളരെ ചെറിയൊരു സ്ട്രിപ്പാണ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ എത്രയായിട്ട് എടുക്കുന്നു? നമ്മൾ എടുക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഡി തീറ്റ. ചെറിയൊരു സ്ട്രിപ്പാണെന്ന് ഞാൻ പറഞ്ഞു. സോ ഡി തീറ്റ ആംഗിളാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ സ്ട്രിപ്പ് എടുത്തു ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും ഭാഗം റിമൂവ് ചെയ്ത് കളയുവാണേ. ഇതുണ്ടോ, ഐ എം റിമൂവിങ് ഇറ്റ് ലൈക്ക് ദിസ്. എന്നിട്ട് ഇവിടെയുള്ള ടെൻഷൻ, ഇവിടെയുള്ളൊരു ടെൻഷൻ നമ്മൾ ഇതുണ്ടോ, ഇതിങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ദാറ്റ് ടെൻഷൻ ടി. സോ ഇത് ഈ ആംഗിൾ എന്ന് പറയുന്നത് സർ ഫേസ് 1 പാറ്റേൺ സിമിലർ ആണോ ഫേസ് 2? മക്കളെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻ്റ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഇതിന് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. സോ നമുക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ഈ ഓരോ ചാപ്റ്റർ കഴിഞ്ഞ്, അതായത് നമ്മളിപ്പോൾ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്, ആ ചാപ്റ്ററിൻ്റെ വന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ പറയും. നെക്സ്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു പോസിബിലിറ്റീസ് എന്താണ് എന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, തീർച്ചയായിട്ടും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിനകത്തുനിന്ന് വന്നതും ഇനി വരാൻ സാധ്യതയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പം നമ്മൾ ആ ക്വസ്റ്റ്യനിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ആയുഷ്. ഫൈൻ. അപ്പോൾ ഇവിടെ ഡി തീറ്റ നിങ്ങൾ ഇവിടെ ആംഗിൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓൾറൈറ്റ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെന്ത് വരും കുഞ്ഞേ? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഡി തീറ്റ ബൈ 2, ഇതെന്ന് പറയുന്നത് എത്ര വരും? ഡി തീറ്റ ബൈ 2 വരും. ഫൈൻ. സോ ഈ സ്മോൾ ആംഗിളാണ് ഞാൻ പറഞ്ഞത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഈ ടെൻഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ടെൻഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ടെൻഷൻ്റെ 2 കമ്പോണൻ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ശരിയല്ലേ? ഒന്നെന്ന് പറഞ്ഞാൽ എത്ര വരും കുഞ്ഞേ? ഇതെന്ന് പറയുന്നത് ഡി ടി, സോറി ഡി ടി അല്ല, ഇതിൻ്റെ കോസിറ്റ കമ്പോണൻ്റ് ആയിരിക്കും. കാരണം ഈ ഹൊറിസോണ്ടലുമായിട്ട് ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര ആയിരിക്കും? ഡി തീറ്റ ബൈ 2 ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതെന്തായി? ഈ ഡയറക്ഷനുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ടി ടൈംസ് കോസ് ഓഫ് എത്ര ആയിരിക്കും? ഡി തീറ്റ ബൈ 2 ആയിരിക്കും ഈ ഡയറക്ഷൻ. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ടി ടൈംസ് കോസ് ഓഫ് എത്ര ആയിരിക്കും? ഡി തീറ്റ ബൈ 2 ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ 2 കമ്പോണൻ്റ് ഉണ്ടായിരിക്കും സൈൻ്റെ അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്രയായി? 2 ടൈംസ് ടി ഇൻറ്റു സൈൻ ഓഫ് ഡി തീറ്റ ബൈ 2 ആണല്ലോ. സോ ഈ ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഈ ഒരു ഫോഴ്സ്, ടെൻഷൻ്റെ കോമ്പോണൻറ്റ്, അതിനെയാണ് ഈ സെൻറ്ററിലിരിക്കുന്ന ചാർജ്, അതായത് എത്ര 3 പൈക്കോ കൂളും കാരണം ഉള്ള ചാർജിൻ്റെ റിപ്പൽഷനെ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കണം, നമ്മൾ ഈ എടുത്തിരിക്കുന്ന ചെറിയ സ്ട്രിപ്പിൻ്റെ ലെങ്ത് എന്നുള്ളത് എന്തായിട്ട് എടുക്കുക? ഡി എസ് ആയിട്ട് എടുക്കുക ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ സ്ട്രിപ്പിൻ്റെ ലെങ്ത് എത്രയാണെന്ന് എടുത്തു? ഡി എസ് ആയിട്ട് എടുത്തല്ലോ. വിച്ച് മീൻസ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് നമുക്ക് എത്രയായിട്ട് പറയാൻ പറ്റും? അത് നമ്മൾ എത്രയാണ്? നമ്മൾ പറഞ്ഞു എത്രയാണെന്ന് പറഞ്ഞു? 2 ടൈംസ് ടി ഇൻറ്റു സൈൻ ഓഫ് ഡി തീറ്റ ബൈ 2 ആണെന്ന് പറഞ്ഞു. ശരിയല്ലേ? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എത്രയായിരിക്കണം? 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട്. നടുക്കിരിക്കുന്ന ചാർജ് എത്രയാണ്? 30 ഇൻറ്റു 10⁻⁻12. ശരിയല്ലേ? 30 ഇൻറ്റു 10⁻⁻12 അതാണ് നടുക്കിരിക്കുന്ന ചാർജ്. ഇനിയും ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഇൻറ്റു ഡി എസ്, അതാണ് ഡി ക്യു കേട്ടോ. എന്താണ്? ഡി ക്യു. സോ Q1 Q2 ആയി ഓൾ ഡിവൈഡഡ് ബൈ എത്ര വരണം? ആർ സ്ക്വയർ എന്ന് വരണം. 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് Q1 Q2 ബൈ ആർ സ്ക്വയർ, അതാണ് ഇവിടെ വന്നത്. ക്ലിയർ അല്ലേ? ഫൈൻ. സോ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്ന ഒരു ചെറിയ ആംഗിളാണ്. ഡി തീറ്റ ബൈ 2 എന്ന വളരെ വളരെ ചെറിയൊരു ആംഗിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്തെന്ന് എഴുതാം? 2 ടൈംസ് ടി ഇൻറ്റു സൈൻ ഓഫ് ഡി തീറ്റ ബൈ 2 എന്നുള്ളത് എന്തായിട്ട് മാറും മക്കളെ? ഡി തീറ്റ ബൈ 2 എന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അവിടെ ഈ 2 ഇവിടെ ക്യാൻസൽ ആയി പോകുള്ളൂ. ഹിയർ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് 30 ഇൻറ്റു 10⁻⁻12 ഓക്കെ ഇൻറ്റു ലാംഡ ഇൻറ്റു ഡി എസ്. നമുക്കെല്ലാം അറിയാം ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ ഇൻക്ലൂഡഡ് വരും. സോ ഇവിടെ ഇപ്പോൾ ഡി എസ് എന്തായി മക്കളെ?
ഡി എസ് എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു എന്തായിട്ട് വരും ഡി തീറ്റ എന്ന് വരും. അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ലാംഡ ഇൻറ്റു ഡി എസിന് വരെ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുന്നു, ആർ ഇൻറ്റു ഡി തീറ്റ എന്ന് ഇട്ട് കൊടുക്കും. ഓൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ മീൻസ് ഞാനിവിടെ ക്യാപിറ്റൽ ആർ എഴുതി, നമ്മളിവിടെ റേഡിയസ് ഇവിടെ സ്മോൾ ലെറ്റർ ആർ തന്നെ കൊടുക്കുന്നു. ഓൾ റൈറ്റ്, ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വന്നു മക്കളെ, ആർ സ്ക്വയർ എന്ന് വന്നു. ഓക്കെ ഫൈൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഈ ഡി തീറ്റയും ഡി തീറ്റ ഇവിടെ നിന്ന് കട്ടാവുന്നു, അതുപോലെ തന്നെ ആറും ഇവിടെ കട്ടായി. അപ്പോൾ ഇവിടെ നോക്കിയേ എന്താണ് ബാക്കിയുള്ളത്, ടി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട്, എല്ലാവർക്കും അറിയാം 9 ഇൻറ്റു 10 ടു പവർ 9 ഇൻറ്റു 30 ഇൻറ്റു 10 ടു പവർ മൈനസ് 12 ഇൻറ്റു ലാംഡ എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ ചാർജ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ 2 പൈ ആണല്ലേ, ആണല്ലോ. സോ ടോട്ടൽ ചാർജ് ലാംഡേൻ്റെ വാല്യൂ ആണ് നമ്മൾ എഴുതുന്നത്. ലാംഡ എന്ന് പറയുന്നത് എത്രയാണ്, 2 പൈ ഇസ് ദ ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ 2 പൈ ഇൻറ്റു ആർ എന്ന് വരും, ആണല്ലോ. സോ 2 പൈ ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ സ്മോൾ ലെറ്റർ ആർ ഉണ്ട്, മൾട്ടിപ്ലൈഡ് ബൈ എത്രയാണ് 2 പൈ ഇൻറ്റു ആർ എന്നും വരും. ഇത് ഇവിടെ കട്ടായി പോകും. സോ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്തുണ്ട്, ആർ സ്ക്വയർ എന്നുണ്ട്. സോ ടി ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10 ടു പവർ 9 മൾട്ടിപ്ലൈഡ് ബൈ 30 ഇൻറ്റു 10 ടു പവർ മൈനസ് 12 ഓൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, ആർ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്, ശരിയല്ലേ. വിച്ച് മീൻസ് 30 ഇൻറ്റു 10 ടു പവർ മൈനസ് 2 ദ ഓൾ സ്ക്വയർ. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് 3 ന്യൂട്ടൺ എന്ന ആൻസർ കിട്ടും. നമുക്കൊക്കെ എൻ്റെ മെത്തേഡ് മനസ്സിലായ ക്വസ്റ്റ്യൻ്റെ ഈ ക്വസ്റ്റിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. സോ ഇവിടെ ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, സർ ഇതിൻ്റെ പാറ്റേൺ ആയിരിക്കുമോ വരുന്നത് എന്നുള്ളത് അല്ലേ. ഓക്കെ, സോ പാറ്റേണിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നത് മക്കളെ ഇതാണ്. കുളുംസ് ലോയിൽ നിന്നിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്, ആണല്ലോ. സോ കുളുംസ് ലോ എന്നുള്ള ചോദ്യത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, അത് ഇക്വിലിബ്രിയത്തിനെ ബേസ് ചെയ്തിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലേ, അതുപോലെ തന്നെ റിസൾട്ടൻറ്റ് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ട് വരാൻ സാധ്യതയുണ്ട്, ആണല്ലോ, ശരിയല്ലേ. ഇവിടെ നിങ്ങൾ നോക്കിക്കുക, റിസൾട്ടൻറ്റ് ലൈക്ക് ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ തന്നെ നമ്മൾ പറയുമ്പോൾ ഇതൊരു ഇക്വിലിബ്രിയത്തിൻ്റെ കേസായിരുന്നു. ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ തന്നെ പോയിന്റ് ചാർജസിൻ്റെ കേസും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസും വരാറുണ്ട്. ഓക്കെ ഫൈൻ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, അത് ഒരു നമ്മുടെ എന്താ ആയുഷ് ആയിരുന്നു തോന്നുന്നു, ആയുഷ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ ഒരു പാറ്റേണിൽ ജസ്റ്റ് ആ ഒരു ഫ്ലോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. ഇതിനകത്ത് മിക്കവാറും വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇതിന് മുന്നേയും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ മക്കളെ, ഒരു ക്യൂബ് നമുക്കിങ്ങനെ തന്നിട്ടുണ്ട്. ഫൈൻ. ഈ ക്യൂബിൻ്റെ ഇവിടെ ഇരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ക്യൂ, സ്മോൾ ലെറ്റർ ക്യൂ, സ്മോൾ ലെറ്റർ ക്യൂ, സ്മോൾ ലെറ്റർ ക്യൂ ആണ്. ഫൈൻ. ഇനിയും ഇതിൻ്റെ നടുക്കിരിക്കുന്ന ഒരു ചാർജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ക്യൂ ആണ്. ഇതിന് നടുത്തിരിക്കുന്ന ചാർജ് ക്യാപിറ്റൽ ക്യൂ ആണ്. അങ്ങനെയാണ് എങ്കിൽ ഫോർ ദ സിസ്റ്റം ടു ബി ഇൻ ഇക്വിലിബ്രിയം, ശ്രദ്ധിക്കണം, ഫോർ ദ സിസ്റ്റം ടു ബി ഇൻ ഇക്വിലിബ്രിയം, to be the system to be in equilibrium, what should be the value of Q എന്നൊരു ചോദ്യം വരാം. ഓക്കെ, ഞാൻ ഒരു പാറ്റേൺ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതായത് ഇതിന് സിമിലർ ആയിട്ടുള്ളത്, ഇത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു, ഞാനത് പറഞ്ഞു. ഇതങ്ങനെയല്ല, ഇതൊരു ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കേസാണ്. സോ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫോർ ദ സിസ്റ്റം ടു ബി ഇൻ ഇക്വിലിബ്രിയം എന്നാണ്. സിസ്റ്റം ടു ബി ഇൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ സിസ്റ്റത്തിനകത്ത് നോക്കി, ഇവിടെ നമ്മൾക്ക് തന്നിട്ടുള്ള ഈ സിസ്റ്റത്തിനകത്ത് മൊത്തം എത്ര ചാർജസ് ഉണ്ട് മക്കളെ, 5 ചാർജസ് ഉണ്ട്. ഈ 5 ചാർജും ഇക്വിലിബ്രിയത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന്, അല്ലേ. വിച്ച് മീൻസ് ഇവിടെ ഇരിക്കുന്ന ഇതും ഈ ചാർജും ഇതും എല്ലാം എന്ത് തന്നെ ആയിരിക്കണം, ഇക്വിലിബ്രിയത്തിലായിരിക്കണം. പിന്നെ ഈ നടുക്കിരിക്കുന്ന ചാർജും എന്തായിരിക്കണം, നടുക്കിരിക്കുന്ന ചാർജും എങ്ങനെയായിരിക്കും, ഇക്വിലിബ്രിയത്തിൽ തന്നെയല്ലേ വരേണ്ടത്, ആണല്ലോ. ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്യൂവിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. സോ ക്യൂവിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഈ ചുറ്റിനും തന്നിട്ടുള്ള 4 ചാർജസ് ഉണ്ടല്ലോ, ആ 4 ചാർജസിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പം ലൈക്ക് ഇതിന് നമ്മൾക്ക് എ ബി സി ഡി എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ഡ്യൂ ടു ബി അതെങ്ങോട്ടായിരിക്കും, ഇവിടെ ആയിരിക്കും. ദിസ് ഈസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ഡ്യൂ ടു ബി, ആണല്ലോ. നൗ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ഡ്യൂ ടു ഡി എന്ന് പറയുന്നത് ഇതായിരിക്കും. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ഡ്യൂ ടു ഡി എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആയിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈക്വൽ ചാർജസും സ്ക്വയറും ആയതുകൊണ്ട് തന്നെ എലോങ് ദ ഡയഗണൽ വരും, ആണല്ലോ. സോ ഇതിൻ്റെ രണ്ടിനും കൂടെ റിസൾട്ടൻ്റ് ആണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ സ്കേലാർ സം ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു
സി എന്ന് പറയുന്നത്. സോ നിങ്ങൾ മൂന്നിൻ്റെയും വെക്ടർ സം എടുത്തല്ലോ, ആണല്ലോ, ഫൈൻ. അതിനുശേഷമാണ് സോ ഈ മൂന്ന് ഫോഴ്സിൻ്റെയും കൂടെ, അതായത് ഇവർ മൂന്ന് പേരും ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു ബി പ്ലസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു സി പ്ലസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു ഡിൻ്റെ വെക്ടർ സം എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു ദ ചാർജ് അറ്റ് ദ സെൻറ്റർ, അതായത് ഒ ആയിട്ട് വരണം. സോ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു സി എന്ന് പറയുന്നത് ഇവരുടെ മൂന്ന് പേരുടെയും വെക്ടർ സം ആയിട്ട് വരണം. ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു ബി പ്ലസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു സി പ്ലസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു ഡി എന്ന് പറഞ്ഞു. ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു ബിൻ്റെയും ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു ബിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു സി ആണെന്ന് പറഞ്ഞു. സോ അവർ തമ്മിൽ ആഡ് ചെയ്യുക, അതിനെ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു ഡിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ആയുഷ് ഒരു ചോദ്യം ചോദിച്ചു, സ്വാഭാവികമായിട്ടും നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ക്യൂരിയോസിറ്റിയും ആങ്സൈറ്റിയും എല്ലാം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് ഇവിടെ വെച്ചിരിക്കുന്നത് തന്നെ. സോ വാട്ട് ഐ മീൻ ടു സേ ഈസ് ദാറ്റ് ഫേസ് 1-ൽ നിങ്ങളുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുക, അതിനെ ആ വന്നിരിക്കുന്നത് അത് ഏത് ഏരിയയിൽ നിന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. ഇനിയും ആ ഏരിയയിൽ നിന്നിട്ടും ഇതിന് മുമ്പ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ പാറ്റേൺ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നൊന്നും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ റോക്കറ്റ് സയൻസ്. ഓക്കെ, സോ സമയം കളയുന്നില്ല മക്കളെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവുക. നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ടൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. കമൻറ്റിൽ റെസ്പോൺസ് എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. ആനന്ദാർ, താങ്ക് യു മോനെ. സോ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഗെയിൻ ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്, പക്ഷേ അതൊരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിലായിട്ട് ചോദിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്കിതിനെ ഇക്വിലിബ്രിയമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നിട്ട് വന്നൊരു ചോദ്യമാണ്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. തൊട്ട് മുമ്പത്തേത് നെറ്റ് ഫോഴ്സിനെ കുറിച്ചുള്ളതായിരുന്നു, എങ്കിൽ ഇവിടെ എന്താണ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡിനെ വെച്ചിട്ടുള്ളതാണ്. സോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, വെദർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കൂളും ഫോഴ്സ്, വെദർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അത് രണ്ടും ഫേസ് 1-ൽ ഒരു മേജർ ഏരിയ ഓഫ് ചോയ്സ് ആയിരുന്നു എന്നുള്ള ഒരു കൺക്ലൂഷൻ നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ് മക്കളെ. Two charges Q and 3Q are separated by a distance small letter r in air. At a distance x from charge Q, the resultant electric field is 0. അങ്ങനെയാണെങ്കിൽ the value of x എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഫൈൻ. സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ ഉള്ളത് രണ്ട് ചാർജാണ്, ആണല്ലോ, രണ്ട് ചാർജാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ക്യൂവും രണ്ടാമത്തേത് എന്ന് പറയുന്നത് 3Qവുമാണ്. ഫൈൻ. സോ Q and 3Q, ഫൈൻ. ഇനിയും അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്, ക്യൂവിൽ നിന്നിട്ടും എക്സ് ഡിസ്റ്റൻസ് മാറി, ഡാർവിൻസ് ഫാദർ. താങ്ക് യു മോനെ, താങ്ക് യു. ആ പേര് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാരണം അത് എൻ്റെ തന്നെ കുട്ടീൻ്റെ പേരാണ്. സോ ലവ് യു ഫോർ ദാറ്റ്. സോ Q പ്ലസ് 3Q ആണല്ലോ, ക്യൂവും പ്ലസ് 3Q എന്ന് പറഞ്ഞ് രണ്ട് ചാർജ് ഉണ്ട്. സോ ക്യൂവിൽ നിന്നിട്ടും എത്ര ഡിസ്റ്റൻസ് മാറിയായിരിക്കും നമ്മൾക്ക് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ഓൾ റൈറ്റ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്. എന്താണ്? രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്. സോ കുട്ടികൾക്ക് സംശയം വരാവുന്നത്, സർ ഈ ക്യൂവിൽ നിന്നിട്ട് റൈറ്റിലോട്ട് എക്സ് ഡിസ്റ്റൻസ് മാറിയെടുക്കണോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് എക്സ് ഡിസ്റ്റൻസ് മാറിയെടുക്കണോ എന്നുള്ളൊരു ചോദ്യം വരും. മനസ്സിലാക്കേണ്ടത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്യൂവിൽ നിന്നിട്ടും എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നത് എന്നാണ് ചോദ്യം, ആണല്ലോ. സോ ക്യൂവിൽ നിന്നിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് എടുക്കുകയാണെങ്കിൽ, ക്യൂവിൽ നിന്നിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു +1 കൂളും ചാർജ് ഡ്രോപ്പ് ചെയ്ത് നോക്കുക. ഈ +1 കൂളും ചാർജിനെ ഇതിന് ഞാൻ എ എന്ന് പേര് കൊടുക്കുന്നു, ഇതിന് ഞാൻ ബി എന്ന് പേര് കൊടുക്കുന്നു. സോ ഈ +1 കൂളും ചാർജിനെ ഫോഴ്സ് ആക്ടിങ് ഓൺ 1 കൂളും ചാർജ് ഡ്യൂ ടു എ എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ടായിരിക്കും. അതുപോലെ തന്നെ ഫോഴ്സ് ആക്ടിങ് ഓൺ 1 കൂളും ചാർജ് ഡ്യൂ ടു ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെഫ്റ്റിലോട്ട് തന്നെ ആയിരിക്കും. ബിക്കോസ് ഇത് രണ്ടും എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ലെഫ്റ്റിലോട്ട് ആക്ട് ചെയ്യും, വിച്ച് മീൻസ് ദർ ഈസ് നോ പോസിബിലിറ്റി ഓഫ് ഹാവിങ് എ 0 വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്, ആണല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്? റൈറ്റിലോട്ട് എടുക്കേണ്ടതായിട്ടുള്ളത്, ശരിയല്ലേ? സോ റൈറ്റിലോട്ട് ഞാൻ എടുക്കുന്നു. റൈറ്റിലോട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മക്കളെ, ഈ ഡിസ്റ്റൻസ് ആണ് ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നത്. സോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. സോ സ്വാഭാവികമായിട്ടും ഈ ഡിസ്റ്റൻസ് എന്ത് വരും? r - x എന്ന് വരും. സോ ഇവിടെ നമ്മളൊരു +1 കൂളും ചാർജ് വെക്കുകയാണ് എങ്കിൽ, മക്കളെ ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ നമ്മളൊരു +1 കൂളും ചാർജ് വെക്കുകയാണെങ്കിൽ, ഹിയർ ദിസ് ഈസ് ഗോയിങ് ടു ബി ഫോഴ്സ് ആക്ടിങ് ഓൺ 1 കൂളും ചാർജ് ഡ്യൂ ടു എ,
and here it is going to be force acting on 1 coulomb charge due to B. ഇവർ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വിച്ച് മീൻസ് ഇത് എന്ത് ചെയ്താൽ മതി, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയപ്പോൾ ക്യാൻസൽ ആണല്ലോ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആയാൽ മതി. ശരിയല്ലേ? സോ ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, അതിൻ്റെ ബേസിക് ഫോർമുല വരുന്നത് 1/4πε0 Q/r² എന്നാണ്. ശരിയല്ലേ? ഇവിടെ 1/4πε0 ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട്, വിച്ച് മീൻസ് നമ്മൾക്ക് അതിനെ ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ ആയിട്ട് എന്ത് എഴുതാൻ പറ്റുക, ഒന്നാമത്തെ ചാർജ് എന്ന് പറയുന്നത് Q, 1/4πε0 ക്യാൻസൽ ആയി പോയെ. സോ Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, x² ആണ്. ശരിയല്ലേ? രണ്ടാമത്തെ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്, 3Q ആണ്. അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, r - x (² ആണ്. ശരിയല്ലേ? സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാൻസലേഷൻ്റെ പോസിബിലിറ്റി നോക്കുമ്പോൾ ഇവർ തമ്മിൽ ഇവിടെ ക്യാൻസൽ ആയി പോകുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നാണ്. സോ ഇവിടെ എന്ത് ചെയ്യണം മക്കൾ, ഇതിൻ്റെ റൂട്ട് എടുക്കണം. സോ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി, 1/x. ഇതിന് നമ്മൾ റൂട്ട് എടുത്താണ് 1/x ഈക്വൽസ് √3 ടൈംസ് അല്ലേ കുഞ്ഞേ, r - എന്തെന്ന് വരും, x എന്ന് വരും. അടല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, r - x ദാറ്റ് ഈക്വൽ ടു √3 ടൈംസ് x എന്ന് വരും. ഓക്കെ, വൺസ് യു സോൾവ് ദിസ്, ഇതിനെ നമ്മൾ മുന്നോട്ട് സോൾവ് ചെയ്യുകയാണ് എങ്കിൽ ഓക്കെ, വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. നമുക്കിപ്പോൾ ഫൈനലി കിട്ടിയിരിക്കുന്ന ഇതല്ലേ, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം എക്സ് എല്ലാം ഒരു സൈഡിലോട്ട് പോകും. എക്സ് ഒരു സൈഡിലോട്ട് പോയതിന് ശേഷം ബാക്കി നമുക്ക് എന്തായിരിക്കും ഇവിടെ ഉണ്ടാകുക. സോ ദിസ് ഈസ് വാട്ട് വി ആർ ഹാവിങ്. സോ ലെഫ്റ്റിൽ നമുക്ക് എന്തുണ്ടാവും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്മോൾ ലെറ്റർ r ഈക്വൽ ടു √3 + 1 എന്നുള്ളത് കോമൺ ആണ്, എക്സ് ഇവിടെ കാണും. വിച്ച് മീൻസ് എക്സിൻ്റെ വാല്യൂ എന്ത് വരും മക്കളെ, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് r ഡിവൈഡഡ് ബൈ അല്ലേ √3 + 1 എന്ന ആൻസറിലോട്ട് നമ്മൾക്ക് എത്താനായിട്ട് പറ്റും. ആണല്ലോ? ശരിയല്ലേ? സോ എക്സാക്ട് ആൻസർ എത്ര വന്നു, എക്സാക്ട് നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ആനന്ദ് മഹേശ്വർ, ഡാർവിൻസ് ഫാദർ, മക്കളെ ഓക്കെ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ? ആനന്ദു, മധു, യെസ്. നിഹാൽ, ഗ്രേറ്റ്, അതെ ഫൈൻ. സോ അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ്. ഗ്രേറ്റ്, ആനന്ദ് ആർ, ഫൈൻ. സോ അടുത്തത് ഓക്കെ. സോ അടുത്തത് ശ്രദ്ധിക്കണം, ഇതും കുളംസ് ലോയിൽ നിന്നിട്ട് ടൈം പീരീഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എ പാർട്ടിക്കിൾ ഓഫ് ചാർജ് -q ആൻഡ് മാസ് സ്മോൾ ലെറ്റർ m moves in a circle of radius small letter r around an infinite long line charge of linear charge density plus sigma, then the time period will be എന്നാണ് ചോദ്യം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. ആദ്യമേ നമ്മളൊരു ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ, ഐ ബിലീവ് ഇറ്റ് വാസ് ഓക്കെ. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് കണ്ടോ, നമ്മുടെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചാർജിനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഓഫ് ചാർജ് -q ആൻഡ് മാസ് +m എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ റൈറ്റ്. സോ ഇതാണ് ആ ചാർജ് എന്ന് വിചാരിക്കുക. ഇത് -q ആണ് എന്നും അതുപോലെ തന്നെ മാസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, m ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നൗ ദിസ് പർട്ടിക്കുലർ ചാർജ് ഈസ് റൊട്ടേറ്റിംഗ് അറൗണ്ട് എ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എത്രയാണ് മക്കളെ, ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു ചാർജ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ടൈം പീരീഡ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ടൈം പീരീഡ്, സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങളൊരു തോട്ട് പോകേണ്ടത് ഇങ്ങനെയാണ്, ടൈം പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. സോ ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു, ദാറ്റ് മീൻസ് 2πr ആണ്. ഇത് ഒരു തവണ കറങ്ങി വരുന്നത്, ശരിയല്ലേ? സോ 2πr എന്നുള്ള ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു, അതാണ് ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ സ്പീഡ്, അതായിരിക്കും നമുക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു ബേസിക് എക്സ്പ്രഷനിൽ പിടിച്ച് നമ്മൾ പോവുക. സോ ടൈം പീരീഡ് t = എന്ത് വരുന്നു, 2πr ഡിവൈഡഡ് ബൈ v എന്ന് വരുന്നു. ഇനിയും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം r നമുക്ക് തന്നിട്ടുണ്ട്, ശരിയല്ലേ? സോ നമുക്കിവിടെ എന്ത് മാത്രം മതി, v മാത്രം മതി. സോ വിച്ച് മീൻസ് ഇവിടുത്തെ വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം.
നമ്മൾക്കറിയാം ഈ ഒരു ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ mv²/r അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി ചോദ്യം ഇതാണ്, ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? വളരെ സിമ്പിൾ. ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ ഇ ഇൻറ്റു മൂവ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് -q ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ശരിയല്ലേ? അതല്ല ഇതിനെ അകത്തോട്ട് പിടിച്ച് വലിക്കുന്നത്. പോസിറ്റീവ് ചാർജ് ഇതിനെ പിടിച്ച് അകത്തോട്ട് വലിക്കുന്നു. ഇൻ ദ സെയിം വേ ലൈക്ക് ഗ്രാവിറ്റേഷൻ കാരണമുള്ള മൂവ്മെൻറ്റും ആ സർക്കുലർ പാത്തിലുള്ള മൂവ്മെൻ്റ് അല്ലേ, ഇൻ ദ സെയിം മാനർ ഇവിടെ ഒരു പോയിന്റ് ഓക്കെ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്തായി? ഇൻ ദ സെയിം വേ അവിടെ ഒരു ഗ്രാവിറ്റേഷൻ്റെ കേസിൽ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പോയിന്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു, ഇവിടെ ഒരു ലീനിയർ ആയിട്ട് എടുക്കുന്നു എന്നുള്ളൂ. സോ ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് FE. സോ mv²/r എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻഫൈനൈറ്റ് ലോങ് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം നമ്മൾ എഴുതുന്നത് 1/4πε0 എന്നുള്ളതാണ്. ആണല്ലോ. ഇൻറ്റു എന്ത് വന്നു? Q എന്ന് വന്നു. സോ അവിടെ നമ്മൾ നോക്കിയ മക്കളെ, ഇവിടെ ആറും ക്യാൻസൽ ആയി പോകും. വിച്ച് മീൻസ് V is equal to √, നോക്കിക്കേ, K into 2 times lambda Q by എന്ത് വന്നു? M എന്ന് വന്നു. സോ ഇവിടെ തൊട്ട് വിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. സോ T is equal to 2πr അല്ലേ, ഡിവൈഡ് ബൈ വിൻ്റെ വാല്യൂ എന്താണ്? വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √K 2 times lambda Q all divided by √M എന്ന് വരും. അല്ലെങ്കിൽ 2πr into √M divided by 2 times K lambda into Q എന്ന ഫൈനൽ ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ഡാർവിൻ പറഞ്ഞത് ഈ പറഞ്ഞ ഫോർമുല വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഡയമെൻഷൻലെസ് കറക്റ്റ്നെസ് നോക്കുമ്പോൾ ഇറ്റ്സ് എൻ അപ്രോച്ചബിൾ മെത്തേഡ്. തീർച്ചയായിട്ടും ഇറ്റ്സ് അപ്രോച്ചബിൾ മെത്തേഡ് അല്ല, അതൊരു മെത്തേഡ് തന്നെയാണ്. ഇതിന് ഞാൻ ആ ഒരു എക്സാക്ട്ലി ക്വസ്റ്റ്യൻ്റെ ആ ഒരു കാൽക്കുലേഷൻ പാർട്ട് എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. കാരണം ഇവിടെ നമ്മൾ ടൈം പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത് അല്ലേ. ഇതിനെക്കുറിച്ച് വെച്ചിട്ട് സാധാരണ നിങ്ങൾക്കറിയാം റേഡിയസിനെ കുറിച്ച് ചോദിക്കുന്ന രീതിയുണ്ട്, സ്പീഡിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ കൈനറ്റിക് എനർജീനെ കുറിച്ച് ഉള്ള ചോദ്യങ്ങൾ വരാം. സോ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫിമിലറൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പർപ്പസ് എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മക്കളൊന്ന് മെൻഷൻ ചെയ്യണേ പ്ലീസ് എല്ലാവരും. സമയമില്ല, ഇച്ചിരി ഒന്ന് സ്പീഡാക്കണം പ്ലീസ്. ഓക്കെ, ഗ്രേറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ആൻ ഇലക്ട്രോൺ ഈസ് മൂവിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് എസ് ഹാവിംഗ് സർഫേസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ. താങ്ക് യു നിഹാൽ. ഓൾ റൈറ്റ്, പ്ലസ് സിഗ്മ. The electron at t equal to 0 is at a distance of 1 meter from S and has a speed of 1 meter per second. The maximum value of sigma if the electron strike S at t equal to 1 second എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇറ്റ്സ് സംതിങ് ലൈക്ക് ദിസ്. നമ്മളെടുത്ത് ഒരു ഇൻഫൈനൈറ്റ് ലോങ് തിൻ ഷീറ്റ് ഉണ്ട്. ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് പ്ലസ് സിഗ്മയാണ്. ഓക്കെ, നൗ ശ്രദ്ധിക്കണം മക്കളെ. ഇനിയും അറ്റ് ടി ഈക്വൽ ടു 0 ഇവിടെ ഒരു എന്തുണ്ട്? ഒരു ചാർജ് പാർട്ടിക്കിൾ ഉണ്ട് ആണല്ലോ. ആ ചാർജ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അൻ ഇലക്ട്രോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾക്കറിയാം മൈനസ് ഓഫ് ഈ ചാർജുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഇനിയും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് കുഡ് ബി ദ മാക്സിമം വാല്യൂ ഓഫ് സിഗ്മ സോ ദാറ്റ് ദിസ് ഇലക്ട്രോൺ വിച്ച് വാസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 1 meter per second and at a distance of 1 meter will hit this sheet after 1 second എന്നാണ് ചോദ്യം. സോ ഇതിനകത്ത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇലക്ട്രോൺ ടുവേർഡ്സ് ദ ഷീറ്റ് ആണോ അല്ലെങ്കിൽ എവേ ഫ്രം ദ ഷീറ്റ് ആണോ മൂവ് ചെയ്യുന്നത് എന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ ആണല്ലോ, എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാനിവിടെ ഒന്നും പറയാണ്ട് തന്നെ ഇവിടെ റൈറ്റിലോട്ടായിട്ട് മാർക്ക് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എനിക്കിവിടെ പറഞ്ഞു തുടങ്ങേണ്ടത് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ചാർജിൻ്റെ ഡയറക്ഷൻ റൈറ്റിലോട്ട് മാർക്ക് ചെയ്തു, ലെഫ്റ്റിലോട്ട് മാർക്ക് ചെയ്തില്ല എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ട് കുഡ് ബി ദ മാക്സിമം വാല്യൂ ഓഫ് സിഗ്മ
എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് സിഗ്മയ്ക്ക് നമ്മളൊരു ചാർജിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കുന്നു എന്നുള്ളതാണ്. ആണല്ലോ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ചാർജ് ഇൻ കേസ് ലെഫ്റ്റിലോട്ടായിരുന്നു മൂവ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഐ റിപ്പീറ്റ്, ഈ ചാർജ് അതായത് ഇലക്ട്രോൺ ലെഫ്റ്റിലോട്ടാണ്, ഞാനിപ്പോൾ മാർക്ക് ചെയ്തതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് ലെഫ്റ്റിലോട്ടായിരുന്നു മൂവ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. സോ അങ്ങനെ ലെഫ്റ്റിലോട്ടായിരുന്നു മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ ഷീറ്റിന് ഒരു ചാർജ് ഇല്ലെങ്കിൽ പോലും ഈ സാധനം എന്ത് വരും, വന്നിട്ട് തിരിച്ച് ഇതിനിട്ട് വന്നിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന ചാർജിനെ ഈ ഷീറ്റ് പിടിച്ചിട്ട് വലിക്കും. അങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് മുന്നോട്ട് ട്രാവൽ ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ഇത് നിന്ന് പോകും. അതിനുശേഷം ഇറ്റ് വിൽ റിവേഴ്സ് ദി ഡയറക്ഷൻ ആൻഡ് വിൽ കം ബാക്ക് ടു ദ ഇനിഷ്യൽ പൊസിഷൻ. എവിടെയായിരുന്നു ഇതുണ്ടായിരുന്നു അവിടെ തിരിച്ചു വരും. ദെൻ ഇറ്റ് വിൽ ബൈപാസ് ഇറ്റ്സ് ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഹിറ്റ് ദ ഷീറ്റ്. ഇതാണ് സംഭവിക്കുന്നത്. സോ ഇതെല്ലാം സംഭവിക്കുന്നത് 1 സെക്കൻഡിൽ ആകാൻ പാടുള്ളൂ. ഇനിയും നമുക്ക് കിട്ടേണ്ട ഒരു ആൻസറിനേക്കാളും കൂടുതൽ ആയിട്ടുള്ളൊരു ചാർജാണ് നമ്മൾ ഇതിന് അസ്യൂം ചെയ്യുക എന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് ഇത് 1 സെക്കൻഡിന് മുന്നേ തന്നെ ഇത് വന്ന് എന്ത് ചെയ്യും, ഹിറ്റ് ചെയ്യും. സോ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിങ്ങനെ പോയി ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ വന്നത് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആണല്ലോ. സോ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ കൺസെപ്റ്റാണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. യൂണിഫോം ആക്സലറേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കേസിൽ മാത്രമേ നമ്മൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഉള്ളത് ഒരു തിൻ ഷീറ്റാണ്. തിൻ ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. സോ നോ ഡൗട്ട് എനിക്ക് ആ ഒരു കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ ആ കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മക്കൾ ശ്രദ്ധിക്കണം, എന്നെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ആസ് പെർ ദ ഗിവൺ ഡേറ്റ ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. സോ ഒറിജിനിൽ നിന്ന് സാധനം സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചിവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നു. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറയുന്നത് എനിക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും, -1 മീറ്റർ എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് +1 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ടൈം ടേക്കൺ ഫോർ ദിസ് എൻറ്റയർ പ്രോസസ് എന്ന് പറയുന്നത് ദാറ്റ് ഹാസ് ടു ബി 1 സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ SI UI TI ഞാൻ എടുക്കാൻ പോകുന്ന ഫോർമുല എന്ന് പറയുന്നത് S = UT + ½ AT² എന്നുള്ള ഫോർമുലയാണ്. ഇവിടെ നമ്മൾക്ക് ഇനി വേണ്ട എന്താണ് കുഞ്ഞേ, നമുക്കിവിടെ വേണ്ടത് ആക്സലേഷൻ ആണല്ലോ. ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഫോഴ്സ് അപ്പോൺ മാസ്, ശരിയല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻടു ദ ചാർജ് ഡിവൈഡഡ് ബൈ മാസ് m എന്ന് വരും. ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്കറിയാം, ഒരു തിൻ ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് σ/2ε0 ആണ്. സോ വിച്ച് മീൻസ് ആക്സലേഷൻ എന്തായി, ആക്സലേഷൻ = σ/2ε0. അതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻറ്റു E/m എന്ന് വന്നു. സോ ആക്സലേഷൻ എക്സ്പ്രഷൻ ആയി. സോ ഞാൻ ഈ തന്നിരിക്കുന്ന വാല്യൂ എല്ലാം കൂടെ എന്ത് ചെയ്യാൻ പോവുകയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിലോട്ട്, ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലോട്ട്. മക്കൾ ശ്രദ്ധിച്ചേ. സോ നമ്മുടെ എക്സ്പ്രഷൻ ഇതാണ്, എന്ത്, S = UT + ½ A × T². സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് -1 ആയി. ഇനിഷ്യൽ വെലോസിറ്റി 1 ആയിരുന്നു, ടൈം ടേക്കണും 1 ആണ്, പ്ലസ് ½ ഓഫ് ആക്സലേഷൻ എന്ന് പറയുന്നത് എന്ത് വരുന്നു, ആക്സലേഷൻ എന്ന് പറയുന്നത് -E വാല്യൂ നമ്മൾ ഓൾറെഡി എഴുതിയല്ലോ അല്ലേ. സോ നോക്കിയ കുഞ്ഞെ സിഗ്മ ടൈംസ് E ഓൾ ഡിവൈഡഡ് ബൈ 2ε0 × m എന്ന് വന്നു, ആണല്ലോ. ½ ഓഫ് AI × T² എന്ന് പറയുമ്പോഴത്തേക്ക് എന്തേ വരുള്ളൂ, 1 വരുള്ളൂ. സോ നമ്മൾ ഇവിടെ ഉള്ള ഇതിപ്പോൾ 1 × 1 -1 ആണ്, അതിന് നമ്മൾ ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ എന്തായി, -2 ആയി. സോ -2 = -1/4 മൾട്ടിപ്ലൈ ചെയ്താണേ സിഗ്മ ടൈംസ് E × ε0 × m എന്ന് വന്നു. സോ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, മൈനസും കട്ടായിപ്പോയി. ഇവിടെ എന്ത് വന്നു, സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ = 8 ടൈംസ് ε0 m/E എന്ന് വന്നു. നമുക്ക് തന്നിരിക്കുന്നത് സിഗ്മൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ആൽഫ ടൈംസ് അല്ലേ, ആൽഫ ടൈംസ് m × ε0/E എന്ന് വന്നു. സോ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് വരും, കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ കിട്ടുന്നത് ആൽഫൻ്റെ വാല്യൂ = 8 എന്നുള്ളൊരു പെർഫെക്റ്റ് ആൻസറിലോട്ട് നമ്മൾക്ക് എത്താനായിട്ട് പറ്റുന്നതായിരിക്കും. കുട്ടികൾക്ക് മനസ്സിലായോ ഞാനിത് എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്നുള്ളത്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലായിരുന്നു ഈ സാധനം മൂവ് ചെയ്തത്. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് മൂവ് ചെയ്തത് എന്നതുകൊണ്ട് തന്നെ ഐ ക്യാൻ സിംപ്ലി jump to the conclusion that this is going to experience a uniform acceleration. ആ യൂണിഫോം ആക്സലറേഷനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇക്വേഷൻസ് ഓഫ് മോഷനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അതിന് വേണ്ട എന്താ പറയുക ടൈം ഗ്യാപ്പ് എത്രയാണ് എന്നുള്ള ആ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് ഈ ആൻസറിലോട്ട് എത്തുകയാണ് നമ്മൾ ചെയ്തത്. മക്കളെ കൺസെപ്റ്റ് ക്ലിയർ ആണോ ഒന്ന് കമൻറ്റ് ചെയ്യാമോ, ഞാൻ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത് എന്നുള്ളതിൻ്റെ അപ്രോച്ച്
ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പെട്ടെന്ന് പറയണേ പ്ലീസ്. സമയമില്ല, അതുകൊണ്ട് പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ് എവരിബഡി. ഓൾ റൈറ്റ്, പെർഫെക്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. സപ്പോസ് എ യൂണിഫോംലി ചാർജ്ഡ് wall provides a uniform electric field of 2 into 10 to the power 4 Newton per Coulomb normally. A charged particle of mass 2 gram being suspended through a silk thread of length 20 centimeter and remain stayed at a distance of 10 centimeter from the wall. അങ്ങനെയാണെങ്കിൽ the charge on the particle എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എഗെയിൻ ഇതും ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെ ആയിരുന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ, ഇതാണ് നമ്മുടെ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വാളിൽ ഒരു സിൽക്ക് ത്രെഡിൽ എന്തുണ്ട്, ഒരു ബോൾ നമ്മൾ എടുക്കുന്നു. ഇതാണ് ആ ബോൾ എന്ന് പറയുന്നത്. ഈ ബോളിൻ്റെ മാസ് എന്ന് പറയുന്നത് 2 gram ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 2 gram. സോ 2 into 10 to the power -3 kg എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ ആണല്ലോ. ഈ പറയുന്ന ചാർജ് ലൈക്ക് ഇനി ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുക ഇങ്ങനെയാണ്, ഇവിടെ ദ ചാർജ് ദിസ് പർട്ടിക്കുലർ സിസ്റ്റം ഈസ് ആൻ ഇക്വിലിബ്രിയം ആൻഡ് ദിസ് പർട്ടിക്കുലർ wall ഈസ് പ്രൊവൈഡിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഈക്വൽ ടു എത്രയാണ്? 2 into 10 to the power 4 Newton per Coulomb. ഓൾ റൈറ്റ്, ഓക്കെ ഫൈൻ. ഇത്രയുമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആണല്ലോ. നൗ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സിൽക്ക് ത്രെഡിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വാളുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതെത്രയാണ്? ഇത് 10 സെൻറ്റിമീറ്ററും ഇതെത്രയാണ്? ഇത് 20 സെൻറ്റിമീറ്ററുമാണ് ആണല്ലോ. ഫൈൻ. സോ അങ്ങനെയാണ് എങ്കിൽ ഇഫ് ദിസ് ഈസ് ഹാവിങ് എ ചാർജ് ഓഫ് സേ +q കൂളും, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമ്മൾ നോക്കുക. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ പറയുകയാണ് എങ്കിൽ മക്കൾ ശ്രദ്ധിക്കണം, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ m×g, നോക്കിക്കേ, m×g എന്ന് പറയുന്നൊരു ഫോഴ്സ് ഇവിടെ ഉണ്ടാകും ആണല്ലോ. അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ഈ ഡയറക്ഷൻ ഉണ്ടാകും, ദാറ്റ് ഈസ് F(e). പിന്നെന്താണ് മക്കളെ? പിന്നെ ഉള്ളത് ഇവിടുത്തെ ടെൻഷൻ T ആണ്. ക്ലിയർ ആണല്ലോ. സോ ഇഫ് ഐ ഡു ടേക്ക് ദിസ് as തീറ്റ, നമുക്ക് വേണ്ട എന്താണ്? Q ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ശരിയല്ലേ? ആണല്ലോ. ദ ചാർജ് ഓൺ ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 1/√x. സോ നമുക്കിവിടെ ചാർജിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, Q ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/√x മൈക്രോ കൂളും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ഫോമുലയാണ്. നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് തന്നെ വെർട്ടിക്കലുമായിട്ട് ഈ ആംഗിൾ എത്ര വരും മക്കളെ? തീറ്റ എന്ന് തന്നെ വരും. സോ ടി സൈൻ തീറ്റ ടി കോസ് തീറ്റ ആണല്ലോ. വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്ന ആരാണ്? ടി കോസ് തീറ്റ ആണ്. സോ ടി കോസ് തീറ്റ ബാലൻസ് ദ വെയിറ്റ് m×g. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി ടി സൈൻ തീറ്റ ബാലൻസസ് വാട്ട്? F(e). ഓക്കെ അല്ലേ? ആണല്ലോ. ഫൈൻ. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് ഇത് 10 ആണ്, ഇതെത്രയാണ് മക്കളെ? 20 സെൻറ്റിമീറ്റർ ആണ്, ശരിയല്ലേ? ഫൈൻ. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് ഈ ഒരു വാല്യൂ ടി സൈൻ തീറ്റ എത്രയെന്ന് വന്നു? F(e) എന്ന് വന്നു അല്ലേ? ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ ഒരു റേഷ്യോ എടുക്കുകയാണെന്ന് വിചാരിക്കാം. റേഷ്യോ എടുക്കുകയാണെങ്കിൽ tan ഓഫ് തീറ്റ ഈക്വൽ ടു എന്ത് വന്നു? F(e) upon mg എന്ന് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ആണല്ലോ. സോ tan ഓഫ് തീറ്റ ടൈംസ് m×g ഈക്വൽ ടു എന്ത് വന്നു? F(e) എന്ന് വരും. ക്ലിയർ അല്ലേ? നൗ tan ഓഫ് തീറ്റ ഇൻറ്റു mg, m എന്ന് പറയുന്ന മാസും g എന്ന് പറയുന്ന ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമാണ്. Fe എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 2 into 10 to the power 4 എന്ന് വന്നിട്ടുണ്ട് ആണല്ലോ. ഇൻറ്റു ചാർജ് എത്ര വരും? Q എന്ന് എടുക്കാൻ പോവുകയാണ്. വിച്ച് മീൻസ് മക്കൾ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മളിതിനെ ഫർദർ റിസോൾവ് ചെയ്യുന്ന സമയത്ത് ലെറ്റ് മീ ടേക്ക് ദിസ് സ്റ്റെപ്പ് ടുവേർഡ്സ് ദ റൈറ്റ്. ഓക്കെ,
സോ ഇതിനെ നമ്മൾ റൈറ്റിലോട്ട് എടുത്തതിന് ശേഷം ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതായിരിക്കും. ടാൻ ഓഫ് തീറ്റ ഇൻറ്റു എം ജി ഓൾ ഡിവൈഡഡ് ബൈ 2 × 10⁴ ഈക്വൽസ് ടു എന്ത് വന്നു? ക്യൂ എന്ന് വന്നു. നമ്മളിവിടെ ഒരു മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സെറ്റപ്പിനകത്ത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ആണെന്നും അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് 20 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ആണല്ലോ, എക്സാക്ട്ലി 20 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ റേഷ്യോ എടുത്ത് നോക്കുക. ഇതാങ്കിൽ നമ്മൾ ഇതിൻ്റെ തീറ്റാന്ന് എടുത്തു എന്ന് പറഞ്ഞല്ലോ, ശരിയല്ലേ? ഫൈൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ, നമുക്ക് എത്രയായിട്ട് എടുക്കാൻ പറ്റും? √30 എന്ന് വരും. ഓക്കെ, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ടാൻ തീറ്റേൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണല്ലോ. സോ ആ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് 1 ഡിവൈഡഡ് ബൈ √3 ടൈംസ് ഇൻറ്റു 10⁻⁻6 കൂളും ആണ് എന്തെന്ന് വരും? ക്യൂ എന്ന് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. എമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ജി എന്ന് പറയുന്നത് 10 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് വന്നു? √3 എന്ന് വന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ ഡിസ്റ്റൻസ് എടുക്കുക, ടാൻ തീറ്റ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്താൽ ആൻസർ ആയി. മക്കളെ ഓക്കെ അല്ലേ? ഡാർവിൻ പെർഫെക്റ്റ്. സൽമാൻ ഹായ് മോനെ, ഹായ് ഹായ് ഹായ്. മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് വാട്ട് യു ക്യാൻ സേ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫേസ് 1. അടുത്ത് നമ്മൾ മൂവ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫേസ് 2-ലോട്ടാണ്. ഓക്കെ, സോ ഇതിനകത്തു നിന്നുള്ള ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ. ആൻ ഇലക്ട്രിക് ചാർജ് 10⁻⁻6 microcoulomb is placed at the origin 0, of xy coordinate system. 2 point charges P and Q are situated at √3, √3 meter and 6 meter respectively. The potential difference between point P and Q എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ് മക്കളെ, നോക്കിയേ. നമ്മുടെ കയ്യിൽ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ആ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് the charge what we are having is 10⁻⁻6 microcoulomb. 10⁻⁻6 microcoulomb. Okay, 10⁻⁻6 microcoulomb is placed at the origin and 2 points P and Q. So P എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? √3, √3 ആണ്. സോ √3, √3 ഇതാണ് പോയിന്റ് P എന്ന് പറയുന്നത്. ആണല്ലോ, ഫൈൻ. അതിനുശേഷം അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? √6, 3. √6, 3 എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് ദിസ് ഈസ് √6, 3. √6, 0 അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ശരിയല്ലേ? ആണല്ലോ. സോ y കോർഡിനേറ്റ് 0 ആണ് ഇത് വരുന്നു. സോ ഇതാണ് പോയിന്റ് Q എന്ന് പറയുന്നത്. നമ്മളോട് ചോദിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ VP ആൻഡ് VQ എത്രയാണെന്നാണ്. സോ നമ്മൾക്കെല്ലാം അറിയാം ഇവിടുത്തെ പൊട്ടൻഷ്യൽ, അതായത് പിയിലെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വി മസ്റ്റ് നോ ദിസ് അല്ലേ. ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ടൈംസ് അല്ലേ, എത്ര വരിക മക്കളെ? ഇതെന്ന് പറയുന്നത് ഇത് എ ആയിട്ട് എടുക്കുന്നു, ഇത് എ ആയിട്ട് എടുക്കുന്നു. നമ്മൾ എത്രയാണ് സാധാരണ ഇത്? √2 ടൈംസ് എ എന്ന് എഴുതും. √2 ടൈംസ് √3 എന്ന് പറയുന്നത് എത്ര വന്നു? √6 എന്ന് വന്നു. സോ വി പി എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 4πε0 അല്ലെങ്കിൽ K Q ഡിവൈഡ് ബൈ √6 വരുന്നു. അടുത്ത പോയിന്റ് അതായത് ക്യൂയിലോട്ടുള്ള നോക്കുമ്പോഴും അവിടെയും ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? √6 തന്നെയാണ്. സോ വി ക്യൂ എന്ന് പറയുന്നതും 1 ഡിവൈഡ് ബൈ 4πε0 അതായത് K ചാർജ് Q ഡിവൈഡഡ് ബൈ √6 എന്ന് വന്നു. വിച്ച് മീൻസ് പി എന്ന് പറയുന്ന പോയിന്റിലും Q എന്ന് പറയുന്ന പോയിന്റിലും ഒരേ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ VP മൈനസ് VQ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ അതിനകത്ത് വരുന്നില്ല. മാഗ്നിറ്റ്യൂഡ് നോക്കുക, മാഗ്നിറ്റ്യൂഡുമായിട്ടുള്ള ഡിഫറൻസ് എടുക്കുക. അതായിരിക്കും നമ്മൾക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡാർവിൻസ് ഫാദർ
ഗെവിൻ ഇവരെല്ലാം പറഞ്ഞ ആൻസർ, ഇവർ നേരത്തെ ആൻസർ പറഞ്ഞിരുന്നു. വളരെ കറക്റ്റായിട്ടുള്ള ആൻസറാണ്. ഫീൽ ഹാപ്പി ഫോർ ദാറ്റ്. സമയം കളയാണ്ട് തന്നെ നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ആൻസർ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണെങ്കിൽ പോലും പേഴ്സണലി ഐ ഡു റെക്കമെൻഡ് ടു സ്റ്റേ ഫോക്കസ്ഡ് ഓൺ ദ മെത്തേഡ് വാട്ട് വി ആർ ഡിസ്കസിങ് ഓവർ ഹിയർ ടുഡേ. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് പ്ലേറ്റ് സെപ്പറേഷൻ 5 mm is charged up by a battery. Okay. It is found that on introducing a dielectric sheet of thickness 2 mm while keeping the battery connection intact, okay, the capacitor draws 25% more charge from the battery than before എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ ഷീറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ് മക്കളെ, ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഓക്കെ, സോ ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു? ഈ ഒരു സെറ്റപ്പിനകത്തോട്ട് നമ്മൾ ഇതിൻ്റെ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഹൗ വി ആർ കണക്ടിങ് ഇറ്റ്. നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു സെറ്റപ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഫൈൻ. സോ ഈ പറയുന്ന ബാറ്ററീൻ്റെ സ്പേസിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഡയലക്ട്രിക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഹൗ വി ആർ ഇൻസേർട്ടിങ് ദ ഡയലക്ട്രിക്. ആൻഡ് യു മസ്റ്റ് നോട്ട് മിസ് സംതിങ്. ഇവിടെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്, ആണല്ലോ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ബാറ്ററീൻ്റെ വി ആയിരിക്കും. ഓക്കെ, അത് ഇവിടെ വി തന്നെയാണ്. ഇവിടെ ഇപ്പോഴത്തെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് സി ആണ്, ഇവിടുത്തെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് സി ഡാഷ് ആണ്. നേരത്തെ ഇവിടെ ചാർജ് ഉണ്ടായിരുന്നത് ക്യൂ ആണ്. ഇപ്പോൾ ഇവിടുത്തെ ചാർജ് 25% കൂടി എന്നാണ് പറയുന്നത്. എത്രയാണ്? 25% കൂടി എന്ന് പറയുന്നുണ്ട്. വിച്ച് മീൻസ് ഇപ്പോഴത്തെ ചാർജ് എത്ര ആയിരിക്കും? 1.25 ടൈംസ് ക്യൂ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെ 5/4 ടൈംസ് ക്യൂ എന്ന് എഴുതാം. 1.25 ടൈംസ് ക്യൂ ആയിരിക്കും. 25% കൂടിയതിന് ശേഷമുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. 5/4 ടൈംസ് ക്യൂ എന്നാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നോക്കിയാൽ മക്കളെ, ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്നാണ്. ശരിയല്ലേ? വി മാറുന്നില്ലല്ലോ, വി എപ്പോഴും സെയിം ആയിട്ടല്ലേ. സോ ക്യൂ എന്നുള്ളത് 5/4 ടൈംസ് ക്യൂ ആയിട്ട് കൂടിയിട്ടുണ്ട് എങ്കിൽ കപ്പാസിറ്റൻസ് സി എന്ന് പറയുന്നത് 5/4 ടൈംസ് സി ആയിട്ട് മൂവ് ചെയ്താലല്ലേ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതാണ് ഇതിനകത്ത് കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിൽ പോയാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എടുത്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. സി ഈസ് നൗ ബിക്കമിങ് എത്രയാണ്? 5/4 ടൈംസ് സി ആണ്, ആണല്ലോ. 5/4 ടൈംസ് സി ആണ്. സോ നോക്കിയ മക്കള്, അപ്പോൾ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാം. സി ഇസ് നോർമലി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വരുന്നത് എപ്സിലോൺ നോട്ട് എ ബൈ ഡി എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4 ടൈംസ്. നമ്മൾ ഒരു ഡയലക്ട്രിക് ടി തിക്നെസ് ഉള്ള ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫോർമുല എന്തായിട്ട് മാറും? എപ്സിലോൺ നോട്ട് എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ എന്നുള്ള ഫോമാറ്റിലോട്ട് ഇത് മാറാറുണ്ട്. ടി തിക്നെസ് ഉള്ള കെ ഡയലക്ട്രിക് ഉള്ള ഒരു കെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ളവരെണ്ണം ഇട്ട് കഴിയുമ്പോഴത്തെ കേസാണ് ഞാൻ ഈ പറഞ്ഞത്. ശരിയല്ലേ? സോ അപ്പോൾ നിങ്ങൾ നോക്കണം മക്കളെ, ഈ ഇത് തമ്മിൽ ഇവിടെ ക്യാൻസൽ ആയി പോയിക്കോളും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കിക്കേ, നമ്മളിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ഉള്ളത് 4 ടൈംസ് ഡി അല്ലേ, 4 ടൈംസ് ഡി മൈനസ് 4 ടൈംസ് ടി പ്ലസ് 4t ഡിവൈഡഡ് ബൈ കെ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? 5 ടൈംസ് ഡി എന്ന് വരും, ആണല്ലോ. ഇവിടെ നമുക്ക് ടി തന്നിട്ടുണ്ട്. ടി എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ടി എന്ന് പറയുന്നത് 2 mm ഡി എന്ന് പറയുന്നത് 5 mm ആണ്. ടി ഈസ് ഈക്വൽ ടു 2 mm ആൻഡ് ഡി ഈക്വൽ ടു എത്രയാണ്? 5 mm എന്ന് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് കെ ഈക്വൽ ടു 2. സംശയമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു.
ഓക്കെ അല്ലേ മക്കളെ? ആനന്ദ് മഹേശ്വർ ആൻസർ പറഞ്ഞിരുന്നു. ഗവിൻ കറക്റ്റ് ആൻസർ ആണ് മോനെ. ഓക്കെ ആണല്ലോ എല്ലാവരും? ഓക്കെ അല്ലേ? കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ പ്ലീസ്. ഇതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പറയണം. സംശയമൊന്നും ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അടുത്ത ക്വസ്റ്റിനോട്ട് പോയിക്കോട്ടെ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ, ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ശ്രദ്ധിക്കണം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ plus q and minus q charge is 2l and the distance between plus 2q and minus 2q is 4l. ഡാർവിൻ്റെ ആൻസറും കറക്റ്റ് ആയിരുന്നു. യെസ്. Now the electrostatic potential at p at a distance r from the center o is minus of alpha times ql by r square into 10 to power 9 volt where the value of alpha is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ മക്കളെ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ട ഡൈപോളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഇത് മൈനസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നിട്ടും ആർ ഡിസ്റ്റൻസ് മാറി തീറ്റ ആംഗിളിൽ ഒരു പോയിന്റ് എടുത്തിട്ട് ഇവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതെ ആനന്ദ് മഹേശ്വർ ആൻസർ പറഞ്ഞായിരുന്നല്ലോ, പിന്നെ എന്തിനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? കറക്റ്റ് ആൻസർ അല്ലായിരുന്നു? ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഐ മൈറ്റ് ബി ഹാവിങ് എ ഷോർട്ടസ്റ്റ് മെത്തേഡ്, ഈസിയർ മെത്തേഡ്. അതുകൊണ്ടാണ് നിങ്ങളോട് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ബി കോൺഫിഡൻസ് അബൌട്ട് യുവർ മെത്തേഡ്. ഓക്കെ, സോ അപ്പം നോക്കിയാൽ മക്കളെ, ഇതാണ് ഒരു പോയിന്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, ഈ ഡൈപോളിനെ നമ്മളിങ്ങനെ എന്ത് ചെയ്യും, ഈ പറയുന്ന ആക്സിസിന് പെർപെൻഡിക്കുലറിലും പാരലലുമായിട്ട് എന്ത് ചെയ്യും, റിസോൾവ് ചെയ്യും അല്ലേ? പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് കാരണം, പെർപെൻഡിക്കുലർ ഡൈപോൾ കാരണമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡൈപോൾ മൂലമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആകും. പാരലൽ ആയിട്ടുള്ളത് കാരണം ഉള്ളതിനെ വെച്ചിട്ട് നമ്മൾ ഡൈപോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അലോങ് ദ ആക്സിസ് ഓഫ് ദ ഡൈപോൾ അല്ലേ? ആക്സിസ് ഓഫ് ദ ഡൈപോളിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. ഇറ്റ് മസ്റ്റ് ബി 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് വരും ആണല്ലോ? സോ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ, സോ ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല കേട്ടോ. ഞാൻ ഒരു ഡൈപോൾ കാരണം ഉള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനിയും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈക്ക് സംതിങ് ദാറ്റ് യു മസ്റ്റ് നോട്ട് എവർ മിസ് ഈസ്, ഇവിടെ നമ്മൾക്ക് 2 ഡൈപോൾ ഉണ്ട് ആണല്ലോ? 2 ഡൈപോൾ അല്ലേ? അതിനകത്ത് ഒരു ഡൈപോളിൻ്റെ പൊളാരിറ്റി ഇത് ഇങ്ങനെയാണ്. ഒരു ഡൈപോളിൻ്റെ പൊളാരിറ്റി നമ്മൾക്ക് വരുന്നത് ഇത് കണ്ടോ മക്കളെ? ശ്രദ്ധിക്കണം. ഒരു ഡൈപോളിൻ്റെ പൊളാരിറ്റി വരുന്നത് ഇവിടെയാണ് മൈനസ് ക്യൂ, ഇവിടെയാണ് പ്ലസ് ക്യൂ ഉള്ളത്. ഇനി അടുത്തതിൻ്റെ പൊളാരിറ്റി നമ്മൾക്ക് വരുന്നത് ഇവിടെയാണ് മൈനസ് 2q ഉള്ളത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇവിടെയാണ് പ്ലസ് ക്യൂ ഉള്ളത്. വിച്ച് മീൻസ് ഇവിടുത്തെ ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ കാരണമുള്ള ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എങ്ങോട്ട് വരും? ലെഫ്റ്റിലോട്ട് വരും ആണല്ലോ? ശരിയല്ലേ? ഇത് കാരണമുള്ള ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ടായിരിക്കും ഉണ്ടാകുക. ദിസ് ഈസ് സംതിങ് ദാറ്റ് യു മസ്റ്റ് നോട്ട് മിസ്. ഓക്കെ, സോ നെറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ എഴുതുമ്പോൾ ഇതിൻ്റെ ജനറൽ ഫോർമുല ഞാൻ പറഞ്ഞു, 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ടൈംസ് പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ആണല്ലോ? കോസ് തീറ്റ സെയിം ആയിട്ട് വരും, മാറില്ല. ആർ സ്ക്വയറും സെയിം ആയിട്ട് വരും ആണല്ലോ? അപ്പോൾ എന്ത് വരുന്നു? 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട്, 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട്. ഓക്കെ, കോസ് തീറ്റ മാറുന്നില്ല. കോസ് തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിനിൽ നോക്കുകയാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? കോസ് 60 ആണ്. കോസ് 60 എന്ന് പറയുമ്പോഴത്തേക്കും 1/2 ഓക്കെ ഇൻറ്റു ആർ സ്ക്വയർ. ഇതിനകത്ത് മാറ്റം ഒന്നും വരുന്നില്ല. പിന്നെ വരുന്നത് പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്തിട്ട്, ഐ മീൻ ഡൈപോൾ മൊമെൻ്റ് ആണ്. സോ ഒന്നാമത്തെ കേസിൽ, അതായത് ഞാൻ എടുക്കാൻ പോകുന്നത് ചെറിയ ഡൈപോൾ ആണ്. സോ ചെറിയ ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ഇടും മക്കളെ? ചെറിയ ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്, ചാർജ് എന്ന് പറയുന്നത് ക്യൂവും ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് 2L-ഉമാണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? Q ഇൻറ്റു 2L, Q ഇൻറ്റു 2L മൈനസ് രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ 2Qവും 4L-ഉമാണ് അല്ലേ? ആണല്ലോ? 2Qവും 4L-ഉം, 4 2s are 8, 8 ടൈംസ് എന്ത് തോന്നുന്നു? Q ഇൻറ്റു L എന്ന് തോന്നുന്നു. ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കണം, നമ്മളിവിടെ സോൾവ് ചെയ്യുകയാണെങ്കിൽ 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട്, ദാറ്റ് ഈസ് 9 ഇൻറ്റു 10 ടു പവർ 9 അല്ലേ?
ഇൻറ്റു 1/2 ഇൻറ്റു ആർ സ്ക്വയർ ടൈംസ് ഇത് നമ്മൾ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് -6 ടൈംസ് ക്യൂ ഇൻറ്റു എൽ എന്ന് വരും അല്ലേടാ. സോ ഇതിവിടെ കട്ടായി കഴിഞ്ഞാൽ എത്ര ഉണ്ടാകുക? 3 ആണ്. സോ 9 3s are 27. സോ 27 ഒരു മൈനസ് ഉണ്ടേ, ഈ മൈനസ് ആണ്. സോ -27 ഇൻറ്റു 10⁻9 QL/R² എന്നുള്ള ആൻസറിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ആണല്ലോ, ശരിയല്ലേ? ഇനിയും അത് നമ്മുടെ ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് എങ്കിൽ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് മൈനസ് ഓഫ് ആൽഫ ഇൻറ്റു അല്ലേ, മൈനസ് ഓഫ് ആൽഫ ഇൻറ്റു QL/R² ഇൻറ്റു 10⁻9. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസറുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആൽഫ എന്നുള്ളത് എത്രയായിട്ട് വരും? 27 എന്നുള്ള ആൻസറിലോട്ട് എത്തിയതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. ഐ തിങ്ക് ഇറ്റ് വാസ് ക്ലിയർ ഫോർ യു. മക്കളെ ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓൾ റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നു, എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് സി ആൻഡ് പൊട്ടൻഷ്യൽ വി ഹാസ് എനർജി ഇ. അതായത് ഇ എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് ഓഫ് CV² ആണ്. ഇറ്റ് ഈസ് നൗ കണക്റ്റഡ് ടു അനദർ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 2C ആൻഡ് പൊട്ടൻഷ്യൽ 2V ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ലോസ് ഓഫ് എനർജി എത്രയാണ് എന്നാണ് ചോദ്യം, ശരിയല്ലേ? ഇത് ഇറ്റ്സ് നത്തിങ്, രണ്ട് കപ്പാസിറ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് എനർജി ലോസിനെ കുറിച്ചും അല്ലെങ്കിൽ ചാർജ് ഷെയറിംഗ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് എന്ന് കണക്ട് ചെയ്യുന്ന ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ കോമൺ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് C1V1 പ്ലസ് C2V2 ഓൾ ഡിവൈഡ് ബൈ C1 പ്ലസ് C2 ആണല്ലോ. ഇവിടെ C1V1 എന്ന് പറയുന്നത് സിയും വിയും റെസ്പെക്റ്റീവ് വാല്യൂസ് ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ C2V2 എന്ന് പറയുന്നത് എത്രയാണ്? 2Cയും 2Vയും ആണ്. അത് എത്ര വരും മക്കളെ? 4 ടൈംസ് CV എന്ന് വരും. ഓൾ ഡിവൈഡഡ് ബൈ ഇത് എത്ര വരികടാ? C1 പ്ലസ് C2 എന്ന് പറയുന്നത് 3 ടൈംസ് C ആയിട്ട് വരും, ശരിയല്ലേ? ആണല്ലോ. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഇത് എന്ന് പറയുന്നത് 5 ടൈംസ് CV ആണ്. 5 ടൈംസ് CV ഡിവൈഡഡ് ബൈ 3 ടൈംസ് C എന്ന് പറഞ്ഞു. ഇതിവിടെ ക്യാൻസൽ ആയിപ്പോയി. സോ കോമൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 5V/3 എന്ന് പറഞ്ഞു. 5V/3. ഇനി ഇവിടുത്തെ എനർജി ഡിഫറൻസ്, എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാഫ് ഓഫ് CV² ആണല്ലോ. സോ V² എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ ഹാഫ് ഓഫ് V² എന്ന് പറയുമ്പോൾ എത്ര വന്നു മക്കളെ? 25 ടൈംസ് V² ഡിവൈഡഡ് ബൈ 9. V²ൻ്റെ വീൻ്റെ വാല്യൂ ആണ് എടുത്തത്. C എന്ന് പറയുമ്പോൾ എത്ര വരുവാണ്? എഗെയിൻ 3C എന്ന് വരും. C1 പ്ലസ് C2 ആണല്ലോ. സോ ഇവിടെ നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര വരുന്നു? ഡിനോമിനേറ്ററിൽ 3 വരുന്നുണ്ട് അല്ലേ? അതെ, ഫൈൻ. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പുതിയ എനർജി വാല്യൂ എന്ന് പറയുന്നത് ആണല്ലോ, ടോട്ടൽ എനർജി വാല്യൂ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടൽ എത്ര വന്നു? 25CV² ഡിവൈഡഡ് ബൈ 3 2s are 6 എന്ന് വരും. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എത്രയാണ് വരിക? 2/3 ടൈംസ് E എന്ന് വരും. എന്താണ് കാരണം? ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം മക്കളെ? ഇത് ഇങ്ങനെ എഴുതും, 25 ടൈംസ് CV² ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2. സോ ഹാഫ് ഓഫ് CV² എന്ന് പറയുന്നത് എത്രയാണ്? E ആണല്ലേ. അത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആൻസറിലോട്ട് നിങ്ങൾക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് എക്സിൻ്റെ വാല്യൂ എത്ര വന്നു? എക്സ് എന്ന് പറയുന്നത് 2 ആയിട്ട് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ഫൈൻ. ഇതും ഈ പറഞ്ഞ യെസ്, പെർഫെക്റ്റ്. സോ ഇതും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിനുമായിട്ട് സിമിലാരിറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിക്കേ, അവിടെ ഒരു ചാർജറായിരുന്നു തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു അൺചാർജ്ഡ് കപ്പാസിറ്റർ തന്നിരിക്കുന്നു എന്നാണ്. 2 identical capacitors have same capacitance C. One of them is charged to a potential V and another to a potential 2V. The negative end of both are connected together. Then the positive ends are also joined together. Decrease in the energy of the system എത്രയാണെന്നാണ് ചോദ്യം. ഓൾ റൈറ്റ്. സോ ഞാൻ ഒരെണ്ണം ചാർജർ അൺചാർജ് എന്ന് പറഞ്ഞു. അതായത് ഇക്വേഷൻ ഇട്ടാൽ മതി, ഡയറക്റ്റ് ഇക്വേഷനിലോട്ട് ഇട്ടയച്ചാൽ മതി. നമ്മളുടെ ഈ ഒരു ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നതിലുപരി കുറച്ച് കാര്യങ്ങളൂടെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ചാർജ് ഷെയറിങ് എങ്ങനെ വന്നു, കോമൺ പൊട്ടൻഷ്യൽ എന്തായി പോയി എന്നുള്ളൊരു കാര്യം പറയേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. സോ 2 identical capacitors of same capacitance. സോ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എഗെയിൻ C ഈച്ച് ആണ്. ഒരെണ്ണത്ത് C എന്നുള്ളൊരു കപ്പാസിറ്റൻസ്, ഇതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? വിയും മറ്റേത് സിയും 2Vയുമാണ്
ആണല്ലോ. എഗെയിൻ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്നു. സോ കോമൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വി ബാർ ഈക്വൽ ടു C1 V1, അതായത് C ഇൻറ്റു വി പ്ലസ് C2 V2, അതായത് C ഇൻറ്റു 2V ഓൾ ഡിവൈഡഡ് ബൈ 2 ടൈംസ് C എന്ന് വരും. ആണല്ലോ. ഇത് എത്ര വരും മക്കളെ? ഇതെന്ന് പറയുന്നത് എത്രയായി? 2C 2 + 1 3 3CV ഡിവൈഡഡ് ബൈ 2C എന്ന് വരുന്നു. സിയും സിയും കട്ടായി പോകും. സോ വി ഡാഷ് എന്ന് പറയുന്നത് എത്രയാണ്? 3V/2 എന്ന് വന്നു. സോ വി ഡാഷ് കിട്ടി. ശരിയല്ലേ? ഇനിഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് ഓഫ് അല്ലേ, ഹാഫ് ഓഫ് C ഇൻറ്റു V² പ്ലസ് ഹാഫ് ഓഫ് 2 ടൈംസ് C ഇൻറ്റു 2V². ഇതായിരുന്നു ഇനിഷ്യൽ എനർജി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് C ഇൻറ്റു കോമൺ പൊട്ടൻഷ്യൽ എത്രയാണ്? 3V/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഹാഫ് ഓഫ് 2 ടൈംസ് C ഇൻറ്റു 3V/2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. സോ ഇതാണ് ഫൈനൽ എനർജി അല്ലേ? ആണല്ലോ. ഇനിഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു ഇനിഷ്യൽ എനർജി എന്ന് പറയുന്നത്. ശരിയല്ലേ മക്കളെ? സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. കാൽക്കുലേഷൻ പാർട്ടാണ്. ഒരു കോംപ്ലിസിറ്റിയും ഇല്ലാത്ത ഒരു കേസ് തന്നെ. ഐ എം സോറി. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്കും ലൈക്ക് ഇവിടെ ഇഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഹാഫ് ഓഫ് CV². EI എന്ന് പറയുന്നത് ഹാഫ് ഓഫ് CV² പ്ലസ് ഹാഫ് ഓഫ് C ഇൻറ്റു 2V² ആയിരുന്നു. ജസ്റ്റ് ഡിഫറൻസ് എടുത്തേച്ചാൽ മതി. സോ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല EF മൈനസ് EI എന്ന് വരും. ദറ്റ് വിൽ ബി കമ്മിങ് ആസ് 1/4 ടൈംസ് CV² എന്നുള്ള ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇറ്റ്സ് എ വെരി ഈസി വൺ. ഡാർവിൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കൂൾ. ഈ ഒരു മൊമെൻറ്റം ഫൈനൽ എക്സാമിൽ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഗുഡ് അപ്രോച്ച്. ഓക്കെ അല്ലേ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി കറണ്ട് ഇലക്ട്രിസിറ്റീൻ്റെ കൺസെപ്റ്റിലോട്ട് കയറുകയാണ്. ഓക്കെ. സോ ഇതുവരെ കഴിഞ്ഞ പാർട്ട് 1-നകത്തും പാർട്ട് 2-നകത്തും ഡൗട്ട് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫൈൻ. അടുത്ത് നമ്മൾ നോക്കിയാൽ മക്കളെ, ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്ക് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ഈ സിസ്റ്റത്തിനകത്ത് ഉള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മളോട് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കണ്ടോ കുഞ്ഞ്? ഇത് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സർക്യൂട്ടാണ്. ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ഈ റെസിസ്റ്റൻസിൻ്റെ റോൾ ഇനി ഇവിടെ ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതെന്തായി പോകും? ഇതിന് ഇങ്ങനൊരു മാറ്റം വരും. കണ്ടോ? ഇതിനിങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കണ്ടോ? അതായത് ഇവർ തമ്മിൽ പാരലാകും. വിച്ച് മീൻസ് ഇതും പാരലായി പോകും. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ. സോ അതിനെ നമ്മളൊന്ന് റീഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി സംതിങ് ലൈക്ക് ദിസ്. ഇത് കണ്ടോ? ആ 2ഉം 2ഉം പാരലായി. ഓക്കെ. അതിനുശേഷം ഇവർ രണ്ടും പാരലായതാണ് കാണുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ? പിന്നെ ഒരു 3 ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 ഉണ്ട്. This is A, here this is B, here this is 3, here this is 3, here this is 2, and here this was 2, and this was 2. ഇതിൻ്റെ ഈക്വലൻ്റ് എന്നുള്ളത് 1 വരും. ആണല്ലോ. സോ പിന്നീട് എന്താണുള്ളത്? പിന്നീട് നിങ്ങൾക്കുള്ളത് ഇത് ഇങ്ങനെയാണ്. പിന്നീട് മക്കളെ നിങ്ങൾക്കുള്ളൊരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണുള്ളത്. ഇത് 2 ആണ്. ഇവരുടെ പാരലൽ കോമ്പിനേഷൻ 1 ആയതാണ്. ഇത് 3, ഇത് 3 ആണല്ലോ. ഇത് രണ്ടും സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഫൈനലി റീഡ്രോ ചെയ്യാം. സംതിങ് ലൈക്ക് ദിസ്. 3 3 3. കണ്ടോ? ഇത് A ആയി, ഇത് B ആയി. സോ ഹിയർ ദിസ് ഈസ് 3, ഹിയർ ദിസ് ഈസ് 3, ഹിയർ ദിസ് ഈസ് 3. സോ 3 പാരലൽ 3 പാരലൽ 3 എന്ന് വരും. ഡാർവിൻ കറക്റ്റ് ആൻസർ ആണ്. സോ ദ റിസൾട്ടന്റ് R ഈക്വലന്റ് എന്ന് പറയുന്നത് 3 പാരലൽ 3. അതായത് 1/3 + 1/3 + 1/3 ദാറ്റ് ഈസ് 3/3. 3/3 ആൻസർ ഈസ് 1 എന്നുള്ളൊരു ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. പ്രിയ കറക്റ്റ് ആൻസർ ആണ് മോളെ. മെത്തേഡ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. സമയം കളയുന്നില്ല. അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ഓൾ റൈറ്റ്. സോ മക്കളൊരു ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സി എന്ന് പറയുന്ന കപ്പാസിറ്ററിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ചാർജ് എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഫൈൻ. ഇതിൻ്റെ കപ്പാസിറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്? 150 മൈക്രോ ഫാരഡ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റൻസ് ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും എയിലെയും ബിയിലെയും പൊട്ടൻഷ്യൽ അറിഞ്ഞിരുന്നാൽ നമ്മൾക്ക് ഇതിൻ്റെ ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. സോ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ നിങ്ങൾക്കറിയാം ഈ കപ്പാസിറ്ററിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. സോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ പറയുന്ന 1 ohm റെസിസ്റ്റർ ഇങ്ങനെയും അതുപോലെ തന്നെ ഇങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഇഫക്റ്റീവ് സർക്യൂട്ടായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി സംതിങ് ലൈക്ക് ദിസ്. മക്കൾ ഇത് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ വരുന്നത്. ഇങ്ങനെയായിരിക്കും ഇതുണ്ടാവുക.
ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇത് 3 ആയിട്ട് വരും. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് എത്ര ആയിട്ട് വരുന്നുണ്ടാവും? ഇവിടെ 10 എന്ന് വരും. ശരിയാണല്ലോ. സോ മക്കൾ നോക്കണം, ഇതാണ് 10 വോൾട്ട് എന്ന് പറയുന്നത്. ഫൈൻ. സോ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ നമുക്ക് പറയാൻ പറ്റും. ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും വരിക? 10/3 ആയിരിക്കും. ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 10/3. V/R എടുത്താണ്. V = IR, I = V/R എന്നുള്ള ഫോമുല എടുത്താണ്. സോ ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്. ആണല്ലോ. ഇതുവഴി പോകുന്നത് 1 ആംപിയർ കറണ്ട് ആണെന്ന് പറഞ്ഞു. സോ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര ഡ്രോപ്പ് ആകും? 6 വോൾട്ട് ഡ്രോപ്പ് ആകും. V = I × R, 6 ഡ്രോപ്പ് ആകും. സോ VBയിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്ര വരും? VBയിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 10 - 6, അതായത് 4 വോൾട്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 10/3 ആണെന്ന് ഞാൻ പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് എന്ന് പറയുന്നത് 10/3 വോൾട്ട് ഡ്രോപ്പ് ആകും. ശരിയല്ലേ? സോ 10 വോൾട്ട് ഇവിടെ ഉണ്ട്. സോ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? 1 ആണ്. സോ ഇവിടെ എത്ര ഡ്രോപ്പ് ആയി? 10/3 ഡ്രോപ്പ് ആയി. സോ VAയിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്ര വരും? VAയിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 10 - 10/3 ആയിരിക്കും. സോ 10 - 10/3 എന്ന് പറയുമ്പോഴത്തേക്കും 20/3 എന്ന് തോന്നുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ. സോ 20/3 ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ VA - VB എന്ന് പറയുന്നത് നോക്കിയാൽ മക്കളെ 20/3 - 4 എന്ന് വരും. ശരിയല്ലേ? ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 20 - 12/3 എന്ന് തോന്നുന്നു. ഇത് എത്ര വരും കുഞ്ഞേ? ഇതെന്ന് പറയുന്നത് 8/3 എന്ന് തോന്നുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നമുക്കറിയാം Q = CV എന്ന് വരും. സോ Q = Cൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? Cൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 150 ആണ്. ശരിയല്ലേ? സോ 150 × 10⁻⁻6 മൾട്ടിപ്ലൈഡ് ബൈ V എന്ന് പറയുന്നത് എത്ര വന്നു? 8/3 എന്ന് വന്നു. ശരിയാണല്ലോ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എത്ര വരും? ഇത് കട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 50 × 10⁻⁻6 × 8 എന്ന് വരും. ആണല്ലോ. ഇതെന്ന് പറയുന്നത് 400 × 10⁻⁻6 എന്ന് വരുന്നു. സോ ചാർജ് സ്റ്റോർഡ് ഈസ് 400. കറണ്ട് ഡിവൈഡർ റൂൾ തന്നെയാണ് മോനെ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. കറണ്ട് മുകളിലും താഴെയായിട്ട് ഡിവൈഡ് ചെയ്ത് പോയതല്ലേ കാണുന്നത്? ഡാർവിൻ അത് തന്നെയാണല്ലോ അപ്ലൈ ചെയ്തത്. എനിക്ക് വേണ്ടത് എയിലെയും ബിയിലെയും പൊട്ടൻഷ്യലും അതുവഴി സിക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസുമാണ്. സോ ഞാൻ അതങ്ങനെ ചെയ്തു എന്നുള്ളൂ. കറണ്ട് ഡിവിഷൻ റൂൾ വഴി മുകളിലൂടെയും താഴെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിച്ചു. അതിനുശേഷം എയിലെയും ബിയിലെയും പൊട്ടൻഷ്യലാണ് കണ്ടുപിടിച്ചത്. ബിക്കോസ് വി വർ ലുക്കിംഗ് ഫോർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് സി. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് സ്റ്റോർഡ് ആയിട്ടുള്ള ചാർജ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഡാർവിന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മോനെ ഒന്ന് കമന്റ് ചെയ്യണേ ഡാർവിൻ. Please make it fast. All right. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. സർ മെഗാ മാരത്തോൺ സീരീസ് ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും ഉണ്ടാവും മോനെ, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിപ്പോൾ ചാപ്റ്റർ വൈസ് അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. മെഗാ മാരത്തോൺ ഉണ്ടാവും. ഓക്കെ ഫൈൻ. അടുത്തത് മക്കളെ ശ്രദ്ധിക്കണം. ഇവിടെയും എനിക്ക് നിങ്ങൾക്കൊരു ചെറിയൊരു മെത്തേഡ് പറഞ്ഞു തരാനുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കത്തിക്കണ്ട ഡാർവിൻ, ഞാൻ പറയാം. നമ്മൾക്ക് രണ്ട് ഇത് കണ്ടോ, നമ്മുടെ രണ്ട് സർക്യൂട്ടിനെ ഡാർവിൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് സർക്യൂട്ട്, നമുക്ക് രണ്ട് ബ്രാഞ്ചസ് ആണ് ഇവിടെ ഉള്ളത്, മുകളിലും താഴെയുമായിട്ട്. ഇവിടെ 10ഉം ഇവിടെ 3ഉം വന്നു ആണല്ലോ. സോ അങ്ങനെ 10ഉം 3ഉം എന്നുള്ള റെസിസ്റ്റൻസ് 10 വോൾട്ടിൻ്റെ അക്രോസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾട്ടേജ്, അതായത് 10 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്ര വന്നു? 1 ആംപിയർ എന്ന് വന്നു. അതുപോലെ തന്നെ ഈ ബ്രാഞ്ചിലൂടെ ഫ്ലോ ചെയ്യുന്നത്, അതായത് 1ഉം 2ഉം ഉള്ള ബ്രാഞ്ചിലൂടെ ഫ്ലോ ചെയ്യുന്നത് എന്ന് പറയുന്നത് 10/3 എന്ന് വന്നു. വിച്ച് മീൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടോ, അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ശരിയല്ലേ? അപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മളൊരു 10 വോൾട്ട് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പോയിന്റിലെ വോൾട്ട് എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആണെന്ന് പറഞ്ഞു. ഇവിടെ 6. സോ ഇവിടെ 6 വോൾട്ട് ഡ്രോപ്പ് ആകും. സോ 10 - 6 ഇവിടെ എത്ര ഉണ്ടാവും? 4 ഉണ്ടാവുള്ളൂ. ഇവിടെ 10 ആണ്. ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 10/3 ആണ്. ഇത് 1 ഓം ആണ്.
സോ ഇവിടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ 10 - 10/3 ആയിരിക്കും, ശരിയല്ലേ? സോ അതാണ് നമ്മൾ എത്രയെന്ന് 20/3 വോൾട്ട് എന്ന് എഴുതിയത്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വിച്ച് മീൻസ് നമ്മൾക്ക് ഈ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ളത് ഇതിവിടെ 20/3യും ഇവിടെ എത്രയാണ് 4 വോൾട്ടുമാണ്. എത്രയാണ് 4 വോൾട്ട്, 4 വോൾട്ടുമാണ്. വിച്ച് മീൻസ് ഇതിനെ ഒരു സിംഗിൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്താൽ ഓക്കെ ഇവിടെ എത്ര ഉണ്ടാകും? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/3 വോൾട്ട് ആണ് ഈ ബാറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡാർവിൻ ഇപ്പം മനസ്സിലായോ? അതാണ്. അങ്ങനെ എന്തൊക്കെയോ കത്തേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ 100% ക്ലാരിറ്റിയോടെ പോവുക. അതല്ലേ മോനെ അതിൻ്റെ ശരി? ഓക്കെ, സോ സമയം കളയുന്നില്ല. ശ്രദ്ധിച്ചേ. ബൈ വാട്ട് പെർസെൻറ്റേജ് വിൽ ദ ഇലുമിനേഷൻ ഓഫ് എ ലാമ്പ് ഡിക്രീസസ് ഇഫ് ദ കറണ്ട് ഡ്രോപ്പ് ബൈ 20%? ഞാൻ പറഞ്ഞു ഇതിന് ഒരു ഷോർട്ട് കട്ട് കൂടെ ഞാൻ പറയുന്നതായിരിക്കും, ലൈക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത്. സോ I ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്തിരുന്നത് എന്ന് വിചാരിക്കുക. സോ അങ്ങനെയായിരുന്നുവെങ്കിൽ പവർ എന്ന് പറയുന്നത് എത്ര വരും? I² × R എന്ന് വരും. 20% കറണ്ട് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ രണ്ട് മെത്തേഡിൽ പറയാൻ പോവാണ്. 20% കുറഞ്ഞതും 20% കൂടുന്ന ഒരു കേസും ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനോടെ ഞാൻ പറയുന്നു എന്ന് വിചാരിക്കാം. സോ 20% കുറയുകയാണ് എങ്കിൽ 20% കുറഞ്ഞു, വിച്ച് മീൻസ് ഇപ്പോഴത്തെ കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് I' = 0.8 ടൈംസ് I ആയിരിക്കും. 80% ഉണ്ടാവുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ P' എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 0.I ടൈംസ് I² × R എന്ന് വരും. സോ P' എന്ന് പറഞ്ഞാൽ എത്ര വന്നു മക്കളെ? P' എന്ന് പറയുന്നത് 8ൻ്റെ സ്ക്വയർ അല്ലേ, ആണല്ലോ. 0.8 I² ടൈംസ് R എന്ന് വന്നു. സോ P' = 0.64 I² ടൈംസ് R എന്ന് വന്നു, ശരിയല്ലേ? അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എത്ര പെർസെൻറ്റേജ് ആണ്? 64% അല്ലേ? 60 ആണല്ലോ. I² എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പവർ അല്ലേ. സോ P' = 0.64 ടൈംസ് P അല്ലേ ഇത്? അപ്പോൾ എത്രയാണ് ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത്? 64% ആണ്. അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ 64% ഉള്ളൂ എന്ന്. സോ എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ടാവും? 36% കുറഞ്ഞിട്ടുണ്ടാവും, ആണല്ലോ. ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ വേറൊരു മെത്തേഡ്, ലൈക്ക് വേറെ ഒരു പാറ്റേണും കൂടെ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 50% കൂടി എന്നാണ് വിചാരിക്കുന്നത്. എത്രയാണ്? 50% കൂടി എന്നാണ് ഒന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ പവർ എത്രയാണ്? ഇതേ പാറ്റേൺ I² ടൈംസ് R, ശരിയല്ലേ? ഇനി P' എന്ന് പറഞ്ഞാൽ എത്ര വരും? 1.5. 50% കൂടിയതാണ്. 1.5 സ്ക്വയർ ടൈംസ് എന്ത് വന്നു? R എന്ന് വന്നു, ശരിയല്ലേ? 0.8 എവിടുന്നാ വന്നേന്നോ? ഓക്കെ, 0.8 എവിടുന്നാ വന്നേ എന്ന് ചോദിച്ചാൽ മോളെ, ഓക്കെ ഞാനൊന്ന് മുഴിച്ചോട്ടെ. സോ 1.5 സ്ക്വയർ എടുക്കുക, ഡിവൈഡ് ബൈ 100 ഇടുക. സോ 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 വരും അല്ലേ. സോ 22.5% കൂടി എന്നാണ് മനസ്സിലാവും. അത് ആരോ ഉണ്ടല്ലോ, ഫിനിക്സ് 123 പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ആ മോള് ചോദിച്ചത് 0.8 എന്നുള്ള വാല്യൂ എങ്ങനെ വന്നു എന്നാണ് ചോദിച്ചത്. സോ I' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% കുറഞ്ഞു എന്നാണ് പറയുന്നത്, അല്ലേ? സോ 20% കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് I മൈനസ് 20/100 ടൈംസ് I എന്ന് വന്നില്ലേ, ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 100I മൈനസ് 20I ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ദാറ്റ് ഈസ് എത്ര വരും? 80I/100 എന്ന് വന്നു. സോ ദാറ്റ് ഈസ് 0.8I. ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പ്രിയ. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതായത് പെർസെൻറ്റേജ് കൂടുന്ന കേസിലെ ഇതിങ്ങനെ അങ്ങ് ചെയ്തേച്ചാൽ മതി. സോ മക്കളെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു, ശ്രദ്ധിക്കുക എല്ലാവരും. ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റൻസ് 20 ohm ഈസ് 0.3 ആംപിയർ വൈൽ അമീറ്റർ റീഡ്സ് 0.9 ആംപിയർ. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് R1 എത്രയാണെന്നാണ് ചോദ്യം, ആണല്ലോ. മക്കളെ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 20 ആംപിയറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 0.3 ആംപിയർ ആണെന്ന് പറഞ്ഞു. സോ എന്നിട്ട് അവർ പറയുന്നത് അമ്മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നു 0.9 ആംപിയർ. സോ ഇൻ സച്ച് എ കേസ് വാട്ട് കുഡ് ബി ദ വാല്യൂ ഓഫ് R1 എന്നാണ് ചോദ്യം.
ആണല്ലോ. സോ ഇവിടെ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നെറ്റ് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. അങ്ങനെയാണ് എങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കിയേ. നമുക്കറിയാം V is equal to I into R. സോ V എന്ന് പറയുന്നത് ഇവിടുത്തെ I എന്ന് പറയുന്നത് മക്കളെ 3/10 ആണ്. ഇൻറ്റു R എന്ന് പറയുന്നത് എത്രയാണ് 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് V is equal to 6 വോൾട്ട് എന്ന് പറയുന്നു. എത്രയാണ് 6 വോൾട്ട് ആണല്ലോ. സോ ഇതുവഴി പോകുന്ന 0.3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതുവഴി പോകുന്ന കറണ്ട് എത്രയായിരിക്കണം? ഇതുവഴി പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് V is equal to I into R ആണല്ലോ. സോ V/R വരണം. V എന്ന് പറയുന്നത് 6ഉം അല്ലേ, R എന്ന് പറയുന്നത് എത്രയാണ് 15 ആണ്. എത്രയാണ് 15 ആണ്, ശരിയല്ലേ? സോ നമ്മളിതിനെ സോൾവ് ചെയ്യുന്നു. നോക്കിക്കേ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് V എത്രയാണ്? V6 ആയിരുന്നല്ലോ, R 5 വന്നു. യാ, സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 6 ഡിവൈഡഡ് ബൈ, സോ ഹിയർ ലെറ്റ് മീ റൈറ്റ് ആസ് 3 into 2 ആൻഡ് ഹിയർ ലെറ്റ് മീ റൈറ്റ് ദിസ് ആസ് 3 into 5. ഇതും കട്ടായി പോകുന്നു ആണല്ലോ. ഇതെന്ന് പറയുന്നത് എത്ര വരും മക്കളെ? ഇതെന്ന് പറയുന്നത് 0.4 എന്ന് വരും. വിച്ച് മീൻസ് ഇവിടെ 0.3 ആയി അല്ലേ കുഞ്ഞേ? ഇവിടെ എത്ര വന്നു? 0.4 എന്ന് വന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവർ രണ്ടുപേരും കൂടി 0.9 ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 0.7 അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുവഴി വരുന്നത് എത്ര ആയിരിക്കണം? 0.2 ആയിരിക്കണ്ടേ? 0.2 പ്ലസ് 0.3 എന്ന് പറയുന്നത് 0.5 ആയി, പ്ലസ് 0.4 എന്ന് 0.9 വരണം ആണല്ലോ. സോ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതായത് R1 ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 0.2 എന്നായി. നമുക്കറിയാം വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 6 വോൾട്ട് ആയിരുന്നു. സോ 6 is equal to ഇവിടുത്തെ റെസിസ്റ്റൻസ് R1 ഇൻറ്റു അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 2/10 ആണ്, 0.2 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇവിടുന്ന് കട്ടാക്കിയിട്ട് ഇവിടെ 3 ആക്കുന്നു. സോ ഇവിടുന്ന് R1 വാല്യൂ എത്ര വന്നു? R1 വാല്യൂ എന്ന് പറയുന്നത് 3 ആക്കിയതാണ് കേട്ടോ, അറിയാണ്ട് 2 ആയി പോയതാണേ. 30 ഓം എന്ന് വന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കുഞ്ഞുങ്ങളെ. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ഓക്കെ, സോ ശ്രദ്ധിച്ചേ, ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ദ reading in the ideal voltmeter shown in the given circuit diagram is എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആണല്ലോ. ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു സിംഗിൾ സർക്യൂട്ട് ആയിട്ട് നോക്കുക. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ മക്കൾ ശ്രദ്ധിച്ചേ, 1 1 2 3 4 5 6 7 8 cells of 5 volt each. സോ ഇവിടെ 8 സെൽസ് ഉണ്ട് അല്ലേ, ഓഫ് 5 വോൾട്ട് ഈച്ച് ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് 0.2. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എടുത്ത് നോക്കിയാൽ മക്കളെ, ഇതിൻ്റെ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഒരെണ്ണം 5 വോൾട്ട് അല്ലേ, അപ്പോൾ 8 എണ്ണം ആണല്ലോ. എത്ര വരും? നമുക്ക് പറയാൻ പറ്റും കൃത്യമായിട്ട് നോക്കുമ്പോൾ 40 വോൾട്ട് എന്ന് വരും, ശരിയല്ലേ? ഇനിയും ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മളൊന്ന് എടുത്ത് നോക്കിയേ. ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 1.6 ഓം എന്ന് വരും ആണല്ലോ. വിച്ച് മീൻസ് ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, സോ ഇത് നമ്മൾ എടുക്കുകയാണ്, ഇത് നമുക്ക് 16/10 എന്ന് എഴുതാം അല്ലേ. സോ I is equal to V/R. V എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. R എന്ന് പറയുന്നത് എത്ര വന്നു? 16/10 എന്ന് തോന്നുന്നു ആണല്ലോ. അതിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ, ശരിയല്ലേ? ഇനിയും ഈ ഒരു സർക്യൂട്ട് നമ്മൾ വീണ്ടും ചെയ്യുക. സീരീസ് ആണ്, 40 വോൾട്ട് എക്സാക്ട്ലി. സോ അപ്പോൾ നമ്മളിത് വീണ്ടും എടുക്കുന്നു. വീണ്ടും എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം മാത്രം നോക്കിക്കേ. ഈ ഒരു ഭാഗം മാത്രമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഐ എം ഗോയിങ് ടു ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇവിടെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്, ഇതുണ്ടോ, ഇവിടെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇറ്റ്സ് സംതിങ് ലൈക്ക് ദിസ്. സോ ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്, ശരിയല്ലേ? ആണല്ലോ. സോ അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ VA മൈനസ്, ഞാൻ ഇവിടുന്ന് മുന്നോട്ട് മൂവ് ചെയ്യുവാണ്. ലൈക്ക് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ഫ്രം ഹിയർ ടു ഹിയർ. സോ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ ഓൺലി. സോ ദിസ് ഈസ് പ്ലസ് ആൻഡ് ഹിയർ ദിസ് ഈസ് മൈനസ് ആണല്ലോ. സോ അപ്പോൾ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നോക്കിയാൽ മക്കളെ, VA മൈനസ് VA എന്ന് പറഞ്ഞു പ്ലസ് എത്രയാണ്? 5 വോൾട്ട് അല്ലേ. സോ VA പ്ലസ് 5 മൈനസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/10 ആണ് ആണല്ലോ, ഇൻറ്റു ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 40 ഡിവൈഡഡ് ബൈ 60 into 10, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? VB എന്ന് വരും ആണല്ലോ. നമ്മൾ നോക്കിയാൽ കുഞ്ഞേ, ഇവിടെ ഈ 10ഉം കട്ടാവും, ശരിയല്ലേ? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് കട്ടായി പോകുന്നുണ്ട്. ഇത് എത്ര വരും? ഇത് 8 എന്ന് വരും ആണല്ലോ. ഇവിടെ നോക്കിക്കേ, ഇത് എത്ര വരിക?
ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് എത്ര വരും 5 എന്ന് വരും അല്ലേ. സോ വി എ പ്ലസ് 5 മൈനസ് 5 ഈക്വൽ ടു എന്ത് വന്നു വി ബി എന്ന് വന്നു. സോ വി എ ഈക്വൽ ടു വി ബി എന്ന് വന്നില്ലേ, വിച്ച് മീൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ ഈ വോൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. ഈ രണ്ട് പോയിന്റിലെയും എയിൻ്റെയും ബിൻ്റെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും അത് മെഷർ ചെയ്യുക. സോ സിൻസ് ഐ ഗോട്ട് വി എ ഈക്വൽ ടു വി ബി, എനിക്ക് പറയാൻ പറ്റും വി എ മൈനസ് വി ബി ഈക്വൽ ടു എന്തായിരിക്കും 0 ആയിരിക്കും, വിച്ച് മീൻസ് പൊട്ടൻഷ്യോ വോൾട്ടിമീറ്റർ മെഷർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും എന്നാണ് 0 എന്ന് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ചേ, എ വയർ ഓഫ് ലെങ്ത് 10 സെൻറ്റിമീറ്റർ, എ വയർ ഓഫ് ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആൻഡ് റേഡിയസ് √7 × 10⁻⁻⁴ connected across the right gap of meter bridge. When a resistance of 4.5 ohm is connected on the left gap by using a resistance box, the balance length is found to be 60 centimeter from the left end എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ if the resistivity of the wire is R into 10⁻⁷, then the value of capital R എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആണല്ലോ. ഫൈൻ. സോ ഇവിടെ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നോക്കിയേ. വയർ ഓഫ് ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആൻഡ് റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് അക്രോസ് ദ റൈറ്റ് ഗ്യാപ്പ് ഓഫ് ദ മീറ്റർ ബ്രിഡ്ജ് ആണല്ലോ. സോ ലെഫ്റ്റ് ഗ്യാപ്പിലുള്ള റെസിസ്റ്റൻസ് R1 ആണെന്നും റൈറ്റ് ഗ്യാപ്പിലെ റെസിസ്റ്റൻസ് R2 ആണെന്നും വിചാരിക്കുക ആണല്ലോ. ഓക്കെ, സോ R1 by R2 ഷുഡ് ബി ഈക്വൽ ടു L1 എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ, ശരിയല്ലേ. സോ 40 ഡിവൈഡഡ് ബൈ L1 എന്ന് പറയുന്നത് 60 ആണ്. L1 എന്ന് പറയുന്നത് എത്രയാണ് 60 സെൻറ്റിമീറ്റർ ആണ്. L2 എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എത്ര ആയിരിക്കും 40 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് വിധം കട്ടായി പോകുന്നു, ഇത് വിധം കട്ടാകുന്നു, നിങ്ങൾക്ക് എത്ര വരും 3/2 എന്ന് വരും. ഓക്കെ അല്ലേ മക്കളെ. ഇനി R1 വരിക. സോ R1 എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയേ 4.5 ഓം ആണ്. സോ 4.5 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 9/2 എന്ന് എഴുതാൻ പറ്റും ആണല്ലോ. നൗ R2 എന്ന് പറയുന്നത് റൈറ്റ് ഗ്യാപ്പിലെ റെസിസ്റ്റൻസ് ആണ്. സോ റൈറ്റ് ഗ്യാപ്പിലെ റെസിസ്റ്റൻസിനെ കുറിച്ച് ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് നോക്കിക്കേ, ഇറ്റ് ഇസ് ഗിവൺ ആസ് റെസിസ്റ്റിവിറ്റി. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, R2ന് ρL/A എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരുന്നു മക്കളെ 3/2 എന്ന് തോന്നുന്നു. സോ ഇവിടെ നമ്മൾ നോക്കുക 9 ഇൻറ്റു ആണല്ലോ. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് 22/7 ഇൻറ്റു R². റേഡിയസ് എത്രയാണ്, റേഡിയസ് എന്ന് പറയുന്നത് √7 ഇൻറ്റു 10⁻⁻⁴ ആണല്ലോ. ഫൈൻ. ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു സോ L എന്ന് പറയുന്നത് എത്രയാണ് 10 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 10 ഇൻറ്റു 10⁻⁻², ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 എന്ന് തോന്നുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ഇവിടെ റോ എന്ന് പറയുന്നത് നമുക്കിവിടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് R × 10⁻⁻7 എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ ആണല്ലോ. സോ നമ്മളതിനെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇത് എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു പാർട്ട് എടുക്കുക, ലെറ്റ്സ് ടേക്ക് ടുവേർഡ്സ് റൈറ്റ്. സോ 9 ഇൻറ്റു മക്കളെ ശ്രദ്ധിക്കണം 9 ഇൻറ്റു 22/7 ഇൻറ്റു ഇതെന്ന് പറയുന്നത് എത്ര വന്നു 7 ഇൻറ്റു 10⁻⁻8 അല്ലേ ആണല്ലോ. 7 ഇൻറ്റു 10⁻⁻8 ഓൾ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്, റെസിസ്റ്റിവിറ്റി എത്രയാണ് പറഞ്ഞിരിക്കുന്നത് R ഇൻറ്റു 10⁻, അല്ലേ, R ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 10⁻⁻2 ഈക്വൽ ടു 3/2 എന്ന് വന്നിട്ടുണ്ട് ആണല്ലോ. ഇവിടെ ക്യാൻസലേഷൻസിൻ്റെ നിങ്ങൾക്കറിയാം, ഇവിടെ 7ഉം 7ഉം ആയിട്ട് കട്ടായി പോയിക്കോളും അല്ലേ. ഇത് ഇവിടുന്ന് കട്ടായി പോകുകയും ഇവിടെ എത്ര ഉണ്ടാവും 3 ഉണ്ടാവുള്ളൂ ആണല്ലോ, ശരിയല്ലേ മക്കളെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ആയി. ഫൈൻ. നമ്മളോട് ചോദിച്ചിരുന്ന R-ൻ്റെ വാല്യൂ ആണല്ലേ ആണല്ലോ. ഐ തിങ്ക്
9/2. യെസ്, ഐ മിസ്ഡ് സംതിങ്. 9/2 ആയിരുന്നു ഇവിടെ അല്ലേ, ആണല്ലോ. യെസ്, അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ 2 ഉണ്ട്, ഈ 2ഉം ഈ 2 ആയിട്ട് ഇവിടെ ക്യാൻസൽ ചെയ്യും. ഇത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, 3 × 22 എന്ന് വരും. വിച്ച് മീൻസ് ആർ ഈക്വൽ ടു എത്ര വന്നു, 66 എന്ന് വന്നു. ഇവിടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തത് ഈ റെസിസ്റ്റൻസ് R1 എന്ന് പറയുന്നത് എത്രയാണ്, 4.5, അതായത് 9/2. സോ ഞാൻ അവിടെ 2 എഴുതാനായിട്ട് തുടക്കത്തിൽ മിസ്സായിപ്പോയി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേടാ, ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. ശ്രദ്ധിച്ചേ, ഇൻ എ ഗാൽവനോമീറ്റർ ഓഫ് 2 ohm റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ ദ ഗിവൺ സർക്യൂട്ട്, ഓക്കെ, ദ റേഷ്യോ ഓഫ് ചാർജ് സ്റ്റോർഡ് ഇൻ C1 ആൻഡ് C2 എത്രയാണെന്നാണ് ചോദ്യം. ഇതാണ് C1 എന്ന് പറയുന്നത്, ഇതാണ് C2 എന്ന് പറയുന്നത്, ആണല്ലോ. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനകത്ത് കറണ്ട് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇത് ഇങ്ങനെയായിരിക്കും. സോ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്. സോ മൊത്തം 4 2 6 6 12 ആണല്ലോ. സോ ഈ ഒരു സർക്യൂട്ടിനകത്തോടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 6/12 അല്ലെങ്കിൽ 0.5 വോൾട്ട് ആയിരിക്കും. എത്രയായിരിക്കും, സോറി 0.5 ആംപിയർ ആയിരിക്കും. ശരിയല്ലേ, ആണല്ലോ. കാരണം ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 6 ആണ്, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 വന്നു. സോ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0.5 ആംപിയർ ആയിരിക്കും. ചെറിയ ഡൗട്ട്, മീറ്റർ ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡ് ആണോ നോൺ റെസിസ്റ്റൻസ് ഉണ്ടാവുക? അല്ല, ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടല്ലോ, ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെഫ്റ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. അതേഴ്സ് പ്ലീസ് എക്സ്ക്യൂസ്, ലെഫ്റ്റിലാണ് കണക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. സോ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്നുള്ളത് അൺനോൺ, ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് നോൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു ബാലൻസ് ലെങ്ത് എൽ ഡിവൈഡ് ബൈ 100 - L എന്ന് വരും. ഇനി റൈറ്റിലാണ് എന്ന് വിചാരിക്കുക, അപ്പോൾ എന്ത് വരും, ആർ ഡിവൈഡഡ് ബൈ എക്സ് ദാറ്റ് ഈക്വൽ ടു എൽ ഡിവൈഡ് ബൈ 100 - L എന്ന് വരും. P/Q ഈക്വൽ ടു R/S. അതാണ് ഇതിനകത്തെ കൺസെപ്റ്റ് കേട്ടോ. സോ 0.5 ആംപിയർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം, നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത അതേ പാറ്റേൺ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. സോ ഞാൻ പൊട്ടൻഷ്യലിൻ്റെ കാര്യം പറയേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയ മക്കളെ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്ര വരും, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്, ആണല്ലോ. ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്, 0.5 ആംപിയർ എന്ന് ഞാൻ പറഞ്ഞു. സോ 0.5 ആംപിയർ ആണ് ഇതുവഴി ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ, ഓക്കെ, ഇവിടെ ഡ്രോപ്പ് ആകുന്ന എത്രയായിരിക്കും, 2 വോൾട്ട് ഇവിടെ ഡ്രോപ്പ് ആകും. ശരിയല്ലേ. സോ 6ൽ നിന്നിട്ട് 2 ഡ്രോപ്പ് ആയാലും ഇവിടെ എത്രയുണ്ട്, 4 ഉണ്ട്, ആണല്ലോ. ഇനിയും ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര ഡ്രോപ്പ് ആകും, 2 ഡിവൈഡഡ് ബൈ 0.5, സോറി 0.2 ഇൻറ്റു അല്ലേ, 2 ഇൻറ്റു 0.5 എന്ന് വരും. വിച്ച് മീൻസ് ഇവിടെയും 1 വോൾട്ട് ഡ്രോപ്പ് ആകും. ഇവിടെ എത്രയുണ്ട്, 3 ഉണ്ട്. ഇവിടെ എത്ര 3, ഇവിടെ 3 ഡ്രോപ്പ് ആകും. ഇവിടെ എത്ര ഉണ്ടാവും, ഇവിടെ 0 ആയിരിക്കും വരുന്നത്. ശരിയല്ലേ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, നോക്കിക്കേ, ഇവിടെ 6 ആണ്, ഇവിടെ എത്രയാണ്, 3 ആണ്. സോ ഇവിടെ ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര വന്നു, 3 വോൾട്ട് എന്ന് തോന്നുന്നു. ശരിയല്ലേ. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര വന്നു, നോക്കിക്കേ, ഇവിടെ 4 ആണ്, ശരിയാണല്ലോ. ഇവിടെ 4 ആണ് ഈ പോയിന്റിലുള്ളത്, ഇവിടെ എത്രയാണ്, 0 ആണ്. ശരിയല്ലേ മക്കളെ, ആണല്ലോ. ഐ റിപ്പീറ്റ്, ഇവിടെ എത്രയാണ്, 4 ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ അക്രോസ് എത്രയാണ് ഡ്രോപ്പ് ആയത്, ഇവിടെ ഡ്രോപ്പ് ആകുന്നത് 3 ആണ്. സോ ഇവിടെ 3 ഡ്രോപ്പ് ആകുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്രയുണ്ട്, ഇവിടെ 2 ഡ്രോപ്പ് ആകുന്നു. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എവിടെ എത്ര ഡ്രോപ്പ് ആകുന്നുണ്ട്, ഇവിടെ 3 അല്ലേ ഡ്രോപ്പ് ആകുന്നത്, ഇവിടെ 1 ഡ്രോപ്പ് ആകുന്നുണ്ട് അല്ലേ, ആണല്ലോ. സോ 4 വോൾട്ട് ആണ് ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, ആണല്ലോ. സോ റേഷ്യോ ഓഫ് ദ ചാർജ് സ്റ്റോർഡ് അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, റേഷ്യോ ഓഫ് ദ ചാർജ് സ്റ്റോർഡ് ആണ്, ആണല്ലോ. അപ്പോൾ നോക്കുക, ചാർജ് സ്റ്റോർഡ് നമ്മൾ ഇന്ന് Q is equal to CV, Q is equal to CV. So Q1 divided by Q2 is equal to C1 V1 divided by C2 V2 എന്ന് വരുന്നു. C1 എന്ന് പറയുന്നത് 4 മൈക്രോ ആണ്, ആണല്ലോ. ഇൻറ്റു V1 എന്ന് പറയുന്നത് എത്രയാണ്, 3 വോൾട്ട് ആണ്. ഡിവൈഡഡ് ബൈ C2 എന്ന് പറയുന്നത് 6 മൈക്രോ ആണ്. അതുപോലെ തന്നെ V2 എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. ശരിയല്ലേടാ, ആണല്ലോ. 4 വോൾട്ട് ആണ്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, 4ഉം 4ഉം കട്ടാവുന്നു, 4ഉം കട്ടാവുന്നു, മൈക്രോയും കട്ടാവുന്നു. ഇതെന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 1/2 ആയിരിക്കും വരിക. ഓപ്ഷൻ 4 നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഡാർവിൻ ആർ മീറ്റർ ബ്രിഡ്ജിൻ്റെ റെസിസ്റ്റൻസിനെ കുറിച്ച് ചോദിച്ചത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The resistance per centimeter of a meter bridge wire is small letter r with x ohm resistance in the left gap. Balancing length from the left end is 40 centimeter with 25 ohm resistance in the right. Now the wire is replaced by another wire of 60 centimeter, at 60 centimeter from the left end. If the resistivity of the wire is capital R wire is capital R equal to 10 to the power minus 7 ohm, അങ്ങനെയാണെങ്കിൽ the value of R എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നത് റെസിസ്റ്റൻസ് പെർ സെന്റിമീറ്റർ ഓഫ് ദ മീറ്റർ ബ്രിഡ്ജ് വയർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ R ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആണല്ലോ. ഫൈൻ. നൗ ലെഫ്റ്റ് ഗ്യാപ്പിലെ റെസിസ്റ്റൻസ് എത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു? ലെഫ്റ്റ് ഗ്യാപ്പിലെ റെസിസ്റ്റൻസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് X ഓം ആണെന്നും, ഓക്കെ. ബാലൻസിങ് ലെങ്ത് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഓൾ റൈറ്റ്. നൗ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഗ്യാപ്പിനകത്തുള്ള റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 25 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ എക്സ് ഡിവൈഡഡ് ബൈ 25 എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ എത്ര വരണം? ഫസ്റ്റ് കേസിൽ വരേണ്ടത് 4/6 അല്ലെങ്കിൽ ഇതെത്ര വരിക മക്കളെ? ഇതെന്ന് പറയുന്നത് 2/3 എന്ന് വന്നു, ആണല്ലോ, ശരിയല്ലേ? ഫൈൻ. ഇനിയും പറഞ്ഞിരിക്കുന്നത് നൗ ദ വയർ ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ വയർ of 2R resistance per centimeter. Another wire of resistance 2R per centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്, ആണല്ലോ, ശരിയല്ലേ? സോ അതായത് നേരത്തെ കണ്ടീഷനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്ന റെസിസ്റ്റൻസ് വയർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? അതിനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ റെസിസ്റ്റിവിറ്റി കൂട്ടി എന്നാണ് പറയുന്നത്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ റെസിസ്റ്റിവിറ്റി ഓഫ് ജസ്റ്റ് എ മിനിറ്റ്. There is an issue with this ഒരു മിനിറ്റ്. I think we are missing something in this. Okay, so let's move to the next. The slides നമ്മൾ overlap ആകുന്നുണ്ട്. I'm facing some issues with the slides. Just a minute please. ക്വസ്റ്റ്യൻസിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടേ മക്കളെ, ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ പറയുന്ന ഇതാണ്. S1 equal to X into ശ്രദ്ധിക്കുക. Wheatstone principle is used to measure the specific resistance S1 of a given wire having length L and radius R. If X is the resistance of the wire, then the specific resistance is എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ ഫൈൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മക്കളെ സ്ലൈഡിനകത്ത് എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് തമ്മിൽ ഓവർലാപ്പ് ആകുന്നുണ്ട്. I'm sorry for the inconvenience, some technical issues. So question പറയുന്നത് ഇങ്ങനെയാണ്. It was something like this. ഒരു വയർ നമുക്ക് തന്നിട്ടുണ്ട്, ഓക്കെ. അതിനകത്ത് സ്പെസിഫിക് റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. ഐ എം ടെലിംഗ് ഇറ്റ് ഫ്രം മൈ മെമ്മറി. സോ ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നു.
ലെങ്ത് ചേഞ്ച് ചെയ്യുന്നു. സോ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നതിന് ശേഷം ഉള്ള ലെങ്ത് ചേഞ്ച് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ പറയാം അത് രണ്ട് പാർട്ടായിട്ടാണ്. ഇപ്പോൾ നമ്മൾ എന്തോ ക്വസ്റ്റൻസ് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഐ കനോട്ട് എക്സാക്ട്ലി ബ്രീഫ് ഇറ്റ് ഫോർ യു. പറയുന്ന ഇതായിരുന്നു, ലെങ്തിൽ ഒരു വേരിയേഷൻ വരുത്തി, ആ ലെങ്തിന് വേരിയേഷൻ വരുത്തിയതിന് ശേഷം ഉണ്ട സ്പെസിഫിക് റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. അങ്ങനെയായിരുന്നു ചോദ്യം. സോ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അത് ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ, ലെങ്തിനെയോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോ അത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. സോ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് തന്നെ നിൽക്കും എന്നാണ് അതിൻ്റെ ആൻസറിലോട്ട് എത്തുക. ഞാൻ പറഞ്ഞല്ലോ ഓവർലാപ്പ് ചെയ്ത് പോയത് കൊണ്ട് എനിക്കൊരു ഇൻകൺവീനിയൻസ് വന്നു, ഐ എം സോറി ഫോർ ദാറ്റ്. അത് ലൈക്ക് എനിക്ക് എക്സാക്ട്ലി അത് ബ്രീഫ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തോ ഒരു ബാക്ക് സ്ലൈഡ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് കുറച്ച് മുമ്പേ എഴുതിയ ഒരു ക്വസ്റ്റൻ ആണ്, അതിൻ്റെ ഒരു പാർട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് മുന്നോട്ട് എന്തോ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഓവർലാപ്പ് ചെയ്തു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. സോ മുന്നോട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് വിശ്വസിച്ചാൽ പോരാ, അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു ക്വസ്റ്റൻ എനിക്ക് ഇവിടെ നിങ്ങൾക്കായിട്ട് പറയാൻ പറ്റും. ഇറ്റ്സ് സംതിങ് ലൈക്ക് ദിസ്. A potential difference capital V is applied across a wire of resistance capital R. It is dissipated energy at the rate of W. Okay, if the wire is cut into two halves and these two halves are mutually connected perpendicular to each other, okay, across the same supply, അങ്ങനെയാണെങ്കിൽ പുതിയ പവർ ഡിസിപ്പേഷൻ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കണം മക്കളെ, പവർ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം V²/R ആണ്. സോ ഓക്കെ, ഇനി P' എന്ന് പറയുന്നത് സെയിം സപ്ലൈക്ക് അക്രോസ് ആണ് കണക്ട് ചെയ്തത്, പക്ഷേ റെസിസ്റ്റൻസ് നമ്മൾ കട്ട് ചെയ്തു. റെസിസ്റ്റൻസ് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇത് R/2 ആയിട്ട് മാറും. R/2 പാരലൽ R/2 ആകും. സോ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരൂടാ? R/4 ആകും. സോ P' എന്ന് പറയുന്നത് എത്രയായി? R/4 എന്ന് വന്നു. സോ P' എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും V4 ടൈംസ് V²/R. ഇതെന്ന് പറയുന്നത് എത്രയായിരുന്നു? P ആണല്ലേ. സോ P' എന്ന് പറയുന്നത് 4 ടൈംസ് P എന്ന് പറയാൻ പറ്റും. സോ ഇനിഷ്യൽ പവർ എന്ന് പറയുന്നത് W ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പവർ എന്ന് പറയുന്നത് 4 ടൈംസ് W ആയിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അടുത്തത് EM വേവ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അത് പറയുന്നത് ഇങ്ങനെയാണ്: ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ഫ്രീ സ്പേസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ E0 ടൈംസ് കോസ് ഓഫ് ωt മൈനസ് ഓഫ് K ഇൻറ്റു Z എന്ന് പറയുന്നുണ്ട്. സോ ദിസ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് വിച്ച് ഡയറക്ഷൻ മക്കളെ? I ഡയറക്ഷനിലാണ് നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാം E ക്രോസ് B ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? V ക്യാപ്പ് ആയിട്ട് എടുക്കുന്നത്, ശരിയല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. സോ ഓഫ് കോഴ്സ് ദിസ് ഈസ് മൂവിങ് ഇൻ I ഡയറക്ഷൻ അല്ലേ. സോ I ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ക്രോസ് ഈ പറയുന്ന ഡയറക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷന് മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലായിരിക്കണം പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് ആണല്ലോ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് മാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ ഈ KZ എന്നുള്ള പാർട്ട് അതുപോലെ തന്നെ നിൽക്കണം ആണല്ലോ. സോ അല്ലേ, -KZ എന്നുള്ളത് നിൽക്കണം. സോ -KZ വരുന്നത് രണ്ട് ഓപ്ഷൻസ്. സോ നമുക്ക് ഇതിനെ രണ്ടിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും B എന്നുള്ള ആൻസറിലോട്ട് നമ്മൾക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനിയും അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയാൽ മക്കളെ, if the frequency of electromagnetic wave is 60 megahertz, frequency തന്നിട്ടുണ്ട്, it travels in air along Z direction ആണല്ലോ. Now the corresponding electric and magnetic field vectors will be mutually perpendicular to each other. The wavelength is എത്രയാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾക്കെല്ലാം അറിയാം lambda is equal to V into T എന്ന് പറയണം, അല്ലെങ്കിൽ this must be V/F. ലാംഡാൻ്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ലാംഡ ഈസ് ഈക്വൽ ടു V എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 10⁸ ഓൾ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എത്രയാണ്? 60 MHz അല്ലേ. സോ 60 × 10⁶ എന്ന് വരും, ശരിയല്ലേ മക്കളെ? സോ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ എഴുതുന്നു എങ്ങനെ 30 × 10⁷ എന്ന് എഴുതുമ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ എഴുതി? ഇതിനെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് മാറ്റിയിട്ട് 6 × 10⁷ എന്ന് എഴുതി. ഇതും കട്ടായി പൊക്കോളും. സോ ലാംഡേൻ്റെ വാല്യൂ എത്ര വരും ഇവിടെ? ലാംഡ ഈസ് ഈക്വൽ ടു 30/6, ദാറ്റ് ഈസ് 5 എന്ന് വരും. ഓൾ റൈറ്റ്. അതെ, സ്പെസിഫിക് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തില്ല, അത് തന്നെയാണ് പറയാനുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്ലൈഡിനകത്ത് ഒരു 2-3 സ്ലൈഡിനകത്ത് ഒരു ഓവർലാപ്പിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വന്നു. അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് ലൈക്ക് ക്വസ്റ്റ്യൻ മൊത്തം വായിച്ച് അതിൻ്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളെക്കുറിച്ച് പറയാൻ പറ്റാണ്ടായി പോയത്. അത് ലൈക്ക് മൊത്തം ഇല്ലാത്തത് കൊണ്ട് തന്നെ ലൈക്ക് ഹൗ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് മോർ. അതാണ് ഞാനൊരു മെമ്മറിയിൽ നിന്ന് തന്നെ അതൊന്ന് റിക്കളക്ട് ചെയ്ത്, അത് സ്പെസിഫിക് റെസിസ്റ്റൻസിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നുവെന്നും ലെങ്ത് ഡബിൾ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വേരിയേഷനെ കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്. സോ ലെങ്ത് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും സ്പെസിഫിക് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നില്ല, അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെങ്തിനെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യില്ല. വേരിയേഷൻ വന്നാൽ തന്നെ ടെമ്പറേച്ചർ കാരണമുള്ള ഒരു വേരിയേഷനെ ഇവിടെ വരത്തുള്ളൂ. ഓക്കെ ആണല്ലോ. സോ ഐ ബിലീവ് ഇറ്റ് വാസ് ഓക്കെ ഫോർ യു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ ഫ്രം മൈ എൻഡ്. ബാക്കി സബ്ജക്റ്റിൻ്റെ ഡിസ്കഷനുമായിട്ട് ടീച്ചേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ
please stay tuned. Thank you and wish you all the best for your exams. ബാക്കിയുള്ള സമയം നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ എല്ലാ സീരീസും കാണുക, മെഗാ മാരത്തോൺ സീരീസും മറ്റുള്ള എല്ലാ ഡിസ്കഷൻസും നിങ്ങൾ ഫോളോ ചെയ്യുക. അടുത്തതിനായിട്ട് നമ്മുടെ അടുത്ത ടീച്ചേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ടിൽ ദെൻ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. Hi students, good afternoon. So മക്കളെ, നമ്മുടെ JEE മെയിൻ അടുത്ത സെഷനിലേക്കുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് GOC2, പിന്നെ ഹൈഡ്രോകാർബൺ, ഹാലോ ആൽക്കിൻ, ഹാലോ അരീൻ, ആൽക്കോഹോൾസ്, ഫിനോൾസ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇന്നത്തെ സെഷൻ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇരിക്കുക. കാരണം ഞാൻ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഏതൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം എന്നുള്ളതാണ് നമ്മളിന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഓർഗാനിക് കെമിസ്ട്രിയിലെ പോയിന്റ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നു നോട്ട് ചെയ്യുക, അതൊന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, പഠിക്കുക. എന്നിട്ട് വേണം നിങ്ങൾ JEE മെയിൻ സെഷൻ 2 എഴുതാനായിട്ട് പോകേണ്ടത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അല്ലേ. സോ നോക്കുക, ഞാൻ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഇൻ്റർ കൺവേർഷൻസ് ഒന്ന് നോക്കിയാലോ. ജസ്റ്റ് ഒന്ന് ഇൻ്റർ കൺവേർഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോൾ വ്യൂ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രീനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പം അങ്ങനെ ചെയ്തിട്ട് നമുക്ക് പോവാമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ആൽക്കെയിൻ എടുക്കാമെന്ന് വിചാരിക്കുക. ഒരു സാധാരണ ഒരു ആൽക്കെയിനെ ഇപ്പോൾ ഞാനൊരു ഈഥെയിൻ എടുത്തു. ഈ ഈഥെയിനെ എനിക്ക് ഹാലോ ആൽക്കെയിനാക്കി മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ പറയാമോ? ഒരു ഹാലോ ആൽക്കെയിൻ ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കെയിനാക്കി മാറ്റണം. അപ്പോൾ ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കെയിനാക്കി മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ക്യാൻ എനിബഡി ടെൽ മീ? ഈ ഒരു കോമ്പൗണ്ടിനെ ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കെയിനാക്കി മാറ്റാൻ നമുക്കറിയാമല്ലേ, ക്ലോറിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ചെയ്താൽ അവിടെ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കെയിനായിട്ട് അത് കൺവേർട്ടഡ് ആകും എന്ന് നമുക്കറിയാം. അപ്പം മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് തന്നെ ആവണം നിർബന്ധമില്ല. കാരണം നമ്മൾ ക്ലോറിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്, ഒരുപാടെണ്ണം അവിടെ ജനറേറ്റഡ് ആകാം എന്നുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. എന്നിരുന്നാലും നമ്മളിപ്പോൾ തൽക്കാലം മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആക്കി മാറ്റുന്നു. ഓക്കെ,
അത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ അവർ നമ്മളോട് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അവർ ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി എനിക്ക് ഇതിനെ ആൽക്കഹോൾ ആക്കണം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആൽക്കഹോൾ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ബി ഡൺ ടു മേക്ക് ഇറ്റ് ആൻ ആൽക്കഹോൾ? ഇതിനെ ആൽക്കഹോൾ ആക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയാം, ഞാൻ അക്വസ് NaOHO അല്ലെങ്കിൽ അക്വസ് KOHO ഉപയോഗിച്ച് എനിക്കിതിനെ ആൽക്കഹോൾ ആക്കാൻ സാധിക്കും അല്ലേ? യെസ്, 1:3.5 3.8:5 ആ റേഷ്യോ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ആ ഒരു സെഗ്മെൻറ്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല ആക്ച്വലി നമ്മുടെ JEE മെയിൻ പെർസ്പെക്റ്റീവിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മോണോക്ലോറിനേഷൻ ഞാൻ പറഞ്ഞ പോലെ ഒരു മിക്സർ ഓഫ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക. എപ്പോഴും JEE മെയിൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഈൽഡ് കൂടുതലുള്ള പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇവിടെ ഒന്നുകിൽ എനിക്ക് അക്വസ് NaOHO അക്വസ് KOHO ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ SN2 മെക്കാനിസം നടക്കുന്നറിയാം അല്ലേ? SN2 മെക്കാനിസം വഴി OH മൈനസ് നേരെ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്ത് ഇവിടുന്ന് സീൽ റിമൂവ് ആവും. അപ്പോൾ എനിക്കിവിടെ CH3CH2OH കിട്ടി. ഓക്കെ, ആൽക്കഹോളായി. ആൽക്കഹോളായി കഴിഞ്ഞാൽ പിന്നെ എനിക്കതിനെ ആൽഡിഹൈഡ് ആക്കാം. ഇപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ഒബ്വിയസ്ലി എനിക്കതിനെ ആൽഡിഹൈഡ് ആക്കാം, എനിക്കതിനെ കാർബോക്സിലിക് ആസിഡ് ആക്കാം, അല്ലെങ്കിൽ അതിനെ എനിക്ക് ആൽക്കീനും ആക്കാൻ പറ്റും അല്ലേ? ഞാൻ ഈ ആൽക്കഹോളിനെ ആൽക്കീനാക്കാൻ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ബി ഡൺ? എന്താ ചെയ്യുക ഞാൻ ആൽക്കീനാക്കാൻ? ആൽക്കീനാക്കാൻ എനിക്ക് ആൽക്കഹോളിക് KOH ഉപയോഗിക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ, ഒന്നുകിൽ ആൽക്കഹോളിക് KOH അല്ലെങ്കിൽ ആൽക്കഹോളിക് NaOH ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് അവിടെ നടക്കുന്ന മെക്കാനിസം. അവിടെ നടക്കുന്ന മെക്കാനിസം E2 മെക്കാനിസം ആണ്. E2 മെക്കാനിസം ആണ്. അപ്പോൾ ഇവിടുന്ന് OHും ഇവിടുന്ന് Hും റിമൂവ് ആയി എനിക്ക് ആൽക്കീൻ കിട്ടും. CH2 ഡബിൾ ബോണ്ട് CH2. നോ, PCC അല്ലടാ, PCC. യെസ്, ആൽഡിഹൈഡ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് PCC യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ റിയാക്ഷനിലേക്ക് വരാം. അപ്പോൾ ആൽക്കീനാക്കി ഞാൻ. ഇനി ആൽക്കീനിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ആൽഡിഹൈഡിലേക്കും അതേപോലെ തന്നെ കാർബോക്സിലിക് ആസിഡിലേക്കും എല്ലാം വരാം, എല്ലാത്തിലേക്കും വരാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ച് ഒരു ബ്രോഡർ വ്യൂ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത്. അപ്പോൾ ആൽക്കീൻ ആക്കി കഴിഞ്ഞാൽ ആൽക്കീൻ്റെ കേസിൽ നിങ്ങളതിനെ തിരിച്ച് ആൽക്കഹോൾ ആക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ വഴിയുണ്ട്? തിരിച്ച് ആൽക്കഹോൾ ആക്കാൻ, ഒരു ആൽക്കീനെ ആൽക്കഹോൾ ആക്കാൻ നിങ്ങൾ 3 റിയാക്ഷൻസ് പഠിക്കുന്നുണ്ട്. ഏതെന്ന് ഓർമ്മയുണ്ടോ? ആൽക്കീനെ ആൽക്കഹോൾ ആക്കാൻ 3 റിയാക്ഷൻസ്. ഒന്ന് ഇതാ ഇവിടെ ഡാർവിൻ്റെ ഫാദർ പറഞ്ഞ പോലെ H+ ഇൻ പ്രസൻസ് ഓഫ് H2SO4. അതായത് H+ ഇൻ പ്രസൻസ് ഓഫ് H2SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം? ആസിഡ് ഹൈഡ്രോളിസിസ് ആണ് അല്ലേ? ആസിഡ് ഹൈഡ്രോളിസിസ്. പിന്നെ എനിക്ക് എന്ത് ചെയ്യാം? B2H6 ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ഇൻ പ്രസൻസ് ഓഫ് H2O2. പിന്നെന്ത് ചെയ്യാം? എനിക്ക് ഓക്സിമെർക്യൂറേഷൻ ഡീമെർക്യൂറേഷൻ ചെയ്യാം. ഓക്സിമെർക്യൂറേഷൻ ഡീമെർക്യൂറേഷൻ അല്ലേ? എന്താണ് ഈ ഓക്സിമെർക്യൂറേഷൻ ഡീമെർക്യൂറേഷൻ ഒക്കെ? HGOAC ട്വൈസ് ഇൻ പ്രസൻസ് ഓഫ് അത് ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്നു, രണ്ടാമത് സോഡിയം ബോറോഹൈഡ്രേറ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 റിയാക്ഷൻസും ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. എങ്ങനെയാണ് ഈ 3 റിയാക്ഷൻസ് മുന്നോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം. അതായത് നമ്മൾ ഈ ആദ്യത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ മുഴുവൻ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ഇൻ്റർ കൺവേർഷൻസ് എല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ഓരോ റിയേജൻറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാനിവിടെ അക്വസ് NaOH യൂസ് ചെയ്തു അല്ലെങ്കിൽ അക്വസ് KOH ഉപയോഗിച്ചപ്പം അവിടെ SN2 മെക്കാനിസം ആണ്. ആൽക്കഹോളിക് KOHO ആൽക്കഹോളിക് NaOHO നടക്കുമ്പം എലിമിനേഷൻ ആണ്, E2 മെക്കാനിസം ആണ്. അവിടെ ആൽക്കഹോൾ എന്തായിട്ട് മാറുന്നു? ആൽക്കഹോൾ അവിടെ ആൽക്കൈൽ ഹാലൈഡ് എന്തായിട്ട് മാറുന്നു? ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ആൽക്കഹോൾ എന്തായിട്ട് മാറുന്നു? ഇവിടെ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആൽക്കഹോളിനെ നമുക്ക് ആൽക്കീൻ ആക്കണമെങ്കിൽ കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ, കോൺസെൻട്രേറ്റഡ് H2SO4. ഇനി ഇവിടെയാണെങ്കിൽ നമുക്ക് ആൽക്കഹോളിക് KOH യൂസ് ചെയ്യാം, ആൽക്കഹോളിക് KOH E2 മെക്കാനിസം. ഓക്കെ, സോ അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ട് 2 കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ നടന്ന് ആൽക്കീൻ കിട്ടുമെന്നും, അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡിനെ നിങ്ങൾക്ക് ആൽക്കീൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം? വെരി ഗുഡ് ഡാർവിൻസ് ഫാദർ. ആൽക്കീൻ ആണെങ്കിൽ മീൻസ് ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആൽക്കഹോളിക് KOH വെച്ച് കഴിഞ്ഞാൽ ആൽക്കീനായിട്ട് മാറും. അപ്പോൾ ആ 2 റിയാക്ഷൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഓരോ പോയിന്റും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഓക്കെ,
ഇനി ഒരു ആൽക്കീൻ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഒരു ആൽക്കീൻ തന്നെ അങ്ങ് എടുക്കാം. ഒരു ആൽക്കീൻ നമുക്ക് എടുക്കാം. അപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2. ഈ ആൽക്കീന് ഞാൻ ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യാണ്. അതായത് H+ ഇൻ പ്രസൻസ് ഓഫ് H2SO4. ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യാണ്. H+ ഇൻ പ്രസൻസ് ഓഫ് H2SO4 അക്വസ്, അല്ലെങ്കിൽ നമുക്ക് H+ ഇൻ പ്രസൻസ് ഓഫ് H3O+, അല്ലെങ്കിൽ H3O+ എന്ന് മാത്രം നമുക്ക് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. ഓക്കെ, എന്താണ് ഇവിടെ കിട്ടുക? ആദ്യം നമ്മൾ H+ വന്നിട്ട് പൈ ബോണ്ടിനെ പോളറൈസ് ചെയ്യും. പോളറൈസ് ചെയ്യുമ്പം ഇവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് എനിക്ക് കിട്ടുക എന്താണ്? കാർബോ കാറ്റയോൺ ആണ് അല്ലേ? അപ്പോൾ കാർബോ കാറ്റയോൺ കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ കാർബോ കാറ്റയോൺ ആണ് ഇന്റർമീഡിയറ്റ് കാർബോ കാറ്റയോൺ ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തിനുള്ള സാധ്യതയുണ്ട്? റീഅറേഞ്ച്മെന്റിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റീഅറേഞ്ച്മെന്റിന് ശേഷമാണ് എന്ത് സംഭവിക്കുക? വാട്ടർ മോളിക്യൂൾസ് അറ്റാക്ക് ചെയ്യുക. അങ്ങനെയാണ് അതെന്ത് സംഭവിക്കുന്നത്? അത് ആൽക്കഹോൾ ആയിട്ട് മാറുന്നത് എന്ന് ഓർത്ത് വെക്കണം. റെഡിയല്ലേ? അപ്പോൾ ഇതിലൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടുക? ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ ഒരു കാർബോ കാറ്റയോൺ ജനറേറ്റഡ് ആവും, CH2+. ഈ കാർബോ കാറ്റയോൺ എന്താണ്? ഔട്ടർ പോർഷനിലാണ് ഈ കാർബോ കാറ്റയോൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു റീഅറേഞ്ച്മെന്റിനുള്ള സാധ്യത ഉണ്ട് അല്ലേ? സോ ഇത് കുറച്ചും കൂടി ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ CH ഡബിൾ ബോണ്ട് CH2 എന്നാക്കാം. CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ നമുക്കറിയാം എവിടെയാണ് കാർബോ കാറ്റയോൺ വരിക? ഇവിടെയാണ് കാർബോ കാറ്റയോൺ ഫോം ചെയ്യുക. കാരണം അങ്ങനെ കാർബോ കാറ്റയോൺ ഫോം ചെയ്യുമ്പോഴാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള, പ്രൈമറി ആയിട്ട് ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് സ്റ്റേബിൾ ആയിരിക്കണം. ഇനി ഈ കാർബോ കാറ്റയോൺ ഉറപ്പായിട്ട് റീഅറേഞ്ച് ചെയ്യും നിങ്ങൾക്കറിയാം. ഇവിടെ റിംഗ് എക്സ്പാൻഷന് വിധേയമാകും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ റിംഗ് എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 5 മെമ്പേർഡ് റിംഗ് കിട്ടും. ആ 5 മെമ്പേർഡ് റിംഗിൽ സെക്കൻഡ് പൊസിഷനിൽ കാർബോ കാറ്റയോൺ ഉണ്ടാവും. അവിടെ ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടന്ന് വീണ്ടും അത് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോ കാറ്റയോൺ ആയിട്ട് മാറും. അങ്ങനെയാണ് പിന്നെ H2O അറ്റാക്ക് കാരണം അവിടെ എന്ത് വരും? ആൽക്കഹോളിന്റെ ഫോർമേഷൻ നടക്കും. സോ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൽക്കീനിനെ ആൽക്കഹോൾ ആക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾ ആസിഡ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ആസിഡ് ഹൈഡ്രോളിസിസ് നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് വേറെ നോക്കേണ്ട കാര്യമില്ല. ഇതിലെല്ലാം വന്നു, എല്ലാ ടോപ്പിക്കും അതിൽ കവറായി. ഇനി അടുത്തത് നമ്മൾ എന്താ നോക്കുന്നത്? ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആണ്. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ അഥവാ HBO എന്ന് നമുക്ക് ഷോർട്ട് ഫോമിൽ വിളിക്കാം. അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് ആന്റി മാർക്കോണിക്കോഫ് വഴി പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആക്ച്വലി ഇവിടെ കൺസേർട്ടഡ് മെക്കാനിസം ആണ്. അവിടെ ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ ഒന്നും ഇല്ല. ഇറ്റ് ഈസ് എ കൺസേർട്ടഡ് മെക്കാനിസം. നോ ഇന്റർമീഡിയറ്റ്. ഇവിടെ ഇന്റർമീഡിയറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന റിയാക്ഷനിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്ക് ഇത് സിമിലർ ടു ആന്റി മാർക്കോണിക്കോഫ് പ്രൊഡക്റ്റ് ആണ്. ആന്റി മാർക്കോണിക്കോഫ് പ്രൊഡക്റ്റ്. അപ്പോൾ ആന്റി മാർക്കോണിക്കോഫ് പ്രൊഡക്റ്റ് ആണ് നമുക്കവിടെ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് നോക്കി, ആന്റി മാർക്കോണിക്കോഫ് പ്രൊഡക്റ്റ് കിട്ടാൻ ഞാനിപ്പം CH3 CH ഡബിൾ ബോണ്ട് CH2 ഇതാണല്ലോ. ഇതിൽ B2H6 ഇൻ പ്രസൻസ് ഓഫ് H2O2 നമ്മൾ ചെയ്യുന്നു. എന്താണ് നമുക്കിവിടെ കിട്ടുക? എവിടെയാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുക, എവിടെയാണ് OH ആഡ് ചെയ്യുക? ആന്റി മാർക്കോണിക്കോഫ് ആണ്. അപ്പോൾ ലോവർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളിടത്ത് ഹൈഡ്രജനും ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളിടത്ത് OHും അറ്റാച്ച് ചെയ്യും. അങ്ങനെ നമുക്ക് CH3 CH2 CH2OH എന്ന പ്രോഡക്റ്റ് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. യെസ് ഓർ നോ? ഇനി മൂന്നാമത്തെ റിയാക്ഷൻ എന്താണ്? മൂന്നാമത്തെ റിയാക്ഷൻ ആണ് ഓക്സിമെർക്യുറേഷൻ ഡീമെർക്യുറേഷൻ. അപ്പോൾ ഓക്സിമെർക്യുറേഷൻ ഡീമെർക്യുറേഷനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഓക്സിമെർക്യുറേഷൻ ഡീമെർക്യുറേഷനിൽ ഇന്റർമീഡിയറ്റ് നോൺ ക്ലാസിക്കൽ കാർബോകാറ്റയോൺ ആണ് എന്ന് നിങ്ങൾക്കറിയാം. നോൺ ക്ലാസിക്കൽ കാർബോകാറ്റയോൺ ആണ് ഇന്റർമീഡിയറ്റ്. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ റീഅറേഞ്ച്മെന്റ്. അവിടെ റീഅറേഞ്ച്മെന്റ് നടക്കില്ല. ഇവിടെ ഏത് മെക്കാനിസം ആണ് ഫോളോ ചെയ്യുന്നത്? മാർക്കോണിക്കോഫ് അഡീഷൻ ആണ്. മാർക്കോണിക്കോഫ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക അല്ലേ? അപ്പോൾ നോക്കുക, CH3 CH ഡബിൾ ബോണ്ട് CH2 ഇതിലേക്ക് നിങ്ങൾ ഓക്സിമെർക്യുറേഷൻ ഡീമെർക്യുറേഷൻ ചെയ്യുന്ന സമയത്ത് H എവിടെ പോകും? H ഇവിടെ വരും. OH എവിടെ വരും? OH ഇവിടെ വരും. സോ CH3 CHOH CH3. ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം,
ഈ 3 എണ്ണമാണ് ആൽക്കീനിൽ നിന്ന് ആൽക്കഹോൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻ. ഇനി NTA ചെയ്ത പണിയെക്കുറിച്ച് ഞാൻ പറയാം. NTA 2023 JEE മെയിനിൽ ഓക്സിമെർക്യുറേഷൻ ഡീമെർക്യുറേഷനും ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനും ക്ലബ് ചെയ്തിട്ട് ചോദിച്ചു. ഓക്കെ, അപ്പം അത് ക്ലബ് ചെയ്ത് ചോദിച്ചു. ഓക്സിമെർക്യുറേഷൻ ഡീമെർക്യുറേഷൻ ആണെങ്കിൽ മാർക്കോണിക് ഓഫ് പ്രൊഡക്റ്റ് കിട്ടുമെന്നും, HBO ആണെങ്കിൽ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണെങ്കിൽ ആൻറ്റി മാർക്കോണിക് ഓഫിൻ്റെ പ്രൊഡക്റ്റിന് സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുമെന്നും നമുക്കറിയാം. അപ്പോൾ നമ്മൾ അവിടെ ആൻസർ ചെയ്തു. 2024 ജാനുവരി സെഷനിൽ അവർ HBO ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനും പിന്നെ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷനാണ് ചോദിച്ചത്, അതായത് ആദ്യത്തെ റിയാക്ഷൻ. അപ്പോൾ നോക്കിയേ, ഈ 3 എണ്ണത്തിൽ നിന്ന് 2 പേരെ പിക്ക് ചെയ്തിട്ട് ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് NTAയുടെ സ്വഭാവമാണ്. അപ്പോൾ ഇത് 3നെ കുറിച്ചും കൃത്യമായിട്ട് ധാരണയുള്ള ഒരു കുട്ടിക്ക് അവിടെ ഒരു കാരണവശാലും 4 മാർക്ക് പോയില്ല. ദിസ് ഈസ് എ ഷുവർ ക്വസ്റ്റ്യൻ. അതായത് ഓക്സിമെർക്യുറേഷൻ ഡീമെർക്യുറേഷനോ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷനോ അല്ലെങ്കിൽ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനോ ഇത് 3 എണ്ണത്തിൽ നിന്നും 2 എണ്ണം ഒരൊറ്റ ക്വസ്റ്റ്യനിൽ ചോദിക്കും. അവർ 2 എണ്ണം ഒരൊറ്റ ക്വസ്റ്റ്യനിൽ ചോദിക്കും. അപ്പോൾ B2H6 കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, B2H6 ഇൻ പ്രസൻസ് ഓഫ് H2O2 കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണ്. അവിടെ ആൻറ്റി മാർക്കോണിക് പ്രോഡക്റ്റ് അങ്ങ് എഴുതി കൊടുക്കുക നിങ്ങൾ. ഇനി HgOAC ട്വൈസ് NaBH4 കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ഓക്സിമെർക്യുറേഷൻ ഡീമെർക്യുറേഷൻ ആണ്. ഇനി H+ ഇൻ പ്രസൻസ് ഓഫ് H2O എന്നോ അല്ലെങ്കിൽ ഡൈല്യൂട്ട് H2SO4 എന്നോ അല്ലെങ്കിൽ H3O+ എന്നോ തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതെന്താണ്, ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആണ്. ഇത് 3 ക്ലിയർ ആണോ മക്കളെ? ഇത് 3 ക്ലിയർ ആണോ? സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ആണോടാ? നെക്സ്റ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ ആൽക്കഹോളിലേക്ക് വന്നല്ലോ. ആൽക്കഹോളിൽ നിന്ന് ഇനി നമുക്കൊന്ന് ആൽഡിഹൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം പ്രൈമറി ആൽക്കഹോള് നമുക്ക് തന്നു കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് ഉപയോഗിക്കാം. ഹൈ സാർ ഓർമ്മയുണ്ടോ? ആനന്ദ് ആർ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആനന്ദ് ഉള്ളതുകൊണ്ട് ഏത് ആനന്ദാണെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും. രണ്ടാമത്തത് PDC പിരിഡിനിയം ഡൈക്രോമേറ്റ് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആറ് ഉപയോഗിക്കാം, CrO3 ഇൻ പ്രസൻസ് ഓഫ് ആൻഹൈഡ്രൈഡ് ഉപയോഗിക്കാം. ഈ 3 പേരും മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. സർ ഫ്രീ ആകുമ്പോൾ എറൈൽ ഡയസോണിയം സോൾട്ട് വിത്ത് NaOH റിയാക്ഷൻ ഒന്ന് പറയണേ. എറൈൽ ഡയസോണിയം സോൾട്ട് വിത്ത് NaOH റിയാക്ഷൻ എന്ത് പറ്റി? അതിലെന്താ പ്രശ്നം? NaOHും എറൈൽ ഡയസോണിയം സോൾട്ടും ഓഫ്ലൈനിൽ ആനന്ദാണ്. ഓക്കെ, മനസ്സിലായി. നോക്കാം, ഇത് 3 മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ആൽഫ കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾക്കിടയിൽ ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ എന്താവും? നമുക്ക് CH3 CHOH എന്ന് വരും. എന്ന് വെച്ചാൽ 2 OH ഒരു മോളിക്യൂൾ വന്നാൽ H2O റിമൂവ് ആയി നിങ്ങൾക്ക് ആൽഡിഹൈഡ് കിട്ടും. CH3CHO. ഇതെല്ലാം മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത് മൂന്നിലും NCERT ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് മൂന്നിലും നമുക്ക് ഏതാണ് കൂടുതൽ ഈൽഡ് തരുന്ന റിയേജന്റ് എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ PCC ആണ് ഏറ്റവും നല്ല റിയേജന്റ്. ഈ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസിൽ ഏറ്റവും നല്ല റിയേജന്റ് PCC ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? എടാ NaOH ഒന്ന് ഫിനോളാവും, വേറെ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഈവൺ NaOH പോലും വെക്കണ്ട, നിങ്ങൾ ബെൻസീൻ ഡൈസോണിയം സോൾട്ടിൽ നിങ്ങൾ വാട്ടർ ഇട്ടാൽ പോലും നിങ്ങൾക്ക് ഫിനോളാണ് കിട്ടുക. പിന്നെ NaOH എടുക്കേണ്ട ആവശ്യമില്ല, വാട്ടർ പോലും നമുക്ക് ഫിനോൾ തരുന്നുണ്ട്. അപ്പോൾ ഒരു OH- എന്ന കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് ഫിനോളിലേക്കല്ല കിട്ടുക. ഓക്കെ, സോ ഇതിനെ നിങ്ങൾക്ക് നോക്കടാ, എനിക്ക് ഇനി സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരെ കാർബോക്സിലിക് ആസിഡിലേക്ക് പോകുന്നു നിങ്ങൾക്കറിയാം അല്ലേ? CH3COH ആയിട്ട് മാറും. ഏതൊക്കെയാണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്? K2Cr2O7,
KMnO4. ജോൺസ് റിയേജൻ CrO3 in presence of H2SO4. ഇത്രയും ആൾക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? കാർബോക്സിലിക് ആസിഡിലേക്ക് മാറി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ആൽക്കഹോളിൽ എനിക്ക് ഉള്ള കാർബൺ ആറ്റത്തെക്കാളും ഒരു അഡീഷണൽ കാർബൺ ആറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡ് കിട്ടണം. വാട്ട് ഇസ് എ മെത്തേഡ്? എനിക്കിപ്പം ഈ ആൽക്കഹോളിൽ നിന്ന് ഡയറക്റ്റ്ലി ഞാൻ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡ്, എനിക്ക് ഒരു കാർബൺ ആറ്റം അധികമുള്ള കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കണം. വാട്ട് ഇസ് ദ മെത്തേഡ്? എന്താണ് മെത്തേഡ്? അപ്പോൾ ഒരു അഡീഷണൽ കാർബൺ വരണം. ഒരു അഡീഷണൽ കാർബൺ വരണമെങ്കിൽ വാട്ട് ഐ ഹാവ് ടു ഡു? ഞാൻ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു യൂസ് KCN-. KCN യൂസ് ചെയ്യാം. ഇവിടെ SN2 മെക്കാനിസം നടക്കും. CN- എന്താ ചെയ്യുക? CN- നേരെ വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്ത് ഇറ്റ് ഫോംസ് സൈനൈഡ്. സൈനൈഡ് ആവും. ഗ്രിഗ്നാർഡ് റിയേജന്റ് അല്ല അഭിരാം. ഗ്രിഗ്നാർഡ് റിയേജന്റ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക? ആൽക്കഹോളിൽ യൂസ് ചെയ്യാറില്ല. ഗ്രിഗ്നാർഡ് റിയേജന്റ് നിങ്ങൾ ആൽക്കഹോളിൽ ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ള കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയാം. അവിടെ ആൽക്കഹോളിലെ ആസിഡിക് ആകുമ്പം അവിടെ ആസിഡ് ബേസ് റിയാക്ഷൻ ആണ് നടക്കുക. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ആൽഡിഹൈഡിലോ കീറ്റോണിലോ ആണ്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ നിങ്ങൾ ആൽഡിഹൈഡിലോ കീറ്റോണിലാണ് ഉപയോഗിക്കേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, സൈനോ ഗ്രൂപ്പിനെ നിങ്ങൾ ഹൈഡ്രോലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നിങ്ങളിവിടെ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് നടത്തുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് കാർബോക്സിലിക് ആസിഡ്. നിങ്ങൾ പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണ് നടത്തുന്നത് എങ്കിൽ, പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് C+BondONH2 amide ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിനെ നോക്കൂ നിങ്ങൾ. ഇവിടെ ഞാൻ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ചെയ്താൽ എനിക്ക് CH3 CH2 COH കിട്ടി. ഞാനിവിടെ പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണ് ചെയ്യുന്നത് എങ്കിൽ എനിക്കിവിടെ CH3 CH2 C+BondONH2 amide കിട്ടും. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ മക്കളെ? ഓക്കെ ആണോ? ഇനി കാർബോക്സിലിക് ആസിഡിന് നിങ്ങൾക്ക് എമൈഡ് ആക്കാം. ഇപ്പോൾ ഈ എമൈഡിനെ നിങ്ങൾ ഹൈഡ്രോളിസിസ് ചെയ്താൽ CH3 CH2 C+BondONH2നെ നിങ്ങൾ ഹൈഡ്രോളിസിസ് ചെയ്യുകയാണെങ്കിൽ, H3O+ ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഇവിടെ OH വരും, ഇവിടെ H+ വരും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ CH3 CH2 COH എന്ന് വരും. ആൻഡ് അമോണിയ ഗ്യാസ് അവിടെ ഇവോൾവ് ചെയ്യും. എമൈഡിനെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ പറ്റും. കാർബോക്സിലിക് ആസിഡിനെ എമൈഡ് ആക്കാൻ പറ്റുമോ? യെസ്, കാർബോക്സിലിക് ആസിഡിനെ എനിക്ക് എമൈഡ് ആക്കാൻ പറ്റും. എങ്ങനെ? CH3 CH2 COHലേക്ക് നിങ്ങൾ അമോണിയ ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്താൽ മതി. എന്താ സംഭവിക്കുക? CH3 CH2 CONH2 ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റഡ് ആവും. എമൈഡിനെ നിങ്ങൾക്ക് സൈനൈഡ് ആക്കാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം? P2O5 ഒരു സ്ട്രോങ് എന്ത് ചെയ്യുക? ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് H2ഉം ഇവിടെ നിന്ന് Oയും റിമൂവ് ചെയ്ത് CH3 CH2 CN ആയിട്ട് മാറും. ഇവിടെ ഹീറ്റിംഗ് കൂടി ചെയ്യണം. P2O5ന്റെ പ്രസൻസിൽ ഹീറ്റിംഗ് കൂടി ചെയ്യണം. ഇനി സൈനൈഡിനെ നിങ്ങൾക്ക് പ്രൈമറി അമീനാക്കാൻ വഴിയുണ്ട്. എന്താ വഴി? സൈനൈഡിനെ നിങ്ങൾ പ്രൈമറി അമീനാക്കണം. CH3 CH2 CN. എന്താ വഴി? ഒന്നെങ്കിൽ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് CH3 CH2 CH2 NH2 എന്ന പ്രൈമറി അമീൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൈബാൽ H ഉപയോഗിച്ചിട്ട് അതിലേക്ക് എന്ത് ആഡ് ചെയ്യാം? ഹൈഡ്രോളിസിസ് ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രൈമറി അമീൻ കിട്ടും. CH3 CH2 CH2 NH2. ഡൈബാൽ H ഒരു സെലക്റ്റീവ് റിയേജന്റ് ആണ്. അത് നൈട്രൈലിനെയും എസ്റ്ററിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് പൊതുവെ. എസ്റ്റർ, നൈട്രൈൽ എന്ന് പറഞ്ഞാൽ CN ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ എവിടുന്നാ തുടങ്ങിയ ഈ കഥ ആരംഭിച്ചത്? എവിടുന്നാ നമ്മൾ കഥ സ്റ്റാർട്ട് ചെയ്തത്? എവിടുന്നാണ്? വെറും ഒരു സിമ്പിൾ ആൽക്കൈനിൽ നിന്ന് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് ആൽക്കഹോൾ ഉണ്ടാക്കുന്നു, അല്ലേ? അതേപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ ആൽക്കീൻ ആക്കി മാറ്റുന്നു. ആൽക്കീനിന്റെ 3 റിയാക്ഷൻസ് നമ്മൾ നോക്കുന്നു. ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റിയാക്ഷൻസ്. ആൽക്കഹോൾ ഉപയോഗിച്ച് നമ്മൾ ആൽഡിഹൈഡ് ഉണ്ടാക്കുന്നു, കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കുന്നു.
ഒരു കാർബൺ ആറ്റം അധികമുള്ള കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാനുള്ള വഴി എന്താണ്? സയനൈഡ് ഫോം ചെയ്ത് സയനൈഡിനെ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ചെയ്യുന്നു. പാർഷ്യൽ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എമൈഡ് കിട്ടുന്നു. എമൈഡിനെ വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് കിട്ടും. കാർബോക്സിലിക് ആസിഡിനെ തിരിച്ച് എമൈഡ് ആക്കാൻ അമോണിയ വെച്ച് ചൂടാക്കിയാൽ മതി. അതേപോലെ അതിനെ സയനൈഡ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? സയനൈഡ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യാം? നമുക്ക് P2O5 വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അത് സയനൈഡായിട്ട് മാറും. പിന്നെ സയനൈഡിനെ നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് പ്രൈമറി അമീൻ ഉണ്ടാക്കും. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, എവിടേക്ക് പോയി? ക്ലിയർ ആണോ മക്കളെ? ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഒരു ജനറൽ ഇൻഫർമേഷൻ ഉള്ള ഏതൊരു കുട്ടിക്കും വളരെ സിമ്പിളായിട്ട് ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസ് കാണുമ്പോൾ നമുക്ക് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, ഇനി ആൽഡിഹൈഡിൽ നിന്ന് നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പം എൻ്റെ കയ്യിൽ ആൽഡിഹൈഡ് ഉണ്ട്, CH3CH. ആൽഡിഹൈഡിനെ എനിക്ക് ആൽക്കഹോൾ ആക്കണം. ആൽഡിഹൈഡ് എപ്പോഴും നമ്മൾ റെഡ്യൂസ് ചെയ്താൽ പ്രൈമറി ആൽക്കഹോൾ ആയിട്ടാണ് കിട്ടുക. കീറ്റോണിനെ നിങ്ങൾ റെഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സെക്കൻഡറി ആൽക്കഹോൾ ആണ് കിട്ടുക എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൽഡിഹൈഡിനെ ആൽക്കഹോൾ ആക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഇസ് ദ മെത്തേഡ്? നിങ്ങൾ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കണം അല്ലേ? ഏതാ റെഡ്യൂസിങ് ഏജന്റ്? നിങ്ങൾക്ക് ആരൊക്കെ ഉപയോഗിക്കാം? നിങ്ങൾക്ക് ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡിനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഡിയം ബോറോ ഹൈഡ്രൈഡിനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലേ? അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ CH3CH2OH നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇവിടെ CH3CHOH CH3 എന്നായി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് ഒരു കാർബൺ ആറ്റം ഐസോസൈനേറ്റിന്റെ റിയാക്ഷൻസ് ഒന്ന് പറയാം തീർച്ചയായിട്ടും. ആൽക്കെയിൻ പ്ലസ് MO2O3 ആൽഡിഹൈഡ് കിട്ടൂലേ? അത് ഏതാണ് റിയാക്ഷൻ? ആൽക്കെയിൻ യെസ്, കിട്ടും. മോളിബ്ഡേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും. 2 CHനെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് OH ആയിട്ട് മാറും, ആൽഡിഹൈഡ് കിട്ടും കേട്ടോ. അത് NCERT ഹൈഡ്രോകാർബണിൽ കൊടുത്തിട്ടുണ്ട്. അഭിരാമേ, ഐസോസൈനേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? നോക്കൂ, ഞാൻ അത് പറഞ്ഞിട്ട് തിരിച്ചു തരാം. അഭിരാമിന്റെ ചോദ്യത്തിന് ഒരു മറുപടി കൊടുത്താളുടെ. അപ്പോൾ എനിക്കിവിടെ CH3CH2Cl ഉണ്ട്, CN അല്ല CL. ഓക്കെ, എനിക്കിതിനെ ഐസോസൈനേറ്റ് ആക്കണം. ഐസോസൈനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? CH3CH2NC ആണ്, റൈറ്റ്? അപ്പോൾ ഈ ഐസോസൈനൈഡ് ഉണ്ടാക്കണമെങ്കിൽ, ഐസോസൈനൈഡിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു യൂസ് AgCN. KCN ഉപയോഗിക്കാൻ പറ്റില്ല, KCN അയോണിക് ആണ്. AgCN എന്താണ്? കൊവാലന്റ് ആണ്. അപ്പോൾ ഇവൻ കൊവാലന്റ് ആയതുകൊണ്ട് ഈ നൈട്രജനിലെ ലോൺ പെയർ ഇവിടെ അറ്റാക്ക് ചെയ്ത് അത് ഐസോസൈനൈഡായിട്ട് മാറും. ഐസോസൈനൈഡിനെ നിങ്ങൾ റെഡ്യൂസ് ചെയ്താൽ, ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? CH3CH2NH CH3 എന്ന് കിട്ടും. അതായത് സെക്കൻഡറി അമീൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഐസോസൈനൈഡിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്? ഐസോസൈനൈഡിന്റെ ഫോർമേഷൻ നമുക്ക് ഈ വിധത്തിലാണ് കിട്ടുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? ഇനി അടുത്ത നോക്കിയേ, നമ്മൾ പറഞ്ഞു വന്നത് എനിക്കിനി ഇതിൽ ഒരു കാർബൺ ആറ്റം ഡയസോണിയം സോൾട്ടിനെ എങ്ങനെ ഫിനോൾ ആക്കും? ഡയസോണിയം സോൾട്ടിനെ നിങ്ങൾ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി, ഫിനോളാവും. ഡയസോണിയം സോൾട്ടിനെ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്താൽ ഫിനോളാവും. ഓക്കെ, നോക്കൂ, എനിക്ക് ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ ഒരു കാർബൺ ആറ്റം കൂടുതലുള്ള ആൽക്കഹോൾ ആക്കണം. വാട്ട് ഷുഡ് ബി ഡൺ? ഒരു കാർബൺ ആറ്റം കൂടുതലുള്ള ആൽക്കഹോൾ ആക്കണം. എന്താ ചെയ്യണ്ടേ? ഗ്രിഗ്നാർഡ് റിയേജന്റ് വേറൊന്നുമില്ല, CH3C=OH. ഞാൻ എന്ത് ചെയ്തു? ഗ്രിഗ്നാർഡ് റിയേജന്റ് CH3MgBr ചെയ്തു. അപ്പോൾ ഇവിടെ CH3- വന്നു, നേരെ അറ്റാക്ക് ചെയ്യുന്നു. പൈ ഇലക്ട്രോൺസ് ഒക്കെ ഓക്സിജനിലേക്ക് പോയി. അത് വാട്ടറിൽ നിന്ന് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ഹൈഡ്രോളിസിസ് കൂടി ഉണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് അറിയാം. ഇവിടെ COH ആയി, ഇവിടെ H ഉണ്ട്, ഇവിടെ CH3. ഇപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് നിങ്ങൾ ആൽഡിഹൈഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുക സെക്കൻഡറി ആൽക്കഹോളാണ്. യെസ്,
ഐസോസൈനൈഡ് ഹൈഡ്രോളിസിസ് ചെയ്താലോ? ചെയ്ത് നോക്കടാ. ഇവിടെ എന്താണ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ CH3CH2 N ട്രിപ്പിൾ ബോണ്ട് C. ഇവിടെ സിയിലൊരു മൈനസ് ഉണ്ടാവും, ഇവിടെ ഒരു പ്ലസ് ഉണ്ടാവും. ഓക്കെ, അതിലാദ്യം നമ്മൾ ഇതിനെ H ആക്കി മാറ്റണം. ഇവിടെ 3 H വരും ആൻഡ് ഇവിടെ 3 OH വരും ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് CH3CH2 NH2 എന്ന് പ്രൈമറി അമീനും കിട്ടും. ഇവിടെ HCOH എന്ന് പറയുന്ന ഫോർമിക് ആസിഡും കിട്ടും. അതാണ് ഐസോസൈനൈഡിനെ നിങ്ങൾ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ NH3 വരൂലെന്ന് ചില ആൾക്കാർ ചിന്തിക്കും. NH3 വന്നു കഴിഞ്ഞാൽ അത് NH3+ എന്നാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ആ പ്ലസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി NH3+ നിന്ന് H+ റിമൂവ് ആയിട്ടാണ് അത് CH3CH2 NH2 ആവുന്നത്. ഓക്കെ, 3 H വരുമ്പോൾ NH3+ ഉണ്ടാവില്ലെന്ന് ചില ആൾക്കാർ ചിന്തിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നത്. പ്ലസ് സൈൻ ഉണ്ടാവും, ആ പ്ലസ് അൺസ്റ്റേബിൾ ആണ്, അതിനെ ഒഴിവാക്കാൻ വേണ്ടി H+ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് മോർ സ്റ്റേബിൾ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, ദ ഫൈനൽ പ്രോഡക്റ്റ് A ഇൻ ദ ഫോളോയിങ് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ സീക്വൻസ്. ആദ്യം ഇവിടെ നിങ്ങൾക്കൊരു ഹാലൈഡ് കാണാം. ഹാലൈഡിനെ നിങ്ങൾ മെഗ്നീഷ്യം ഈതറുമായിട്ട് റിയാക്ട് ചെയ്താൽ, നമ്മൾ സെലിവനോഫ് റിയാക്ഷൻസ് എന്നൊക്കെ പറയാറുണ്ട് അതിനെ. സെലിവനോഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. അവിടെ എന്താ കിട്ടുക? നമുക്കിവിടെ MgBr കിട്ടും. ആദ്യം MgBr. ഈതർ റിയാക്ഷൻസ് പറയാം ആനന്ദ്, ഇതിൽ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്. ഈതർ വില്യംസൺസ് ഈതർ സിന്തസിസ് ഒക്കെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാക്കുന്നതാണ്. അത് ഇന്നത്തോടെ ക്ലിയർ ആവും കേട്ടോ, ഡോണ്ട് വറി. ഇതിൽ അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നല്ലൊരു ഇലക്ട്രോഫൈലാണ്. ഇതാരാ? ഇത് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അപ്പോൾ ഇവിടെ ഫിനൈൽ കാർബാനിയോൺ ആണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ഫിനൈൽ കാർബാനിയോൺ അല്ലേ? ഇവൻ നേരെ വന്ന് ഈ കാർബൺ അറ്റാക്ക് ചെയ്യുന്നു, ഇവിടെ പൈ ഇലക്ട്രോൺസ് മൊത്തം ഷിഫ്റ്റ് ചെയ്യുന്നു. എന്താവും? ഇവിടെ എനിക്ക് കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. COO- എന്ന് കിട്ടും. ഇവിടെ H+ ഉണ്ട്, ആ H+ CO- ന്യൂട്രലൈസ് ചെയ്ത് COH ആവും. ഇത് ബെൻസോയിക് ആസിഡ്. അടുത്ത് നോക്കിയടാ, അമോണിയ ഹീറ്റ് നോക്കണേ. കാർബോക്സിലിക് ആസിഡിലേക്ക് നിങ്ങൾ അമോണിയ വെച്ച് ഹീറ്റ് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് നമ്മൾ പഠിച്ചത്? എമൈഡ് കിട്ടുമെന്നാണ് പഠിച്ചത് അല്ലേ? CONH2. എടാ, എമൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കാൻ ഹൈഡ്രോളിസിസ് ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. എമൈഡിനെ നമുക്ക് അമീനാക്കാൻ വല്ല റിയാക്ഷൻ ഉണ്ടോ? ഉണ്ട്. 2 റിയാക്ഷൻസ് ഉണ്ട് എമൈഡിനെ അമീനാക്കാൻ. നിങ്ങൾ ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ബിക്കംസ് CH2NH2. നിങ്ങൾ ഇതിനെ ഹോഫ്മാൻ ബ്രോമമായി ഡീഗ്രഡേഷൻ നടത്തുകയാണെങ്കിൽ ഒരു കാർബൺ ആറ്റം, അവിടെയുള്ള CO ഗ്രൂപ്പ് എന്തായിട്ട് മാറും? CO2 ആയിട്ട് റിമൂവ് ആയി ഇവിടെ നിങ്ങൾക്ക് അനിലിൻ കിട്ടും. സോ എമൈഡിൻ്റെ ഈ 2 റിയാക്ഷൻസും കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. എമൈഡിലേക്ക് നിങ്ങൾ ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് പ്രൈമറി അമീൻ വിത്തൗട്ട് എനി ഡീഗ്രഡേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് അമീനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഡീഗ്രഡേഷനോട് കൂടിയിട്ട് അമീനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഹോഫ്മാൻ ഡീഗ്രഡേഷൻ ചെയ്താൽ മതി. ഇത് ഹോഫ്മാൻ ഡീഗ്രഡേഷൻ റിയാക്ഷൻ ആണ്. സോ എനിക്ക് എന്താ ഇവിടെ കിട്ടുക? അനിലിനാണ് കിട്ടുക. ആൻസർ ഇസ് ബി. മക്കളെ, എല്ലാ പോസിബിൾ ചാൻസസും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ പോസിബിൾ ചാൻസസും കേസസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എമൈഡ് വന്നാൽ അത് കാർബോക്സിലിക് ആസിഡ് ആവാൻ ഹൈഡ്രോളിസിസ് ചെയ്യുക. എമൈഡ് വന്നാൽ അതിനെ അമീനാക്കാൻ നമുക്ക് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ലിത്യം അലുമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്യാം. എമൈഡിനെ വിത്ത് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം, ഒരു കാർബൺ ആറ്റം ഡിക്രീസ് ചെയ്തുകൊണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഹോഫ്മാൻ ബ്രോമുമായി ഡീഗ്രഡേഷൻ ചെയ്താൽ മതി. ഇസ് ഇറ്റ് ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? പക്കയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നല്ല ഞാൻ പറയുന്നത്, ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുക, അതിലുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ,
the correct statement regarding nucleophilic substitution reaction in a chiral alkyl halide. ഒരു chiral alkyl halide നിങ്ങൾക്ക് തന്നു, അതിൽ SN1 നടന്നാൽ നമുക്കറിയാം അവിടെ റെസിമിക് മിക്സ്ചറാണ് കിട്ടുക അല്ലേ. SN1ൽ നിങ്ങൾക്ക് ഇൻവേർഷനും കിട്ടും റിട്ടൻഷനും കിട്ടും. ഇൻവേർഷനും ഉണ്ടാവും റിട്ടൻഷനും ഉണ്ടാവും. ഇതിന് നമ്മൾ പറയുന്ന പേരെന്താ? റെസിമൈസേഷൻ അഥവാ റെസിമിക് മിക്സ്ചർ. ഇനി നിങ്ങൾ SN2 മെക്കാനിസം ആണെങ്കിലോ, SN2 ആണെങ്കിൽ 100% എന്താണ്? ഇൻവേർഷൻ ആണ്. സോ ഇതിന്റെ ആൻസർ എന്താ വരിക? റെസിമൈസേഷൻ occurs in SN1 and inversion occurs in SN2. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. Which among the following halide will not show SN1? This is very very important reaction, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റേബിൾ കാർബോകാറ്റോൺ ഏതാണ് എന്ന് അറിയുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഹാലൈഡുകളിൽ SN1 റിയാക്ഷൻ കാണിക്കുന്നത് ആര് എന്നാണ് ചോദ്യം. സോ ഓരോന്നും നിങ്ങൾ CLനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന കാർബോകാറ്റോൺ ഏതാണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഇവിടെ എനിക്ക് കിട്ടുന്നത് അലീലിക് കാർബോകാറ്റോൺ ആണ്, വിച്ച് ഇസ് ഹൈലി സ്റ്റേബിൾ. ഇവിടെ എനിക്ക് കിട്ടുന്നത് എന്താണ്? CH3 CH ഡബിൾ ബോണ്ട് CH+. ഇതെന്താ? വിനൈലിക് കാർബൺ ആണ്, കാർബോകാറ്റോൺ ആണ്, വിച്ച് ഇസ് ഹൈലി അൺസ്റ്റേബിൾ. ഇവിടുന്ന് CLനെ റിമൂവ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? ഇവിടുന്ന് CLനെ റിമൂവ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ബെൻസൈലിക് കാർബോകാറ്റോൺ ആണ്, വിച്ച് ഇസ് ഹൈലി സ്റ്റേബിൾ. ഇത് സ്റ്റേബിൾ ആണ്, ഇത് സ്റ്റേബിൾ ആണ്. ഇവിടെ ആണെങ്കിലോ ഡി ഓപ്ഷനിലാണെങ്കിലോ CH3 CH CH3 കാർബോകാറ്റോൺ, ദിസ് ഇസ് സെക്കൻഡറി കാർബോകാറ്റോൺ വിച്ച് ഇസ് സ്റ്റേബിൾ. അപ്പോൾ ഇതിൽ അൺസ്റ്റേബിൾ ആയിട്ട് ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സെക്കൻഡ് വൺ ബി ആണ്. ബി അൺസ്റ്റേബിൾ ആണ്. സോ ആൻസർ എന്താ വരിക? ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ബി ഓൺലി. 4 ഇസ് ദ റൈറ്റ് ആൻസർ. ബാക്കിയുള്ള 3 പേരും എന്ത് ചെയ്യും? നമുക്ക് പ്രൊഡക്റ്റ് തരും. ഇനി ഇതേ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നോക്കണേ, ഇത് ന്യൂമറിക്കൽ വാല്യൂവിൽ ചോദിക്കാം, ന്യൂമറിക്കൽ വാല്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അതല്ലാതെ തന്നെ നിങ്ങളോട് പ്രൊഡക്റ്റിൻ്റെ ബേസിസിൽ ചോദിക്കാം. സോ നോക്കൂ, നിങ്ങൾ C ട്രിപ്പിൾ ബോണ്ട് CCl CH2Cl CH ഡബിൾ ബോണ്ട് CH2Cl CH ഡബിൾ ബോണ്ട് CHCl. മക്കളെ, ഞാനിവിടെ AgNO3 തന്നു, AgNO3 തന്നു. നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൗ മെനി മോൾസ് ഓഫ് AgNO3 ഇസ് യൂസ്ഡ് ടു കംപ്ലീറ്റ് ദിസ് റിയാക്ഷൻ? എത്ര മോൾസ് ഓഫ് AgNO3 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ? നിങ്ങളിപ്പോൾ ചെയ്ത റിയാക്ഷൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. AgNO3 എന്ന് പറയുന്നത് ആക്ച്വലി Ag+ൻ്റെ കാരിയറാണ്. Ag+ നമ്മൾ ഉപയോഗിക്കുന്നത് ടു പ്രസിപ്പിറ്റേറ്റ് ഹാലൈഡ്സ്. ഹാലൈഡുകളെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനാണ് നമ്മൾ Ag+ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്നൊക്കെ AgNO3 അല്ലെങ്കിൽ Ag+ Clനെ അബ്സ്ട്രാക്ട് ചെയ്യും? എവിടെ നിന്നാണ് അബ്സ്ട്രാക്ട് ചെയ്യാൻ? Clനെ അബ്സ്ട്രാക്ട് ചെയ്യാൻ എവിടെ നിന്നൊക്കെ പറ്റും? നിങ്ങൾ നോക്കൂ, ഞാനിവിടെ നമ്പർ ചെയ്യാം. ഇത് നമ്പർ 1 ഈ കാർബൺ, ഇത് നമ്പർ 2, ഇത് നമ്പർ 3, ഇത് നമ്പർ 4. ഞാനിവിടെ 4 കാർബൺ നമ്പർ ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ Clനെ എടുക്കാൻ പറ്റും? മക്കളെ, Clനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക കാർബോകാറ്റോൺ ആണ്. അപ്പോൾ ഏതൊക്കെ കാർബോകാറ്റോൺ ആണോ സ്റ്റേബിൾ അവിടെ നിന്നല്ലേ Clനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് Clനെ എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അത് ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ മുകളിൽ കാർബോകാറ്റോൺ വരില്ല ഒരിക്കലും. ഇറ്റ് ഇസ് ഹൈലി അൺസ്റ്റേബിൾ. വിനൈലിക്ക് തന്നെ അൺസ്റ്റേബിൾ ആണ്, പിന്നെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ പറയേണ്ട കാര്യമുണ്ടോ? ഇത് ബെൻസൈലിക് കാർബോകാറ്റോൺ ആണ്, സ്റ്റേബിൾ ആണ്. സോ ഇവിടുന്ന് പറ്റും. ഇത് അലീലിക് കാർബോകാറ്റോൺ ആണ്, സ്റ്റേബിൾ ആണ്, ഇവിടുന്ന് പറ്റും. ഇവിടെ വിനൈലിക് കാർബോകാറ്റോൺ ആണ്, അൺസ്റ്റേബിൾ ആണ്, അവിടുന്ന് പറ്റില്ല. ഇനി ഒന്നും കൂടി ഞാൻ ആഡ് ചെയ്യാം. ഇവിടെ ഒരു Clയും കൂടി കൊടുത്തിട്ടുണ്ട്, അവിടെ പറ്റുമോ? ഇല്ല, അവിടെയും പറ്റില്ല. സോ 2 പൊസിഷൻസ് എന്നാണ് എനിക്ക് Clനെ എടുക്കാൻ പറ്റുക. ദാറ്റ് മീൻസ് 2 മോൾസ് ഓഫ് AgNO3 ക്യാൻ ബി യൂസ്ഡ്. ലോജിക്ക് മനസ്സിലായോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. അതായത് 2ൽ നിന്നും എനിക്ക് റിമൂവ് ചെയ്യാം, 3ൽ നിന്നും റിമൂവ് ചെയ്യാം. സോ നോക്കുക,
ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഓക്കെ, മാർക്ക് മൈ വേർഡ്, ചോദിക്കും. അടുത്തത് മക്കളെ നോക്കിയേ, ഇതെന്താ സാധനം? ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ അല്ലേ? ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആൻറ്റി മാർക്കോണിക് ഓഫ് ആണ് അല്ലേ? ആൻറ്റി മാർക്കോണിക്. അപ്പോൾ ആൻറ്റി മാർക്കോണിക് ഓഫിൽ നമുക്ക് കിട്ടുക എന്താണ്? ഇവിടെ CH, ഇവിടെ CH2OH എന്ന് കിട്ടും അല്ലേ? H പോകുന്നത് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലേക്ക്, OH പോകുന്നത് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലേക്ക്. ഇനി അടുത്തത് HBr ആണ് ആഡ് ചെയ്യുന്നത്. HBr ആഡ് ചെയ്യുമ്പോൾ മക്കൾ ശ്രദ്ധിക്കണം, HBr എന്ന് പറഞ്ഞാൽ ആസിഡാണ്. ആൽക്കഹോളിനെ നിങ്ങൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം അവൻ അതിനെ പ്രോട്ടോണേറ്റ് ചെയ്യും. അപ്പോൾ CH2OH2+ എന്നായി. ഈ OH2 ലീവ് ചെയ്ത് പോവില്ല, കാരണം ലീവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രൈമറി കാർബോക്കേറ്റോൺ ആണ് ഉണ്ടാവുക. സോ അത് SN1 മെക്കാനിസം വഴി നടക്കില്ല. പിന്നെന്താ വഴി? Br- വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് OH2 ലീവ് ചെയ്യുക, കാരണം പ്രൈമറി കാർബോക്കേറ്റോൺ അൺസ്റ്റേബിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടും? PH CH2 Br എന്ന് കിട്ടും. അപ്പോൾ ഈ റിയാക്ഷനും നമ്മൾ ചെയ്തു. ഇനി അടുത്തെന്താ? Mg ഇൻ പ്രസൻസ് ഓഫ് ഈതർ. Mg ഇൻ പ്രസൻസ് ഓഫ് ഈതർ എന്ന് പറഞ്ഞാൽ അത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആവും, സെലിവനോഫ് റിയാക്ഷൻ ആയി. ഇപ്പോൾ CH2 MgBr ആയി. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? ഗ്രിഗ്നാർഡ് റിയേജന്റ് ഇസ് റിയാക്റ്റഡ് ടു ഫോർമാൽഡിഹൈഡ്. ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ PH CH2 മൈനസ് ന്യൂക്ലിയോഫൈലായി വന്നുകൊണ്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും, ഇലക്ട്രോൺസ് മൊത്തം ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ അതെന്തായിട്ട് മാറും? OH ആയിട്ട് മാറും. അപ്പോൾ PH CH2 ഇവിടെ CH2O- എന്നുള്ളത് OH ആവും. സോ ദ ഫൈനൽ ആൻസർ ഇസ് 4. ഗ്രിഗ്നാർഡ് റിയേജന്റിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി ഞാൻ നിങ്ങളോട് പറയാം, കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഏറ്റവും ആദ്യം പരിശോധിക്കുക നിങ്ങളുടെ റിയേജന്റിൽ ആസിഡിക് ഹൈഡ്രജൻ ഉണ്ടോ എന്നാണ്. ആസിഡ് ബേസ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാനാണ് അവൻ ശ്രമിക്കുക. ആസിഡ് ബേസ് റിയാക്ഷൻ ഇല്ല എങ്കിൽ അവൻ ന്യൂക്ലിയോഫിലിക് അഡീഷൻ എലിമിനേഷൻ നടത്തും. ന്യൂക്ലിയോഫിലിക് അഡീഷൻ എലിമിനേഷൻ അതാണ് ഏതിൽ നമ്മൾ കാണുന്നത്? നമ്മൾ ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടന്ന് സെക്കൻഡറി കാർബോക്കേറ്റോൺ ഫോം ചെയ്യൂലേ? നിഹാൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ പ്രൈമറി കാർബോക്കേറ്റോൺ ഫോം ചെയ്യില്ല. ഇത് SN1 മെക്കാനിസം അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. SN1 മെക്കാനിസം ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉണ്ടാകുന്ന ഇനീഷ്യൽ കാർബോക്കേറ്റോൺ ഷുഡ് ബി സെക്കൻഡറി. ഏറ്റവും ചുരുങ്ങിയത് അത് സെക്കൻഡറി ആയിരിക്കണം, എങ്കിലേ SN1 നടക്കുകയുള്ളൂ. ഇവിടെ OH2 തന്നെ ലീവ് ചെയ്ത് പോകില്ല. ഇപ്പോൾ OH2 ഇവിടെയാണെങ്കിൽ അത് ലീവ് ചെയ്ത് പോകും, കാരണം ഇവിടെ ബെൻസൈലിക് കാർബോക്കേറ്റോൺ കിട്ടുന്നതുകൊണ്ട്. ഇവിടെ പ്രൈമറി കാർബോക്കേറ്റോൺ ആണ് കിട്ടുക. അപ്പോൾ ഇനീഷ്യലി ഉണ്ടാകുന്ന കാർബോക്കേറ്റോൺ സ്റ്റേബിൾ അല്ല എങ്കിൽ ലീവിങ് ഗ്രൂപ്പ് ലീവ് ചെയ്ത് പോവില്ല. അപ്പോൾ അവിടെ നടക്കുന്ന മെക്കാനിസം ഏതാ? SN2. ഈ Br- ഇതിന്റെ പുറകിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഈ OH2 ലീവ് ചെയ്ത് പോവുക. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഉണ്ടാകുന്ന കാർബോക്കേറ്റോൺ സ്റ്റേബിൾ ആണെങ്കിൽ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഹായ് HM സാറേ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നോക്കുക, നമുക്ക് ഇനീഷ്യലി ഉണ്ടാകുന്ന കാർബോക്കേറ്റോൺ പ്രൈമറി ഉണ്ടാവാറില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടാവാറുണ്ട്. എപ്പോഴാണ് ഉണ്ടാവുക? ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ലൂയിസ് ആസിഡ്. AlCl3 പോലെ സ്ട്രോങ് ലൂയിസ് ആസിഡിന്റെ കേസുകളിൽ മാത്രമേ പ്രൈമറി കാർബോക്കേറ്റോൺ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഒരു ലൂയിസ് ആസിഡിന്റെ ആബ്സെൻസിൽ, ഒരു ലൂയിസ് ആസിഡ് ഇല്ല എങ്കിൽ അവിടെ പ്രൈമറി കാർബോക്കേറ്റോണിന്റെ ഫോർമേഷൻ ഒരു കാരണവശാലും നടക്കില്ല. അപ്പോൾ അവിടെ മെക്കാനിസം ഏതാ? SN2. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കടാ, ഇവിടെ നമ്മൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. SN എന്ന് എഴുതരുത് അല്ലേ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. ക്ലിയർ? അപ്പം ഇതാണ് അതിന്റെ വർക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കണേ നിങ്ങൾ, ഞാനിപ്പം ഇവിടെ
ഫിനോൾ എടുത്തു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ അനിലിൻ എടുത്തു, അല്ലെങ്കിൽ അമീൻ എടുത്തു. ഓക്കെ, അതിലേക്കാണ് നിങ്ങൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. സോ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആദ്യം തപ്പ് ആരെയാണ്? ആദ്യം നോക്കുക അസിഡിക് ഹൈഡ്രജൻ ഉണ്ടോ. അപ്പോൾ ഫ്ലൂറിൻ്റെ കൂടെയോ ഓക്സിജന്റെ കൂടെയോ നൈട്രജന്റെ കൂടെയുള്ള ഹൈഡ്രജൻ എന്താണ്? അസിഡിക് ആണ്. അപ്പോൾ ഇവൻ എന്താ ചെയ്യുക? ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് നിങ്ങൾ CH3 MgBr എടുത്താൽ ഈ CH3- നേരെ വന്ന് ഇവിടുന്ന് H+ റിമൂവ് ചെയ്യും. എന്നിട്ട് അവിടെ മീഥെയിൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും. മീഥെയിൻ ഗ്യാസ് ഇവോൾവ് ചെയ്യാണ് ചെയ്യുക. ഇനി നേരെ മറിച്ച് ഞാനൊരു ആൽഡിഹൈഡോ കീറ്റോണോ ആണ് എടുക്കുന്നതെങ്കിൽ കാർബണിന്റെ കൂടെയുള്ള ഹൈഡ്രജൻ അസിഡിക് അല്ല. അപ്പോൾ അവൻ അവിടെ ആസിഡ് ബേസ് റിയാക്ഷൻ നടത്താൻ കഴിയില്ല. അപ്പോൾ അവൻ എന്താ ചെയ്യുക? ന്യൂക്ലിയോഫിലിക് അഡീഷനാ ചെയ്യുക. CH3- നേരെ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ CH3 COH, ഇവിടെ CH3. ദിസ് ഇസ് ദ ഡിഫറൻസ്. ഈ ഡിഫറൻസ് ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ കേസിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? റെഡിയാണോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി മൂന്നാമതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അവൻ ചെയ്യുക. ആൽക്കൈൽ ഹാലൈഡുകൾ ഉണ്ടെങ്കിൽ അവൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അപ്പോൾ അവൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി അസിഡിക് ഹൈഡ്രജൻ ഉണ്ടോ എന്നാണ്. ഗ്രിഗ്നാർഡ് റിയേജന്റിന് ഒരിക്കലും നമ്മൾ വാട്ടറിൽ എടുക്കാറില്ല, ഈതറിലാണ് എടുക്കുക. അതിൻ്റെ കാരണം എന്താ? വാട്ടറിൽ അസിഡിക് ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ത് ചെയ്യും? മീഥെയിൻ ഗ്യാസ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഈതർ എടുക്കുന്നത്. ഈതർ മീഡിയത്തിലാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്യുക. എന്നിട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ ആ സൊല്യൂഷനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക. ഓക്കെ, റൈറ്റ്. ഈ ക്വസ്റ്റ്യൻ യെസ് ആരോ ചോദിച്ചില്ലേ നേരത്തെ, ഈതറിന്റെ റിയാക്ഷൻ ഒന്ന് പറയാം. ശ്രദ്ധിച്ചോളൂ മക്കളെ, ഞാൻ ഈ പറയാൻ പോകുന്ന 2 പോയിന്റുകൾ കൃത്യമായിട്ട് അറിയുന്ന ഒരു കുട്ടിക്ക് ഈതർ സിന്തസിന്റെ ഈതറിന്റെ റിയാക്ഷൻ ഒരു കാരണവശാലും തെറ്റില്ല. ഒന്നാമത്തെ പോയിന്റ്, ഈതർ സിന്തസിസ് അല്ലെ ഈതർ റിയാക്ട് ചെയ്യുന്നത് മെയിൻലി വയ SN2 മെക്കാനിസം ആണ്. മെയിൻലി SN2 മെക്കാനിസം ആണ്. അതിൽ എക്സെപ്ഷൻ ഉണ്ട്. എപ്പോഴാണ് അവൻ SN1 വഴി പോവുക? നിങ്ങൾക്കൊരു ടേർഷ്യറി കാർബോകാറ്റോണോ, സെക്കൻഡറി ആണെങ്കിൽ പോലും SN2 മെക്കാനിസം ആണ്. ടേർഷ്യറി കാർബോകാറ്റോണോ അതിനേക്കാൾ ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ഉള്ള ബെൻസൈലിക് കാർബോകാറ്റോണൊക്കെയാണ് ഫോം ചെയ്യുന്നത് എങ്കിൽ ഇറ്റ് ഫോളോസ് SN1 മെക്കാനിസം. ഈ കേസിൽ മാത്രമേ അവൻ SN1 മെക്കാനിസം ഫോളോ ചെയ്യുള്ളൂ. ബാക്കി പ്രൈമറി കാർബോകാറ്റോൺ കിട്ടുന്ന കേസിലും സെക്കൻഡറി കാർബോകാറ്റോൺ കിട്ടുന്ന കേസിലും അവൻ ഏത് മെക്കാനിസം ഫോളോ ചെയ്യുക? ഹി ഫോളോസ് SN2 മെക്കാനിസം. ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റില്ല. ഇനി നോക്കൂ, നമുക്കിവിടെ തന്ന ക്വസ്റ്റ്യൻ നോക്കാം. OCCH3 CH3 ഇൻ പ്രസൻസ് ഓഫ് HI. എന്ന് പറയുമ്പോൾ ആസിഡ് ആണല്ലോ. ഇവിടെ ഓക്സിജൻ ഉണ്ടല്ലോ. ഓക്സിജനിൽ H+ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നോക്കണം, ഇവിടെ എന്തായി? ഇവിടെ OH ഉണ്ട്. ഇവിടെ പോസിറ്റീവ് ചാർജ് ആയി ഓക്സിജൻ്റെ മുകളിൽ. ഇവിടെ CH3. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ എനിക്ക് 2 ചാൻസസ് ഉണ്ട്. ഓക്സിജന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വന്നാൽ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഓക്സിജനെ ന്യൂട്രൽ ആക്കണം. ഓക്സിജന്റെ 2 വശങ്ങളിൽ ബോണ്ട് ഉണ്ട്. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെന്താവും? ഇത് സെക്കൻഡറി കാർബോകാറ്റോൺ ആവും. ഞാൻ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ദിസ് വിൽ ബി ടേർഷ്യറി കാർബോകാറ്റോൺ. മനസ്സിലാക്കുക, കാർബോകാറ്റോൺ ഹൈലി സ്റ്റേബിൾ കാർബോകാറ്റോൺ ഫോം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദെൻ നിങ്ങൾ ആ പാത്വേ ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ക്ലീവ് ചെയ്യും. അപ്പോൾ എനിക്കവിടെ ടേർഷ്യറി കാർബോകാറ്റോൺ കിട്ടും. ആ ടേർഷ്യറി കാർബോകാറ്റോണിലേക്ക് ആര് വന്ന് അറ്റാക്ക് ചെയ്യും? I- വന്ന് അറ്റാക്ക് ചെയ്യും. അങ്ങനെ എനിക്ക് ടേർഷ്യറി ബ്യൂട്ടൈൽ അയോഡൈഡും കിട്ടും, സൈക്ലോഹെക്സനോളും കിട്ടും. ദി ആൻസർ ഇസ് 4. ലോജിക് ക്ലിയർ ആണ് മക്കളെ. കാർബോകാറ്റോൺ സെക്കൻഡറി ആണെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി വേറൊരു സാധനം കൂടി കാണിക്കാം. നിങ്ങൾ നോക്കൂ, ഇതേ ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റം. ഇവിടെ CH3 HI. മക്കളെ എന്താ കിട്ടുക? ഇവിടെ ആദ്യം OH വന്നു, ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു, ഇവിടെ CH, ഇവിടെ CH3, ഇവിടെ CH3. എനിക്ക് ബോണ്ട് ഇങ്ങനെ ക്ലീവ് ചെയ്താലും കിട്ടുക സെക്കൻഡറി കാർബോകാറ്റോൺ, ഇങ്ങനെ ക്ലീവ് ചെയ്താലും കിട്ടുക സെക്കൻഡറി കാർബോകാറ്റോൺ. ബോത്ത് ആർ സെക്കൻഡറി. രണ്ടിലും സെക്കൻഡറി. സ്റ്റേബിൾ കാർബോകാറ്റോണേ വരുന്നില്ല. അതായത് ടേർഷ്യറിയോ അതിന്റെ മുകളിലേക്കോ സ്റ്റെബിലിറ്റി ഉള്ള കാർബോകാറ്റോൺ കിട്ടുന്നില്ല. സോ ഒബ്വിയസ്ലി ദിസ് വിൽ ഫോളോ SN2 മെക്കാനിസം.
SN2 മെക്കാനിസം ആണെങ്കിൽ അവൻ എവിടെയാണ് അറ്റാക്ക് ചെയ്യുക? അവൻ അറ്റാക്ക് ചെയ്യുക ലെസ് സ്റ്റെറിക്കലി ഹിൻഡേർഡ് സൈറ്റിലാണ് അറ്റാക്ക് ചെയ്യുക. ലെസ് സ്റ്റെറിക് ഹിൻഡ്രൻസ്, അതായത് ബൾക്ക്നെസ് കുറഞ്ഞ ഏരിയ. ഇതല്ലേ ബൾക്ക്നെസ് കുറവുള്ള ആൽക്കൈൽ ഹാലൈഡ്, ആൽക്കൈൽ ഗ്രൂപ്പ്. ഇത് കുറച്ചുകൂടി ബൾക്കിയർ അല്ലേ, 6 കാർബൺ ആറ്റം നിൽക്കുന്ന കുറച്ചൊരു ബൾക്ക്നെസ് അതിനില്ലേ. അതുകൊണ്ട് ഈ I- നേരെ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യും, ഈ കാർബണിനെ അറ്റാക്ക് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ക്ലീവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ സൈക്ലോ ഹെക്സനോളും കിട്ടും, CH3 CH3I എന്നും കിട്ടും. ഓക്കെ, സോ ഈ 2 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് അതിൻ്റെ കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റില്ല. ഓക്കെ അല്ലേ മക്കളെ? ഇസ് ഇറ്റ് ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അമോണിയ എക്സസ് എടുത്തിട്ടുണ്ട്. ഇവിടെ Cl CH2 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 Cl അമോണിയ എക്സസ് ആണ് എടുത്തിരിക്കുന്നത്. അമോണിയ എന്ന് പറയുന്നത് നല്ലൊരു ന്യൂക്ലിയോഫൈൽ ആണെന്ന് നിങ്ങൾക്കറിയാം. നേരെ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യും, ഇവിടുന്ന് Cl- പോകും. വീണ്ടും അടുത്ത മോളിക്യൂൾ അമോണിയ വന്നിട്ട് വീണ്ടും ഇവിടെ അറ്റാക്ക് ചെയ്യും, ഇവിടെ Cl- പോകും. അപ്പോൾ എനിക്കിവിടെ എന്താ കിട്ടുക? NH3+ CH2 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 NH3+. ഇതിൽ നമ്മളൊരു ബേസ് എടുക്കുന്നുണ്ട്. ബേസ് എന്താ ചെയ്യുക? NH3+ നിന്ന് H+നെ റിമൂവ് ചെയ്യും, ഇവിടുന്ന് H+നെ റിമൂവ് ചെയ്യും, ഇവിടുന്ന് H+നെ റിമൂവ് ചെയ്യും. എനിക്കെന്താ കിട്ടുക? NH2 CH2 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 NH2. So the answer is 2. How to turn phenol to chlorobenzene? ഫിനോളിനെ ക്ലോറോബെൻസീൻ ആക്കി മാറ്റണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളവിടെ പിക്രിക് ആസിഡ് ആക്കി മാറ്റിയതിന് ശേഷം നമ്മൾ SN2 മെക്കാനിസം അതിൽ ചെയ്യണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത്. എവിടെയെന്നറിയോ? ഡൗസ് പ്രോസസ്സ് നേരെ തിരിച്ചാണല്ലേ. ക്ലോറോബെൻസീനിൽ അല്ലെങ്കിൽ നമ്മൾ ഫിനോൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സാധാരണ ഫിനോളിനെ ക്ലോറോബെൻസീൻ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബിറ്റ് ഡിഫിക്കൾട്ട്. കാരണം നമുക്കത് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമുക്ക് അറൈൽ ഗ്രൂപ്പുകളെ ഡയറക്റ്റ്ലി നമുക്ക് ഏത് ഗ്രൂപ്പിലേക്ക് ആണെങ്കിലും നമുക്ക് ചെറിയ പണികളുണ്ട്. അതിൽ ഒന്ന് അനിലിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അനിലിനായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം അനിലിൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ ഡൈസോട്ടൈസേഷൻ നടക്കും. ഡൈസോട്ടൈസേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ ക്ലോറോബെൻസിനോ ബ്രോമോബെൻസിനോ ഐഡോബെൻസിനോ ഫിനോളോ നൈട്രോബെൻസിനോ ഏത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഫിനോളിനെ ആക്ച്വലി നിങ്ങൾക്ക് ക്ലോറോബെൻസിലേക്ക് മാറ്റാന്ന് പറയുമ്പോൾ നമ്മൾ പിക്രിക് ആക്കിയതിന് ശേഷം SN2 മെക്കാനിസം ചെയ്യേണ്ടി വരും. അത് അസിഡിക് മീഡിയത്തിൽ ചെയ്യേണ്ടി വരും. കുറച്ച് ബുദ്ധിമുട്ടാണത്. നമുക്ക് അത്രത്തോളം ഈൽഡ് കിട്ടില്ല. ഓക്കെ, പിക്രിക് ആക്കാൻ നിങ്ങൾക്കറിയാം. കോൺസെൻട്രേറ്റ് HNO3 കൊടുത്തു കഴിഞ്ഞാൽ അത് 2,4,6 ട്രൈ നൈട്രോ ഫിനോൾ കിട്ടും. അതിനെ അസിഡിഫൈ ചെയ്യണം നമ്മൾ ആദ്യം. അപ്പോൾ അത് OH2+ ആവും. പിന്നെ Cl- വെച്ച് അറ്റാക്ക് ചെയ്യണം. വളരെ റിസ്കിയറാണ്. വളരെ ചെറിയ മൈൽഡിൽ മാത്രമേ നമുക്ക് വളരെ ഈൽഡ് കുറവായിരിക്കും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള റിയാക്ഷൻസ് നമുക്ക് NCERT ഒന്നും കാണിച്ചു തരാത്തത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് NCERTയിലുള്ള കൺവേർഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം അതൊക്കെ പ്രാക്ടിക്കലി ഡിറ്റർമിൻഡ് ആയതുകൊണ്ട് ആ കൺവേർഷൻസ് ആണ് ഏറ്റവും ഈൽഡ് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലോറോബെൻസീൻ അതുപോലുള്ള ആളുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അനിലിൻ ആക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ ഇപ്പോൾ നൈട്രോബെൻസീൻ ആണെങ്കിൽ നിങ്ങൾക്ക് ടിൻ ഇൻ പ്രസൻസ് ഓഫ് HCl, Fe ഇൻ പ്രസൻസ് ഓഫ് HCl, Zn ഇൻ പ്രസൻസ് ഓഫ് HCl, നിക്കൽ പലേഡിയം പ്ലാറ്റിനം ഇൻ പ്രസൻസ് ഓഫ് H2. ഈ റിയേജന്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈട്രോബെൻസീൻ അനിലിൻ ആക്കാം. അനിലിനെ നിങ്ങൾ HNO2 ഓർ HNO3 ഇൻ പ്രസൻസ് ഓഫ് NaNO2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈസോട്ടൈസേഷൻ ചെയ്യാം. ഡൈസോട്ടൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ആക്കാൻ പറ്റും. ഓക്കെ, ഈവൻ ബെൻസീൻ വരെ ആക്കാം. ബെൻസീൻ ആക്കണമെങ്കിൽ നിങ്ങൾ H3PO2 അല്ലെങ്കിൽ എത്തനോളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ബെൻസീൻ ആക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആൻഹൈഡ്രസ് AlCl3 കൊടുത്തിട്ടുണ്ട്. ആൻഹൈഡ്രസ് AlCl3 കണ്ടാൽ തന്നെ മനസ്സിലാക്കണം അവൻ സ്നാച്ചർ ആണ്. ആരെ സ്നാച്ച് ചെയ്യും? Cl- സ്നാച്ച് ചെയ്യും. Cl- സ്നാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് റെഡിയാവും? നമുക്ക് എസൈലിയം അയോൺ റെഡിയാവും അല്ലേ. ഇവിടെ C ഡബിൾ ബോണ്ടോ കാറ്റയോൺ. ദിസ് എൻ ഇലക്ട്രോഫൈൽ. ഇവൻ ന്യൂക്ലിയോഫൈലാണ്. ഇവൻ ഇപ്പോൾ ഇലക്ട്രോഫൈലായി. ഈ ഇലക്ട്രോഫൈൽ ന്യൂക്ലിയോഫൈലിനെ നേരെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. സോ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ നമുക്ക് C ഡബിൾ ബോണ്ടോ another benzene ring. So the answer is 4.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സ്ട്രോങ് ന്യൂക്ലിയോഫിലിക് റിയേജന്റ് വിത്ത് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ബൾക്കി സബ്സ്റ്റിറ്റ്യൂന്റ് വിൽ ഫോളോ SN2 മെക്കാനിസം. നമുക്കറിയാം ഇപ്പം സെക്കൻഡറി ആണ് ആൽക്കൈൽ ഹാലൈഡ് എങ്കിൽ ദർ ഇസ് 2 പോസിബിലിറ്റി. ഇറ്റ് ക്യാൻ അണ്ടർഗോ SN1 ആസ് വെൽ ആസ് ഇറ്റ് ക്യാൻ അണ്ടർഗോ SN2. 2 മെക്കാനിസം വയാ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ SN1 ആണ് പ്രൊസീഡ് ചെയ്യേണ്ടെങ്കിൽ ദ ന്യൂക്ലിയോഫൈൽ ഷുഡ് ബി വാട്ട്? ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽ, ഓർ നമ്മൾ അതിനെ എന്താ പറയുക, വീക്ക് ന്യൂക്ലിയോഫൈൽ ആണ് എടുക്കേണ്ടത്. ഇവിടെ വീക്ക് ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ആരാ? ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസ് ആണ്. ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണുള്ളത്? ഇപ്പം നമ്മുടെ വാട്ടർ ന്യൂട്രൽ ആണ്, ആൽക്കഹോൾ CH3OH ഒക്കെ ന്യൂട്രൽ ആണ്. ഇനി SN2 മെക്കാനിസം ആണ് പ്രൊസീഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ അവിടെ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആണ് എടുക്കേണ്ടത്. സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ആരാ? നെഗറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയോഫൈൽ. ഇപ്പോൾ OH- എടുത്തു, CH3O- എടുത്തു, Cl- എടുത്തു, Br- എടുത്തു. ഇതൊക്കെ എന്താ? സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ. നെഗറ്റീവ്ലി ചാർജ് ന്യൂക്ലിയോഫൈൽസ് ആർ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാ. SN2 മെക്കാനിസം വഴിയാണ് എനിക്ക് ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യേണ്ടത് എങ്കിൽ ഇഫ് ഇറ്റ് ഈസ് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് then you have to provide a strong nucleophile. കാരണം SN2 മെക്കാനിസത്തിൽ കാർബണിന്റെ ആന്റി ബോണ്ടിങ് ഓർബിറ്റിൽ വന്ന് ഇടിക്കുമ്പം മുന്നിലുള്ള ലീവിംഗ് ഗ്രൂപ്പ് തെറിച്ച് പുറത്ത് കിടക്കണം. അങ്ങനെ ആന്റി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഹൈ എനർജി ഉള്ള ഓർബിറ്റിലാണ്. അപ്പോൾ ആന്റി ബോണ്ടിങ്ങിൽ വന്ന് ഇടിക്കണമെങ്കിൽ, കൊളൈഡ് ചെയ്യണമെങ്കിൽ ഇവൻ ഹൈ എനർജി ഉള്ള ന്യൂക്ലിയോഫൈൽ ആയിരിക്കണം. അങ്ങനെയുള്ള ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസിന് മാത്രമേ SN2 നടത്താൻ പറ്റുള്ളൂ. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയാൽ നിങ്ങൾ. A secondary alkyl halide when treated with large excess of ethanol follows SN1. ethanol എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. സോ ന്യൂട്രൽ ആണെങ്കിൽ അത് SN1 മെക്കാനിസം ആണ് ഫോളോ ചെയ്യുക. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. മക്കൾ ഇതിന് ആൻസർ എന്ന് പറഞ്ഞേ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇത് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണ്. ഇത് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആണ്. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ആദ്യം സ്റ്റേബിൾ കാർബോകാറ്റോൺ ഉണ്ടാക്കണം. സോ ഇതിൽ സ്റ്റേബിൾ കാർബോകാറ്റോൺ എന്ന് പറയുന്നത് ഇപ്പോൾ CH3 പൈ ബോണ്ട് നിങ്ങൾ പോളറൈസ് ചെയ്യുക. പൈ ബോണ്ട് ഇങ്ങോട്ട് പോളറൈസ് ചെയ്ത് ഇത് കാർബോകാറ്റോൺ, അത് ടേഴ്ഷ്യറിയാണ്, അത് സ്റ്റേബിൾ ആണ് അല്ലേ. അപ്പോൾ ഇതാണ് സ്റ്റേബിൾ കാർബോകാറ്റോൺ. അവിടെ ആര് അറ്റാക്ക് ചെയ്യും? വാട്ടർ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ CH3OH എന്ന് കിട്ടും. ദിസ് ഇസ് A. അപ്പോൾ A ഇത് വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ ഒബ്വിയസ്ലി അത് 2 തന്നെയായിരിക്കും. ഇനി ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണെങ്കിൽ നമുക്കറിയാം ആന്റി മാർക്കോണിക്കോഫ് ആണ്. അപ്പോൾ ആന്റി മാർക്കോണിക്കോഫ് ആകുമ്പം CH3ന്റെ തൊട്ടടുത്തുള്ള കാർബൺ OH വരിക അല്ലേ. റെഡിയല്ലേ മക്കളെ? എടാ ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദിസ് ഇസ് എ റിവിഷൻ ക്ലാസ്, അതുകൊണ്ടാണ് കുറച്ച് വേഗത്തിൽ പോകുന്നത് കേട്ടോ. ഇത് ഓർഗാനിക് കെമിസ്ട്രി പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണേ. ഓക്കെ അല്ലേ? യെസ്, അടുത്തേക്ക് പോവാം. ക്ലിയർ അല്ലേടാ? സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റുകളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതോ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതോ ആയിട്ടുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയൂ. നമുക്കത് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എവിടെയെങ്കിലും, കാരണം ഓർഗാനിക് കെമിസ്ട്രി ആണ്, ഇറ്റ്സ് റിയലി ഈസി, വളരെ എളുപ്പമാണ്. നമ്മൾ അതിൽ ക്ലാരിറ്റി കൊണ്ടുവരാത്തത് കൊണ്ട് മാത്രമാണ് പലർക്കും ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത്. സോ നമ്മൾ ഈതറിൻ്റെ റിയാക്ഷൻ വിത്ത് ആസിഡ് അവിടെയൊക്കെ കൃത്യമായിട്ടൊരു എന്താ പറയുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇത് 2024 ക്വസ്റ്റ്യൻ ആട്ടോ, JEE മെയിൻ സെഷൻ 1. ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു 3 റിയാക്ഷൻസ് ആൽക്കീൻ്റെ ചോദിക്കും പരീക്ഷയ്ക്ക്. ആ 3 എണ്ണത്തിൽ 2 എണ്ണം കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിക്കുക. 2023 അവർ HBO ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനും ഓക്സിമെർക്യുറേഷനാണ് ചോദിച്ചത്. ഈ തവണ JEE മെയിൻസ് ജാനുവരി സെഷനിൽ ചോദിച്ചത് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനും പിന്നെ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷനാണ്. അപ്പോൾ ചിലപ്പോൾ സെഷൻ 2 അവർ തിരിച്ച് ഓക്സിമെർക്യുറേഷൻ ഡിമെർക്യുറേഷനും ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനും ചോദിക്കാം. പോസിബിലിറ്റി ഈസ് വെരി ഹൈ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ബെൻസീൻ റിങ്ങിൽ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് HNO3 ഇൻ പ്രസൻസ് ഓഫ് H2SO4. ഞാൻ അത് അവിടെ തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് പറയാണ്. കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ഇസ് കോൾഡ് ആസ് എ നൈട്രേറ്റിംഗ് മിക്സ്ചർ. അതിനെ നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് നമ്മൾ പറയാം. ഈ നൈട്രേറ്റിംഗ് മിക്സ്ചറിൽ കോൺസെൻട്രേറ്റഡ് H2SO4 ആക്ട് ആസ് ആൻ ആസിഡ്
ആൻഡ് കോൺസെൻട്രേറ്റഡ് HNO3 ആക്ട് ആസ് എ ബേസ്. അപ്പോൾ ഇതിൽ ഈ നൈട്രേറ്റിംഗ് മിക്സ്ചറിൽ കോൺസെൻട്രേറ്റഡ് HNO3 ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നും കോൺസെൻട്രേറ്റഡ് H2SO4 ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എസ്റ്റർ ആൻഡ് ഡൈബാൽ എച്ച്. യെസ്, എസ്റ്റർ ആൻഡ് ഡൈബാൽ എച്ച്. ഞാൻ ഡൈബാൽ എച്ചിൻ്റെ കേസ് നേരത്തെ പറഞ്ഞു. ഡൈബാൽ എച്ച് എന്താണ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിയേജൻ്റ് ആണ്. അത് സെലക്റ്റീവ് ആണ്. അത് എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യും, നൈട്രൈലിനെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് എന്താ കിട്ടുക? ഇവിടെ എനിക്ക് കിട്ടുക ബെൻസീൻ റിങ്ങിൻ്റെ മേലെ നിങ്ങൾ നൈട്രേഷൻ ചെയ്യുകയാണെങ്കിൽ, ബെൻസീൻ റിങ്ങിൻ്റെ മേലെ നിങ്ങൾ നൈട്രേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? അവിടെ എന്താ കിട്ടുക? എടാ, എസ്റ്റർ പ്ലസ് ഡൈബാലച്ചിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദ്യം. ആൽഡിഹൈഡ് കിട്ടുക കേട്ടോ. നിങ്ങൾക്ക് ആൽഡിഹൈഡ് കിട്ടും അവിടെ. നോക്കൂ, ബെൻസീൻ റിങ്ങിൻ്റെ മേലെ നൈട്രേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരൊറ്റ നൈട്രൈൽ ഗ്രൂപ്പ് മാത്രമേ നൈട്രോ ഗ്രൂപ്പ് മാത്രമേ അറ്റാച്ച് ചെയ്യുള്ളൂ കേട്ടോ. ബെൻസീൻ റിങ്ങിൻ്റെ മേലെ നിങ്ങൾ നൈട്രേഷൻ ചെയ്താൽ, കാരണം ബെൻസീൻ റിങ് ഹൈലി ആക്ടിവേറ്റഡ് റിങ് അല്ല, ഫിനോളോ അനിലിനോ ഒക്കെ എടുക്കുമ്പോഴാണ് അവിടെ ആക്ടിവേറ്റഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് എടുക്കുമ്പോൾ വളരെ സ്ട്രോങ്ലി ആക്ടിവേറ്റഡ് ആവുകയും അത് 2,4,6 ഒക്കെ കിട്ടുക. സോ ഇവിടെ നിങ്ങൾക്ക് ഇനീഷ്യലി കിട്ടുന്ന എന്താണ്? നൈട്രോ ബെൻസീൻ മാത്രമാണ്. ഒരൊറ്റ നൈട്രോ ഗ്രൂപ്പ് മാത്രമേ അറ്റാച്ച് ചെയ്യുള്ളൂ ബെൻസീനിൽ. സ്റ്റാനസ് ഇൻ പ്രസൻസ് ഓഫ് HCl, ടിൻ ഇൻ പ്രസൻസ് ഓഫ് HCl, സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl, Fe ഇൻ പ്രസൻസ് ഓഫ് HCl, അതേപോലെ നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം, ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. ഇതെല്ലാം എന്താണ്? നൈട്രോ ഗ്രൂപ്പിനെ NH2 ആക്കി മാറ്റുന്ന സാധനമാണ്. സോ ഇവിടെ SN ഇൻ പ്രസൻസ് ഓഫ് HCl നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? യു വിൽ ബി ഗെറ്റിംഗ് NH2. സോ ഇത് നോക്കി വെക്കണം കേട്ടോ. നൈട്രോനെ അനിലീൻ ആക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നിങ്ങൾ നോക്കുക, NaNO2HCl എന്ന് പറഞ്ഞാൽ ഡൈസോട്ടൈസേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. ഡൈസോട്ടൈസേഷൻ്റെ ഫിനോളുമായിട്ടുള്ള റിയാക്ഷൻ, കപ്ലിംഗ് റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് അസോ ഡൈ കിട്ടുന്ന റിയാക്ഷൻ. ഈ എവിടെയാണ് അസോ ഉണ്ടാവുക? ഇവിടെ നിങ്ങൾ OH ഫിനോളിൻ്റെ പാരാ പൊസിഷനിലാണ് ആര് അറ്റാച്ച് ചെയ്യുക? N2 അറ്റാച്ച് ചെയ്യുക, N2Cl അറ്റാച്ച് ചെയ്യുക. ഓക്കെ, റിഡക്ഷൻ ഓഫ് എമൈഡ് ടു അമീൻ. റിഡക്ഷൻ ഓഫ് എമൈഡ് ടു അമീനിൽ ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ യു ഹാവ് ടു യൂസ് ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ് ടു റെഡ്യൂസ് എമൈഡ് ടു അമീൻ. ഇനി വിത്തൗട്ട് റെഡ്യൂസിങ് ദ കാർബൺ ആറ്റം, കാർബൺ ആറ്റം കുറയ്ക്കാതെ നിങ്ങൾക്ക് എമൈഡിനെ അമീൻ ആക്കാൻ നിങ്ങൾ ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്യുക. കാർബൺ ആറ്റത്തിൽ റിഡക്ഷൻ വരുത്തിക്കൊണ്ട് നിങ്ങൾ അമൈൻ ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹോഫ്മാൻ ബ്രോമുമായി ഡീഗ്രഡേഷൻ ചെയ്യണം. Br2 ഇൻ പ്രസൻസ് എന്നെ വെച്ച് യൂസ് ചെയ്യണം കേട്ടോ. സോ ഇതിൽ ആൻസർ എന്താടാ? ഇനി നോക്കണം, ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് ചോദിക്കാം. എങ്ങനെയാണ് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുക? അതായത് ഇവൻ്റെ പാരാ പൊസിഷനിൽ ഞാൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വെച്ച് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ തന്നു. ഇപ്പോൾ നിങ്ങൾക്ക് N2Cl പാരാ പൊസിഷനിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്രൂപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാരാസ് ബ്ലോക്ക്ഡ്. പാര ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദെൻ ഒബ്വിയസ്ലി അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് എവിടെ വരിക? ഓർത്തോല വരിക. ഓക്കെ, ഓർത്തോല വരിക. ഓർത്തോല് N ഡബിൾ ബോണ്ട് N ബെൻസീൻ റിങ് വരും. ഇവിടെ പാരയിൽ CS3 ഉള്ളതുകൊണ്ട്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ആൻസർ ഇസ് 3 വിൽ ബി ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത്, അരീനിയം അയോൺ വിച്ച് ഇസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ ബ്രോമിനേഷൻ ഓഫ് അനിലിൻ. എടാ, അനിലിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സ്ട്രോങ്ലി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഓർത്തോ പാര ഡയറക്റ്റിംഗ്. ഓർത്തോയിലും പാരയിലുമാണ് അതിൻ്റെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക. ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ റിച്ച്നെസ് ഉണ്ടായിരിക്കുക ഈ 3 പൊസിഷനിലാണ്. അപ്പോൾ ഉറപ്പായിട്ട് ബ്രോമിൻ അറ്റാച്ച് ചെയ്യുക എവിടെയായിരിക്കും? ഒന്നുകിൽ ഓർത്തോയിലോ അല്ലെങ്കിൽ പാരയിലോ. അപ്പോൾ ഇതിൽ അരീനിയം അയോൺ വിച്ച് ഇസ് നോട്ട് ഇൻവോൾവ് ഇൻ ബ്രോമിനേഷൻ എന്ന് പറയുമ്പോൾ മെറ്റാ പൊസിഷനിൽ ഒരു ബ്രോമിൻ കിടക്കുന്ന കാണുന്നുണ്ട് നിങ്ങൾ. ഇവിടെ ഓർത്തോയിലാണ്, ഇവിടെ പാരയിലാണ്, ഇവിടെ ഓർത്തോയിലാണ്. സോ അത് 3ഉം അരീനിയം അയോൺ ഉണ്ടാകും, റെസണൻസ് ആണ്. പക്ഷേ മെറ്റാ പൊസിഷനിൽ ബ്രോമിൻ്റെ അറ്റാച്ച്മെൻറ്റ് വരില്ല. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യെസ്, എടാ നോക്കിയേ, ഫസ്റ്റ് വൺ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആണ്.
ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആകുമ്പോൾ നമുക്കറിയാം ഇന്റർമീഡിയറ്റ് കാർബോകാറ്റോൺ ആണ്. ആദ്യം പൈ ഇലക്ട്രോൺസിനെ നിങ്ങൾ എന്ത് ചെയ്യണം, പോളറൈസ് ചെയ്യണം. പൈ ഇലക്ട്രോൺസിനെ പോളറൈസ് ചെയ്താൽ നിങ്ങൾക്ക് ബെൻസൈൽ പൊസിഷനിൽ കാർബോകാറ്റോൺ വരും. അവിടെ ആയിരിക്കും ആരെ അറ്റാക്ക് ചെയ്യുക, വാട്ടർ അറ്റാക്ക് ചെയ്ത് OH വരിക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആരെയാ കൊടുത്തിരിക്കുന്നത്, CrO3 കൊടുത്തിട്ടുണ്ട്. CrO3 is a mild oxidizing agent. ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഉള്ള കാർബൺ ഹൈഡ്രജൻ ബോണ്ടിനെ, ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിനെ അവൻ എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യും. അങ്ങനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക, ഇവിടെ OH എന്നാവും. ഒരു കാർബണിന് മുകളിൽ 2 OH വന്നാൽ നിങ്ങൾക്കറിയാം വാട്ടർ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക, അവിടെ ഡബിൾ ബോണ്ട് OCH. ഇനി അടുത്ത എന്താണ്, NH2 ഇൻ പ്രസൻസ് ഓഫ് KOH, ഹീറ്റിംഗ്. വൂൾഫ്-കിഷ്നർ റിയാക്ഷനും ക്ലെമൻസൺ റിഡക്ഷനും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് കാർബോണിൽ ഗ്രൂപ്പുകൾ വന്നാൽ വൂൾഫ്-കിഷ്നർ റിയാക്ഷൻ ഓർ ക്ലെമൻസൺ റിഡക്ഷൻ എന്താ ചെയ്യുക, കംപ്ലീറ്റ്ലി കാർബോണിൽ ഗ്രൂപ്പുകളെ വെറും ഒരു ആൽക്കെയിൻ ആക്കി മാറ്റും. ഈ ഡബിൾ ബോണ്ട് ഓനെ റിമൂവ് ചെയ്ത് അവിടെ ചുമ്മാ ഒരു ആൽക്കെയിൻ ആക്കി മാറ്റും. ഓപ്ഷൻ 1 ഇസ് ദി ആൻസർ. ആരൊക്കെയോ കാർബോക്സിലിക് ആസിഡ് എഴുതിയിട്ടുണ്ട്. എടാ, കാർബോക്സിലിക് ആസിഡ് ആകും എപ്പോ, ഇഫ് ദിസ് ഇസ് ഇൻ പ്രസൻസ് ഓഫ് H2SO4 എന്നും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ. പക്ഷെ CrO3 എന്ന് മാത്രം കൊടുത്തത് കൊണ്ട് ഇറ്റ് ഈസ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്. സ്ട്രോങ് ആയിരുന്നെങ്കിൽ അവിടെ കാർബോക്സിലിക് ആസിഡ് ആയേനെ. ഓക്കെ, സ്ട്രോങ് ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആയേനെ. ആനന്ദ്, എവിടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ഏതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഇതില് ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പോളറൈസ് ചെയ്യുക. പൈ ബോണ്ടിനെ പോളറൈസ് ചെയ്യുമ്പം എവിടെയാണോ സ്റ്റേബിൾ കാർബോകാറ്റോൺ കിട്ടുന്നത് ആ രീതിയിൽ പോളറൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് പോളറൈസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജ്, അത് H+ എടുത്തു. അപ്പോൾ ഇവിടെ OH വന്നു. ഇവിടെ എങ്ങനെ OH വന്നേ, H2O വന്ന് അറ്റാക്ക് ചെയ്തു അല്ലേ, കാർബോകാറ്റോണിൽ H2 അറ്റാക്ക് ചെയ്തു, അവിടെ ആൽക്കോളായി. ഈ സാധനം എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, ഇവിടെ CH, ഇവിടെ CH3, ഇവിടെ OH. ഇവിടെ ആകെ ഒരു HL ഉള്ളൂ അല്ലെങ്കിലും. ഇപ്പം H2 CrO3 ഇസ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്. അവൻ എന്താ ചെയ്യുക, ഇതല്ലേ ആൽഫ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. ആൽഫ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന് എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ അത് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെ COH, CH എന്തായിട്ട് മാറും, OH ആയിട്ട് മാറും. ഒരു കാർബണിൻ്റെ മുകളിൽ 2 OH വന്നാൽ വാട്ടർ എലിമിനേറ്റ് ചെയ്യും. വാട്ടർ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, നമുക്ക് അവിടെ കീറ്റോൺ കിട്ടും, C ഡബിൾ ബോണ്ടോ CH3. അതിന് നമ്മൾ ക്ലെമൻസൺ വൂൾഫ്-കിഷ്നർ റിയാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് C ഡബിൾ ബോണ്ടോ എന്തായിട്ട് മാറി, CH2 ആയിട്ട് മാറി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കൂ, which of the following reaction is correct? CH3, CH2, CH2, NH2. HNO2 എന്ന് പറഞ്ഞാൽ അവിടെ ഡയസോട്ടൈസേഷൻ നടക്കൂലേ, അതായത് N2+ ആയിട്ട് മാറും. CH3, CH2, CH2, N2+. അടുത്തെന്താ, വാട്ടർ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ വാട്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും, വാട്ടർ ഇസ് എ ന്യൂക്ലിയോഫൈൽ. ഇവൻ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ N2+ ലീവ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് കിട്ടുക CH3, CH2, CH2OH. പ്രൊപ്പനോൾ കിട്ടും, പ്രൊപ്പനോൾ. ഇവിടെ എത്തനോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഇസ് റോങ്, തെറ്റാണ്. അടുത്തെന്താ, അടുത്തത് വീണ്ടും ഹൈഡ്രോളിസിസ് മീൻസ് ഹൈഡ്രേഷൻ ആണ്, HI ആണ്. അപ്പോൾ നമ്മൾ പൈ ബോണ്ടിനെ ആദ്യം പോളറൈസ് ചെയ്യണം. പൈ ബോണ്ടിനെ പോളറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സ്റ്റേബിൾ കാർബോകാറ്റോൺ കിട്ടുന്ന വിധത്തിൽ പോളറൈസ് ചെയ്യുക. ഇവിടെ H വന്ന് അറ്റാക്ക് ചെയ്തു. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക, I- അറ്റാക്ക് ചെയ്യണം. I- ഒന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യും. കാരണം അവിടെ പിന്നെ ഫെർദർ റീഅറേഞ്ച്മെൻറ്റിൻ്റെ കാര്യമില്ല, കാരണം ഓൾറെഡി സ്റ്റേബിൾ ആണ്, ഹൈലി സ്റ്റേബിൾ ആണ്. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് റൈറ്റ്. അടുത്ത് നോക്കൂ നിങ്ങൾ, Br2 ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. മക്കളെ, Br2 ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ മെക്കാനിസം, അഡിഷൻ ആണോ, ഫ്രീഡൽ ക്രാഫ്റ്റ് അഡിഷൻ ആണോ, ഇലക്ട്രോഫിലിക് അഡിഷൻ ആണോ? ഇലക്ട്രോഫിലിക് അഡിഷൻ ആണെങ്കിൽ ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യും. ഫ്രീ റാഡിക്കൽ അഡീഷൻ ആണെങ്കിൽ, ഫ്രീഡൽ ക്രാഫ്റ്റ് അല്ല, ഫ്രീ റാഡിക്കൽ അഡീഷൻ ആണെങ്കിൽ മോർ സ്റ്റേബിൾ റാഡിക്കൽ ഫോം ചെയ്യണം. അപ്പോൾ മോർ സ്റ്റേബിൾ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അലീലിക് റാഡിക്കലാണ് ഇതിൽ ഏറ്റവും സ്റ്റേബിൾ അല്ലേ.
അപ്പോൾ ഞാൻ അലീലിക് റാഡിക്കൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 BR വന്ന് അറ്റാച്ച് ചെയ്ത് എനിക്കിങ്ങനെ കിട്ടണം. അപ്പോൾ സൺലൈറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അവിടെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണെങ്കിൽ ഏറ്റവും സ്റ്റേബിൾ റാഡിക്കൽ ഫോം ചെയ്യുക. സ്റ്റേബിൾ റാഡിക്കൽ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റെസണൻസ് സ്റ്റെബിലൈസ്ഡ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ്റെ ടേംസിൽ നോക്കണം അല്ലേ? നേരെ മറിച്ച് ഇത് BR2 ഇൻ പ്രസൻസ് ഓഫ് CCl4 എന്ന് തന്നാൽ സാധാരണ ഇങ്ങനെയും പറയാറുണ്ട്, BR2 ഡാർക്ക് എന്ന് കൊടുക്കാറുണ്ട് ചിലപ്പോൾ. BR2 ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ്. BR2 ഇൻ പ്രസൻസ് ഓഫ് CCl4 ആണ് നമ്മൾ സാധാരണ BR2 ഡാർക്ക് എന്ന് കൊടുക്കുക. അപ്പം നിങ്ങൾ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇത് കൊടുക്കണം, അപ്പോഴാണ് ഇത് കിട്ടുക. ഓക്കെ, ഇപ്പോൾ ഇതാണ്. സോ ദിസ് ഇസ് ഓൾസോ റോങ്. ഇവിടെ നോക്കി, ഇത് ഹോഫ്മാൻ ബ്രോമൈഡ് ഡിഗ്രഡേഷൻ ആണ്. അപ്പോൾ ഇവിടെ C2H5CONH2 CO എന്തായിട്ട് പോകും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് ഇവോൾവ് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്താ കിട്ടുക? C2H5NH2 എന്നാണ് കിട്ടുക. പക്ഷെ ഇവിടെ C2H5CH2NH2 എന്നാണ് കൊടുത്തത്, അതും തെറ്റാണ്. സോ ദി ആൻസർ ഇസ് 2. ക്ലിയർ ആണോ? യെസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ നിങ്ങൾ. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമുക്കൊരു എസ്റ്റർ ഉണ്ട്, ഇവിടെ നമുക്കൊരു ആൽഡിഹൈഡ് ഉണ്ട്. എ എന്ന റിയേജന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. എ എന്ന റിയേജന്റ് ഉപയോഗിച്ചപ്പം എസ്റ്റർ ആൽഡിഹൈഡ് ആയിട്ട് മാറിയിട്ടുണ്ട്, പക്ഷെ ആൽഡിഹൈഡിനൊന്നും സംഭവിച്ചില്ല. അപ്പം ഞാൻ ഏത് റിയേജന്റ് ഉപയോഗിക്കണം? സെലക്റ്റീവ് ആയിട്ടുള്ള റിയേജന്റ് ഉപയോഗിക്കണം. ആൽഡിഹൈഡും എസ്റ്ററും ഉണ്ടെങ്കിൽ എസ്റ്ററിനെ തൊടുന്ന റിയേജന്റിന് ഉപയോഗിക്കണം. അതാരാ? ഡൈവാലച്ച്. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡോ സോഡിയം ബോറോഹൈഡ്രൈഡ് എന്തായാലും എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യില്ല എന്ന് നമുക്കറിയാം. സോഡിയം ബോറോഹൈഡ്രൈഡ് ഓൺലി റെഡ്യൂസസ് ആസിഡ് ക്ലോറൈഡ് എമംഗ് ആസിഡ് ഡെറിവേറ്റീവ്. ആസിഡ് ഡെറിവേറ്റീവിൽ ആസിഡ് ക്ലോറൈഡിന് മാത്രമേ സോഡിയം ബോറോഹൈഡ്രൈഡ് റെഡ്യൂസ് ചെയ്യുള്ളൂ. ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്യും, കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യും സോഡിയം ബോറോഹൈഡ്രൈഡ്. പക്ഷേ കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യില്ല, എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യില്ല, കാർബോക്സിലിക് ആസിഡിന്റെ ആൻഹൈഡ്രൈഡിനെ റെഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്, ഡൈവാലച്ച്, ഇവരൊക്കെയാണ്. പക്ഷേ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് എടുത്ത പ്രശ്നം അത് സെലക്റ്റീവ് റിയേജന്റ് അല്ല. അവൻ കാണുന്ന എല്ലാത്തിനെയും റെഡ്യൂസ് ചെയ്യും. ഇവിടെയും റെഡ്യൂസ് ചെയ്യും, ഇവിടെയും റെഡ്യൂസ് ചെയ്യും. ഇത് ആൽക്കഹോളായിട്ട് മാറും, ഇതും ആൽക്കഹോളാവും. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഇവിടെ മാത്രം റിഡക്ഷൻ നടന്നു, ഇവിടെ ആൽഡിഹൈഡ്, ഇവിടുത്തെ ആൽഡിഹൈഡ് അവിടെ തന്നെ പ്രൊട്ടക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ വി ഹാവ് ടു സെലക്ട് എ സെലക്റ്റീവ് റെഡ്യൂസിങ് റിയേജന്റ്. സെലക്റ്റീവ് റെഡ്യൂസിങ് റിയേജന്റ് ഏതാ? ഡൈവാലച്ച് ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഫസ്റ്റ് റിയാക്ഷൻ ഡൈവാലച്ച് ആണ്. അപ്പോൾ 1ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒന്നുകിൽ അത് 3 ആവാം, അല്ലെങ്കിൽ 4 ആവും. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഞാൻ ഡൈവാലച്ച് ഉപയോഗിച്ചപ്പോൾ എനിക്കിത് കിട്ടി. ദിസ് ഇസ് ദ റിയാക്ഷൻ. ഇനി നിങ്ങൾ നോക്കിയേ, അടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഓപ്പൺ റിംഗ് ആയിട്ടുള്ളത് ക്ലോസ്ഡ് റിംഗ് ആയിട്ടുണ്ട്. ഇവിടെ ഡബിൾ ബോണ്ടും ഉണ്ട്, ആൽഡിഹൈഡും ഉണ്ട്. ഡബിൾ ബോണ്ടും ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ദെൻ അവിടെ ആൽഡോൾ കണ്ടൻസേഷൻ നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ ഇവിടെ ഇൻട്രാമോളിക്കുലാർ ആൽഡോൾ കണ്ടൻസേഷൻ നടന്നു. അപ്പൊ ഇൻട്രാമോളിക്കുലാർ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ അവിടെ നമ്മൾ ആൽക്കഹോളിക് KOHO ആൽക്കഹോളിക് NaOH യൂസ് ചെയ്യണം. അപ്പൊ ഹിയർ ഇറ്റ് ഷുഡ് ബി ആൽക്കഹോളിക് NaOH ഓർ ആൽക്കഹോളിക് KOH. എങ്കിലാണ് എന്ത് സംഭവിക്കുക? ഇൻട്രാമോളിക്കുലാർ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുക. ഇനി ആ കണ്ടൻസേഷൻ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ OH ഉണ്ട്, ഇവിടെ C ഡബിൾ ബോണ്ട് OH ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ CH2 ഉണ്ട്. ഞാൻ അതിനെ CH2 എന്ന് തന്നെ എഴുതാം. ഇവിടെ CHH, ഇവിടെ ഒരു CH. ആൽക്കഹോളിക് KOH വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? OH മൈനസ് ഇവിടുന്ന് Hനെ റിമൂവ് ചെയ്യും. ഓർ ആൽക്കഹോളിക് NaOH വന്നു കഴിഞ്ഞാൽ OCH3 മൈനസ് അത് വന്ന് Hനെ റിമൂവ് ചെയ്യും. OCH3 മൈനസ് അല്ലെങ്കിൽ OR മൈനസ് Hനെ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഈ നെഗറ്റീവ് ചാർജ് എന്തായി? ന്യൂക്ലിയോഫൈലായി. ഈ ന്യൂക്ലിയോഫൈൽ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ, സോ എനിക്കെന്താ കിട്ടുക നോക്കണേ. ഞാനത് ഒരു സ്റ്റെപ്പ് CH മൈനസ്, ഇവിടെ CHO, ഇവിടെ C ഡബിൾ ബോണ്ട് OH.
ഇത് നേരെ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ O മൈനസ് സൊല്യൂഷൻ എച്ച് എടുക്കുന്നു, അത് OH ആയിട്ട് മാറുന്നു. ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ CH ഉണ്ട്, ഇവിടെ CHO പുറത്തുണ്ട്. ഓക്കെ, ഇനി നോക്കുക, ഇതിനെ ചൂടാക്കുമ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് OHഉം ഇവിടുന്ന് Hഉം റിമൂവ് ചെയ്ത് അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അതാണ് കണ്ടൻസേഷൻ പ്രോഡക്റ്റ്. ഇവിടെ OH ഉണ്ട്, ഇവിടെ ഒരു CHO ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്. ഇതാണ് അതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്താ? അടുത്തത് നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു എലിമിനേഷൻ റിയാക്ഷനും കൂടി നടന്നിട്ടുണ്ട്. ഇതിന്ന് എലിമിനേഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആസിഡ് വെച്ച് H2O റിമൂവ് ചെയ്യണം. അപ്പോൾ ആസിഡിൻ്റെ പ്രസൻസ് ഉള്ളത് ഏതാ തന്നിരിക്കുന്നതിൽ? ആൽക്കോളിക് എന്നെ വെച്ച് സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl. അപ്പോൾ സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl യൂസ് ചെയ്താൽ ഇതെന്താണ്? സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl എന്ന് പറയും സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് HCl നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ? ക്ലമൻസൺ റിഡക്ഷൻ ആണ്. അപ്പോൾ അത് CHO എന്നുള്ളത് എന്തായിട്ട് മാറും? CH3 ആയിട്ട് മാറും. അതേപോലെ തന്നെ ഇവിടുന്ന് OH റിമൂവ് ആയി ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടെ CH3 എന്ന് വരും. സോ ദി ആൻസർ ഇസ് 4. ക്ലിയർ ആണോടാ? Is there any doubt? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? നോക്കൂ, ക്ലോറിനേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രീ റാഡിക്കൽ ക്ലോറിനേഷൻ. ഫ്രീ റാഡിക്കൽ ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 3 സാധ്യതകൾ അവിടെ ഉണ്ട്. ഒന്നുകിൽ ഒരു Hനെ റിമൂവ് ചെയ്തിട്ട് അവിടെ CH2Cl വരാം, 2 Hനെ റിമൂവ് ചെയ്തിട്ട് CHCl2 വരാം, 3 Hനെ റിമൂവ് ചെയ്തിട്ട് അവിടെ എന്ത് വരാം? CCl3 വരാം. ഇതിന് ഹൈഡ്രോളിസിസ് ആണ് അടുത്ത സ്റ്റെപ്പ്. ഇവിടെ ഹൈഡ്രോളിസിസ് ചെയ്താൽ നിങ്ങൾക്ക് ആൽക്കഹോൾ ആണ് കിട്ടുക, CH2OH എന്ന് വരും. ഇവിടെ നിങ്ങൾ ഹൈഡ്രോളൈസ് ചെയ്താൽ 2 Clന്റെ സ്ഥാനത്ത് OH വന്നു കഴിഞ്ഞാൽ അവിടെ ബെൻസാൽഡിഹൈഡ് വരും. OH നിന്ന് വാട്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസാൽഡിഹൈഡ്. ഇവിടെ 3 Clന്റെ സ്ഥാനത്ത് നിങ്ങൾ OH വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ബെൻസോയിക് ആസിഡ്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് മാച്ച് ചെയ്താൽ മാത്രം മതി. ഇതാണ് പോസിബിൾ ആയിട്ടുള്ള കേസസ്. അതിൽ CHCl2 ആൻഡ് ബെൻസാൽഡിഹൈഡ് വരുന്നതാണ് ഓപ്ഷനിലുള്ളത്. പിന്നെ ഇവിടെ CHCl2 ഇവിടെ ബെൻസോയിക് ആസിഡ് വരണമെങ്കിൽ CCl3 വരണം. അപ്പോൾ ഇത് തെറ്റാണ്. CH2Cl ആണെങ്കിൽ CH2OH വരണം. അപ്പോൾ ഇത് തെറ്റാണ്. ആകെ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി മാത്രമാണ്. മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് കഴിഞ്ഞാൽ മാത്സ് വരുന്നുണ്ടേ. സോ നോക്കുക, ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ എസ്റ്റർ തന്നിട്ടുണ്ട്. എസ്റ്ററിനെ നേരെ ആൽഡിഹൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എസ്റ്ററിനെ നേരെ ആൽഡിഹൈഡിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട റിയേജന്റ് ഏതാ? എസ്റ്ററിനെ ആൽഡിഹൈഡ് ആക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട റിയേജന്റ് ഏതാ? എടാ ഒന്ന് പറഞ്ഞേടാ, ഏത് റിയേജന്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എസ്റ്ററിനെ ആൽഡിഹൈഡ് ആക്കാൻ? എസ്റ്ററിനെ ആൽഡിഹൈഡ് ആക്കാൻ നമ്മൾ പറഞ്ഞു സെലക്റ്റീവ് റിയേജന്റ് ആരാ ഉള്ളത്? ഡൈബാൽ H അല്ലേ? സോ A4 ഐറ്റം മാച്ച് ചെയ്യാം. C6H5 CO C6H5. ഇവിടെ കാർബോണിൽ ഗ്രൂപ്പ് CH2 ആയിട്ട് മാറിയിട്ടുണ്ട്. അതൊന്നെങ്കിൽ വൂൾഫ് കിഷ്ണർ അല്ലെങ്കിൽ ക്ലമൻസൺ. ഇവിടെ തന്നതിൽ നമുക്ക് ഇവിടെ ക്ലമൻസൺ കാണാം അല്ലേ? അപ്പോൾ ബി എന്താണ്? 2 ആണ്. C6H5 CHO ആൽഡിഹൈഡ് ആൽക്കഹോൾ ആയിട്ടുണ്ട് വിത്ത് സെക്കൻഡറി ആൽക്കഹോൾ ആയിട്ടുണ്ട്. സെക്കൻഡറി ആൽക്കഹോൾ ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ചിട്ട് ഹൈഡ്രോളൈസ് ചെയ്തായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി എന്താ വരും? ഓപ്ഷൻ C1 ആണ്. ലാസ്റ്റ് വണ്ണിൽ നിങ്ങൾ നോക്കുക, ഇവിടെ എസ്റ്ററും ഉണ്ട്, അതേപോലെ തന്നെ കീറ്റോണും ഉണ്ട്. നമുക്കറിയാം NaBH4 എസ്റ്ററിനെ തൊടില്ല. NaBH4 ആരെ മാത്രമേ തൊടുള്ളൂ? കീറ്റോണിനെ മാത്രമേ തൊടുള്ളൂ. എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യില്ല. ആസിഡ് ഹാലൈഡിനെ മാത്രമേ ആര് റെഡ്യൂസ് ചെയ്യുള്ളൂ? സോഡിയം ബോറോഹൈഡ്രേറ്റ് റെഡ്യൂസ് ചെയ്യുള്ളൂ. ആസിഡിൻ്റെ ഡെറിവേറ്റീവുകളിൽ എസ്റ്ററിനെ തൊടില്ല. അപ്പോൾ അത് വളരെ കൃത്യമാണ്. അപ്പോൾ ഡി ഓപ്ഷൻ എന്താ വരിക? 3 ആണ്.
സോ മക്കളെ ഈ 4 എണ്ണത്തിൽ ഓപ്ഷൻ ഏതാ വരിക? A4, B2, C1 ആൻഡ് D3. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. സോ മക്കളെ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിയറി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത വരുന്ന സെഷൻ നിങ്ങൾക്ക് അതിഗംഭീരമാവട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഇനി അടുത്ത നമ്മുടെ പ്രസാദ് സാർ നിങ്ങളെ വെയിറ്റിംഗ് ആണ്. സോ എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. കേൾക്കാനുണ്ടല്ലോ അല്ലേ? വോയിസ് ഓക്കെ ആണോ? വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസിൽ അപ്പോൾ മാത്തമാറ്റിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് വെക്റ്റർ ആൾജിബ്ര, പിന്നെ 3 ഡയമെൻഷണൽ ജോമെട്രി. ഈ 2 ചാപ്റ്ററുകളുമാണ്. അപ്പം നോക്കാം എന്നാൽ അല്ലേ? ഹലോ ഹലോ ഹായ് ഹായ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന ഏതാണ്? വെക്റ്റർ ആൾജിബ്രയിലെ ക്വസ്റ്റ്യൻസ് ആണ്. വെക്റ്റർ ആൾജിബ്ര എന്ന് പറയുകയാണെങ്കിൽ ഒരു വൈഡ് വെറൈറ്റി ഏരിയ ആണ്. വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ അതിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അല്ലേ? റെഡി മക്കളെ? നോക്കിയേ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ P and Q respectively the circumcenter and orthocenter of a triangle ABC, then vector PA plus vector PB plus vector PC. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നോക്കൂ. റെഡി? നോക്കൂ. P and Q respectively എന്തൊക്കെയാണ്? P എന്ന് പറയുന്നത് ട്രയാങ്കിൾ ABC-യുടെ സർക്കം സെന്ററുമാണ്. മറ്റേത് ഓർത്തോ. Q എന്ന് പറയുന്നത് ഓർത്തോ സെന്ററുമാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ABC ഒന്നിങ്ങനെ നോക്കാം. ABC. ഇനി ഇതിൽ P എന്താണ്? P ഈസ് സർക്കം സെന്റർ ആൻഡ് Q ഈസ് ഓർത്തോ സെന്റർ. അപ്പം ഏതൊരു ട്രയാങ്കിളിലും ഏതൊക്കെയാണ് ഈ ട്രയാങ്കിളിൽ, എനി ട്രയാങ്കിളിൽ ഏതൊക്കെ ഓർത്തോ സെന്റർ? ശ്രദ്ധിക്കണം മക്കളെ, ഏതൊക്കെയാണ് ഓർത്തോ സെന്റർ? ഓർത്തോ സെന്ററിനെ സാധാരണ H എന്ന് പറയുന്നതിനെയാണ് ഓൾട്ടിറ്റ്യൂഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? ഓർത്തോ സെന്റർ. അപ്പം ഓർത്തോ സെന്റർ, അതുപോലെ തന്നെ സെൻട്രോയിഡ്, സർക്കം സെന്റർ അല്ലേ? സർക്കം സെന്ററിനെ സാധാരണ S എന്നാണ് നോട്ട് ചെയ്യുക. അപ്പം ഇത് കൊളീനിയർ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനിയോ ദ സെന്റർ, അതായത് ഇത് 3 ഒരേ ലൈനിലായിരിക്കും. പിന്നെയോ നമ്മൾ പറയുന്നത് എന്താണ്? അതിൽ സെൻട്രോയിഡ് ഡിവൈഡ്സ് ദ ഓർത്തോ സെന്റർ ആൻഡ് സർക്കം സെന്റർ ഇൻ ദ റേഷ്യോ 2:1. ഈ കാര്യവും നിങ്ങൾക്കറിയാം അല്ലേ? 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ
ഏത് സെൻട്രോയിഡ് ഓർത്തോ സെന്ററിനെയും സർക്കം സെന്ററിനെയും ഡിവൈഡ് ചെയ്യും. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, പി എന്ത് സെന്ററാണ്? സർക്കം സെന്റർ ആണ്. ക്യൂ എന്ത് സെന്ററാണ്? ഓർത്തോ സെന്റർ ആണ്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അതിൽ മാർക്ക് ചെയ്യണം. അതായത് പി എന്ന് പറയുന്നത് സർക്കം സെന്റർ ആണ്. പിന്നെ ക്യൂ എന്ന് പറയുന്നത് എന്ത് സെന്റർ ആണ്? ഓർത്തോ സെന്റർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പി ക്യൂ എന്ന് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോക്കുക, വെക്റ്റർ പി എ പ്ലസ് വെക്റ്റർ പി ബി പ്ലസ് വെക്റ്റർ പി സി ആണ് അല്ലെ. വെക്റ്റർ പി എ പ്ലസ് വെക്റ്റർ പി ബി പ്ലസ് വെക്റ്റർ പി സി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ വേറൊരു കാര്യം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അറിയുന്നൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ സെൻട്രോയിഡ് അല്ലെ, അതായത് സെൻട്രോയിഡിന്റെ പൊസിഷൻ വെക്റ്റർ ജി എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ എഴുതാം. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി ബൈ 3 ആണ്. പൊസിഷൻ വെക്റ്റർ ഓഫ് എ പ്ലസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ബി പ്ലസ് പൊസിഷൻ വെക്റ്റർ ഓഫ് സി ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പം നമുക്ക് ഈ എന്റെ പൊസിഷൻ വെക്റ്റർ എ എന്ന് എളുപ്പത്തിൽ എഴുതി വയ്ക്കാം. ബിന്റെ പൊസിഷൻ വെക്റ്റർ ബി, സിന്റെ പൊസിഷൻ വെക്റ്റർ സി. ഇത് നമുക്ക് വേണമെങ്കിൽ സ്മോൾ പി എന്ന് എഴുതാം. ക്യൂവിൻ്റെത് വെക്റ്റർ ക്യൂ ആൻഡ് ഇവിടെ തൽക്കാലം നമുക്ക് ജി എന്ന് എഴുതാം. പൊസിഷൻ വെക്റ്റേഴ്സ് ഓഫ് ദ പോയിന്റ് വെക്റ്റർ ഒ എ, വെക്റ്റർ ഒ ബി, വെക്റ്റർ ഒ സി എന്നൊക്കെ നമ്മൾ എ ബി സി എന്നൊക്കെ ആയിട്ട് ഡിനോട്ട് ചെയ്തു. അപ്പോൾ വെക്റ്റർ പി എ പ്ലസ് വെക്റ്റർ പി ബി പ്ലസ് വെക്റ്റർ പി സി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം നമുക്ക് പി എ, വെക്റ്റർ പി എ എങ്ങനെയാണ്? വെക്റ്റർ ജോയിനിങ് ഓഫ് 2 പോയിന്റ്സ് അല്ലേ. അപ്പോൾ വെക്റ്റർ പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ ഓഫ് എ മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് പി ആണ്. ശരിയല്ലേ? എ മൈനസ് പി പ്ലസ് വെക്റ്റർ പി ബി എങ്ങനെയാണ് എഴുതുക? അപ്പോൾ വെക്റ്റർ പി ബി എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് പി ആണ് അല്ലേ. അപ്പോൾ ബി മൈനസ് പി പ്ലസ് വെക്റ്റർ പി സി ഞാൻ അതേപോലെ എഴുതുകയാണ്, സി മൈനസ് പി ആണ്. അപ്പൊ ഇതിൽ നിന്ന് എന്തായി നോക്കിയേ, എ പ്ലസ് ബി പ്ലസ് സി, വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി മൈനസ് 3 ഇൻറ്റു വെക്റ്റർ പി അല്ലെ. മൈനസ് പി മൈനസ് പി മൈനസ് പി, അപ്പൊ മൈനസ് 3p ആയില്ലേ. ഇനി വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സീനെ നമുക്ക് എന്ത് എഴുതാൻ നോക്കിയാൽ നേരെ ഇതിൽ നിന്ന് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ, 3 ഇൻറ്റു വെക്റ്റർ ജി ആണ്. 3 ഇൻറ്റു വെക്റ്റർ ജി മൈനസ് 3 ഇൻറ്റു വെക്റ്റർ പി. 3 കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ഒറ്റയടിക്ക് എഴുതാം, 3 ഇൻറ്റു പറഞ്ഞോളൂ ജി മൈനസ് പി എന്ന് എഴുതാൻ പറ്റുമല്ലോ. അതായത് 3 ഇൻറ്റു പൊസിഷൻ വെക്റ്റർ ഓഫ് ജി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു വെക്റ്റർ പി ജി അല്ലേ. ശരിയാണ്, 3 ഇൻറ്റു വെക്റ്റർ പി ജി. ഇനി നോക്കിയ ഫിഗറിലേക്ക്, ഇതാണ് വെക്റ്റർ പി ജി എന്ന് പറയുന്നത് അല്ലേ. വെക്റ്റർ പി ജി അത് കൊളീനിയർ വെക്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും വെക്റ്റർ പി ക്യൂ എന്ന് പറയുന്നത് അല്ലെ, അത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ നോക്കിയാൽ 2:1 ആണ്. അപ്പൊ വെക്റ്റർ പി ജിയുടെ മാഗ്നിറ്റ്യൂഡിന്റെ 3 ടൈംസ് ആയിരിക്കും ഏതിന്റെ മാഗ്നിറ്റ്യൂഡ്, പി ക്യൂവിന്റെ മാഗ്നിറ്റ്യൂഡ് വരിക. 2:1 എന്ന് പറയുന്ന റേഷ്യോ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെക്റ്റർ പി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു വെക്റ്റർ പി ജി ആണെന്ന് ഉറപ്പല്ലേ. നോക്കിയേ, ശരിയല്ലേ? നോക്കൂ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു വെക്റ്റർ പി ജി ഈസ് വെക്റ്റർ പി ക്യൂ. വെക്റ്റർ പി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഡി ആയിട്ട് മാച്ച് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ആ 2:1 എന്ന് പറയുന്ന റേഷ്യോ നമ്മൾ ഓർമ്മിച്ച് വെക്കണം. അത് കൊളീനിയർ വെക്റ്റേഴ്സ് ആയിട്ട് മാറും. ഏതൊക്കെ? വെക്റ്റർ പി ജിയും വെക്റ്റർ പി ക്യൂവും. അപ്പോൾ 3 ഇൻറ്റു വെക്റ്റർ പി ജി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ സെൻട്രോയിഡിന്റെ കൺസെപ്റ്റ്, ഓർത്തോ സെന്റർ, സെൻട്രോയിഡ്, സർക്കം സെന്റർ, ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ വെച്ചിട്ടുള്ള കൺസെപ്റ്റുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പ്രീവിയസ് ഇയറിലൊക്കെ ഉണ്ട്. നിങ്ങൾ അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, റെഡി ആണല്ലോ മക്കളെ? അപ്പം എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, നോക്കാം.
ലൈവിലുള്ള ആളുകളൊക്കെ ഒന്ന് ഇടയ്ക്ക് കമൻറ്റ് ചെയ്യുക, റെഡി ആണോ എന്ന്, ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ശരി, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നോക്കിയോ, ഇതൊരു റൊട്ടേഷൻ, ഒരു വെക്റ്റർ റൊട്ടേറ്റ് ചെയ്തിട്ട് മറ്റൊരു വെക്ടറിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ലെറ്റ് എ വെക്റ്റർ ആൽഫ ഐ പ്ലസ് ബീറ്റ ജെ be obtained by rotating the vector ഏത് √3i plus j by an acute angle 45 degree എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്റ്റർ, ഏത് വെക്ടറാണ് നോക്കിയേ, വെക്റ്റർ √3i plus j എന്ന് പറയുന്ന വെക്റ്റർ √3i plus j ഈസ് റൊട്ടേറ്റിംഗ് ആൻ ആംഗിൾ എത്രയാണ്, 45 ഡിഗ്രി. എങ്ങനെ, എബൌട്ട് ദ ഒറിജിൻ. അപ്പൊ ഈ പോയിന്റ് ഒറിജിൻ ആയിരിക്കും അല്ലേ. അപ്പൊ ഇത് വെക്റ്റർ ഒ പി ആണെന്ന് വിചാരിച്ചോ. അത് റൊട്ടേറ്റിംഗ് ആൻ ആംഗിൾ എത്ര ഡിഗ്രി, 45 ഡിഗ്രി. എങ്ങനെ, ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. യെസ്, അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ആൻഡ് ദ ന്യൂ വെക്റ്റർ ഫോംഡ് ബൈ ഏത് വെക്ടറാണ് ഉണ്ടായത് നോക്കിയേ, ആൽഫ ഐ പ്ലസ് ബീറ്റ ജെ. ശരിയല്ലേ നോക്കിയേ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ, റെഡി അല്ലേ നോക്കിയേ. അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്ത് ആൽഫ ഐ പ്ലസ് ബീറ്റ ജെ എന്ന് പറയുന്ന വെക്ടർ ഉണ്ടാക്കുന്നു. ശരി, ഇത് ക്യൂ ആണെന്ന് വിചാരിച്ചു. ബൈ എൻ ആംഗിൾ 45 ഡിഗ്രി, 45 ഡിഗ്രി ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ about the origin in counterclockwise direction in the first quadrant. അപ്പൊ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ശരി, 45 ഫസ്റ്റ് ക്വാഡ്രന്റ്. അങ്ങനെയാണെങ്കിൽ then the area of the triangle having vertices ഏത് പി, വെർട്ടിസസ് ഏതൊക്കെയാ നോക്കൂ, ആൽഫ ബീറ്റ. അപ്പൊ നമുക്കറിയാം ഈ വെക്റ്റർ ഒ പി എന്ന് പറയുന്നത് √3i plus j ആണെങ്കിൽ പിന്റെ കോർഡിനേറ്റ് അല്ലെ √3,1 ആണ് എന്ന് ഉറപ്പല്ലേ. അപ്പൊ ക്യൂവിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആൽഫ ഐ പ്ലസ് ബീറ്റ ജെ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആൽഫ ബീറ്റ അല്ലേ. ദെൻ ഏതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് ഏതൊക്കെയാണ് നോക്കി, ആൽഫ ബീറ്റ എന്ന് പറയുന്നത്, ആൽഫ ബീറ്റ ഒരു വെർട്ടെക്സ്, പിന്നെ ഒറിജിൻ ഒരു വെർട്ടെക്സ്, പിന്നെ അടുത്തത് ഏതാണ്, ബീറ്റ, സീറോ ബീറ്റ എന്ന് പറയുമ്പോൾ ക്യൂവിന്റെ വൈ കോർഡിനേറ്റ് ബീറ്റ ആയതുകൊണ്ട് സീറോ ബീറ്റ എന്ന് പറയുന്ന പോയിന്റ് ഇതാ കാണുന്നുണ്ടോ, സീറോ ബീറ്റ. ഇത് മൂന്നുമായിട്ടുള്ള ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഏരിയ ഈ ട്രയാങ്കിൾ ആണേ. ഇതാണ് അതിന്റെ സംഭവം വരുന്നത്. ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് നോക്കുക, അത് ക്യൂവിന്റെ കോർഡിനേറ്റ്സ് ആൽഫ ബീറ്റ, അപ്പൊ ആൽഫയും ബീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, എന്താ അറിയുന്നത്, റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും അല്ലേ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് സെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, മോഡ് വെക്റ്റർ ഒ പി ഇസ് ഈക്വൽ ടു മോഡ് വെക്റ്റർ ഒ ക്യൂ എന്നുള്ള കാര്യം ഉറപ്പല്ലേ. മോഡ് വെക്റ്റർ ഒ പി എന്ന് പറഞ്ഞാൽ √3 സ്ക്വയർ 3 + 1 √4 2 അല്ലേ. 2 ഈസ് ഈക്വൽ ടു മോഡ് വെക്റ്റർ ഒ ക്യൂ. അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണ് എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ വെക്റ്റർ ഒ ക്യൂ നോക്കൂ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ അവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ, 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ആ ട്രയാങ്കിൾ ഒ പി ക്യൂ എടുക്കുക. ഇനിയിപ്പം അവിടെ ആ ആംഗിൾ 45 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒ പി എന്ന് പറയുന്ന വെക്ടർ അല്ലെങ്കിൽ അതൊരു ലൈൻ സെഗ്മെന്റ് ആണല്ലോ. അപ്പൊ അത് ഈ ഒറിജിന്റെ കോർഡിനേറ്റ്സ് 0 0 ആയതുകൊണ്ട് സ്ലോപ്പ് ഓഫ് ഒ പി നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. ഈ സ്ലോപ്പ് ഓഫ് ഒ പി എടുക്കുക എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ വൈ കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ എക്സ് കോർഡിനേറ്റ്. അപ്പൊ ആക്ച്വലി സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ് അല്ലേ. അപ്പൊ ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ വൈ കോർഡിനേറ്റ് ബൈ ഡിഫറൻസ് ഇൻ എക്സ് കോർഡിനേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 വന്നു. 1 - 0/√3 - 1 1/√3 വന്നു. അപ്പൊ തീറ്റ ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈൻ ജോയിനിങ് ഇൻ എക്സ് ആക്സിസ്. അപ്പൊ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ടാൻ തീറ്റ 1/√3 ആണെങ്കിൽ തീറ്റ ഈസ് 30. ഇവിടെ ഈ 30 വരും ആംഗിൾ. അപ്പോൾ ഉറപ്പാണ് താഴെ 30യും ആ മിഡിൽ 45ഉം താഴെ 30 ആണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ആ ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ ആംഗിൾ എത്ര ഡിഗ്രി ആയി നോക്കിയേ, 15 ഡിഗ്രി ആയില്ലേ. നമുക്ക് ആ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ബേസ് അല്ലേ.
നോക്കൂ അവിടെ 0 ബീറ്റ എന്നുള്ളത് കൊണ്ട് ഇത് ബീറ്റയല്ലേ. ഇപ്പം OAQ ആണ് ട്രയാങ്കിൾ എന്ന് വിചാരിച്ചോ. OA എന്ന് പറയുന്നത് ബീറ്റ, മോഡ് ബീറ്റ എന്ന് എടുക്കേണ്ട കാര്യമില്ല, കാരണം ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് അത് ബീറ്റയാണല്ലോ. പിന്നെ ഇനി അതിൻ്റെ ആ എക്സ് കോർഡിനേറ്റ്, ആ AQ എന്ന് പറയുന്നത് ആ ബേസോ അല്ലെങ്കിൽ ആ ഹൈറ്റ് എന്താ വരിക, അവിടെ ആൽഫ എന്ന് എഴുതാലോ, കാരണം AQ ആൽഫയല്ലേ. നോക്കിയേ, കാണുന്നുണ്ടോ? അപ്പൊ ഇനി ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നതിന് സമയത്ത് നമുക്ക് എന്ത് എഴുതാം, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഇനി നമുക്ക് വേഗം എഴുതാൻ പറ്റും. പറഞ്ഞു നോക്കിയേ, 1/2 ഇൻറ്റു ബേസ് ആൽഫ ഇൻറ്റു ബീറ്റ. ഇനി ആ ട്രയാങ്കിളിന്റെ ആ ആംഗിൾ 15 ഡിഗ്രി അല്ലേ. അപ്പൊ ആ 15 ഡിഗ്രിയിൽ നമുക്കൊരു സൈൻ 15 എടുക്കുകയാണെങ്കിൽ, നോക്കിയേ, സൈൻ 15 എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആൽഫയാണ് ബൈ ഹൈപ്പറ്റ്നസ് 2 ആണ്. OQ ആണ് ഹൈപ്പറ്റ്നസ് വരിക, അത് 2 ആണ് മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് വന്നു, 2 സൈൻ 15 വന്നു അല്ലേ, വന്നില്ലേ. അതേപോലെ തന്നെ ബീറ്റ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്ത് വരും, 2 കോസ് 15 വരില്ലേ. കോസ് 15 ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 2 അല്ലേ. അപ്പൊ ബീറ്റ ഈസ് ഈക്വൽ ടു 2 കോസ് 15 വന്നോ മക്കളെ, എഴുതുന്നത് കാണുന്നുണ്ടല്ലോ. നോക്കി, അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ നേരെ കൊടുത്തോ, ഏരിയ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു, ഓക്കെ, വാട്ട് ഈസ് ആൽഫ, ആൽഫ ഈസ് 2 സൈൻ 15 അല്ലേ, 2 സൈൻ 15. വാട്ട് ഈസ് ബീറ്റ, 2 കോസ് 15. അപ്പൊ ഓരോ 2 പോട്ടെ, 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അത് സൈൻ 30 എന്ന് വന്നല്ലോ. വാല്യൂ ഓഫ് സൈൻ 30 ഈസ് 1/2 എന്നല്ലോ. അപ്പൊ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABs അല്ല, ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് എന്ന് പറയുമ്പം നമുക്ക് കിട്ടിയല്ലോ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി അല്ലേ. നോക്കിയടാ, ഓക്കെ, സെറ്റാണല്ലോ. ശരി, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ഓക്കെ ആണല്ലോ. ആൽഫ ഈസ് ഈക്വൽ ടു, നോക്കൂ, തേർഡ് ക്വസ്റ്റ്യൻ, സമയം കളയുന്നില്ല, അത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ആൽഫ ഈസ് ഈക്വൽ ടു 4i + 3j + 5k. ഒരു വെക്ടർ ആൽഫ നമുക്ക് തന്നിട്ടുണ്ട്. ബീറ്റ എന്ന് പറയുന്ന മറ്റൊരു വെക്ടർ തന്നിട്ടുണ്ട്. ഇനി നോക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കൂ, ബീറ്റ 1 ഈസ് പാരലൽ ടു ആൽഫ. ബീറ്റ 1 പാരലൽ ടു ആൽഫ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ബീറ്റ 2 ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ വെക്ടർ ആൽഫ. ആൻഡ് ദ അനദർ കണ്ടീഷൻ ഈസ്, നോക്കൂ, വെക്ടർ ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ 1 + ബീറ്റ 2. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ആദ്യം നമുക്ക് ആൽഫ എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട് അല്ലേ. ശരി, നമുക്ക് ഒന്ന് ജസ്റ്റ് അതൊരു ഫിഗറിലേക്കൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആൽഫ എന്ന് പറയുന്ന ഒരു വെക്ടർ, ആൽഫ ഈസ്, പറഞ്ഞു നോക്കി, ആൽഫ ഈസ് 4i + 3j + 5k ആൽഫ. ദെൻ ഇനി ബീറ്റ എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. പിന്നെ പറഞ്ഞത് ബീറ്റ 1 ഈസ് പാരലൽ ടു ആൽഫ. ബീറ്റ 1 ഈസ് പാരലൽ ടു ആൽഫ. അപ്പൊ ഇതാണ് ബീറ്റ 1 എന്ന് വിചാരിച്ചോ. പാരലൽ ആണെങ്കിൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ബീറ്റ 1 എന്ന് പറയുന്നത് ആൽഫയെ ഒരു കോൺസ്റ്റന്റ്, ഒരു സ്കാലാർ കൊണ്ടുള്ള പ്രോഡക്റ്റ് ആക്കി എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൽഫ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ബീറ്റ 1 എന്ന് പറയുന്നതിന് നമുക്ക് ഇവിടെ തന്നെ എഴുതാം, ഒരു സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. യെസ്, ദാറ്റ് ഈസ് 4 ലാംഡ I + 3 ലാംഡ J അല്ലെ, + 5 ലാംഡ K എന്ന് നമുക്ക് ബീറ്റ 1നെ എക്സ്പ്രസ് ചെയ്യാം. നോക്കണേ, ബീറ്റ 1 ഈസ് പാരലൽ ടു ആൽഫ ആൻഡ് ബീറ്റ 2 ഈസ് പെർപെൻഡിക്കുലർ ടു ആൽഫ. ദ ഗിവൺ വെക്ടർ ഈസ് ആൽഫ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ബീറ്റ 2 ഉണ്ടാവുക. ബീറ്റ 2 കാണുന്നുണ്ടോ നോക്കിയേ, ബീറ്റ 2 ഈസ് പെർപെൻഡിക്കുലർ ടു ആൽഫ. ഇതാണ് നമ്മുടെ ബീറ്റ 2. ബീറ്റ 2 ഈസ് പെർപെൻഡിക്കുലർ ടു ആൽഫ. ദെൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബീറ്റ 2 പെർപെൻഡിക്കുലർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം, ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കൊന്ന് ഓർമ്മിച്ച് വെക്കാം. ആൽഫ ഡോട്ട് ബീറ്റ 2 ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറയാം അല്ലേ. ദെൻ ഇനി ബീറ്റ 2, ഇനി വേറൊരു വെക്ടർ, ഇനി നമുക്ക് തന്ന കാര്യം എന്താ വെച്ചാൽ ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ 1 + ബീറ്റ 2. ബീറ്റ 1 + ബീറ്റ 2 ആണ് ഏത്, ബീറ്റ. അപ്പൊ ബീറ്റ ആണെന്ന് വിചാരിച്ചു, ഇത് ബീറ്റ. ദാറ്റ് ഈസ് ബീറ്റ. ബീറ്റ ഈസ് ഗിവൺ ബൈ എന്താണ്, I + 2j - 4k. അപ്പൊ ഞാനിവിടെ എഴുതാം I + 2j - 4k.
ബീറ്റ 1ഉം ബീറ്റ 2ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ വരും. സോ ബീറ്റ 2 ഈസ് ഈക്വൽ ടു എന്താ എഴുതാ? ബീറ്റ 2 ഈസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ബീറ്റ 1. അപ്പൊ നമുക്ക് ആ ടൈമിൽ ഒരു കാര്യം ചെയ്തേ, ബീറ്റ 2നെ നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. ബീറ്റ 2 ഈസ് ഈക്വൽ ടു അവിടെ ബീറ്റ 2 മൈനസ് സി ബീറ്റ മൈനസ് ബീറ്റ 1. ബീറ്റേൻ്റെത് ഐ മൈനസ് 4i. ഐ മൈനസ് 4i എന്ന് പറയുമ്പം 4 ലാംഡ ഐ ആണ് അല്ലേ? അപ്പം 1 മൈനസ് 4 ലാംഡ ഇൻറ്റു ഐ, ശരിയല്ലേ? ബീറ്റ മൈനസ് ബീറ്റ 1 ആണ്. പ്ലസ് 2j മൈനസ് 3 ലാംഡ ജെ. അപ്പം 2 മൈനസ് 3 ലാംഡ ഇൻറ്റു ജെ. നിങ്ങൾക്ക് അവിടെ എഴുതുന്ന കാണുന്നുണ്ടല്ലോ. പ്ലസ് അടുത്ത നോക്കിയേ, മൈനസ് 4k, പിന്നെയോ മൈനസ് 5 ലാംഡ കെ. അപ്പം മൈനസ് 4 മൈനസ് 5 ലാംഡ ഇൻറ്റു കെ ആണ് ബീറ്റ 2. ഓക്കെ, ശരി. ഇനി ഞങ്ങളുടെ മായ്ച്ച് കളയാം. അപ്പം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ബീറ്റ 2. ഓക്കെ, ഇനി ഡോട്ട് പ്രോഡക്റ്റ് 0. ആൽഫ നമ്മുടെ കയ്യിലുണ്ട്. ആൽഫ ഡോട്ട് ബീറ്റ 2 ഈസ് ഈക്വൽ ടു 0. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ എല്ലാവർക്കും അറിയാം അല്ലേ? ദെൻ എടുത്തോ, 4 ഇൻറ്റു 1 മൈനസ് 4 ലാംഡ, ശരിയല്ലേ? പ്ലസ് ജെൻ്റെത് 3 ഇൻറ്റു 2 മൈനസ് 3 ലാംഡ പ്ലസ് 5 ഇൻറ്റു മൈനസ് 4 മൈനസ് 5 ലാംഡ. ദാറ്റ് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റ് ഈസ് 0. കാരണം എന്താ? പെർപെൻഡിക്കുലർ ആണ്, ശരിയല്ലേ? അപ്പോൾ അവിടുന്ന് നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും? ലാംഡ കിട്ടും. ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ ആ ബീറ്റ 2ൽ കൊണ്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ ബീറ്റ 2 എന്ന് പറയുന്ന വെക്ടറായിട്ട് തന്നെ വരും. പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? 5 ബീറ്റ 2 ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ ആണ് ക്വസ്റ്റ്യനിൽ കാണേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അവിടുന്ന് ലാംഡയുടെ വാല്യൂ സോൾവ് ചെയ്തെടുക്കണം. ലാംഡേൻ്റെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ 4 മൈനസ് 16 ലാംഡ പ്ലസ് 6 മൈനസ് 9 ലാംഡ മൈനസ് 20 മൈനസ് 25 ലാംഡ ഈസ് ഈക്വൽ ടു 0. മൈനസ് 16 മൈനസ് 9 മൈനസ് 25 മൈനസ് 50 ലാംഡ, ശരിയല്ലേ? മൈനസ് 50 ലാംഡ മൈനസ് 10 ഈസ് ഈക്വൽ ടു 0. ഗോട്ട് ഇറ്റ്? ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് 1/5. അപ്പൊ ലാംഡ മൈനസ് 1/5 ആണെങ്കിൽ നമ്മൾ നേരെ ബീറ്റ 2 എന്താണെന്ന് എഴുതണം. ബീറ്റ 2 ഈസ് ഈക്വൽ ടു ബീറ്റ 2 പറഞ്ഞിരിക്കുന്നത് നോക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. 1 മൈനസ് 4 ലാംഡ ഇൻറ്റു ഐ. ലാംഡേൻ്റെ വാല്യൂ മൈനസ് 1/5 ആണ്. അപ്പൊ 1 പ്ലസ് 4/5 ഇൻറ്റു ഐ, ശരിയാവുന്നുണ്ടോ? പ്ലസ് 2 മൈനസ് 3 ലാംഡ. അപ്പൊ 2 പ്ലസ് 3/5 ഇൻറ്റു ജെ. ലാംഡേൻ്റെ വാല്യൂ മൈനസ് 1/5 എന്ന് കൊടുക്കുക കേട്ടോ. അപ്പം മൈനസ് 4 പ്ലസ് 1, അപ്പം മൈനസ് 3k. അപ്പൊ ഇത് വേണമെങ്കിൽ ഇനി നമുക്ക് കാണേണ്ടത് 5 ബീറ്റ 2. ക്വസ്റ്റ്യൻ നോക്കണേ. 5 ഇൻറ്റു അത് ആഡ് ചെയ്തോ 9/5. 5 ഇൻറ്റു 9/5 ഐ പ്ലസ് 13/5 ജെ മൈനസ് 3k. അപ്പൊ 5 ബീറ്റ 2 ഈസ് ഈക്വൽ ടു 9i പ്ലസ് 13j മൈനസ് 15k. ദാറ്റ് ഈസ് 5 ബീറ്റ 2. 5 ബീറ്റ 2 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 5 ബീറ്റ 2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത് നോക്കിയാൽ മക്കളെ? 5 ബീറ്റ 2 ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ. 5 ബീറ്റ 2 അതാ. ഇനി അത് വീണ്ടും എടുത്തെഴുതണ്ട. 5 ബീറ്റ 2 ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. 9 പ്ലസ് 13 മൈനസ് 15 22 മൈനസ് 15. യെസ്, കിട്ടി. ഏതാ കിട്ടിയാ നോക്കിയേ? 7 എന്ന് വന്നു. അപ്പൊ 7 എന്ന് പറയുമ്പം സി ആണ് കറക്റ്റ് ആൻസർ. സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റെഡിയല്ലേ? ഇനി അടുത്തെന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഐഡൻറ്റിറ്റീസ് ഒക്കെ വെച്ചിട്ടുള്ള എ പ്ലസ് ബി മോഡ് എ പ്ലസ് ബി സ്ക്വയർ, അതുപോലെ തന്നെ മോഡ് എ മൈനസ് ബി സ്ക്വയർ, അങ്ങനെയുള്ള ഐഡൻറ്റിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാനൊന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കിയേ, വെക്ടർ എ ആൻഡ് ബി ടു വെക്ടേഴ്സ് സച്ച് ദാറ്റ്
ശ്രദ്ധിച്ചേ, മോഡ് 2a പ്ലസ് 3b ഇസ് ഈക്വൽ ടു മോഡ് 3a പ്ലസ് b. അപ്പൊ ഞാൻ അതൊന്ന് എടുത്ത് എഴുതാം. മോഡ് 3a പ്ലസ് 2b ഈസ് ഈക്വൽ ടു, നോക്കൂ, മോഡ് 3a പ്ലസ് b. ശരിയല്ലേ? നോക്കണേ, ഇതാണ് തന്നിരിക്കുന്നത്. ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. അപ്പൊ ആ വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ തന്നുണ്ട് 60 ഡിഗ്രി ആണെന്ന്. പിന്നെന്താ തന്നെ നോക്കിയേ, 1/8 ഇൻറ്റു വെക്ടർ എ ഈസ് എ യൂണിറ്റ് വെക്ടർ. അതായത് 1/8 ഇൻറ്റു മോഡ് വെക്ടർ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അതിൽ നമുക്ക് എഴുതാം മോഡ് വെക്ടർ എ ഈസ് ഈക്വൽ ടു 8 എന്ന് എഴുതാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ബി എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താ ചെയ്യേണ്ടത്. സ്ക്വയർ ചെയ്ത് കൊടുക്കുക അല്ലേ? സ്ക്വയർ ചെയ്തിട്ട് ഐഡന്റിറ്റി കൊടുക്കുക. മോഡ് 3a പ്ലസ് 2b സ്ക്വയർ. അപ്പം 9 മോഡ് എ സ്ക്വയർ എഴുതട്ടെ. 9 മോഡ് എ സ്ക്വയർ പ്ലസ് 4 മോഡ് ബി സ്ക്വയർ. മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ. അപ്പോൾ അവിടെ 2നെയും കൂടി സ്ക്വയർ ചെയ്ത് എഴുതണ്ടേ. 4 പ്ലസ് 2 ഇൻറ്റു എ ഡോട്ട് ബി. അപ്പോൾ 2 ഇൻറ്റു 3 6 ഇൻറ്റു 2 12 എ ഡോട്ട് ബി. സ്കാലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡെഫിനീഷൻ ഓർമ്മ വേണേ. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡ് എ മോഡ് ബി കോസ് തീറ്റ എന്ന് എഴുതാം. തീറ്റ 60 ഡിഗ്രി ഓർമ്മ വേണേ. മോഡ് 3a പ്ലസ് ബി സ്ക്വയർ. അപ്പം 9 മോഡ് എ സ്ക്വയർ അല്ലേ? ക്വസ്റ്റ്യൻ തെറ്റിയുണ്ടോ? യെസ് എഴുതിയതിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. നോക്കി, ആ ക്വസ്റ്റ്യനിൽ 2 മോഡ് എ ആണ്. അപ്പൊ 2 മോഡ് എ എന്ന് പറയുമ്പോൾ 2 മോഡ് എ അല്ലേ? അതെ, 2a പ്ലസ് 3b ആണ് അല്ലേ? അപ്പൊ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പം എന്താ പ്രശ്നം? 4 ആണ്. അപ്പൊ 4 മോഡ് എ സ്ക്വയർ പ്ലസ് പിന്നെ 3b ആണ്. യെസ്, 3b ആണ്. അങ്ങോട്ട് എടുത്ത് എഴുതുമ്പോൾ തെറ്റിപ്പോയി. അപ്പൊ മോഡ് 3b സ്ക്വയർ. അപ്പൊ ഇവിടെ 9 ആണ് അല്ലേ? 9. ബാക്കി ശരിയല്ലേ? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12 മോഡ് എ ഡോട്ട് ബി. 9 ഇൻറ്റു 9 മോഡ് എ സ്ക്വയർ. യെസ്, 9 മോഡ് എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 6 ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് മോഡ് ബി സ്ക്വയർ. ഓക്കെ, ഇനി ആ മോഡേക്ക് നമുക്ക് മോഡ് എ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. എത്രയായിരുന്നു? 1/8 ഇൻറ്റു മോഡ് എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ മോഡ് എ എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? 4 ഇൻറ്റു 8 സ്ക്വയർ. 4 ഇൻറ്റു 8 മോഡ് എ എന്ന് പറയുമ്പം 8 സ്ക്വയർ. അല്ല, അതിന് മുന്നേ ഒരു കാര്യം ചെയ്യും. 4 മോഡ് എ സ്ക്വയർ അല്ലേ? ഇത് രണ്ടും അല്ലേ? അപ്പോൾ 4 മോഡ് എ സ്ക്വയർ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ എന്താവും? 9 മോഡ് എ സ്ക്വയർ മൈനസ് 4 മോഡ് എ സ്ക്വയർ 5 മോഡ് എ സ്ക്വയർ എന്നായില്ലേ? ഇനി മോഡ് ബി സ്ക്വയർ നോക്കിയേ. മോഡ് ബി സ്ക്വയർ 9 മോഡ് ബി സ്ക്വയർ. അപ്പം എന്തായി? മൈനസ് 8 മോഡ് ബി സ്ക്വയർ അല്ലേ? ശരിയല്ലേ? 6 എ ഡോട്ട് ബി മൈനസ് 12 എ ഡോട്ട് ബി. അപ്പം മൈനസ് 6 എ ഡോട്ട് ബി. മൈനസ് 6 എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0. ശരിയായില്ലേ? ഇനി നമുക്ക് മോഡേക്ക് 8 എന്ന് കൊടുക്കാം. മോഡേക്ക് 8 കൊടുക്കുമ്പം 8 സ്ക്വയർ 64 വരും. 5 ഇൻറ്റു 64 എന്ന് പറയുമ്പോൾ 320 മൈനസ് 8 മോഡ് ബി സ്ക്വയർ. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡ് ബി കോസ് തീറ്റ. ഇനി അത് വീണ്ടും മാറ്റി എഴുതുന്നില്ല. മോഡ് ബി കോസ് തീറ്റ. മോഡ് 8. അപ്പം മൈനസ് 6 ഇൻറ്റു 8 6 ഇൻറ്റു മോഡ് എ 8 ഇൻറ്റു മോഡ് ബി ഇൻറ്റു കോസ് തീറ്റ കോസ് 60 1/2 ഈക്വൽ ടു 0. അപ്പം മൈനസ് 8 മോഡ് ബി സ്ക്വയർ. ഇത് 24 ആയില്ലേ? മൈനസ് 24 മോഡ് ബി. ശരിയല്ലേ? പ്ലസ് 320 ഇസ് ഈക്വൽ ടു 0. വേണമെങ്കിൽ നമുക്കൊരു മൈനസ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡ് ബി സ്ക്വയർ മൈനസ് 3 മോഡ് ബി അല്ലേ? ശരിയല്ലേ? നോക്കിയേ, മൈനസ് 3 മോഡ് ബി മൈനസ് 40 അല്ലേ? മൈനസ് 40 സോറി മൈനസ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്ലസ് 3 മോഡ് ബി മൈനസ് 40 ഇസ് ഈക്വൽ ടു 0. അതൊരു ക്വാഡ്രാറ്റിക് ആണ്. ജസ്റ്റ് സോൾവ് ചെയ്യാനേ ഉള്ളൂ അല്ലേ? അത് നേരെ എന്ത് ചെയ്യുക? മോഡ് ബി മൈനസ് 40 ആൻഡ് 3 അല്ലേ? മോഡ് ബി പ്ലസ് 8 ഇൻറ്റു മോഡ് ബി മൈനസ് 5 അല്ലേ? 5 ഈക്വൽ ടു 0. ഇനി നോക്കിയേ,
അത് സോൾവ് ചെയ്യുമ്പോൾ മോഡ് ബി -8 വരും. -8 മോഡ് ബി 5 വരും അല്ലേ? വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നെഗറ്റീവിൽ പറയുമോ? ഇല്ല. മോഡ് ബി = 5 എന്ന് വരും. ഫോളോ ചെയ്യുന്നുണ്ടോ? ഓക്കെ അല്ലേ? നോക്കിയേ, മോഡ് ബി 5. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇതേപോലെ ഐഡന്റിറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കുക, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഈ ഐഡന്റിറ്റീസ് എവിടെയെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ മക്കളെ, നമ്മൾ ഇതാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെക്ടർ എ = I+J+2J+K. വെക്ടർ ബി നമുക്ക് തന്നിട്ടുണ്ട്, 3 × C തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്ന അടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. A × C = B. A × C B ആണ്. A.C = 3. Then A. C × B - B - C അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ A ഡോട്ട് എന്നുള്ളതിന് വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തേത് നോക്കൂ, A.C × B എന്നല്ലേ? നോക്കിയേ, അല്ലേ? A.C × B മൈനസ് അടുത്ത ടേം എന്തായി? A.B എന്നായി മൈനസ് A.C എന്നായി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിങ്ങൾ നോക്കിക്കോ, സംഭവം ഇതാ നോക്കേ. A.C നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതവിടെ 3 എന്ന് കൊടുക്കാം. A.C = 3. ഇനിയോ ഇത് 3 ആണ്. ഇനി A.B, എയും ബിയും നമുക്കറിയാം. അപ്പം പിന്നെ അവിടുന്ന് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. A.B. അപ്പോൾ I+2J+K ആണ് A എന്ന് പറയുന്നത്. ഡോട്ട് ബീനെ വേണമെങ്കിൽ നമുക്ക് 3I - 3J + 3K എന്ന് എഴുതാം. യെസ്, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 3 - 6 + 3. യെസ്, A.B 0 എന്ന് വന്നു. അപ്പം ഇതിൽ ഈ A.B അറിഞ്ഞു 0 ആണ്. ഇനിയിപ്പോൾ അതിൽ അറിയാനുള്ളത് A.C × B ആണ്. A.C × B അത് ശരിക്കും സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ് അല്ലേ? സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നോക്കിയേ, സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്ട്സ് ഓർ ബോക്സ് പ്രോഡക്റ്റ് അല്ലേ? ബോക്സ് ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കത് A. എന്തെഴുതാ? B × C ആണ്. അല്ലെങ്കിൽ അതിന് A × B. C എന്നും ഡെഫിനേഷൻ ഉണ്ട് അല്ലേ? അതല്ലേ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ ഡെഫിനേഷൻ. ഇനി നിങ്ങളിത് ഇവിടേക്ക് വരുമ്പോഴേ നോക്കണേ, A.C × B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കത് ബോക്സ് ACB ആണ് അല്ലേ? ഈ ബോക്സ് ACBന് A.C × B എന്നും എഴുതാം, അല്ലെങ്കിൽ A × C. B എന്ന് എഴുതിക്കൂടെ? A × C. B എന്ന് നമുക്ക് എഴുതാലോ. മനസ്സിലാവണ്ടോ മക്കളെ? നോക്കിയേ, A × C നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. കമോൺ പറഞ്ഞേ, വാട്ട് ഈസ് A × C? പറഞ്ഞേ, A × C. A × C എന്ന് പറഞ്ഞാൽ B ആണ്. അപ്പം അത് എന്തായി? B.B ആയി അല്ലേ? B.B എന്ന് പറഞ്ഞാൽ മോഡ് B സ്ക്വയർ അല്ലേ? B.B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് B സ്ക്വയർ അല്ലേ? മോഡ് B എന്താ നോക്ക്, വാട്ട് ഈസ് മോഡ് B? 3 × I+J+K. മാഗ്നിറ്റ്യൂഡ് എടുത്തേ, 3I - √3². ഇവിടുന്ന് തന്നെ എഴുതിയാൽ പോരെ, √3² 9 + 9 + 9 √27. മോഡ് B സ്ക്വയർ ആണ്. അപ്പോൾ √27ന്റെ സ്ക്വയർ 27 എന്ന് കിട്ടിയോ? അപ്പോൾ അത് സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ് സംഭവം എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ ഡെഫിനേഷനും അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നേരെ കൊടുത്താൽ മതി. കൊടുക്കട്ടെ, 27. യെസ്, പറഞ്ഞ 27 - A.B 0 + A × C 3. സോറി, മൈനസ് അല്ലേ? അപ്പോൾ -3. അപ്പോൾ 27 - 3. യെസ്, ഗോട്ട് ഇറ്റ്. 27 - 3 24. ഓക്കെ. അഖിലേഷ്, ആപ്പ് കിട്ടുന്നില്ല. നിങ്ങൾ ടെക്നിക്കൽ ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ.
റെഡിയാണ്. നമ്മളിത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു മക്കളെ. ദ ലീസ്റ്റ് പോസിറ്റീവ് ഇന്റഗ്രൽ വാല്യൂ ഓഫ് ആൽഫ ഫോർ വിച്ച് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് പറഞ്ഞു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി. ദാ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു, എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി ആണ്. അത് അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പോൾ കോസ് തീറ്റ അക്യൂട്ട്, തീറ്റ ഈസ് അക്യൂട്ട് ആംഗിൾ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കോസ് തീറ്റ പോസിറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം അല്ലേ. ആൽഫ ഐ, അപ്പോൾ ആൽഫ സ്ക്വയർ ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബി മൈനസ് 4 ആൽഫ -2 ഇൻറ്റു 2 ആൽഫ -4 ആൽഫ. ശരിയല്ലേ? നോക്കിയേ, 2 ഇൻറ്റു -4 ആൽഫ സ്ക്വയർ -4 ആൽഫ -4 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ +4 അല്ലേ ഇൻറ്റു റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ +4 ആൽഫ സ്ക്വയർ +4. ഇത് ഞാൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് ഇടുകയാണ്. അക്യൂട്ട് ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രന്റ് കോസ് തീറ്റ പോസിറ്റീവ്, ഗ്രേറ്റർ ദാൻ 0. ഡിനോമിനേറ്റർ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ആണ്, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ ഇൻഈക്വാലിറ്റി സൈനിന് ഒന്നും സംഭവിക്കുന്നില്ല. ആൽഫ സ്ക്വയർ -4 ആൽഫ ഗ്രേറ്റർ ദാൻ 0, സോറി -4 ഗ്രേറ്റർ ദാൻ 0. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ആൽഫ സ്ക്വയർ -4 ആൽഫ ഗ്രേറ്റർ ദാൻ 4 എന്ന് എഴുതാം. -4 ഞാൻ എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടു. ഇനി കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്താൽ മതി അല്ലേ. അപ്പം -4ന്റെ പകുതി -2 സ്ക്വയർ ചെയ്യുമ്പോൾ 4. ഞാൻ രണ്ട് സൈഡിലും 4 ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൽഫ സ്ക്വയർ -4 ആൽഫ +4 ഗ്രേറ്റർ ദാൻ 4 + 4 എന്ന് പറയുമ്പോൾ 8 ആയി. അതായത് ആൽഫ -2 ഹോൾ സ്ക്വയർ, ആൽഫ -2 ഹോൾ സ്ക്വയർ അല്ലേ, ഗ്രേറ്റർ ദാൻ എന്താ വരിക 2√2. അപ്പോൾ എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ m അല്ലേ. അപ്പോൾ ഇതെന്ത് എഴുതും? ആൽഫ -2ന്റെ വാല്യൂ ഒന്നിക്കിലോ ഗ്രേറ്റർ ദാൻ 2√8. 8ന്റെ റൂട്ട്, സോറി ഇവിടെ 8 തന്നെ എഴുതണം, എന്നിട്ട് റൂട്ട് എടുക്കല്ലേ 8. അപ്പോൾ ആൽഫ -2 ഗ്രേറ്റർ ദാൻ 2√2 ഓർ ആൽഫ -2 പറഞ്ഞ് ലെസ് ദാൻ -2√2. ശരിയല്ലേ? അപ്പോൾ ആൽഫ ഗ്രേറ്റർ ദാൻ 2√2 + 2. അപ്പോൾ √2 എന്ന് പറഞ്ഞാൽ 1.41 ആണ്. അപ്പം 1.82 വരും. അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എഴുതാം ആൽഫ ഗ്രേറ്റർ ദാൻ 4.82 എന്ന് എഴുതാൻ പറ്റൂ അല്ലേ. 1.41 ആണ് √2ന്റെ വാല്യൂ, ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2.82 + 2. അപ്പോൾ ആൽഫ ഗ്രേറ്റർ ദാൻ 4.82. മറ്റെടുത്ത് വരിക എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ആൽഫ ലെസ് ദാൻ -2√2 + 2. അപ്പം -0.82 എന്ന് വരും. ഇതിൻ്റെ ആവശ്യമില്ല, കാരണം എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂ ഓഫ് ആൽഫ. അപ്പം ഇത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം എന്താ അവിടെ നെഗറ്റീവാണ്, ലെസ് ദാൻ 0.82 ആണ്. അപ്പം ആൽഫ എന്താണ്? 4.82വിനേക്കാൾ വലിയ ലീസ്റ്റ് പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂ. പറഞ്ഞേ, കിട്ടിയല്ലോ, പറഞ്ഞേ എത്രയാ? 5 ആണ് ആൻസർ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കൂ, ഒ എ ഈസ് ഈക്വൽ ടു വെക്ടർ എ, ഒ ബി ഈസ് ഈക്വൽ ടു 12a, ഒ സി ബി ആണ്, ഒ ഒറിജിൻ ആണ്. അപ്പം ഇത് ഒ ഒറിജിൻ ആണെന്ന് മനസ്സിലാക്കുക. ഒറിജിൻ ഇനി ഒ എ എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്, വെക്ടർ എ ആണ്. ഇത് ഒ എ ആണെന്ന് വിചാരിക്കും, വെക്ടർ എ. ആൻഡ് ഒ സി ഈസ് വെക്ടർ ബി. ഇതാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നത്. ദെൻ ബി ഈസ് 12a + 4b. ഇതവിടെ നിൽക്കട്ടെ. ബി ഈസ് 12a + 4b എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എസ് ഈസ് ദ പാരലോഗ്രാം വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഒ എയും ഒ സിയും. ഒ എയും ഒ സിയും അഡ്ജസൻറ്റ് സൈഡായിട്ട് വരയ്ക്കുന്ന ഒരു പാരലോഗ്രാം ആണ് മക്കളെ എന്ത്? എസ് എന്ന് പറയുന്ന പാരലോഗ്രാം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് എസ്.
ഇനി ബി എന്ന് പറയുന്ന ഒരു വെക്റ്റർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണം. ഒ ബി കണ്ടോ, ഒ ബി എന്താ തന്നെ നോക്കിയേ, 12A + 4B ആണ് ഒ ബി. ഇനി നോക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ബൈ ഏരിയ ഓഫ് എസ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എസ് കണ്ടുപിടിച്ച്, എസ് അവിടെ ഓൾറെഡി ഉണ്ട്, പാരലോഗ്രാം ആണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതല്ല ബി എന്ന് പറയുന്ന പോയിന്റ്. കാരണം അത് പാരലോഗ്രാം ആയിട്ട്, കാരണം അത് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ഡയഗണലാണ്. അപ്പോൾ ബി അവിടെയാണെങ്കിൽ ഡയഗണൽ ആവണം. അപ്പോൾ പാരലോഗ്രാം ലോ അനുസരിച്ച് ഡയഗണൽ എന്ന് പറഞ്ഞാൽ A + B ആണ്. വെക്ടർ A + വെക്ടർ B ആണ് ഡയഗണൽ അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒ ബി എന്ന് പറയുന്നത് A + B എന്നാണ് വരേണ്ടത്. ഇത് 12A + 4B ആണ്. അപ്പം ബി അവിടെയല്ല പോയിന്റ് എന്ന് മനസ്സിലാക്കണം. അപ്പം ഇതിങ്ങനെ മാറ്റി, ബി എന്ന് പറയുന്നത് മറ്റേതോ ഒരു പോയിന്റ്, ആ വെക്റ്റർ നമുക്ക് തന്നിട്ടുമുണ്ട്. എന്താ തന്നിരിക്കുന്നത്, 12A + 4B ആണ്. എ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. അപ്പം എന്തായിരിക്കും ക്വാഡ്രിലാറ്ററൽ ഇവിടെ പറഞ്ഞ, എന്തായിരിക്കും ഇവിടെ ക്വാഡ്രിലാറ്ററൽ? ഇതാണ് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ, ശരിയല്ലേ? ആ ക്വാഡ്രിലാറ്ററൽ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ആ ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് ഏത് ക്വാഡ്രിലാറ്ററിനെ, OABC എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിനെ 2 ട്രയാങ്കിൾ ആക്കി മാറ്റാം. എന്നിട്ട് ആ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ ആഡ് ചെയ്താൽ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ ആയി. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് തരികയാണെങ്കിൽ ½ × mod A × B ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ, താഴെയുള്ള ട്രയാങ്കിൾ ഏരിയ നോക്കിയോ, ½ × mod, ഒരു സൈഡ് അഡ്ജസൻറ്റ് സൈഡ് നോക്കിയേ A ക്രോസ്, മറ്റേ രണ്ടാമത്തെ സൈഡ് എന്ന് പറയണത് നോക്കിയേ ഏതാ പറഞ്ഞേ, 12A + 4B. ഇതാണ് ഫസ്റ്റ് ട്രയാങ്കിൾ, ക്ലോസ് ചെയ്തു. +1/2 × സെക്കൻഡ് ട്രയാങ്കിൾ മുകളിലുള്ള ഏരിയ. അപ്പോൾ നോക്കിയേ ½ × mod, ഒരു അഡ്ജസൻറ്റ് സൈഡ് B ആണ്, B ക്രോസ്, മറ്റേത് പറഞ്ഞേ 12A + 4B ആണ് അല്ലേ. മനസ്സിലായോ? ഇതാണ് 2 ട്രയാങ്കിളിൻ്റെ ഏരിയ കൂടി ആഡ് ചെയ്താൽ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ ആയി. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1/2 × mod 12A × A. A × A 0 ആണ്. ബാക്കി എന്താ വരിക, 4 × A × B ഓർ B × A, 4B × A അല്ലേ, ശരിയല്ലേ? പ്ലസ് അടുത്ത നോക്കിയേ 1/2 × B × A, 12B × A. അതായത് 2 കഴിഞ്ഞിട്ട് വെച്ചാൽ 2 × mod A × B യും mod B × A ഒക്കെ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് mod 2A × B പ്ലസ് അവിടെ 1/2 × 12 എന്ന് പറയുമ്പോൾ 6 ആണ്, 6 × mod A × B. അപ്പോൾ കിട്ടി 8 mod A × B ഈസ് ദ ഏരിയ ഓഫ് ദ, പറഞ്ഞോ, ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ഇനി നമുക്ക് ഇവിടെ നിന്ന് എഴുതി നോക്കാം. ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററലായി പറഞ്ഞോ, 8 mod A × B ആണ് ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ പാരലോഗ്രാം. മക്കളെ ഏരിയ ഓഫ് ദ പാരലോഗ്രാം പറഞ്ഞ എയും ബിയും അഡ്ജസൻറ്റ് സൈഡ്സ്. അപ്പോൾ ഏരിയ ഓഫ് ദ പാരലോഗ്രാം mod A × B, 8 mod A × B ഡിവൈഡഡ് ബൈ mod A × B. യെസ്, ഗോട്ട് ഇറ്റ്, കിട്ടിയിരിക്കുകയാണ്. നോക്കിയേ 8. അപ്പോൾ അതാണ് വെക്ടേഴ്സിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്ത ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ വെർട്ടിസസ് ABC ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ദ വെർട്ടിസസ്. അപ്പോൾ ഞാനിതാ വേഗം ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ 2i - 3j + 4k. അപ്പോൾ നമുക്കതിനെ എന്തെഴുതാ, അതിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് പറഞ്ഞു ഡയറക്റ്റ് അങ്ങോട്ട് എഴുതാ. 2 - 3 2 - 3 3 അല്ലേ. നോക്കിയേ പൊസിഷൻ വെക്ടർ 2i - 3j 2i - 3j + 3k. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് 2i + 2j + 3k ആണ്. യെസ്, പറഞ്ഞോ, പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് പറഞ്ഞോ, ബി എന്ന് പറയുന്ന പോയിന്റ് 2 2 3. ഓക്കെ. മൂന്നാമത്തെ സി എന്ന് പറയുന്ന പോയിന്റ് പറഞ്ഞോ, -i + j + 3k. അപ്പോൾ എന്താ വരിക നോക്കിയേ, -1 1 3 വന്നല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ആയില്ലേ.
ഇനി എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. എൽ ഡിനോട്ട് ദ ലെങ്ത് ഓഫ് ദ ആംഗുലാർ ബൈസെക്ടർ. ആംഗിൾ ബൈസെക്ടർ ആണ് ഏത്? BACയുടെ. അപ്പൊ BAC വന്നു. BACയുടെ ആംഗിൾ ബൈസെക്ടർ. ഓക്കെ, അത് കൊണ്ടുപോയിട്ട് BCയിൽ D എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ആംഗുലാർ ബൈസെക്ടർ ADയുടെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് L ആണെന്ന്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2L²? അപ്പോൾ ആ ആംഗുലാർ ബൈസെക്ടറിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അതായത് AD എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അതാണ് നമ്മളെ കാര്യം. ശരി, അപ്പം ഞാനൊരു കാര്യം ചെയ്യാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ ഇപ്പം നമ്മൾ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത് അറിയാം അല്ലേ. ഒരു ആംഗുലാർ ബൈസെക്ടർ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിനനുസരിച്ച് ഈ സൈഡിൻ്റെ ലെങ്ത് എമ്മും എന്നും ആണെങ്കിൽ ഈ സൈഡിനെ നമ്മളത് M:N എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ച് നോക്കാം. ഏതിൻ്റെ? ABയുടെയും AC-യുടെയും ലെങ്ത് കണ്ടുപിടിക്കുക. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുലയിൽ കണ്ടുപിടിക്കാനേ ഉള്ളൂ. യെസ്, എനിക്കിത് 5 എന്ന് കിട്ടും. ഇവിടെയും നിങ്ങൾക്ക് നോക്കിയാൽ 5 എന്ന് കിട്ടും. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. നോക്കണേ ഒന്ന്. ഡിസ്റ്റൻസ് ഫോർമുല 2 - 2 0 -3 - 2 25. 25ന്റെ √5. അപ്പുറത്തും 9 9 + 16 25 5. അപ്പം നമുക്ക് മനസ്സിലായത് ഐസോസിലസ് ആണ്. ഐസോസിലസ് ആണെങ്കിൽ എളുപ്പമായി. കാരണം എന്താ, ഇനിയിപ്പോൾ വേറെ കാര്യത്തിലേക്കൊന്നും പോകണ്ട. D മിഡ് പോയിന്റ് ആയിരിക്കും അല്ലേ. ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ആംഗുലാർ ബൈസെക്ടർ മിഡ് പോയിന്റിലായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൻ്റെ. ശരിയല്ലേ? അല്ലെങ്കിൽ 5:5 റേഷ്യോ 1:1. അപ്പോൾ തന്നെ മനസ്സിലായി അത് മിഡ് പോയിന്റ് ആണെന്ന്. അപ്പോൾ D മിഡ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? D എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് വേഗം കണ്ടുപിടിക്കുക. കാരണം എന്താ, Bയും ഉണ്ട് Cയും ഉണ്ട്. കൊടുക്കുക മിഡ് പോയിന്റ് ഫോർമുലയിൽ 2 + 2 - 1 1/2 3/2. യെസ്, 1/2 3/2 3. D കിട്ടി. D കിട്ടിക്കഴിഞ്ഞാൽ AD ആണ് L. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുലയിൽ അപ്ലൈ ചെയ്തോ. L = √ അല്ലേ 2 - 1/2. 3/2ന്റെ സ്ക്വയർ 9/4 പ്ലസ് -3 - 3/2. അപ്പൊ -9/4. അപ്പൊ 9/4 സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ ഉണ്ട് 81/4 പ്ലസ് 3 - 3 എന്ന് പറയുമ്പോൾ 0 ആയി. അപ്പൊ √90/4. ശരിയല്ലേ? 45 90/4. അപ്പോൾ അതെന്താവും? √90/2 ആയി അല്ലേ. 81 + 4 തെറ്റിയിട്ടുണ്ടല്ലോ. നോക്കട്ടെ ഒന്ന്, ഒരു മിനിറ്റ്. 9 + 81 എന്ന് പറയുമ്പോൾ 90/4. 90/4 എന്ന് പറഞ്ഞാൽ 45/2 എന്ന് എഴുതാം. എഴുതിക്കൂടെ? അപ്പോൾ √45/2. L = √45/2. L² എനിക്ക് കിട്ടി. L² 45/2. L² 45/2. യെസ്, 2L² 2L² എന്ന് പറയുമ്പോൾ 2 × 45/2 അല്ലേ. യെസ്, 45. D ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പം ഇങ്ങനെയൊക്കെയാണ് വെക്ടേഴ്സ് എന്ന് കുറച്ച് ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് നോക്കി വെക്കുക. ശരി, അപ്പോൾ ഇനി ഞാനൊരു 2-3 ക്വസ്റ്റ്യൻസ് ഒരു 3Dയിലേക്ക് പോവുകയാണ്. 3 ഡയമെൻഷണൽ ജോമെട്രിയിലേക്ക് പോവുകയാണ്. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നിങ്ങൾ നോക്കി വെക്കേണ്ടത് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളതൊന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇമേജ് എന്ന് പറയുന്ന ഭാഗം. ഇമേജ് ആൽഫ ബീറ്റ ഗാമ ആണെങ്കിൽ 2α - 3β + ഗാമ അങ്ങനെയൊക്കെയാണ് ചോദിച്ച് കണ്ടിരിക്കുന്നത്. അല്ലാത്ത കൺസെപ്റ്റുകളുണ്ട്. ഇതാണ് എടുത്ത് പറയത്തക്ക 2 കൺസെപ്റ്റ്. അപ്പോൾ അതിൽ ആദ്യം ഞാനൊരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഒരു ടൈപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കുക, ഡയറക്റ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനല്ല നമുക്ക് വരിക. നോക്കുക, അതിൽ നോക്കുക x - λ/0 y - 3/4 അതുപോലെ തന്നെ z + 6/1. അത് ഒരു ലൈനാണ്. ഇതൊന്നാണ്, ഇത് വേറൊരു ലൈനാണ്. അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 13 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആ ലാംഡയുടെ വാല്യൂസ് ഒക്കെ കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് 8 × mod ലാംഡ, അതായത് സിഗ്മ എന്ന് പറയുമ്പോൾ ആ ലാംഡയുടെ വാല്യൂ ഒക്കെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് ആ 2 ലൈനിൽ നിന്ന് നമുക്ക് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ലൈനിൻ്റെ ഇക്വേഷൻ ഒന്നുകൂടി എടുത്ത് എഴുതാമെന്ന് തോന്നുന്നു. ശരി, നോക്കൂ. x - λ/0 = y - 3/4 = z + 6/1 is our first line, and the second line is
എന്തായിരുന്നു എക്സ് പ്ലസ് ലാംഡ ബൈ 3 എക്സ് പ്ലസ് ലാംഡ ബൈ 3 is equal to y ബൈ മൈനസ് 4 അല്ലേ നോക്കിയടാ y ബൈ മൈനസ് 4 is equal to സെറ്റ് മൈനസ് 6 ബൈ 0 ആണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 13 ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാംഡേൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. അപ്പം നമുക്ക് ഇതിനെ നമുക്ക് ആദ്യം വെക്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതാം. വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു പറഞ്ഞേ ലാംഡ ഐ, ശരിയല്ലേ, ലാംഡ ഐ പ്ലസ് 3j മൈനസ് 6k പ്ലസ് കോൺസ്റ്റന്റ് എം. ലാംഡ എന്നുള്ളതിന് പകരം ഞാൻ വേറൊരു കോൺസ്റ്റന്റ് എഴുതാം, ലാംഡ ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. ദെൻ 0i പ്ലസ് പറഞ്ഞു നോക്കിയേ 4j പ്ലസ് k എന്ന് നമുക്ക് ആദ്യത്തേനെ നമുക്ക് എന്ത് ചെയ്യാം, വെക്ടർ ഫോമിലേക്ക് എഴുതാം. രണ്ടാമത്തേന്ന് പറയുകയാണെങ്കിൽ മൈനസ് ലാംഡ ഐന് വരൂ അല്ലേ, അവിടെ പ്ലസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് അടുത്ത എന്താ വരിക നോക്കിയേ, മൈനസ് y മൈനസ് 3 പ്ലസ് 0j പ്ലസ് 6k പ്ലസ് n ഇൻറ്റു 3i മൈനസ് 4j പ്ലസ് പറഞ്ഞു നോക്കിയേ 0k എന്ന് പറയും. ഒരു കോൺസ്റ്റന്റ് ഞാൻ n എഴുതി. ദെൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് a2 മൈനസ് a1 ഒന്ന് എഴുതി നോക്കാം. a2 മൈനസ് a1 ലാംഡ ഐ പ്ലസ് മൈനസ് 2 ലാംഡ ഐ മൈനസ് ചെയ്തോക്കെ 0 മൈനസ് 3 അപ്പം മൈനസ് 3j 6k പ്ലസ് 12k a2 മൈനസ് a1 b1 ക്രോസ് b2 അല്ലേ, b1 ക്രോസ് b2 മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണ്, സോറി ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണ്. ഡിറ്റർമിനൻ്റ് ഐ ജെ കെ, പിന്നെയോ 0 4 1, പിന്നെ ഇപ്പുറത്ത് നോക്കിയേ 3 മൈനസ് 4 0, ശരിയല്ലേ നോക്കിയേ. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് 4i അല്ലേ, 4i പ്ലസ് 3j മൈനസ് 12k. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു. ഡോട്ട് പ്രോഡക്റ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഡി ഇസ് ഈക്വൽ ടു നോക്കൂ മക്കളെ, മോഡ് ഓഫ് a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ്. അപ്പം മൈനസ് 2 ലാംഡ ഇൻറ്റു 4 മൈനസ് 8 ലാംഡ മൈനസ് 8 ലാംഡ മൈനസ് 3 ഇൻറ്റു 3 അപ്പം മൈനസ് 9 മൈനസ് 8 ലാംഡ മൈനസ് 9. പിന്നെ നോക്കിയേ 12 ഇൻറ്റു മൈനസ് 12 മൈനസ് 144 ആണ്, ഡിവൈഡഡ് ബൈ മോഡ് b1 ക്രോസ് b2. b1 ക്രോസ് b2ൻ്റെ മാഗ്നിറ്റ്യൂഡിലേക്ക് നമുക്ക് പോവാം. റൂട്ട് ഓഫ് 16 പ്ലസ് 9 പ്ലസ് 16 144. അപ്പം എന്ത് വന്നു, അത് 169 വന്നില്ലേ, 169ൻ്റെ റൂട്ട് 13 അല്ലേ, 30. അപ്പോൾ താഴെ 30. അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 13 എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം മൈനസ് 8 ലാംഡ മൈനസ് 153 അല്ലേ, മൈനസ് 153 ബൈ 13 ഇസ് ഈക്വൽ ടു ഐദർ ഇറ്റ് ഈസ് 13 ഓർ മൈനസ് 8 ലാംഡ മൈനസ് 153 ഇസ് ഈക്വൽ ടു ബൈ 13 ഇസ് ഈക്വൽ ടു മൈനസ് 169 എന്ന് വന്നു അല്ലേ. അല്ല 169 അല്ല, 13 ക്രോസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ 13 തന്നെ മൈനസ് 30 പ്ലസ് 13 ഓർ മൈനസ് 13 അല്ലേ. അപ്പോൾ മൈനസ് 8 ലാംഡ ഈസ് ഈക്വൽ ടു 169 പ്ലസ് 153 അപ്പോൾ 322. സോ ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് 322 ബൈ 8 ആണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് നമുക്ക് ഇതേപോലെ തന്നെ ലാംഡ എന്ന് പറഞ്ഞാൽ മൈനസ് 8 ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് 169 പ്ലസ് 153 വരും. അപ്പോൾ മൈനസ് 16. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 16/8. 16/8 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, എന്നാലും നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ കാര്യം എന്നുള്ളത് നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് വന്ന് നോക്കൂ. അതുകൊണ്ട് ഞാനത് ഒറ്റയടിക്ക് 2 എന്ന് എഴുതിയിട്ടില്ല. അവിടെ 2 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 8 ഇൻറ്റു സിഗ്മ. അപ്പോൾ ലാംഡേൻ്റെ വാല്യൂസിൻ്റെ സമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ലാംഡേൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ മോഡ് മൈനസ് 322/8 പ്ലസ് 16/8. ഇതാണ് രണ്ട് വാല്യൂസ്. ആ രണ്ട് വാല്യൂസിൻ്റെ സമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ 8 ഇൻറ്റു അത് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 306/8 എന്ന് വരും. മാഗ്നിറ്റ്യൂഡ് എടുക്കുക, അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ 306/8.
അപ്പോൾ 8 8 തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 306 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഏത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത് ക്ലിയർ ആക്കിയിട്ട് പഠിച്ചിട്ട് പോകണം. ഇതാണ് 3Dയിൽ വരുന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇനി നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് P and Q be the points. ശ്രദ്ധിക്കുക മക്കളെ, P and Q be the points on the line. ഒരു ലൈൻ തന്നിട്ടുണ്ട്, ആ ലൈനിലുള്ള 2 പോയിന്റ്സ് ആണ് Pയും Qവും. വിച്ച് ആർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എത്ര യൂണിറ്റ്? 6 യൂണിറ്റ്. യെസ്. അപ്പൊ നോക്കൂ ക്വസ്റ്റ്യൻ. അപ്പൊ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് x+3/8 അല്ലെ. x+3/8 is equal to y-4/2 is equal to z+1/2. z+1/2. അത് നമുക്ക് ഇനി ആ ലൈനിലുള്ള 2 പോയിന്റ്സ് ഏതൊക്കെ? P and Q. R എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ഏതാ? 1 2 3. ഇനി ഈ PQR എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ആ പിന്നെ വേറൊരു കാര്യമുണ്ട്. വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ്. ഈ 2 പോയിന്റും ആറിൽ നിന്ന് 6 യൂണിറ്റ് ഡിസ്റ്റൻസിലാണ്. അപ്പൊ ഇതും 6 ആണ്, ഇതും 6 ആണ്. ഇനി PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക, എന്നിട്ട് അതിന്റെ സെൻട്രോയിഡ് ആണ് ആൽഫ ബീറ്റ ഗാമ. അപ്പം ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് വെർട്ടിസസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പണിയൊന്നുമില്ല. അപ്പം നമുക്ക് ഇവിടെ Pയും Qവും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. യെസ്, ജനറൽ പോയിന്റ് ഓൺ ദ ലൈൻ. ഇതിനെ ലാംഡ എന്ന് എടുത്തു അല്ലെ. അപ്പം നമുക്ക് അതിൽ ജനറൽ പോയിന്റ് എക്സ് എന്ന് പറയുന്നത് 8 ലാംഡ മൈനസ് 3. ശരിയാണോ നോക്കണേ. 8 ലാംഡ മൈനസ് 3 ഈസ് ഒരു പോയിന്റ്. അടുത്ത y എന്ന് പറയുമ്പോൾ എന്താവും? 2 ലാംഡ പ്ലസ് 4 അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? y 2 ലാംഡ പ്ലസ് 4. സെറ്റോ 2 ലാംഡ മൈനസ് 1. ദാറ്റ് ഈസ് ദ ജനറൽ പോയിന്റ് ഓൺ ദാറ്റ് ലൈൻ. ഇനി ഈ ഒരു പോയിന്റിലേക്ക് P ആണ് ആ പോയിന്റ്, അല്ലെങ്കിൽ P ആൻഡ് Q ആ 2 പോയിന്റ്സ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ 2 പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ആ ലാംഡ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞാനിതാ ഇത് P ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മൾ P എന്ന് പറയുമ്പോൾ ഈ P ആണ് ഈ പോയിന്റ് എന്നായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ നേരെ ഡിസ്റ്റൻസ് ഫോർമുലയിലേക്ക് പോവുകയാണെങ്കിൽ റൂട്ട് ഓഫ് കൊടുക്കുകയാണ്. 8 ലാംഡ മൈനസ് 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 4 ആയി. 8 ലാംഡ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ലാംഡ 4 മൈനസ് 2 അല്ലേ. അപ്പൊ 2 ലാംഡ പ്ലസ് 2 ലാംഡ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. 2 ലാംഡ മൈനസ് 1. അപ്പൊ 2 ലാംഡ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ. 2 ലാംഡ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആ റൂട്ട് എടുക്കണം. പക്ഷെ ഇപ്പുറത്തെ 6 ആയതുകൊണ്ട് അതിന് അങ്ങോട്ട് സ്ക്വയർ ചെയ്തേക്കാം. അപ്പൊ 36. ഏത് ഡിസ്റ്റൻസ് 6 ആണല്ലേ. ഇനി അതൊന്ന് സോൾവ് ചെയ്താൽ ലാംഡ കിട്ടും. അത് സോൾവ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ഞാൻ എഴുതാം 64 ലാംഡ സ്ക്വയർ മൈനസ് 64 ലാംഡ പ്ലസ് 16 പ്ലസ് 4 ലാംഡ സ്ക്വയർ പ്ലസ് 8 ലാംഡ പ്ലസ് 4. പിന്നെയോ പ്ലസ് 4 ലാംഡ സ്ക്വയർ മൈനസ് 8 × 2 16 ലാംഡ പ്ലസ് 16 ഇസ് ഈക്വൽ ടു 36. കാണുന്നുണ്ടോ? 36. അപ്പൊ നമുക്ക് എന്താക്കി? 16 പ്ലസ് 4 20, 20 പ്ലസ് 16 36. ഇപ്പുറത്തെ 36 അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ 72 ലാംഡ സ്ക്വയർ മൈനസ് ആഡ് ചെയ്ത് നോക്ക് മൈനസ് 72 ലാംഡ മൈനസ് 72 ലാംഡ ഇസ് ഈക്വൽ ടു 0. അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 72 ഒക്കെ കോമൺ എടുത്തു കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാംഡ ഇസ് ഈക്വൽ ടു 0യും ലാംഡ ഇസ് ഈക്വൽ ടു 1ഉം കിട്ടും. അപ്പോൾ ലാംഡ ഇസിന്റെ വാല്യൂ രണ്ടും 6 യൂണിറ്റ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ ലാംഡ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ലാംഡേൻ്റെ ഒരു വാല്യൂ കൊടുത്തിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് പിയും കിട്ടും, മറ്റേ ക്യൂവും കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ലാംഡയ്ക്ക് 0 കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പി എന്ന് പറയുന്നത് എന്താവും? -3 പിന്നെ 4 പിന്നെ -1. -3 4 -1 ഏത് വന്നു? പി വന്നു. അടുത്ത വാല്യൂ എടുക്കുക 1 എടുത്തിട്ട് ക്യൂലേക്ക് കൊടുക്കുക. അപ്പോൾ 1. അപ്പോൾ 8 - 3 എന്ന് പറയുമ്പോൾ 5 വന്നു. ശരിയല്ലേ? 2 5 6 വന്നു. പിന്നെ അടുത്ത 1 വന്നു. 2 - 1. അപ്പോൾ PQR ആയി. ഇനി സെൻട്രോയിഡിലേക്ക് പോവാം. വരൂ, സെൻട്രോയിഡ് P വന്നു, Q വന്നു, R വന്നു. അപ്പോൾ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ എന്താ? x1 + x2 + x3 -3 + 1 -2 -2 + 5 ഇതാ 3 3/3 1. അപ്പോൾ സെൻട്രോയിഡ് ഈസ് ആൽഫ ബീറ്റ ഗാമ.
യെസ് പറഞ്ഞു 1. അടുത്തോട് 4 + 2 6, 6 + 6 12, 12/3 4, -3 plus -1 plus 3 2, 2 plus 1 3, 3/3 1. യെസ്, ആൽഫ ബീറ്റ ഗാമ ഈസ് 1 4 1, 1 4 1 ഡയറക്റ്റ് സെൻട്രോയിഡ്. ആൽഫ ബീറ്റ ഗാമ ഈസ് 1 4 1. ദെൻ ഇനി നോക്കിക്കോ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ 1 സ്ക്വയർ 1 പ്ലസ് 16 പ്ലസ് 1. യെസ്, 18. ഓപ്ഷൻ സി. സിമ്പിളാണ് ആ ക്വസ്റ്റ്യൻ 3Dയിൽ നിന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും ഒരു ലൈനിൽ നിന്ന് ജനറൽ പോയിന്റ് എടുക്കാൻ പഠിച്ചു വെക്കുക. ആ ജനറൽ പോയിന്റ് പല കണ്ടീഷൻസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും, ലാംഡയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് എടുത്തെഴുതാൻ പറ്റും. അങ്ങനെ ജനറൽ പോയിന്റ് ഒക്കെ തന്നെയാണ് ഏതിലൊക്കെ ചെയ്യുന്നത്, നമ്മൾ ഇമേജിൽ, റിഫ്ലക്ഷനിൽ, അതുപോലെ തന്നെ ഏതിൽ ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ജനറൽ പോയിന്റ് എടുക്കാനുള്ളത് അപ്ലൈ ചെയ്യാനുണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി ഇതാ നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 7 - 2 11 ഫ്രം ദ ലൈൻ x - 6 = 1. അപ്പൊ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഡയറക്റ്റ് അവർ നമ്മളോട് ഡിസ്റ്റൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മളത് നോക്കണം. ആ ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 7 - 2 1 എന്ന് പറയുന്ന 7 - 2 11 എന്ന് പറയുന്ന പോയിന്റ് ഫ്രം ദ ലൈൻ. ഏതാ ലൈൻ നോക്കിയാ, ലൈൻ നമുക്ക് തന്നിരിക്കുന്നത് നോക്കി, ലൈൻ തന്നിരിക്കുന്നത് x - 6/1. x - 6/1 is equal to y - 4/0 is equal to z - 8/3. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ശരിക്ക്, അല്ലേ? അത് ആ ലൈനിൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് തന്നെ, ഈസ് എലോങ് ദ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയിന്റ് വന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഈസ് എലോങ് ദ ലൈൻ, ഏത് ലൈനിലാണ് നോക്കിയേ, ആ ലൈനിൻ്റെ ഇക്വേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് x - 5/2 is equal to y - 1. നോക്കൂ, y - 1/-3 is equal to, അതുപോലെ തന്നെ z - 5/6 എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കേ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഈ സെലോങ് ദ ലൈൻ, ആ ലൈനിലായിരിക്കണം. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ലൈൻസ് അല്ല. കാരണം പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ A1 A2 B1 B2 + C1 C2 0 ആവണം. അതങ്ങനെ വരുന്നില്ല, കണ്ടോ? ഈ 2 × 1 -3 × 0, അതുപോലെ തന്നെ 6 × 3. അപ്പോൾ അവിടെ ഒരു പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പോയിന്റ് എന്താണ്, 7 - 2 11 P എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ Q എന്ന് എടുക്കുക. അപ്പോൾ PQ കണ്ടുപിടിക്കണം. PQ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, Qൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഫോമുലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കത് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് P എന്ന് പറയുന്നത്, ഈ ലൈനിലുമാണ് ഈ ലൈനിലുമാണ്, P അല്ല, ഏത് Q. അപ്പോൾ ആ ലൈനിന് ജനറൽ പോയിന്റ് എടുക്കുക. അപ്പോൾ ലൈൻ ജനറൽ പോയിന്റ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും, 2 λ + 5, 2 λ + 5. അത് Q ആയിട്ട് അസ്യൂം ചെയ്താൽ മതി ആ പോയിന്റ്. അല്ലെങ്കിൽ ഇപ്പുറത്തെ ലൈനിൽ നിന്ന് ജനറൽ പോയിന്റ് എടുത്തിട്ട് അടുത്ത ലൈനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. യെസ്, എനിവേ നിങ്ങൾക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാം. y is equal to -3 λ + 1 അല്ലേ നോക്കിയേ, -3 λ + 1 ആണ്. മറ്റേത് എന്താണ് നോക്കിയേ, 6. ഇതിനെ നമുക്ക് ലാംഡയോട് ഇക്വേറ്റ് ചെയ്തിട്ടല്ലേ ജനറൽ പോയിന്റ് എടുക്കുക. 6 λ + 5 ആണ്. അപ്പോൾ അത് നമുക്ക് Q ആയിട്ട് എടുക്കാം, Q എന്ന് പറയുന്നത്. ഇനി ആ ലാംഡേൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലാംഡേൻ്റെ വാല്യൂ എന്താണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ Q എന്ന് പറയുന്ന പോയിന്റ് എഴുതാൻ പറ്റും. അപ്പം എന്ത് ചെയ്യുക, ഈ Q ഈ ലൈനിലും അല്ലേ, അപ്പോൾ ആ ലൈനിൽ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ, എക്സിന് കൊടുക്കേണ്ടത് 2 λ + 5 അല്ലേ. അപ്പോൾ 2 λ + 5 - 6, അപ്പോൾ എന്താ വരിക, പറയാ 2 λ - 1 വരും /1. ഓക്കെ, വൈക്ക് എന്താ കൊടുക്കുക, -3 λ + 1. അപ്പോൾ -3 λ -1 - 4 അല്ലേ, -3. -3 λ -3 താഴെ എന്താ 0. ലാംഡേൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ, നമുക്ക് അവിടെ നിന്ന് തന്നെ മതി, അപ്പുറത്തേക്ക് കൊടുക്കണം എന്നില്ല. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ 0 is equal to -3 λ - 3 അല്ലേ, 0 × -. അപ്പോൾ അവിടുന്ന് 3
മൈനസ് 3 ലാംഡ ഈസ് ഈക്വൽ ടു 3. അപ്പോൾ പറഞ്ഞ ലാംഡ എന്താ? ലാംഡ -1 ആണ് എന്ന് കിട്ടി. യെസ്, ലാംഡ -1 ആണെങ്കിൽ നേരെ പോയിക്കോ ക്യൂലേക്ക്. ക്യൂലേക്ക് പോകുമ്പോൾ -2 + 5 3. -2 + 5 3. -3 ഇൻറ്റു അപ്പോൾ 3 + 1. 3 + 1 ഈസ് 4. ഓക്കെ. ഇനിയോ -6 + 5 -1 അല്ലേ? -1. അപ്പോൾ ക്യൂ കിട്ടിയില്ലേ? ഇനി പി ക്യൂ അല്ലേ കിട്ടേണ്ടത്? പി ക്യൂ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഫോർമുലയെ കൊടുത്തേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡയറക്റ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് അല്ല, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദ ലൈൻ അല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു വ്യത്യാസമുള്ളത്. നിങ്ങൾ ഡിസ്റ്റൻസ് ഫോർമുല കൊടുത്തോ. 7 - 3 4 4 സ്ക്വയർ 16 പ്ലസ് -2 -4 -6 -6നെ സ്ക്വയർ ചെയ്യുമ്പോൾ 36 അല്ലേ? 36. അടുത്തത് എന്താ വരിക പറയും? 144. അപ്പോൾ 144 + 36 റൂട്ട് എടുക്കുന്ന സമയത്ത് 176 14 വന്നു. പി ക്യു ഈസ് ഈക്വൽ ടു 14 ആണ് വന്നിരിക്കുന്നത്. ചെയ്ത് നോക്കിയേ. 14 ഈസ് ഓപ്ഷൻ ബി. അപ്പോൾ ഇതാണ് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് വന്നിരിക്കുന്നത്. ഞാനൊരു 3D ഇപ്പോൾ സമയം കുറവ് കാരണം ഞാനൊരു 4 ക്വസ്റ്റിനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ കാര്യമായിട്ടൊന്ന് നോക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഇമേജ് ഓർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നിരിക്കുന്ന ആ ഭാഗവും കൂടി നിങ്ങളൊന്ന് നോക്കണം. ഞാൻ സമയക്കുറവ് കൊണ്ട് അത് ചെയ്തിട്ടില്ല. ഇനി അടുത്ത ക്ലാസ്സുകളിലേക്ക് നമുക്ക് നോക്കിയിട്ട് സമയമുള്ളതനുസരിച്ച് ചെയ്യാം. എന്തായാലും നിങ്ങളത് നോക്കി വെക്കണം. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. നമ്മൾ 2 ചാപ്റ്ററാണ് നോക്കിയത്, വെക്ടർ ആൻഡ് 3D. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് നമ്മുടെ കോണിക് സെക്ഷൻസും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനുമായിട്ട് HM സാറ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും സ്റ്റേ ട്യൂൺ. ബൈ. ഹലോ, ഗുഡ് ഈവനിങ് ടു ആൾ. വോയിസ് ക്ലിയർ ആണ് മക്കളെ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറയൂ. ഓക്കെ ആണോ? റെഡി? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് നോക്കാം കേട്ടോ. പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് അതുപോലെ കോണിക് സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, അപ്പം നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ചാപ്റ്റേഴ്സ് സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് കോണിക് സെക്ഷൻസ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ഫ്രം 2024 ജാനുവരി നടന്ന എക്സാം ആണ്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, തുടങ്ങല്ലേ? യെസ്, അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ജസ്റ്റ് നോക്കാം ക്വസ്റ്റ്യൻ. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. അപ്പം നോക്കാം, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ലെറ്റ് എ ബി ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ലൈൻസ്. അപ്പം നമുക്ക് 2 ലൈൻസുകൾ തന്നിട്ടുണ്ട്. ആ 2 ലൈൻസുകൾ തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് അനദർ പോയിന്റ് ആണ്. ദാറ്റ് പോയിന്റ് ഈസ് ദി ഇന്റർസെക്ഷൻ ഓഫ് അനദർ 2 ലൈൻസ്. അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ 2 പോയിന്റ്സുകൾ നമുക്ക് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് പി ഫ്രം ദി ലൈൻ എ ബി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബി എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ 2 പോയിന്റ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ 2 പോയിന്റ്സുകൾ കിട്ടുന്നത്, ഒന്ന് ആദ്യത്തെ 2 ലൈൻസ് സോൾവ് ചെയ്യുമ്പോൾ എ കിട്ടും, രണ്ടാമത്തെ 2 ലൈൻസുകൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി കിട്ടും. അപ്പോൾ എങ്ങനെയാണ് 2 ലൈൻസുകൾ സോൾവ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഇക്വേഷൻ ഞാനിവിടെ എഴുതാണ്. 3x + 2y ഈസ് ഈക്വൽ ടു എന്താണ്? 14 ആണ്. ഇതാണ് ഫസ്റ്റത്തെ ലൈൻ. രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് 5x - y
ഇസ് ഈക്വൽ ടു 6 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ ലൈനെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാൻ വേണ്ടി രണ്ടാമത്തെ ലൈനെ ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? 10x മൈനസ് 2y വിച്ച് ഇസ് ഈക്വൽ ടു 12 ആണ്. ഇനി ഞാൻ ഈ ലൈൻ അതേപോലെ താഴേക്ക് എടുത്തെഴുതുന്നു. ദാറ്റ് ഈസ് 3x പ്ലസ് 2y ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 14 എന്നുണ്ട്. ഇത് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 13x ഇസ് ഈക്വൽ ടു 26 എന്ന് കിട്ടും. സോ എക്സ് ഈക്വൽ ടു 26/13 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 2 എന്ന് കിട്ടി. ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു ലൈനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ലൈനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 3 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 2 ആണ്, പ്ലസ് 2y ഇസ് ഈക്വൽ ടു എത്രയുണ്ട്? 14 എന്നുണ്ട്. സോ 2y ഇസ് ഈക്വൽ ടു 14 മൈനസ് 6, 2y ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 8 എന്ന് കിട്ടും. സോ y ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റ് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? 2,4 ആണെന്ന് കിട്ടി, എ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ആക്ച്വലി ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് അനദർ 2 ലൈൻസ്. അപ്പോൾ ആ ലൈൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 8 ആണ്. രണ്ടാമത്തെ ലൈനിലെ ഫസ്റ്റ് ഇക്വേഷൻ, രണ്ടാമത്തെ കണ്ടീഷനിലെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് ലൈൻ. അടുത്തത് 6x പ്ലസ് y ഇസ് ഈക്വൽ ടു 5 ആണ്. ഇപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മനസ്സിലായല്ലോ? കോഎഫിഷ്യൻ്റ് ഓഫ് y സെയിം ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 18x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 15 എന്ന് കിട്ടി. ഞാൻ ഏറ്റവും മുകളിലത്തെ ലൈനിന് താഴെ അതേപോലെ തന്നെ എഴുതാണ്. 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു എന്താണ്? 8 ആണ്. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്ട്രാക്ഷനാണ്. തൊട്ട് മുമ്പ് നമ്മൾ ആഡാണ് ചെയ്തത്, ഇവിടെ നമ്മൾ സബ്ട്രാക്ഷനാണ് ചെയ്യുന്നത്. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 18x മൈനസ് 4x എന്ന് പറയുമ്പോഴത്തേക്കും എത്ര കിട്ടി? 12x എന്ന് കിട്ടി. സോറി, 18x മൈനസ് 4x ഈസ് 14x. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 15 മൈനസ് 8 എന്ന് പറയുമ്പോഴത്തേക്കും 7 എന്ന് കിട്ടി. സോ എക്സ് ഈക്വൽ എത്ര കിട്ടി? 7/14 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ നമ്മൾ വീണ്ടും ഒരു ലൈനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഏതെങ്കിലും ഒരു ലൈനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ ആദ്യത്തെ ലൈനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഇതാ ഈ ലൈനിലാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ലൈനിൽ ഞാൻ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 4 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 1/2 പ്ലസ് 3y ഇസ് ഈക്വൽ എന്താണ്? 8 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 3y ഇസ് ഈക്വൽ ടു നമുക്ക് 6 എന്ന് കിട്ടും, y ഇസ് ഈക്വൽ ടു നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ ബി എന്നുള്ള പോയിന്റ് എന്താണ്? ബിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് 1/2, y എന്താണ്? 2 ആണ്. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതാണ് ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് പി ഫ്രം ദി ലൈൻ എ ബി ആണ്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന കോർഡിനേറ്റ് അറിയാം, ബി എന്ന് പറയുന്ന കോർഡിനേറ്റ് അറിയാം. ആ രണ്ട് കോർഡിനേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ ബി എന്ന് പറയുന്ന ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷൻ ഓഫ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇക്വേഷൻ ഓഫ് എ ബി ആണ്. ഇക്വേഷൻ ഓഫ് ലൈൻ എ ബി എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ ഓഫ് ലൈൻ 2 പോയിന്റ് ഫോം യൂസ് ചെയ്യുക. y മൈനസ് y1, ഞാനിവിടെ y1 ആയിട്ട് എടുക്കുന്നത് ഈ പോയിന്റ്, x1 y1 ആയിട്ട് ഈ പോയിന്റ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോയിന്റ് എടുക്കാം, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. സോ y മൈനസ് y1 എന്ന് പറഞ്ഞാൽ 4 ഇസ് ഈക്വൽ ടു m എന്ന് പറഞ്ഞ സ്ലോപ്പാണ്. രണ്ട് പോയിന്റ് തന്ന സ്ലോപ്പ് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം. m ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന് വെച്ചാൽ 4 മൈനസ് 2 ഡിവൈഡഡ് ബൈ, അവിടെ വരുന്ന കോർഡിനേറ്റ് ഇതാണ്, 4 മൈനസ് 2 ഡിവൈഡ് ബൈ 2 മൈനസ് 1/2 എന്ന് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മുകളിലേക്ക് പോകുമ്പോൾ 4 ആയി, ദാറ്റ് ഈസ് 4/3. ഓക്കെ, സ്ലോപ്പ് എത്ര കിട്ടി? 4/3 എന്ന് കിട്ടി. സോ y മൈനസ് y1 ഇസ് ഈക്വൽ ടു സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 4/3 ആണ്, ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോർഡിനേറ്റ് 2 ആണ്. നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 3y മൈനസ് 12 ഇസ് ഈക്വൽ ടു 4x മൈനസ് 8 എന്ന് കിട്ടി. ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 4x മൈനസ് 3y, പിന്നെ നമുക്ക് ആ മൈനസ് 12നെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് 8 പ്ലസ് 12 എന്ന് കിട്ടും. ദാറ്റ് ഈസ് പ്ലസ് 4 എന്ന് കിട്ടി. ഓക്കെ, പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. നമുക്ക് വേണ്ട എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് പി. പി എന്ന് പറയുന്ന കോർഡിനേറ്റ് ഏതാണ്? പി എന്ന് പറയുന്ന കോർഡിനേറ്റ് ഇവിടെ കൃത്യമായി തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് പി ഫ്രം ദി ലൈൻ ആണ്. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഈക്വൽ ടു മോഡുലസ് സബ്സ്റ്റിറ്റ്യൂട്ട് ദി പോയിന്റ് കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് പി ഇൻ ദി ലൈൻ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 ഇൻറ്റു 4 എന്ന് പറയുന്നത് എത്ര കിട്ടി? 20 കിട്ടി. മൈനസ് 3 ഇൻറ്റു മൈനസ് 2 എന്ന് പറയുന്നത് പ്ലസ് 6, ദെൻ പ്ലസ് 4 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ്, നമ്മൾ ലൈനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, വൈയുടെ കോഎഫിഷ്യൻ്റെ സ്ക്വയർ 9. സോ ദിസ് ഈസ് 30 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ 30 ഡിവൈഡ് ബൈ 5 6 എന്ന് കിട്ടും. സോ ഏത് ഓപ്ഷനാണ് കറക്റ്റ് വരിക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരിക. ഓക്കെ,
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഇത് ചെയ്യുന്നത് നമ്മൾ രണ്ട് ലൈൻസുകൾ തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കലാണ്. അത് 2 പ്രാവശ്യം നമ്മൾ ചെയ്യണം. 2 പെയർ ഓഫ് ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എയും ബിയും കിട്ടും. എ ബി തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ലൈൻ കിട്ടും. ലൈൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, റൈറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കുക ക്വസ്റ്റ്യൻ. എ എന്ന് പറയുന്ന പോയിന്റ് -2 -1, ബി 1 0, സി ആൽഫ ബീറ്റ, ഡി ഗാമ ഡെൽറ്റ, ബി ദി വെർട്ടീസസ് ഓഫ് എ പാരലോഗ്രാം. പിന്നെ തന്നിട്ടുള്ള കണ്ടീഷൻസ് നമുക്കിത് വരച്ചതിന് ശേഷം ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു പാരലോഗ്രാം ആണ്. സോ നമ്മൾ റഫായിട്ടൊരു പാരലോഗ്രാം വരയ്ക്കുക. ഈ പാരലോഗ്രാമിൻ്റെ വെർട്ടീസസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ABCD. എ എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്താണ്? എ എന്ന് പറയുന്ന കോർഡിനേറ്റ് -2, -1. ബി എന്ന് പറയുന്ന കോർഡിനേറ്റ് 1, 0. സി എന്ന് പറയുന്ന കോർഡിനേറ്റ് ആൽഫ ബീറ്റ. ഡി എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്താണ്? ഡി ഇസ് ഗാമ ഡെൽറ്റ. ഇങ്ങനെ 4 കോർഡിനേറ്റ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. സി ലൈസ് ഓൺ ദി ലൈൻ. സി എവിടെ ലൈ ചെയ്യുന്നുണ്ട്? ഈ ലൈനിൽ ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റഫായിട്ട് ഇതിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റിലൂടെ ഒരു ലൈൻ വരച്ചാൽ മതി. സി എന്ന് പറയുന്ന പോയിന്റിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. റഫായിട്ട് വരയ്ക്കാണ്. ഈ ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 2x - y = 5 ആണ്. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യൻ മുമ്പോട്ട് വായിക്കുമ്പോൾ നോക്കൂ. ഡി ലൈസ് ഓൺ ദിസ് ലൈൻ എന്ന് പറയുന്നുണ്ട്. സോ ഡി എന്ന് പറയുന്ന പോയിന്റിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ റഫായിട്ട് ഇങ്ങനെ വരച്ചു. ആ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 3x - 2y. സി 3x - 2y = എന്താണ്? 6 ആണ്. 3x - 2y = 6. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫയും ബീറ്റയും ഗാമയും ഡെൽറ്റയുമാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ സം ഓഫ് അബ്സല്യൂട്ട് വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം നോക്കൂ. ഈ സി എന്ന് പറയുന്ന പോയിന്റ് എവിടെ ലൈ ചെയ്യുന്നുണ്ട്? ഈ ലൈനിൽ ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ പോയിന്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? സോ സി ലൈസ് ഓൺ ദി ലൈൻ. ദെയർഫോർ ഇവിടുന്ന് നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ആൽഫ - ബീറ്റ = 5 എന്ന് കിട്ടി. ഓക്കെ, ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് നമുക്കറിയാം ഒരു പാരലോഗ്രാമിൻ്റെ 4 വെർട്ടീസസുകളിൽ 3 എണ്ണം തന്നു കഴിഞ്ഞാൽ 4ാമത്തത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് അറിയാം. ഈ ആൽഫ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ആൽഫ എന്ന് പറയുന്നത് നോക്കൂ, ഈ ഗാമയുടെയും അതുപോലെ ഈ 1ൻ്റെയും സം എടുക്കുക. ഗാമ +1 എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കോർഡിനേറ്റ് അതിൽ മൈനസ് ചെയ്യണം. അതാണ് ആൽഫ കണ്ടുപിടിക്കാനുള്ള മാർഗം. സോ ആൽഫ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ഗാമ +1. കോർഡിനേറ്റ്സ് ആഡ് ചെയ്ത് മനസ്സിലായല്ലോ. ഗാമ +1, പിന്നെ അതിന് ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഉള്ളതിന് നമ്മൾ മൈനസ് ചെയ്യണം. അതായത് ഈ -2ന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. -2 ആണ് വരിക. ദാറ്റ് ഈസ് +2. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ ഉള്ള ആൽഫ കണ്ടുപിടിക്കണം. സോ ഗാമ +1 മൈനസ് ദിസ് നമ്പർ. അപ്പോൾ എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. ഈ എക്സ് കോർഡിനേറ്റ് മൈനസ് ചെയ്യുന്നു. അതുപോലെ ഡെൽറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡെൽറ്റ അല്ല, ബീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെയുള്ള വൈ കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക. അതായത് ഡെൽറ്റയും 0യും തമ്മിൽ ആഡ് ചെയ്യുന്നു. ഈ -1 എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഡെൽറ്റ കിട്ടുക. അപ്പം നമുക്ക് ഇവിടുന്ന് ആൽഫ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഗാമ +1 +2 എന്ന് കിട്ടി. അതായത് ഗാമ +3 എന്ന് കിട്ടി. ഇതുപോലെ നമുക്ക് ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ +0. ഡെൽറ്റ +0 -1 ബിക്കം +1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ +1 എന്ന് കിട്ടി. ഓക്കെ, ദിസ് ഈസ് ഡെൽറ്റ +1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഈ ലൈൻ കണ്ടോ? ഈ ഒരു ഇക്വേഷൻ കണ്ടോ? ഈ ഇക്വേഷനകത്ത് നമുക്ക് ആൽഫയും ബീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ആൽഫ അറിയാം, ഇവിടെ നമുക്ക് ബീറ്റ അറിയാം. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം നമുക്ക് വരുന്നത് എന്താണ്? 2 × ആൽഫ എന്ന് പറയുന്നത് ഗാമ +3 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഗാമ +3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ വരുന്നത് ഇവിടെ -ബീറ്റയാണ്. സോ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ +1 ആണ്. സോ -ഡെൽറ്റ +1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 5 ആണ്. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. ദാറ്റ് മീൻസ് 2 ഗാമ +6 മൈനസ് ഡെൽറ്റ -1 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. സോ ഇതിൽ നമുക്ക് 6 എന്ന് 1 കുറച്ച 5 അല്ലേ? അപ്പോൾ ഈ 5ഉം ക്യാൻസൽ ചെയ്തു. സോ 2 ഗാമ മൈനസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. ശരിയല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ, മറ്റൊരു കാര്യം. ഇവിടെ നമുക്ക് ഡി എന്ന് പറയുന്ന വെർട്ടെക്സ് എവിടെ ലൈ ചെയ്യുന്നുണ്ട്? ഈ ലൈനിൽ ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഗാമയും ഡെൽറ്റ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? അപ്പോൾ നമുക്ക് ഗാമയും ഡെൽറ്റയുള്ള മറ്റൊരു ഇക്വേഷൻ കിട്ടില്ലേ?
ആ രണ്ട് ഇക്വേഷൻ, ഈ ഇക്വേഷനും ഇപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗാമയും ഡെൽറ്റയും കിട്ടും. ഗാമയും ഡെൽറ്റയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടി. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയുടെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നൗ വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് പോയിന്റ് ഇൻ ദിസ് ലൈൻ. അപ്പോൾ എന്ത് കിട്ടും? ഗാമ 3 ഗാമ എന്ന് കിട്ടും. സോ 3 ഗാമ മൈനസ് 2 ഡെൽറ്റ ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇവിടെ നമുക്ക് കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ വേണ്ടി ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ വിത്ത് 2. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റയുടെ കോഎഫിഷ്യൻസുകൾ സെയിം ആകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും പറഞ്ഞേ? 2 × 2 ഗാമ എന്ന് പറഞ്ഞാൽ 4 ഗാമ മൈനസ് 2 ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0. ഇവിടെയാണെങ്കിൽ 3 ഗാമ മൈനസ് 2 ഡെൽറ്റ ഇസ് ഈക്വൽ ടു 6 ആണ്. ഞാൻ ഇത് സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 4 ഗാമയിൽ നിന്ന് 3 ഗാമ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാമ കിട്ടും. പിന്നെ ഡെൽറ്റ ഡെൽറ്റ ക്യാൻസൽ ചെയ്ത് പോയി. 0 മൈനസ് 6 എത്രയാണ്? -6 ആണ്. സോ ഗാമ എന്താണെന്ന് കിട്ടി? -6 എന്ന് കിട്ടി. ഓക്കെ, ഗാമയുടെ വാല്യൂ ഇത് നമുക്ക് തൊട്ട് മുകളിലത്തെ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ കിട്ടും. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഇക്വേഷനാണ്. ഞാൻ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 2 × ഗാമ എന്ന് പറഞ്ഞാൽ -6 മൈനസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0. സോ ഫ്രം ഹിയർ ഡെൽറ്റ ഇസ് ഈക്വൽ ടു -12 എന്ന് കിട്ടി. സോ ഡെൽറ്റ കിട്ടി. ഇനി എനിക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. സി ആൽഫ ഇസ് ഈക്വൽ ടു ദിസ് ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു ദിസ്. അപ്പോൾ ഞാൻ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കുകയാണ്. ആൽഫ എന്ന് പറയുന്നത് ഗാമ പ്ലസ് 3 ആണ്. ഗാമ എന്ന് പറയുന്നത് -6 ആണ്. -6 പ്ലസ് 3 എത്ര കിട്ടി? -3 എന്ന് കിട്ടി. ബീറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ പ്ലസ് 1 ആണ്. ഡെൽറ്റ -12 ആണ്. -12 പ്ലസ് 1 ഇസ് ഈക്വൽ എത്ര കിട്ടി? -11 എന്ന് കിട്ടി. അപ്പം നമുക്ക് ആൽഫയും ബീറ്റയും ഗാമയും ഡെൽറ്റയും എല്ലാം കിട്ടി. ദെൻ മോഡുലസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ കിട്ടില്ലേ? കാൽക്കുലേറ്റ് നോക്കിയേ. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഈസ് -3 പ്ലസ് ബീറ്റ ഈസ് -11 പ്ലസ് ഗാമ എത്രയായിരുന്നു മക്കളെ? -6 പ്ലസ് ഡെൽറ്റ ഈസ് -12. നിങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എത്രയാണ്? 18, 29, 32 എന്ന് കിട്ടും അല്ലേ? ആൻസർ വിൽ ബി 32. ഇതൊരു ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. 2024 ചോദിച്ച ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് 32 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണോ മക്കളെ? ചെയ്ത രീതി മനസ്സിലായോ? എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതി മനസ്സിലായോ? ചെയ്തിരിക്കുന്ന രീതി ക്ലിയർ ആണോ? അത് റെസ്പോണ്ട് ചെയ്യണേ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. വേഗം വേഗം തീർക്കണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? എനിബഡി? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ ആണോ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. നോക്കെ, ലെറ്റ് എ വേരിയബിൾ ലൈൻ പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. Meet the positive coordinate axis at the point A and B. Then the minimum value of OA plus OB, where O is the origin, is equal to. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ ഒരു റഫ് ഐഡിയ നോക്കാം. ജസ്റ്റ് ഒരു ഡയഗ്രം വരയ്ക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഒരു വേരിയബിൾ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, സർക്കിളിൻ്റെ സെൻറ്റർ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. സെൻറ്റർ എന്താണ്? 8,2 ആണ്. അപ്പോൾ സെൻറ്റർ വരുന്ന രീതിയിൽ ഞാനിവിടെ ഒരു സർക്കിൾ ജസ്റ്റ് ഇങ്ങനെ ഒരു റഫായിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. നോക്കിയോളൂ. സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈൻ പാസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് സെൻറ്ററിലൂടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ നമുക്കറിയാം. സെൻറ്റർ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്റർ കാണാൻ എല്ലാവർക്കും അറിയാമല്ലോ. സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. സോ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതി വിത്ത് ഓപ്പോസിറ്റ് സൈൻ ആണ്. സോ ഇവിടെ വരുന്ന സെൻറ്റർ എന്ന് പറയുന്നത് 8,2 ആണ് സെൻറ്റർ. ഓക്കെ, ഈ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? ലൈന് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട് വിത്ത് ദി കോർഡിനേറ്റ് ആക്സസ് അല്ലേ? അതിന് മീറ്റ് ദി കോർഡിനേറ്റ് ആക്സസ് എന്ന് പറയുന്നുണ്ട്. ഏത് കോർഡിനേറ്റ് ആക്സസ് ആണ്? പോസിറ്റീവ് കോർഡിനേറ്റ് ആക്സസ് ആണ്. അതായത് എക്സ് ആക്സിൽ പോസിറ്റീവ് സൈഡിൽ മീറ്റ് ചെയ്യണം, അതുപോലെ വൈ ആക്സിലും പോസിറ്റീവ് സൈഡിൽ എന്ന് വെച്ചാൽ എബോവ് ഒറിജിനിൽ മീറ്റ് ചെയ്യണം. അങ്ങനെ പോകുന്ന ലൈനിൻ്റെ ഒക്കെ പ്രത്യേകം നിങ്ങൾക്കറിയാം. അതിൻ്റെയൊക്കെ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. എനിവേ,
നമ്മൾ ഇവിടെയുള്ള പോയിന്റ് എ ആണെന്ന് വിചാരിക്കുക, ഇവിടെയുള്ള പോയിന്റ് ബി ആണെന്ന് വിചാരിക്കുക. നമുക്കറിയാം അതിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ട്. എയിൽ എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ബിയിൽ വൈ കോർഡിനേറ്റ് ഉണ്ടാവും, എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ലൈന് സെൻട്രലിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, സെൻറ്റർ 8,2 ആണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ എങ്ങനെ പറയാൻ പറ്റും? ഇതിന്റെ സ്ലോപ്പ് എം ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ എങ്ങനെ പറയാൻ പറ്റും? y മൈനസ് y1 എന്ന് പറഞ്ഞാൽ 2 ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1 ഈസ് 8. ഓക്കെ, ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ. പക്ഷെ ഇവിടെ നമുക്ക് സ്ലോപ്പ് അറിയില്ല, പക്ഷെ ഇക്വേഷൻ ഇതാണ്. ഇനി നമുക്കറിയാം ഈ ലൈൻ്റെ ഇക്വേഷനിൽ നമുക്ക് എക്സിന് 0 എന്ന് കൊടുത്താൽ നമുക്ക് വൈ കോർഡിനേറ്റ് കിട്ടും, വൈക്ക് 0 എന്ന് കൊടുത്താൽ എക്സ് കോർഡിനേറ്റ് കിട്ടും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസെപ്റ്റ്സ് അല്ലേ. അപ്പോൾ നമ്മൾ എക്സിന് എന്ത് ചെയ്യാണ്? ആദ്യം നമ്മൾ വൈക്ക് 0 കൊടുക്കുന്നു. വൈക്ക് 0 കൊടുത്താൽ -2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എം ഇൻറ്റു എക്സ് മൈനസ് 8 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ 8 -2/m -2/m പ്ലസ് 8 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് യുവർ എക്സ്. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണത് -2/m പ്ലസ് 8, 0. ഓക്കെ, നമുക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടി. ഇനി വൈ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ, വൈ ആക്സിലെ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എക്സ് വൈക്ക് 0 കൊടുത്താൽ എക്സ് കിട്ടി. ഓക്കെ, നമ്മളിനി എക്സിന് 0 കൊടുത്താൽ നമുക്ക് വൈ കിട്ടും. അപ്പോൾ എക്സിന് നമ്മൾ 0 കൊടുക്കാൻ പോവാണ്. എക്സിന് നമ്മൾ 0 കൊടുക്കുന്ന സമയത്ത് y -2 ഇസ് ഈക്വൽ ടു എം ഇൻറ്റു 0 മൈനസ് 8. അപ്പോൾ y കിട്ടി നമുക്ക് -8m പ്ലസ് 2 എന്ന് കിട്ടി. ദിസ് ഈസ് യുവർ വൈ കോർഡിനേറ്റ്. അപ്പോൾ എനിക്കിവിടെ എഴുതാൻ പറ്റും 0, -8m പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് OA പ്ലസ് OBയുടെ മിനിമം വാല്യൂ ആണ്. നിങ്ങൾക്കറിയാം ഒറിജിൻ ഇവിടെയുണ്ട്. ഇതാണ് OA എന്ന് പറയുന്ന ലെങ്ത്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെയുള്ള എക്സ് കോർഡിനേറ്റ് ആണ്. ഡെഫിനറ്റ്ലി എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇത് പോസിറ്റീവ് കോർഡിനേറ്റ് എക്സിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കേണ്ട കാര്യമില്ല. ഇതായിരിക്കും, ഈ ലെങ്ത് ആയിരിക്കും OB എന്ന് പറയുന്നത്, അതായത് വൈ കോർഡിനേറ്റ് ആയിരിക്കും. അപ്പോൾ അത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അതേ കോർഡിനേറ്റ് വെച്ച് പറയാൻ പറ്റും. സോ OA പ്ലസ് OB എന്ന് പറഞ്ഞാൽ എന്താണ്? OA എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -2/m പ്ലസ് 8 ആണ്. ഇതിലൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? OB ആഡ് ചെയ്യണം. ഒറിജിനൽ ഡിസ്റ്റൻസ് OB ആഡ് ചെയ്യണം. OB എന്ന് പറഞ്ഞാൽ എന്താണ്? -8m പ്ലസ് 2 ആണ് അല്ലേ? -8m പ്ലസ് 2 ആണ്. ഇതിന് നമ്മൾ സം ഫംഗ്ഷൻ ഓഫ് എം ആയിട്ട് എടുക്കുക, എഫ് ഓഫ് എം എന്ന് എടുക്കാം. റൈറ്റ്? ഇനി നമ്മൾ ഇതിന് മിനിമം കിട്ടണമെങ്കിൽ വി നീഡ്, മിനിമം ആണെങ്കിലും മാക്സിമം ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഡെറിവേറ്റീവിലേക്ക് പോകും. സോ f'(m) എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഈ കാണുന്ന ക്വാണ്ടിറ്റീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിനെ ഡിഫറൻഷിയേറ്റ് നിങ്ങൾക്കറിയാം 2/mന്റെ -2/mന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് 2/m², കോൺസ്റ്റന്റ് 8ന്റെ ഡെറിവേറ്റീവ് 0, -8mന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എമ്മിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ -8 എന്ന് കിട്ടും. പിന്നെ 2 ആണ് അതിന്റെ ഡെറിവേറ്റീവ് 0. ഇനി നമ്മൾ f'(m)നെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമ്മിന് 2 വാല്യൂസ് കിട്ടും. ഒന്ന് 1/2 എന്നും കിട്ടും, ഒന്ന് -1/2 എന്ന് കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. 2/m² ഇസ് ഈക്വൽ ടു 8, m² ഇസ് ഈക്വൽ ടു 1/4, m ഇസ് ഈക്വൽ ടു +or-1/2. നമ്മൾ ഈ പോസിറ്റീവ് 1/2 നമ്മൾ റിജക്ട് ചെയ്യാണ്. ബിക്കോസ് സ്ലോപ്പ് കനോട്ട് ബി പോസിറ്റീവ് ഹിയർ. ബിക്കോസ് ആ ലൈനിൻ്റെ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പോസിറ്റീവ് എക്സ് ആക്സിനെയും പോസിറ്റീവ് വൈ ആക്സിനെയും കട്ട് ചെയ്ത് പോകുന്ന ലൈനാണ്. തീർച്ചയായിട്ടും അവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. സോ m ഇസ് ഈക്വൽ ടു -1/2. അപ്പോൾ -1/2 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇവിടെ എന്ത് വരുന്നത്? ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ വരുന്നത്. അപ്പോൾ എഫ് ഓഫ് മിനിമം എന്ന് പറയുന്നത് എന്താണ്? എഫ് മിനിമം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് -1/2ലാണ്. ആ -1/2 നിങ്ങൾ ആ ഫംഗ്ഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് -2/m. ഇപ്പം ഞാൻ അതിൻ്റെ ആൻസർ ഇവിടെ എഴുതാണ്. -2/m എന്ന് പറയുമ്പോൾ മൈനസ് ഇതിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഏതിലാണ് കൊടുക്കുന്നത് മനസ്സിലായല്ലോ? ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഓഫ് എം. അതിൽ നമ്മൾ എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ -2ന്റെ താഴെ -1/2 വരും. പ്ലസ് ഒരു 8 ഉണ്ട്. -8 × -1/2, 8 × -1/2 പ്ലസ് ഒരു 2 ഉണ്ട്. ഇത് ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 + 8 + 4 + 2 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? 18 എന്നാണ് കിട്ടുക. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ആൻസർ ഈസ് 18. ആൻസർ കിട്ടിയോ? നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? ചെയ്ത രീതി മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ജോമെട്രിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റഫ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ചെയ്യാനുള്ള ഐഡിയ കിട്ടും, അല്ലെങ്കിൽ ചെയ്യേണ്ട രീതി മനസ്സിലാവും. അതാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
ഒരു ഡയഗ്രം വരച്ചുകൊണ്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഡയഗ്രം വരച്ച് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക കേട്ടോ. പറ്റുന്നതാണെങ്കിൽ ഡയഗ്രം വരയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട വരും, സമയം വേസ്റ്റ് ആയി പോകും. ഓക്കെ, ഡയഗ്രം വളരെ സ്പീഡിൽ വരച്ച് പഠിക്കുക, റഫായിട്ട് വരച്ചാൽ മതി. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഡയഗ്രം വരയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? റെഡി? അടുത്തേക്ക് പോകല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എക്സാമിന് പലപ്പോഴും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നോക്കുക, ദി ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് 2, 3 ഫ്രം ദി ലൈൻ. അപ്പോൾ അത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സന്തോഷമായിരിക്കും. കാര്യം 2, 3 ഒരു പോയിന്റ്, ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ അഫ്കോഴ്സ് അത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാരണം നമ്മൾ സാധാരണ ചെയ്യാറ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്. യു വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദ പോയിന്റ് ഇൻ ദ ലൈൻ ബൈ റൂട്ട് ഓഫ് a² + b². എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ അതുകൊണ്ട് തീരുന്നില്ല. ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദി ലൈൻ എന്ന് പറഞ്ഞിട്ട് അവിടെ തീരുന്നില്ല. മെഷേർഡ് പാരലൽ ടു ദിസ് ലൈൻ, അങ്ങനെ വേണം ഡിസ്റ്റൻസ് എടുക്കാൻ. എന്ന് വെച്ചാൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു റഫ് ഐഡിയ പറഞ്ഞുതരാം. എപ്പോഴും നമ്മൾ ഡയഗ്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പറയുന്നത് നോക്കിക്കോളൂ. 2, 3 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. 2, 3 ഈ 2, 3യിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഒരു ലൈൻ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ആ ലൈൻ എന്ന് വിചാരിച്ചു. ഞാനിതൊന്ന് ശരിച്ച് വരയ്ക്കാനുള്ള കാരണം ഇവിടെ ഒരിക്കലും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല ഉദ്ദേശിച്ചത്. നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തരുന്നതാണ്. ഇവിടെ പാരലായിട്ടുള്ള മെഷറാണ് പ്രതീക്ഷിക്കുന്നത്. പാരലായിട്ടുള്ള മെഷറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. എന്തിന് പാരലാണ്? നിങ്ങൾ എന്തിൻ്റെ ഡിസ്റ്റൻസ് ആണോ എടുക്കേണ്ടത് ആ ഡിസ്റ്റൻസ് എടുക്കുന്നതിന് പാരലായിക്കൊണ്ട്, അതല്ലെങ്കിൽ ഈ പാരലിന് കണക്കായിക്കൊണ്ട് വേണം ആ ഡിസ്റ്റൻസ് എടുക്കാൻ. അതായത് ഇതാണല്ലോ നമ്മളിപ്പോൾ വരച്ച പാരൽ ലൈൻ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന് പാരലായിട്ട് മെഷർ ചെയ്യണം. ഇതിന് പാരലായിട്ട് മെഷർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ലൈൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെരിഞ്ഞൊക്കെ പോകുന്ന ലൈനായിരിക്കും എന്നാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരലൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ 2 ലൈൻ ഇക്വേഷൻ എഴുതാം. ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് എന്താണ്? 2x - 3y + 28 = 0 ആണ്. ഇതാണ് നമുക്ക് ഈ ലൈൻ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് പാരലായിക്കൊണ്ട് നമുക്ക് വേറൊരു ലൈൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതാണ്. √3x - y + 1 = 0. ഓക്കെ, ഡയഗ്രം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡയഗ്രം ക്ലിയർ ആണെങ്കിൽ ഇനി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. യെസ് ജിത്തു, അങ്ങനെ ചെയ്യാം കേട്ടോ. പല രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ആ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. പാരലൈൻ്റെ ഇക്വേഷൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടാണ് കിട്ടുക. അതാണ് എൻ്റെ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാനിത് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. വേറെ വിഷയമൊന്നുമില്ല, ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ക്ലിയർ ആണല്ലോ. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് 2, 3 ഫ്രം ദി ലൈൻ ആണ്. ഇതാണ് 2, 3 ഫ്രം ദി ലൈൻ ഇതാണ്. പക്ഷേ ഈ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് നിങ്ങൾ ഇതിന് പാരലായിട്ടുള്ള മെഷർ ആയിക്കൊണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ എത്രയാണോ ലെങ്ത് ഇവിടെ എടുക്കേണ്ടത് ആ ലെങ്ത് നിങ്ങൾ ഇതിന് പാരലായിക്കൊണ്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവിടെ പാരാമെട്രിക് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. സി, ഈ ലൈനിൻ്റെ സ്ലോപ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ tan θ എന്ന് പറയുന്നത് √3 ആണ് അല്ലേ? -(x കോഎഫിഷ്യന്റ് ഡിവൈഡ് ബൈ y കോഎഫിഷ്യന്റ് ആണ്. എക്സ് കോഎഫിഷ്യന്റ് നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നു, y കോഎഫിഷ്യന്റ് ഓൾറെഡി നെഗറ്റീവ് ഉണ്ട് അവിടെ. സോ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് √3 ആയിട്ട് മാറും. സോ θ = എത്ര കിട്ടി മക്കളെ? 60 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ സി, ഞാൻ ഈ പോയിന്റിനെ എ എന്നെടുക്കുന്നു, ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ബി എന്നെടുക്കുന്നു, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ ഇതിൻ്റെ പാരാമെട്രിക് ഫോം എങ്ങനെ എഴുതുക? എങ്ങനെ എഴുതേണ്ടത്? x = 2 + r cos θ എന്ന് എഴുതണം. വേർ θ is 60 ഡിഗ്രി. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ ആ കോർഡിനേറ്റ് ആണ് 2, r ഡിസ്റ്റൻസ് ആണ്, cos θ എന്ന് പറഞ്ഞാൽ ആ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ആ ലൈൻ ഓൾറെഡി മറ്റേ ലൈന് പാരൽ ആയതുകൊണ്ട് നമുക്ക് ആ പാരൽ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടിയാൽ മതി. അതാണ് 60 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, 60 ഡിഗ്രിയാണ് ആ ഇൻക്ലിനേഷൻ. അതിൻ്റെ ടാൻ വാല്യൂ ആണ് സ്ലോപ്പ്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇൻക്ലിനേഷൻ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ എന്ത് കിട്ടി? cos 60 1/2 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 + r/2 എന്ന് കിട്ടി. ഓക്കെ, 2 + r/2 ആണ് അവിടെയുള്ള എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എങ്ങനെ പറയാൻ പറ്റും മക്കളെ? വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 3 + r sin θ ആണ്, sin 60 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + sin 60 എന്ന് പറഞ്ഞാൽ √3/2 അല്ലേ? അപ്പോൾ ഇവിടെ വരുന്നത്
√3r/2 എന്നല്ലേ വരിക. അതാണ് sin 60 ഇൻറ്റു ആർ ആണ്. √3/2 ഇൻറ്റു ആർ √3r/2 ആണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഈ XY എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ, ഈ XY എന്ന് പറയുന്നത് ഈ ലൈനിലുള്ള XY ആണ്. ഇതിലുള്ള ഓരോ പോയിന്റുമാണ് XY എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു XY എന്ന് പറയുന്നത് ഇതാ ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരൊറ്റ പോയിന്റ് നോക്കിക്കേ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈനിലെ പോയിന്റുമാണ്, അതേസമയം ഈ ലൈനിലെ പോയിന്റുമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിന്റെ പ്രത്യേകത അത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഈ പോയിന്റിലെ എക്സും വൈയും ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്താൽ മതി. സോ ആ എക്സും വൈയും നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പ്ലസ് r/2 ആണ്. അതുപോലെ -3 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 3 പ്ലസ് √3r/2 ആണ്. ഓക്കെ, പ്ലസ് 28 = 0. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? അപ്പം ഞാൻ എന്താ ചെയ്തത്? എക്സും വൈയും ആ ലൈനിലെ പോയിന്റാണ്. ഏത് ലൈനിലെ പോയിന്റാണ്? ഇതിലെ പോയിന്റാണ്. ഈ ഒരു പൊസിഷനിൽ എത്തിയാൽ മാത്രമേ അത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. നമുക്ക് വേണ്ടത് ഇതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഒരു പോയിന്റ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഈ ഒരു ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ ആ പോയിന്റ് തന്നെ ഈ ലൈനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ആ പോയിന്റ് എന്ത് ചെയ്തു? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുന്ന കാര്യമാണ് ജിത്തു ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. പല രീതി ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു രീതി ചെയ്യാനുള്ള സമയമുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് കേട്ടോ. പാരാമെട്രിക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പാരാമെട്രിക് ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പല കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലത്തിനെയും സിമ്പിളാക്കി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണത്. നിങ്ങൾക്കൊരു പ്രോബ്ലം ടഫാണെന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ദ പാരാമെട്രിക് മെത്തേഡ്. ഇറ്റ് വിൽ ബി വെരി ഈസി. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ എക്സ്ട്രാ നമ്മൾ പഠിക്കുന്നതും നമുക്ക് ഇത് ഒരുപക്ഷെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പ്രോബ്ലത്തിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ എന്നാൽ പോലും നമ്മൾ കുറച്ചൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്ന നോക്കൂ, ഇത്ര സ്റ്റെപ്പിനുള്ളിൽ തീരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ 2-നകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 4 പ്ലസ് 6 -9 -3√3r/2 = -28 എന്ന് എഴുതി. ഞാൻ ആ 28 അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഞാൻ ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബിക്കോസ് എനിക്ക് ആ √3r/2 ആ 2നെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 8 പ്ലസ് 2r മൈനസ് 18 മൈനസ് 3√3r = -56 എന്ന് കിട്ടി. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ആറിൻ്റെ ടേമിനെ മാത്രം ഇവിടെ നിർത്തുകയാണ്. അതിൽ നിന്ന് ഞാൻ ആറിനെ പുറത്തെടുക്കുന്ന സമയത്ത് 2 മൈനസ് 3√3r എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി എന്തൊക്കെ സംഭവിക്കുന്നു നോക്കിയേ, ഈ 8ൽ നിന്ന് -18 കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ -18 പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ആഡ് ചെയ്യുന്ന സമയത്ത് -10 കിട്ടും. ആ -10 നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ -56 + 10 ദാറ്റ് വിൽ ബി -46 അല്ലേ? റൈറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് 6 കിട്ടിയല്ലോ. r = +46 ഡിവൈഡഡ് ബൈ 3√3 മൈനസ്, സോറി ഇവിടെ 6 ഇല്ല കേട്ടോ, ഞാൻ 6നെ കോമൺ ഔട്ട് ചെയ്തിട്ടുണ്ട്. 3√3 - 2 എന്നാണ് കിട്ടുക. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? റാഷണലൈസേഷൻ ചെയ്യണം. അതായത് ഒരു 3√3 + 2 വെച്ച് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതാണ് ആക്ച്വലി എനിക്ക് കിട്ടിയിരിക്കുന്ന 6. ഇവിടെ 6 കിട്ടി. പക്ഷേ ഇതാണ് ഡിസ്റ്റൻസ്. ആക്ച്വലി ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് വി നീഡ് ഫർദർ സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇതിനെ റാഷണലൈസ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു 3√3 + 2 വെച്ചുകൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ആൻസറായി 46 ഇൻറ്റു 3√3 + 2 ഡിവൈഡഡ് ബൈ, താഴെ നോക്കൂ, a - b × a + b എന്ന് പറഞ്ഞാൽ a² - b². a സ്ക്വയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 3² × √3² ആണ്. അതായത് 9 × 3 27 മൈനസ് 2ൻ്റെ സ്ക്വയർ 4, 27 4 കുറച്ചാൽ 23. ആ 23 46 കട്ട് ചെയ്താൽ ഇവിടെ 2 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക മക്കളെ? 4 + 6√3 എന്ന് കിട്ടി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിക്കേ. 4 + 6√3 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുന്നില്ലേ? 4 + 6√3 ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഇസ് ഇറ്റ് ഈസി? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പാരാമെട്രിക് ഫോം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്ലീസ് കമൻറ്റ് ക്ലിയർ ആണെങ്കിൽ. യെസ്, ഓക്കെ. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായല്ലോ. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത് നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. സോ മൂവി അല്ലേ? റെഡി അല്ലേ? യെസ്, അടുത്തതിലേക്ക് പോവാണേ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഇത് ഒന്നും കൂടെ നോക്കി കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇവിടെ നമുക്ക് 4 പോയിന്റ്സുകൾ തന്നിട്ടുണ്ട്.
അതൊരു സർക്കിളിലാണ് ലൈ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. 4 പോയിന്റ്സ് സർക്കിളിൽ ലൈ ചെയ്യുന്നതിനാണെങ്കിൽ നമുക്കതിനെ കോൺസൈക്ലിക് പോയിന്റ്സ് എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. 4 പോയിന്റുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾ? ഈ 4 പോയിന്റുകളുടെ പ്രത്യേകത എന്താ? അത് വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റുകളാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ്. 1 0 0 1 0 0 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒറിജിന് അടുത്ത് കിടക്കുന്ന പോയിന്റ്സ് ആണ്. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഡീൽ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചോ. ഞാൻ ആദ്യമേ ഒരു സർക്കിൾ എടുത്തു, അത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കണക്കാക്കി വെച്ചു. നോക്കിക്കേ മക്കളെ, 1 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. 1 0 സർക്കിൾ പാസ് ചെയ്യണം. അതുപോലെ 0 1 പാസ് ചെയ്യണം. അതുപോലെ 0 0 പാസ് ചെയ്യണം. പിന്നെ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 2K 3K എന്ന് പറയുന്ന പോയിന്റ്. അത് എവിടെയെങ്കിലും സർക്കിൾ എടുത്താൽ മതി. ഈ പറഞ്ഞ 3 പോയിന്റ് ആവരുത്, വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ 2K 3K എടുക്കുക. ഞാൻ തൽക്കാലം ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരിക ഇക്വേഷൻ ഓഫ് സർക്കിൾ അല്ലേ, എന്നിട്ട് അതിൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുറേ ഇക്വേഷൻസുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വലിയ ഇക്വേഷൻസുകൾ ഇങ്ങനെ സോൾവ് ചെയ്ത സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്ന വല്ല ടെക്നിക്സും ഇവിടെ ഉപയോഗിക്കാൻ പറ്റും നോക്കിയാൽ മതി. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇതൊന്നും അങ്ങ് ജോയിൻ ചെയ്ത് നോക്കിയേ. ഇതൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിയാണ്. നിങ്ങൾ വരച്ചിരിക്കുന്നത് ഒരു കോഡാണ്. ഓക്കെ, ആ കോഡിലെ എൻഡ് പോയിന്റ്സുകളിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ആംഗിളാണ് അവിടെ 90 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ? സബ്സ്റ്റൻഡഡ് ആംഗിൾ ബൈ ദി കോഡാണ്. സോ ദാറ്റ് ആംഗിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇതൊരു സെമി സർക്കിളിലെ ആംഗിളാണ് 90 ഡിഗ്രി ആയിട്ട് വരിക. എന്ന് വെച്ചാൽ ആ കോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സുകൾ നമുക്കറിയാം. ഒന്ന് 1 0 ഒന്ന് 0 1 ആണ്. ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു പോയിന്റ് x1 y1 എടുക്കുന്നു, മറ്റേ പോയിന്റിന് x2 y2 എടുക്കുന്നു. നമ്മൾ ഇക്വേഷൻസ് എഴുതുന്നു, സർക്കിളിൻ്റെ ഇക്വേഷൻ കിട്ടുന്നു, അതിൽ കൊണ്ടുപോയിട്ട് 2K 3K സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ദെൻ യു വിൽ ഗെറ്റ് K. കഴിഞ്ഞ സംഭവം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വെൻ ഇറ്റ്സ് എക്സ്ട്രിമിറ്റീസ് ഓഫ് എ ഡയമീറ്റർ ഇസ് ഗിവൺ എന്ന് വെച്ചാൽ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ഡയമീറ്റർ ഇസ് ഗിവൺ. ദാറ്റ് ഇക്വേഷൻ ഈസ് x minus x1 into x minus x2 plus y minus y1 into y minus y2 is equal to 0 ആണ്. ഇതൊന്നും പറയേണ്ട കാര്യമില്ല, വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അങ്ങ് ചെയ്തു പോവാണ്, ശ്രദ്ധിച്ചോളൂ. x minus x1, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റിന് x1 y1 എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 1 0 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് x minus 1 into x minus 0 പ്ലസ് അതുപോലെ y minus 1 into y minus 0 into y minus 1 is equal to 0. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് x square plus y square minus x minus y equal to 0 എന്ന് കിട്ടും. Definitely this is the equation of the circle, and the circle is also passing through the point 2K, 3K. Definitely we can substitute the point in the circle. So we get a 2K. നോക്കൂ, 2K, 3K ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ മക്കളെ. 2K 3K സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു വിൽ ഗെറ്റ്? 2Kയുടെ സ്ക്വയർ പ്ലസ് 3Kയുടെ സ്ക്വയർ മൈനസ് 2K മൈനസ് 3K ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ശരിയല്ലേ? അപ്പോൾ ഇത് 4K സ്ക്വയർ പ്ലസ് 9K square minus 2K minus 3K is equal to 0. This is 13K square minus 5K is equal to 0. Take K common. K into ഇവിടെ വരുന്നത് 13 minus 5K, 5 is equal to 0. Sorry, 13K ഉണ്ടാവും. 13K minus 5 is equal to 0. From here we get either K equal to 0 or K is equal to എന്താ കിട്ടുക? 5 by 13. പക്ഷേ K equal to 0 എന്ന് പറയുന്നത് അഡ്മിസിബിൾ അല്ല. ബിക്കോസ് K 0 ആണെങ്കിൽ 2Kയും 3K എന്തായിട്ട് മാറും? 0 0 ആയിട്ട് മാറും. 0 0 is already given point. അതുകൊണ്ട് K 0 അല്ല. Then what is K? 5 by 13. 5 by 13 എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ഓപ്ഷനാണ് വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരിക. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ചോയ്സ്. ക്ലിയർ ആണോ? വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. ഓക്കെ, ഇപ്പോൾ K 0 എന്ന് എടുക്കേണ്ട കാര്യമില്ല, കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ പോലും ഇല്ല. എന്നാൽ പോലും എന്തുകൊണ്ട് 0 വരുന്നില്ല, എടുക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓൾറെഡി ഗിവൺ പോയിന്റ് ആണ് 0 0. അപ്പോൾ നമുക്ക് K 0 ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ 5 by 13 ആയിരിക്കും അവിടെയുള്ള ചോയ്സ്. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ? യെസ്, അടുത്തതിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. യെസ്, അപ്പോൾ നോക്കാം, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ്
നോക്കൂ, ഈ ഒരു തിയറി ഭാഗം പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഭാഗം നിങ്ങൾക്കൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയാമെന്ന് വിചാരിച്ചത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പൊസിഷൻ ഓഫ് ടു സർക്കിൾസിൻ്റെ പൊസിഷൻ ഓഫ് ടു സർക്കിൾസിൻ്റെ കുറച്ച് തിയറി ഭാഗങ്ങളാണ്. അതായത് സർക്കിൾസുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതും ഇൻ്റർസെക്റ്റ് ചെയ്യാത്തതുമായിട്ടുള്ള കുറച്ച് കണ്ടീഷൻസുകളുണ്ട്. ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് കണ്ടീഷൻ? ഇൻ്റർസെക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഇൻറ്റേർണലി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണലി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള കണ്ടീഷൻസുകൾ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒന്നാമത്തെ പോയിന്റ് നോക്കുക. ഇതിൽ രണ്ട് സർക്കിൾസുകൾ തമ്മിൽ നോക്കിക്കേ, പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന സർക്കിളാണ്. ആ സർക്കിൾസ് ഹാവ് നോ കോമൺ പോയിന്റ്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഇൻ്റർസെക്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. C1 × C2. C1 C2 എന്ന് പറഞ്ഞാൽ രണ്ട് സർക്കിൾസിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് C1 C2. അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കണം. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കുക ഡിസ്റ്റൻസ്. അപ്പോൾ മോഡുലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ദ റേഡി. റേഡിയസുകളുടെ സമ്മ് എടുക്കുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആലോചിച്ചാൽ മതി. ഇതാണ് റേഡിയസ്, ഇതാണ് മറ്റൊരു റേഡിയസ്. ഈ രണ്ട് റേഡിയസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലായിരിക്കും ഈ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതാണ് ഈ രണ്ട് സർക്കിൾസുകൾ തമ്മിൽ അകന്ന് നിൽക്കുക എന്നുള്ളതിന് അർത്ഥം. ഓക്കെ, എന്ന് വെച്ചാൽ അവർ തമ്മിൽ ടച്ച് ചെയ്യില്ല. ഓക്കെ, അതാണ് അതിൻ്റെ കണ്ടീഷൻ. ഇനി ഈ ഒന്നാമത്തത് പോലെ തന്നെ നിങ്ങൾ ഈ അഞ്ചാമത്തത് നോക്കുക. അഞ്ചാമത്തത് ഒന്നാമത്തത് തമ്മിലൊരു ബന്ധമുണ്ട്. അത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ രണ്ട് രീതിയിലാണ്. ഈ എക്സ്റ്റേണലി ഇൻ്റർസെക്റ്റ് ചെയ്യാത്തതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. ഈ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഇൻറ്റേർണലി ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത കാര്യമാണ്. ഒരു സർക്കിളിനകത്ത് മറ്റൊരു സർക്കിൾ കിടക്കുകയാണ്, പക്ഷേ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, പരസ്പരം മീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ് കണ്ടീഷൻ. മോഡുലസ് ഓഫ് C1 C2 എന്ന് പറഞ്ഞാൽ, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദർ സെൻറ്റർ എന്ന് പറയുന്നത് മസ്റ്റ് ബി ലെസ് ദാൻ മോഡുലസ് ഓഫ് R1 - R2 ആണ്. ഇതാണ് ടച്ച് ചെയ്യാത്ത സിറ്റുവേഷൻ. ഇനി നമുക്ക് വേണ്ടത് പരസ്പരം ടച്ച് ചെയ്യുന്ന സിറ്റുവേഷൻ. ടച്ച് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്ന് എക്സ്റ്റേണലി ടച്ചിങ്, മറ്റൊന്ന് ഇൻറ്റേർണലി ടച്ചിങ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ടാമത്തതും നാലാമത്തതും തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുക. രണ്ടാമത്തത് എക്സ്റ്റേണലി ടച്ചിങ് ആണ്, നാലാമത്തത് ഇൻറ്റേർണലി ടച്ചിങ് ആണ്. അതിൻ്റെ കണ്ടീഷൻ നോക്കിക്കുക. C1 × C2 എന്ന് പറയുന്നത്, C1 C2 എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ C1 and C2 എന്ന് പറയുന്നത് R1 + R2 ഈക്വൽ ആയിരിക്കണം. അതാണെന്ത് എക്സ്റ്റേണലി ടച്ച് ചെയ്യാന്ന് പറഞ്ഞുള്ള കണ്ടീഷൻ. ഇൻറ്റേർണലി ടച്ച് ചെയ്യാന്ന് പറഞ്ഞ കണ്ടീഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ C1 and C2 മസ്റ്റ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് R1 - R2. ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ മോഡുലസ് എഴുതണം. കാര്യം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏതാണ് R1 ഏതാണ് R2 എന്നുള്ളത്. സോ ദ ഡിഫറൻസ് ഷുഡ് ബി പോസിറ്റീവ്, ദാറ്റ് ഈസ് വൈ വിത്തിൻ മോഡുലസ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻ്റർസെക്റ്റിംഗ് അറ്റ് 2 points ആണ്. ഇതിൽ എത്ര കോമൺ ടാൻജൻറ്റുകൾ വരയ്ക്കാൻ പറ്റുന്നൊക്കെയുള്ള കാര്യമൊക്കെ നിങ്ങൾ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ 2 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റ് ഇവിടെയും ഒരു പോയിന്റ് ഇവിടെയും, ഇങ്ങനെ 2 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. 2 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കണ്ടീഷൻ മോഡുലസ് ഓഫ് R1 - R2 മസ്റ്റ് ബി ലെസ് ദാൻ എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ C1 and C2 മസ്റ്റ് ബി ലെസ് ദാൻ R1 + R2 ആണ്. ഇതാണ് മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻ. ഇത് വളരെ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതെല്ലാ ഭാഗത്തും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. സോ അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ലെറ്റ്സ് ഗോ ടു ദി ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇഫ് ദി സർക്കിൾസ്, രണ്ട് സർക്കിൾസിൻ്റെ ഇക്വേഷൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് സർക്കിൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഈസി ആയിട്ട് സെൻട്രൽ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അറ്റ് 2 points. 2 പോയിന്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമുക്ക് കണ്ടീഷൻ ഉണ്ടല്ലോ. 2 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കണ്ടീഷൻ എന്താണ്? മോഡുലസ് ഓഫ് R1 - R2 മസ്റ്റ് ബി ലെസ് ദാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റേഴ്സ് അല്ലേ? ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ കണ്ടീഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റേഴ്സ് വിച്ച് ഈസ് ലെസ് ദാൻ എന്താണ് R1 + R2. ഈ സമ്മിന് നമുക്ക് മോഡുലസിൻ്റെ ആവശ്യമില്ല. കാര്യം എന്താണ്? റേഡിയസ് ഓൾറെഡി പോസിറ്റീവ് ആണ്. സം ഓഫ് 2 quantities അഗെയിൻ 2 positive quantities അഗെയിൻ പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് R1 - R2 ലെസ് ദാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റേഴ്സ് ലെസ് ദാൻ R1 + R2 ആണ്. സോ നമുക്കിവിടെ സെൻറ്റർ വേണം, C1 വേണം, C2 വേണം, R1 വേണം, R2 വേണം. അപ്പോൾ ഞാൻ C1 എഴുതാണ്. C1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സർക്കിളിൻ്റെ സെൻറ്റർ. പെട്ടെന്ന് നോക്കി പറയാൻ പറ്റും എന്താണ്? -1, -2. റേഡിയസ് R1 എന്ന് പറയുന്നത് 6 തന്നെയാണ്. അവിടെ നമുക്ക് ഈക്വൽ ടു R² തന്നിട്ടുണ്ട്. സോ റേഡിയസ് 6 തന്നെയാണ്. രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ പകുതി വിത്ത് ഓപ്പോസിറ്റ് സൈൻ, ദാറ്റ് ഈസ് 2. വൈയുടെ കോഎഫിഷ്യൻ്റെ പകുതി വിത്ത് ഓപ്പോസിറ്റ് സൈൻ, ദെൻ അഗെയിൻ 2. ആൻഡ് റേഡിയസ് R2 is equal to √2² + 2² മൈനസ് ആ കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് C1 ആയി C2 ആയി. ഇനി നമുക്ക് C1 C2 തമ്മിലുള്ള ദൂരം വേണേൽ കണ്ടുപിടിക്കാം. C1 C2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് -1 -2 ദ ഹോൾ സ്ക്വയർ ഈസ് 9, -2 -4 ആയി, അതിന് സ്ക്വയർ എടുക്കുമ്പോൾ 16. സോ ദ ആൻസർ ഈസ് 5. സോ C1 C2 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ ഈസ് 5. നൗ വി ഹാവ് ദ കണ്ടീഷൻ എന്താണ്? മോഡുലസ് ഓഫ് R1 - R2. അപ്പോൾ മോഡുലസ് ഇടണം കേട്ടോ, നിർബന്ധമായിട്ട് ഇടണം. മോഡുലസ് R1 - R2. R1 എന്ന് പറഞ്ഞാൽ 6 ആണ്, മൈനസ് R2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് അല്ലേ? ലെസ് ദാൻ C1 C2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 5 ആണ്. വിച്ച് ഇസ് ലെസ് ദാൻ R1 + R2 എത്രയാണ്? R + 2 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യണം. അതായത് ഒന്ന് ഈ പാർട്ട് ചെയ്യണം, ഒന്ന് നിങ്ങൾ ഈ പാർട്ട് ചെയ്യണം, അതിനുശേഷം നിങ്ങൾ ഈ പാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യത്തെ പാർട്ട് രണ്ടും ഒരുമിച്ച് ചെയ്ത് പോയാൽ മതി. മോഡുലസ് ഓഫ് R - 2 ലെസ് ദാൻ 5 ആൻഡ് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഓർ അല്ല, ആൻഡ് ആണ്. ആൻഡ് 5 ലെസ് ദാൻ R + 2. 5 R ലെസ് ദാൻ R + 2 അല്ലെങ്കിൽ R + 2 ഗ്രേറ്റർ ദാൻ 5 എന്നിട്ടാലും ശരിയല്ലേ? രണ്ട് സെയിം. നിങ്ങൾക്കറിയാം മോഡുലസ് R - 2 ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? -5 ലെസ് ദാൻ R - 2 ലെസ് ദാൻ 5 ആണ്, ശരിയല്ലേ? മോഡുലസ് ഓഫ് X ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം -A ലെസ് ദാൻ X ലെസ് ദാൻ A. അത് വെച്ച് ഇങ്ങനെ എഴുതി. ആൻഡ് ഇവിടെ R ഇസ് ഗ്രേറ്റർ ദാൻ 5 - 2 എന്ന് എഴുതി. ഓക്കെ, 2നെ ഞാൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, 5 - 2. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് സോൾവ് ചെയ്യണം. എനിക്ക് R കണ്ടുപിടിക്കണമെങ്കിൽ ഈ -2 പോകണം. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ഒരു 2 അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ 2 ആഡ് ചെയ്യുക, ഇവിടെ 2 ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ 2 ആഡ് ചെയ്യുക. 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് -3 എന്ന് കിട്ടും, ലെസ് ദാൻ 6 കിട്ടി, ലെസ് ദാൻ 5 + 2 7 എന്ന് കിട്ടി. ആൻഡ് ഇവിടെ നമുക്ക് R ഗ്രേറ്റർ ദാൻ 5 - 2 3 എന്ന് കിട്ടി. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആറിൻ്റെ വാല്യൂസ്, അതാണ് ഇവിടെ നമുക്ക് വേണ്ട ആൻസർ. നമുക്ക് R എന്ന് പറയുന്നത് -3 to 7 ആണ് ഒന്ന്, മറ്റൊന്നിൽ പറയുന്ന R ഗ്രേറ്റർ ദാൻ 3 ആണ്. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന R എന്തായിരിക്കും? 3നേക്കാൾ വലുത്, 7നേക്കാൾ ചെറുതായിരിക്കും, ശരിയല്ലേ? ഇപ്പം -3 മുതൽ 3 വരെ എടുക്കാൻ പറ്റില്ല, 3ക്ക് ശേഷം എടുക്കാം, ദെൻ 7ന് താഴോട്ടേക്കും വരാം. സോ നമുക്ക് പറയാൻ പറ്റും R ലൈസ് ബിറ്റ്വീൻ 3 and 7. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ മക്കളെ? നോക്കിക്കേ, ഓപ്ഷൻ C അല്ലേ കറക്റ്റ് വരിക. 3 ലെസ് ദാൻ R ലെസ് ദാൻ 7 എന്ന് വരും. ക്ലിയർ ആണോ? ഇപ്പം മോഡുലസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. അതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷം അതിൻ്റെ ഇവിടെ ആൻഡ് ഇട്ടിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷനാണ് എടുക്കേണ്ടത്. രണ്ടും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യണം. നിങ്ങൾ R-നെ -2 ഒന്നും എടുക്കാൻ പാടില്ല. -2 എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഇനീക്വാലിറ്റി ഇത് സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷേ ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. -2 ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. രണ്ടിൻ്റെയും കൂടെ കോമൺ പോർഷനാണ് എടുക്കേണ്ടത്. അപ്പം ഗ്രേറ്റർ ദാൻ 3 എടുക്കണം, അതേസമയത്ത് ലെസ് ദാൻ 4 ആയിരിക്കണം. സോ 3 to 7 ആണ് അതിൻ്റെ റേഞ്ച് വരിക. ഓക്കെ, ആറിൻ്റെ റേഞ്ച് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. ഇഫ് ദി ലെങ്ത് ഓഫ് ദി മൈനർ ആക്സിസ് ഓഫ് ദി എലിപ്സ്. അപ്പോൾ നമ്മൾ എലിപ്സിലേക്ക് എത്തി. എലിപ്സിൻ്റെ മൈനർ ആക്സിസിൻ്റെ ലെങ്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 2b ആണ് മൈനർ ആക്സിസിൻ്റെ ലെങ്ത്. ആൻഡ് ദാറ്റ് മൈനർ ആക്സിസ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോസൈ ദെൻ ദി എസെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് ആണ് ചോദ്യം. എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 2023-ലും അതുപോലെ 24-ൽ, ഇത് 24-ലെ ക്വസ്റ്റ്യൻ ആണ്. 23-ൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊക്കെ വരുമ്പോൾ ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. കാര്യം ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ബേസിക് ഫോർമുലകൾ മതി ഇതൊക്കെ ചെയ്യാൻ. ഓക്കെ, മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് 2b ആണ്. 2a എന്ന് പറഞ്ഞാൽ മേജർ ആക്സ് ആണ്, 2b എന്ന് പറഞ്ഞാൽ മൈനർ ആക്സ് ആണ്. നമ്മളൊരു സ്റ്റാൻഡേർഡ് എലിപ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. 2b. അപ്പോൾ മൈനർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോസൈ. അപ്പോൾ ഹാഫ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോസൈ. നമുക്കറിയാം ഫോസൈയുടെ കോർഡിനേറ്റ് എലിപ്സിൽ ഒന്ന് AE,0യും ഒന്ന് -AE,0 ആണ്. അപ്പോൾ അവർ തമ്മിലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2AE ആണ് വരിക. അപ്പോൾ എന്താ വരിക? 2AE ആണ്. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2b ഇസ് ഈക്വൽ ടു AE എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എസെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് ആണ്. അപ്പോൾ എസെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല E² ഇസ് ഈക്വൽ ടു, എലിപ്സിൻ്റെ കേസിലാണെങ്കിൽ E² ഇസ് ഈക്വൽ ടു 1 - B²/A² ആണ്. അപ്പോൾ നമുക്ക് B²/A² E². അപ്പോൾ നമുക്കിതിനെ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ എയും ബി ഒക്കെ പോകണം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് നമുക്ക് ബി ഒന്ന് കണ്ടുപിടിക്കാം. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? AE/2 ആണ് അല്ലേ? ബി എന്ന് പറഞ്ഞാൽ AE/2 ആണ്. ആ ബീനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടാന്ന് ആലോചിച്ച് നോക്കൂ. A² E²/2² അല്ലേ? അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ് E² ഇസ് ഈക്വൽ ടു 1 - 1/A² × B² അല്ലേ?
അവിടെ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ ഇ സ്ക്വയർ ബൈ 2 സ്ക്വയർ 4. നമുക്ക് എ സ്ക്വയർ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടി. മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ 4 നമുക്ക് എന്ത് കിട്ടും? 4 ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മൈനസ് ഇ സ്ക്വയർ എന്ന് കിട്ടും. ബ്രിങ് ദാറ്റ് ഇ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. സോ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ബൈ 5. സോ ഇ is equal to eccentricity is equal to 2 by root 5. സോ 2 by root 5 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരിക. ക്ലിയർ അല്ലേ? ഇതാണ് എസെൻട്രിസിറ്റി. ഇത്രയേ ചെയ്യാനുള്ളൂ. അപ്പം നമ്മൾ ആകെ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാം ഫോർമുല 2b എന്ന് പറഞ്ഞാൽ മൈനർ ആക്സിസിൻ്റെ ലെങ്ത് ആണ്, മേജർ ആക്സിസിൻ്റെ ലെങ്ത് 2a ആണ്. എസെൻട്രിസിറ്റി ഫോക്കസുകൾ തമ്മിലുള്ള ദൂരം 2ae ആണ്. പിന്നെ ബാക്കി എസെൻട്രിസിറ്റി ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫോർ 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ ബൈ 2 ഇഫ് ദി എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അങ്ങനെ കോസിക് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഹൈപ്പർബോളയാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലല്ല ഇതുള്ളത്. നമുക്കതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം. സോ ഐ എം ഗോയിങ് ടു റീഅറേഞ്ച് ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഞാനതിനെ ഇങ്ങനെ എഴുതാണ്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതി. കൊസിക് സ്ക്വയർ തീറ്റ അങ്ങനെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. പക്ഷെ നമുക്ക് അവിടെ ഈക്വൽ ടു 1 ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 5 മൈനസ് വൈ സ്ക്വയർ ബൈ 5 സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വന്നു. ഇനി നമുക്ക് എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു കൊസിക് സ്ക്വയർ തീറ്റയല്ലേ? അതിന് ഞാൻ എക്സ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതി. എക്സ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5. അവിടെ 5 അല്ല, റൈറ്റ് സൈഡിൽ 1 ആണ് വേണ്ടത്. സോ ഡിവൈഡ് വിത്ത് 5. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 5 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമായി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദി എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള ഈസ് √7 ടൈംസ് ദി എസെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് ആണ്. ദെൻ ദ വാല്യൂ ഓഫ് തീറ്റ ഈസ്, തീറ്റ എന്ന് പറയുന്നത് 0 to പൈ ബൈ 2 ഇടയിലാണ്. 0 to പൈ ബൈ 2 ഇടയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നിട്ടുള്ള എല്ലാ ഓപ്ഷൻസിലും 0 to പൈ ബൈ 2 ഇടയിലാണ് നമുക്ക് ആൻസർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള എന്ന് പറയുന്നത് എന്താണ്? എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോളയെ ഞാൻ EH എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു √7 ടൈംസ് എസെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ്. അതിന് ഞാൻ EE എന്ന് എഴുതുന്നു. രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർബോളയുടെ എസെൻട്രിസിറ്റി സ്ക്വയർ ഇസ് ഈക്വൽ ടു √7 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 7 കിട്ടി. പിന്നെ ഞാനിവിടെ എഴുതുന്നത് എലിപ്സിൻ്റെ എസെൻട്രിസിറ്റിയുടെ സ്ക്വയർ ആണ്. Now what is the eccentricity square of the hyperbola? That will be 1 plus b square by a square ആണ്. ഇവിടെ b square എന്ന് പറയുന്നത് 5 sin square theta ആണ്. That is smaller than that of a square. A square is 5, which is equal to 7 into eccentricity square of the ellipse is again 1 minus b square by a square ആണ്. Here b square is the smallest value, that is 5 sin square theta. So 5 sin square theta divided by 5. Now we solve it. 5 will cancel everywhere. ഇവിടെ എല്ലാ സ്ഥലത്തും ക്യാൻസൽ ചെയ്യുന്നു. 1 plus sin square theta is equal to 7 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 7 minus 7 sin square theta എന്ന് കിട്ടി. So this will become 8 sin square theta is equal to എന്താണ്? 6. So sin square theta is equal to 3 by 4. Sin theta is equal to plus or minus വരും. പക്ഷെ നമ്മൾ പ്ലസ് എടുക്കാൻ പാടുള്ളൂ. Because sin theta is positive in the first quadrant. Because theta lies in 0 to pi by 2. So we consider √3 by 2. Sin square 3 by 4. Sin theta is √3 by 2. So definitely theta is pi by 3 ആണ് വരിക. 60 ഡിഗ്രി ആണ് വരിക. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു സംശയം ഇവിടെ വരാൻ സാധ്യതയുള്ളത്, എന്തുകൊണ്ടാണ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നുള്ളത് 5 സൈൻ സ്ക്വയർ തീറ്റ ബൈ 5 വന്നത്? എന്തുകൊണ്ട് 5 ഡിവൈഡ് ബൈ 5 സൈൻ സ്ക്വയർ തീറ്റ വരുന്നില്ല എന്ന് നിങ്ങൾക്കൊരു സംശയം വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 0 to pi by 2 ആണ് നമ്മളെ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ 0 to 1 ആണ്. 0 to 1 എന്ന് പറഞ്ഞ ഒരു ഫ്രാക്ഷൻ പാർട്ടാണ് അല്ലേ? 0 to 1. അപ്പോൾ നമ്മൾ 5 ഇൻറ്റു എ ഫ്രാക്ഷൻ, എനി നമ്പർ ബിറ്റ്വീൻ 0 to 1 ഇൻറ്റു 5 മസ്റ്റ് ബി ലെസ് ദാൻ 5 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്തെടുക്കുന്നത്? 5നെ വലുതായിട്ടും 5 സൈൻ സ്ക്വയർ തീറ്റനെ ചെറുതായിട്ട് എടുക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ചെറുതാണ് ബി സ്ക്വയർ ആയിട്ട് എടുക്കുന്നത്, എ സ്ക്വയർ വലുതായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാനുള്ള റീസൺ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റൈറ്റ്, ഇനി അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ എടുത്തു എന്നുള്ളത്. ഓക്കെ,
ഈ പോയിന്റ് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആണ്. റൈറ്റ്? അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്, π/3 ആണ്. സോ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ലോക്കസ് ഓഫ് ദി മിഡ് പോയിന്റ്സ് ഓഫ് ദി കോഡ്സ് ഓഫ് ദ സർക്കിൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിളിൻ്റെ കോഡിൻ്റെ ലോക്കസ്, മിഡ് പോയിന്റുകൾ, ഒരു സർക്കിളിൻ്റെ ലോക്കസ് ഓഫ് മിഡ് പോയിന്റ്സ് ഓഫ് ദി കോഡാണ്. അപ്പോൾ കോഡിൻ്റെ മിഡ് പോയിന്റുകളുടെ ലോക്കസ് ആ സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡ്രോൺ ഫ്രം ദി ഒറിജിൻ, ആ കോഡുകളൊക്കെ ഒറിജിൻ നിന്ന് വരയ്ക്കണം. ഇന്റർസെക്ട് ദി ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 അറ്റ് പി ആൻഡ് ക്യൂ ആണ്. 2 പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ദി ലെങ്ത് ഓഫ് ദി പി ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂ കേട്ടോ. ലെങ്ത് ഓഫ് പി ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു റഫ് ആയിട്ടൊരു സർക്കിൾ വരച്ചു, ഇവിടെ ഞാനൊരു കോഡ് വരച്ചു. ഓക്കെ, കോഡിൻ്റെ മിഡ് പോയിന്റ് ആണ് ലോക്കസ്. അപ്പോൾ നമ്മൾ അതിനെ HK എന്ന് എടുക്കുന്നു. റൈറ്റ്? ഓക്കെ, HK എന്ന് എടുത്തു. നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? കോഡിൻ്റെ ഇക്വേഷൻ വേണം. കോഡിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം, കോഡ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ ലോക്കസിൻ്റെ ഇക്വേഷനാണ്. HK എന്നുള്ള ലോക്കസിൻ്റെ ഇക്വേഷനാണ്. ആ ലോക്കസിൻ്റെ ഇക്വേഷൻ മേ ബി എ കർവ് ഓർ മേ ബി എ ലൈൻ, നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. അത് കിട്ടിയതിന് ശേഷം അത് ഒറിജിനിൽ നിന്ന് പാസ് ചെയ്യുന്നതിലേക്ക് കൊണ്ടുവരണം. ഒറിജിനിൽ നിന്ന് പാസ് ചെയ്യുന്നതാണ് ലൈനാണ് എന്ത് ചെയ്യുന്നത്? ഒറിജിനിൽ നിന്ന് പാസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ കോഡാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഇന്റർസെക്ട് ചെയ്യുന്നത്. എത്ര പോയിന്റിൽ? 2 പോയിന്റ്സിൽ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ ഓഫ് കോഡ് എഴുതാൻ പോവാണ്. ഇക്വേഷൻ ഓഫ് കോഡ് വിത്ത് സെൻറ്റർ HK. ഇക്വേഷൻ ഓഫ് കോഡ് വിത്ത് സെൻറ്റർ എന്താണ്? സെൻറ്റർ HK നമ്മൾ എഴുതാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് ദി കോഡ്, സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കോഡിൻ്റെ ഇക്വേഷൻ എന്താണ്? T = S1 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. T = S1 ആണ് ഇക്വേഷൻ. T എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ആണ്. S1 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ പോയിന്റ് HK ഇൻ ദി ഇക്വേഷൻ ഓഫ് സർക്കിൾ ആണ്. അതാണ് സംഭവം. അപ്പോൾ T എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതണം പറ? X × X1. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെ സ്ക്വയർ ചെയ്തിട്ട് അതിനൊരു ഓർഡറിലേക്ക് എഴുതണം. അപ്പോൾ ഞാൻ x² + y - 1² = 1നെ ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ എക്സ്പാൻഡ് ചെയ്താൽ x² + y² - 2y + 1 = 1 ആണ്. സോ 1 ക്യാൻസൽ ആവും. സോ ദിസ് വിൽ ബി ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ. ഇതിന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. T = S1 എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത് x × X1, വേർ x1 y1 ക്യാൻ ബി ടേക്കൺ ആസ് HK. അപ്പോൾ ഇത് വരുന്നത് XH + YK - 2yനെ നമ്മൾ y + y എന്നാണ് എഴുതുക. മൈനസ് ഓഫ് y + y, അതിലൊരു yനെ നമ്മൾ y1 ആക്കുന്നു. സോ y + k എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ എഴുതേണ്ടത്? S1 ആണ്. S1 എന്ന് പറഞ്ഞാൽ HK എന്നുള്ള പോയിന്റ് സർക്കിളിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വരുന്നത് h² + k² - 2k എന്നാണ് വരിക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. സോ 0,0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ടേം 0 ആവും, ഈ ടേം 0 ആവും. പിന്നെ ഇവിടെ y-ഉം 0 ആവും. പിന്നെ വരുന്നത് -k = h² + k² - 2k ആണ്. ശരിയല്ലേ? ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇക്വേഷനൊക്കെ ഒന്ന് റെഫർ ചെയ്യണം. h² + k² - 2k എന്ന് കിട്ടും. -kനെ നമ്മൾ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് h² + k² അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ -k എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് എ ലോക്കസ്. അപ്പോൾ ഇതൊരു സർക്കിൾ തന്നെയാണ് ഈ ലോക്കസ്. അതുകൊണ്ടാണ് അവിടെ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്, അല്ലേ? കോഡ് ഇന്റർസെക്റ്റിംഗ് ദി സർക്കിൾസ് അറ്റ് 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്, സേ P ആൻഡ് Q. അപ്പോൾ ഇതിൽ നമ്മൾ മാറ്റുന്ന സമയത്ത് x² + y², അതായത് h ന് ഞാൻ x ഉം y ക്ക് ഞാൻ kയും കൊടുക്കുകയാണ്, k ക്ക് ഞാൻ y ഉം കൊടുക്കുകയാണ്, -y = 0. Now this line, this curve or maybe this circle intersecting the line x + y = 1. So I am writing x + y = 1. From here I get y = 1 - x. I am going to substitute the value of y in the circle. So we get x² + y is 1 - x. Then we write whole square. Then minus of 1 - x, that is equal to 0. Now we solve it. We'll find x. Then we get to y value. That's the p and q. Then we can find the distance of pq. Okay. J by x² plus x² minus 2x plus 1 minus 1 plus x is equal to 0. This negative 1 and plus 1 cancelled. So what we are getting, 2x² minus 2x plus x is minus x. That's equal to 0. You take x outside. So 2x minus 1 is equal to 0. So from here we get x equal to 0 or x equal to 1 by 2. So when x is 0, y will be 1. When x is 1 by 2, y will be 1 by 2. This point is P and this second point is Q. Now you can find the distance of the point between P and Q. So what is PQ?
PQ is under root of, and the makale 0 minus 1 by 2 the whole square is 1 by 4, and 1 minus 1 by 2 the whole square is also 1 by 4. This become 1 by 4 plus 1 by 4 is 1 by 2, and that is going to be 1 by root 2. So what is the distance of PQ? It is 1 by root 2. So option A is correct. Clear or no? Is it clear? അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇക്വേഷൻ ഓഫ് ദ കോഡ് വിത്ത് പോയിന്റ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ സെൻറ്റർ മിഡ് പോയിന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദ കോഡ് എന്ന് പറയുന്നത് HK ആണെങ്കിൽ T ഈക്വൽ ടു S1 ആണ് ഇതിൻ്റെ ഇക്വേഷൻ. യു ഫോം ദ ഇക്വേഷൻ ഫസ്റ്റ് ആൻഡ് ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഒറിജിൻ ഇൻ ദ ഇക്വേഷൻ. യു വിൽ ഗെറ്റ് എ കർവ് ആൻഡ് ദി കോഡ് വിൽ പാസ് ത്രൂ. അത് സ്ട്രെയിറ്റ് ലൈൻ x പ്ലസ് y ഈക്വൽ ടു 1 എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് പോയിന്റിൽ? 2 പോയിന്റ്സിൽ. ആ 2 പോയിന്റ്സുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതാണ് P യും Q. ദെൻ യു ക്യാൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നൗ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. P എന്ന് പറയുന്നതാണ് പോയിന്റ് ഓൺ ദ ഹൈപ്പർബോളയാണ്. P ഈസ് എ പോയിന്റ് ഓൺ ദ ഹൈപ്പർബോള ഇക്വേഷൻ ഈസ് ഗിവൺ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഹൈപ്പർബോളയിലെ പോയിന്റ് ആണ്. അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ലൈ ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് സച്ച് ദാറ്റ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ P ആൻഡ് ദി 2 ഫോസൈ ഓഫ് H. അപ്പോൾ ഈ ഹൈപ്പർബോളയുടെ 2 ഫോസൈകളും അതുപോലെ P എന്ന് പറയുന്ന പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2 × √13 ആണ്. ദെൻ ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് P ഫ്രം ദ ഒറിജിൻ ഈസ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. 2024 തന്നെ ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റഫ് ആയിട്ടൊരു ഡയഗ്രം ജസ്റ്റ് നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ചോളൂ. ഇതാണ് നമ്മുടെ ഹൈപ്പർബോള എന്ന് പറയുന്നത് വിചാരിച്ചോളൂ. ഓക്കെ, P എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോയിന്റ് ആണ്. സപ്പോസ് ദ പോയിന്റ് സേ ആൽഫ കോമ ബീറ്റ വെയർ ആൽഫ ആൻഡ് ബീറ്റ ആർ പോസിറ്റീവ്. ഓക്കെ, ഇത് ഒറിജിൻ ആണ്. നമുക്ക് 2 ഫോസൈകളുണ്ട്. ഒന്ന് S1 എടുത്തു, ഒന്ന് S2 എടുത്തു. നമുക്കറിയാം S1 Pയിൽ നിന്ന് S2യിലേക്കും Pയിൽ നിന്ന് ഇതുപോലെ S1ലേക്കും വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ടല്ലോ. കണ്ടോ, ഈ 3 പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ടോ? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് 2 × √13 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് P ഫ്രം ഒറിജിൻ. അതായത് ഈ ഒരു ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. അത് വളരെ എളുപ്പമാണ്. ചുരുക്കി പറഞ്ഞാൽ ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കണം. ആൽഫ ബീറ്റ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒറിജിനൽ ഡിസ്റ്റൻസ് വെരി സിമ്പിൾ അല്ലേ? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെ റൂട്ടാണ്. പിന്നെ അതിൻ്റെ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടിയാൽ മാത്രമേ അതിൻ്റെ സം ഓഫ് ദ സ്ക്വയർ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആൽഫയും ബീറ്റയും കാണാൻ വേണ്ടി നമുക്ക് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇതല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ആരാണ്? ബീറ്റ അല്ലേ? y കോർഡിനേറ്റല്ലേ ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഏരിയ ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 2 × √13. പക്ഷേ ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എന്ന് പറഞ്ഞാൽ S1ൽ നിന്ന് S2യിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് S1 S2. നേരത്തെ നമ്മൾ C1 C2 എന്നൊക്കെ പറഞ്ഞില്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ C1 ആൻഡ് C2. ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ S1 ആൻഡ് S2. അതാണ് S1 S2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 2 × √13. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമുക്ക് ബീറ്റ എന്തായാലും കണ്ടുപിടിക്കണം. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു സംഗതിയാണ് ബീറ്റ. പക്ഷേ S1 S2 നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അവിടെ ബേസിൻ്റെ ലെങ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ S1 S2 എന്ന് പറഞ്ഞാൽ ഫോസൈകളുടെ ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ S1 S2 കാണണമെങ്കിൽ ഫോസൈ കണ്ടുപിടിക്കണം. ഫോസൈയുടെ കാണാൻ നിങ്ങൾക്കറിയാം +or-AE, 0 ആണ്. അപ്പോൾ ഈ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഫോസൈ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്ക്വയർ ഓഫ് ദ എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള 1 + B² / A ഫോർമുല ദാറ്റ് ഇസ് ഈക്വൽ ടു 1 + B² എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ 4, A² എന്ന് പറഞ്ഞാൽ 9. ദിസ് ഈസ് 13/9 കിട്ടും. സോ ഈസ് ഈക്വൽ ടു √13/3 എന്ന് കിട്ടി. സോ ഫോസൈ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒന്ന് AE, 0യും മറ്റൊന്ന് -AE, 0 ആണ്. ഇതാണ് S1, ഇതാണ് S2 എന്ന് വിചാരിക്കാം. അപ്പോൾ A എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം A² 9 ആണ്. അപ്പോൾ A 3 ആണ്. അപ്പോൾ നമുക്കിവിടെ 3 ഇൻറ്റു എന്താണ് E എന്ന് പറഞ്ഞാൽ √13/3 ആണ്, 0 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ -3 ഇൻറ്റു √13/3, 0 എന്ന് കിട്ടും. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് 3 ക്യാൻസലായി. √13, 0 അതുപോലെ -√13, 0 ആണ്. അപ്പോൾ S1 S2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 √13 ആണ്. അപ്പോൾ എനിക്ക് ഈ ഫോർമുലയിൽ നേരിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. S1 S2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 √13 ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഹാഫ് ഇൻറ്റു S1 S2 എന്ന് പറഞ്ഞാൽ 2 √13 അല്ലേ, ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു 2 √13. അപ്പോൾ എനിക്ക് 2 √13 ബോത്ത് സൈഡ് ക്യാൻസൽ ചെയ്താൽ ബീറ്റ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ബീറ്റ ഇസ് ഈക്വൽ എന്താണെന്ന് കിട്ടി?
2 എന്ന് കിട്ടി. ഇനി ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നോക്കിക്കേ, ഇത് ശ്രദ്ധിക്കട്ടോ, ഇത് ഹൈപ്പർബോളയല്ലേ? ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഹൈപ്പർബോളയിലെ പോയിന്റ് അല്ലേ? ഹൈപ്പർബോളയിലെ പോയിന്റ് ഒക്കെ ഹൈപ്പർബോളിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? അപ്പോൾ ആൽഫയും ബീറ്റും ഞാൻ ഇക്വേഷനിൽ കൊണ്ട് കൊടുക്കുകയാണ്. അവിടെ ബീറ്റ് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആൽഫ കിട്ടിയില്ലേ? ആൽഫയും ബീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ വിൽ ബി ദി ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, 4 or 5? എന്താണ് സുജിത്തിൻ്റെ കമൻറ്റ്? 4 or 5? എന്താണ് ഉദ്ദേശിച്ചത്? ഏതാണ്? യെസ്, അപ്പം ഞാൻ എക്സ് സ്ക്വയർ ബൈ 9 മൈനസ് എന്താണ് വൈ സ്ക്വയർ ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? 1 അല്ലേ? അവിടെ ഞാൻ നോക്കൂ, പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയുണ്ട്? ആൽഫ ബീറ്റ. പി എന്ന് പറയുന്ന പോയിന്റ് ആൽഫ ബീറ്റയാണ്. അത് ഹൈപ്പർബോളയിൽ ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ് ആൽഫ ബീറ്റ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൽഫ സ്ക്വയർ ബൈ 9 മൈനസ് ബീറ്റ സ്ക്വയർ ബൈ 4 is equal to 1. But we know that beta is already there. It is എത്രയാണ്? ബീറ്റ is 2. So alpha square by 9 minus beta square എന്ന് പറഞ്ഞപ്പോൾ 4 ആയില്ലേ? 4 by 4 is equal to 1. So alpha square is equal to എത്ര കിട്ടി മക്കളെ? 18 എന്ന് കിട്ടി അല്ലേ? 4 കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു -1 വരും. ആ -1 റൈറ്റിലേക്ക് കൊടുത്താൽ 2 ആയി. സോ ആൽഫ സ്ക്വയർ is equal to 2 into 9 is 18. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒ പി ആണ്. ഒ പിയുടെ സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചത്. അത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. യു ക്യാൻ യൂസ് ദ ഡിസ്റ്റൻസ് ഫോർമുല. ദാറ്റ് ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 18 കിട്ടി. അതിന് വീണ്ടും സ്ക്വയർ ചെയ്യണ്ട കേട്ടോ. ആൽഫ സ്ക്വയർ ഓൾറെഡി 18 ആണ്. ബീറ്റ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4, ആൻഡ് വിറ്റ് വിൽ ബി ഈക്വൽ ടു എത്രയാ? 22 ആണ്. സോ ഓപ്ഷൻ വരുന്നത് സി ആണ് വരിക. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മക്കളെ? നമ്മൾ ഈ പറഞ്ഞ ചാപ്റ്ററുകളിലേക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ടൈം 6 വരെയാണ്. ഇറ്റ് ഈസ് ഓൾസോ നൗ ഇറ്റ് ഈസ് 6 ഓവർ അല്ലേ? 6 കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നോക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.